Okay. ഇതിന്റെ അല്ലേ? അതല്ല, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മുടെ +1 ഫിസിക്സ് എക്സാമിൻ്റെ റിവിഷനാണ് നമ്മൾ ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചാപ്റ്റർ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മേ ബി ഇത് നിങ്ങൾക്കൊരു റിവിഷൻ തന്നെ ആയിരിക്കും. നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ചാപ്റ്റേഴ്സിലും ഏതെല്ലാം ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് അറിയുമോ എന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നിങ്ങളുടെ മെമ്മറി ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആണോ, ആ തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള രൂപത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഐ ആം സ്റ്റാർട്ടിങ് വിത്ത് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. എനിക്ക് ശേഷം MP സാറും SK സാറും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുണ്ടാകും. അപ്പോൾ ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ്, ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ താഴെ കാണാൻ പറ്റുന്നുണ്ടാകും. ഇപ്പോൾ എടുക്കുന്ന ചാപ്റ്റർ അവിടെ കൊടുക്കുന്നുണ്ട്, അടുത്ത ചാപ്റ്ററും അവിടെ കാണിച്ചിട്ടുണ്ട്. കംപ്ലീറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററും നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മേ ബി ചിലപ്പോൾ നിങ്ങൾ ഈ സെഷൻ കാണുന്നുണ്ടാവുക പല കുട്ടികളും ഇന്ന് കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാമുള്ള കുട്ടികളുണ്ട്. മെജോറിറ്റി കുട്ടികൾക്കും ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഈ സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ആക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും അതേപോലെ നോമ്പൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയം സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിവേ, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുട്ടികൾ ഈ സെഷൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഈ സെഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ലൈവ് ചാറ്റിൽ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ അവൈലബിൾ ആയിരിക്കും ഓൾ ദ ടൈം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്കിത് കാണുന്ന സമയത്ത് താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഡാറ്റ നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നൗ നെക്സ്റ്റ് കംപ്ലീറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആൻഡ് ഐ എം സ്റ്റാർട്ടിങ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കും. ഗ്രാഫൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാം യൂണിഫോം മോഷൻ എന്നാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മോഷനാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുക. അങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ല, നമ്മൾ വേണമെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. If an object has equal displacements in equal interval of time, then the motion of the object is said to be a uniform motion എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിളായിട്ട് നമ്മൾ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് എഴുതിയാൽ മതി. അങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിന് അനുവദിച്ചിട്ടുള്ള മുഴുവൻ മാർക്കും കിട്ടും. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ്
a uniformly accelerated motion. Velocity time graph of a uniformly accelerated motion. ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈം കാണിച്ചിട്ട് കോൺസ്റ്റന്റ്ലി ആക്സിലറേറ്റിംഗ് മോഷൻ ആണ്, യൂണിഫോംലി ആക്സിലറേറ്റിംഗ് മോഷൻ ആണ്. ദാ ഇങ്ങനെ അങ്ങ് വരച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും. ഈ ഗ്രാഫ് അനുസരിച്ചിട്ട് ഓബ്ജക്റ്റ് റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിൽ ആ ഒബ്ജക്റ്റ് ഇനീഷ്യലി ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന രൂപത്തിൽ ഗ്രാഫ് വരക്കാം. അപ്പോൾ ഗ്രാഫ് ഇതായി ഇങ്ങനെ ആയിരിക്കും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്താ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് എങ്ങനെ മനസ്സിലാകുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ്. ഈ രണ്ട് ഗ്രാഫിലും സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. ഈ രണ്ട് ഗ്രാഫിലും സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. സ്ലോപ്പ് എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതാണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ചിലപ്പോൾ നിങ്ങളോട് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ വി ടി ഗ്രാഫ് വരക്കുക എന്നുള്ളതിന് പകരം ഫ്രീ ഫോളിംഗ് ഒബ്ജക്റ്റിന്റെ വി ടി ഗ്രാഫ് വരക്കുക എന്നും പറയും. സെയിം ഗ്രാഫ് തന്നെയാണ് വരക്കാനുള്ളത്. നിങ്ങൾക്ക് അറിയാം, ഫ്രീ ഫോളിംഗ് ഒബ്ജക്റ്റ് ഇത് താഴോട്ട് ഡ്രോപ്പ് ചെയ്ത ഒബ്ജക്റ്റ്, ഇത് താഴോട്ട് ത്രോ ചെയ്ത ഒബ്ജക്റ്റ്. അപ്പോൾ എന്തായാലും യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്നതിന് പകരം നിങ്ങളോട് ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇതേ ഗ്രാഫ് തന്നെയാണ് വരക്കേണ്ടത്. ബിക്കോസ് ഫ്രീ ഫോൾ ഈസ് എ കേസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇനി യൂസിങ് ദ ഗ്രാഫ് ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെങ്കിൽ വി ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇതാണ് ഞാനിവിടെ ഫോർ ദ ടൈം ബീങ് ഞാനത് അവിടെ ഓൾറെഡി അവിടെ കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇതാണ് ഗ്രാഫ്, ഒരു ഒബ്ജക്റ്റിന്റെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഒരു ഒബ്ജക്റ്റിന്റെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ കൊടുത്ത അനുസരിച്ച് ദാ ടി ഈസ് ഈക്വൽ ടു 0 ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, അത് ഒ എ ആണ്. യു എന്നത് ഒ എ ആണ്. ടി ഈസ് ഈക്വൽ ടു ടി ഫൈനൽ വെലോസിറ്റി വി ആണ്, അത് ഒ സി ആണ്. ഫൈനൽ വെലോസിറ്റി ഒ സി ആണ്. ദ ഫൈനൽ വെലോസിറ്റി, ഇതാണ് ഫൈനൽ വെലോസിറ്റി. ഓക്കെ, അത് ടി ഈസ് ഈക്വൽ ടു ടി സെക്കൻഡ് ആകുമ്പോൾ. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം ടി എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രപ്പീസിയം ഒ എ ബി ഡി ആണ്. നോക്കുക, ട്രപ്പീസിയം ഒ എ ബി ഡി, ട്രപ്പീസിയം ഒ എ ബി ഡി. ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആ കിട്ടുക. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടാൽ മതി. ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാൻ നമുക്കറിയാം. ദാ ഇതിങ്ങനെയാണ് ട്രപ്പീസിയം വരുന്നത് എങ്കിൽ ദാ ഇതാണ് ട്രപ്പീസിയം എന്നുണ്ടെങ്കിൽ നോക്ക്, ഇതൊരു ട്രപ്പീസിയം എന്ന് വിചാരിച്ചോ. ഇത് ട്രപ്പീസിയാണ്. ഈ സൈഡ് എയും ഈ സൈഡ് ബിയും ഈ ഡിസ്റ്റൻസ് ഒരു ഡിയും ആണെങ്കിൽ എന്താ ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല? ആ ഫോർമുല അറിഞ്ഞാൽ കാര്യം എളുപ്പ. ആ ട്രപ്പീസിയത്തിന്റെ ഏരിയ പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ആ ഡിസ്റ്റൻസ് ഡി. അതാണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാൻ ചെയ്യേണ്ടത്. അപ്പൊ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഹാഫ് ഇൻറ്റു ഒ എ പ്ലസ് ഡി ബി പ്ലസ് ഒ ഡി. ഒ എ ഇതാണ്, ഡി ബി ഇതാണ്, ഒ ഡി ഇതാണ്. റെഡി? അപ്പോൾ ഹാഫ് ഇൻറ്റു ഒ എന്ന് പറഞ്ഞാൽ യു, ഡി ബി എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ടി. ഇനി നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഇതാണ് ഇപ്പോൾ നമ്മൾ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. അതിൽ ഈ വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു യു പ്ലസ് എ ടി. വിക്ക് നമ്മൾ യു പ്ലസ് എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാ ഇവിടെ യു പ്ലസ് എ ടി എന്ന് വരും. ഇനി നമ്മൾ ഇതാ ഇവിടെ യു പ്ലസ് എ ടി എന്നാൽ ഇത് 2u പ്ലസ് എ ടി അല്ലെ, 2u പ്ലസ് എ ടി, 2u പ്ലസ് എ ടി ഇൻറ്റു ടി. ആ ഹാഫ് ബ്രാക്കറ്റിനകത്തോട്ട് അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അത് ഞാൻ സമയത്തിൻ്റെ പരിമിതി മൂലമാണ്, നിങ്ങൾക്കും കൺവീനിയൻസ് ഇതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി ആൻസർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Choose the correct alternative from the clues given at the end of the statement. Free fall is an example of uniformly accelerated motion. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. The incomplete table shows the velocity of a freely falling object in a time interval of 1 second, taking g is equal to 10 meter per second. Complete the table and draw the velocity time graph. Complete the table. അപ്പോൾ നോക്കൂ, ഫ്രീ ഫോൾ ആണ്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് g ആണ്, അത് 10 എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സെക്കൻഡിലും 10 വെച്ചിട്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 1 സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി 10, 2 സെക്കൻഡ് ആകുമ്പോൾ വീണ്ടും 10 കൂടി 20 ആകും. പിന്നെ ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് വെലോസിറ്റി കൂടുന്നു. അപ്പോൾ ഇതാണ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ
ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് 10ഉം 20 അവിടെ എഴുതുക. ടേബിൾ ആൻസർ ഷീറ്റിലോട്ട് എടുത്ത് വരച്ചതിന് ശേഷം അവിടെ 10ഉം 20ഉം എഴുതുന്നതാണ് വൃത്തി. പിന്നെ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്താണെന്നുള്ളതാണ് പിന്നെ ചോദിക്കുന്നത്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടിട്ട് നമുക്ക് എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. Complete the table and draw the velocity time graph. അതും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതിന്റെ VT ഗ്രാഫ് വരക്കണം. അത് നിങ്ങൾക്ക് വരക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ടൈം കൊടുക്കുക. ഇത് വെലോസിറ്റി ടൈം 0, 1, 2, 3, 4, 5. വെലോസിറ്റീസ് ഇവിടെ കൊടുക്കുക. 0, 10, 20, 30, 40, 50. ഇവിടെ വെലോസിറ്റി കൊടുക്കുക. ദാ എന്നിട്ട് ഇവിടുന്ന് സ്ട്രൈറ്റ് ലൈൻ അങ്ങ് വരച്ചു കൊടുക്കുക. VT ഗ്രാഫ്. ഓക്കെ, 1ൽ വെലോസിറ്റി 10, 2ൽ വെലോസിറ്റി 20. ക്ലിയർ? സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A ball is thrown vertically upward with a velocity of 20 meters per second from the top of a building. The height of the point from where the ball is thrown is 25 meters from the ground. How high will the ball rise? How high will the ball rise? നോക്കൂ, ഇവിടെ നിന്ന് ഒരു ബോൾ 25 മീറ്റർ ഈ ടവറിന്റെ മുകളിൽ നിന്ന്. ഇത് ടവർ ഏതാ നിങ്ങൾക്ക് അറിയാം? ഈഫൽ ടവർ അല്ലേ ഇത്? ഞാൻ ഈഫൽ ടവർ 20 മീറ്റർ ഒന്നും അല്ല കേട്ടോ ഹൈറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഈഫൽ ടവറിന്റെ ഹൈറ്റ് എത്രയെന്ന് അറിയോ? ഈഫൽ ടവറിന്റെ ഹൈറ്റ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യൂ. ആർക്കും അറിയാം, വെറുതെ കാണാനാണ്, മിടുക്കന്മാരുണ്ടെങ്കിൽ അറിയാനാണ്. സോ 20 മീറ്റർ ഹൈറ്റ് ഉള്ള ഈ ടവറിന്റെ മുകളിൽ നിന്ന് 25 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ, അല്ലെ സോറി 25 മാറിപ്പോയിട്ടുണ്ട്. 25 മീറ്റർ ഹൈറ്റ് ഉള്ള 25 മീറ്റർ ഹൈറ്റ് ഉള്ള ഈ ടവറിന്റെ മുകളിൽ നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഈ ബോൾ ത്രോ ചെയ്തു. അത് ഇതാ മുകളിൽ പോയിട്ട് തിരിച്ച് താഴെ ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യും. 300 മീറ്റർ. വെരി ഗുഡ്. അൺനോൺ ആണല്ലോ, പേരില്ലേ? 300 മീറ്റർ ആണ് വരുന്നത്. 300 ആണോ 350 ആണോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 300 മീറ്ററും പറയുന്നുണ്ട്, 350 ഉണ്ടാവും. നോക്കൂ. ഓക്കെ, എനിവേ 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. ചോദ്യം ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്. അപ്പോൾ ആദ്യം കാണേണ്ടത് ഇത് എത്ര ഹൈറ്റ് എന്നുള്ളതാണ്. ഇത് എത്ര ഹൈറ്റ് എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. എത്ര ഉയരത്തിലോട്ട് ഈ ബോൾ റൈസ് ചെയ്യും. 20 മീറ്റർ പെർ സെക്കൻഡ് പ്രൊജക്റ്റ് ചെയ്താൽ അത് അറ്റൈൻ ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് U² ഡിവൈഡഡ് ബൈ 2G എന്നുള്ള ഫോർമുല ഉപയോഗിച്ചാൽ മതി. 20² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു G. നമ്മൾ 10 എടുത്തിട്ട് ചെയ്യാം, അവിടെ പറയാത്തതുകൊണ്ട്. ഇനി G 9.8 എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. സോ 20² 400 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 20. സോ 40/2 20 മീറ്റർ ഹൈറ്റിലോട്ട്. ഓക്കെ, അത്രയും ഹൈറ്റിലോട്ടാണ് അത് റൈസ് ചെയ്യുന്നുണ്ടാവുക. എവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് പോയിന്റ് നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 20ലോട്ട് 25ഉം കൂടെ ആഡ് ചെയ്തിട്ട് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ നമ്മളോട് അങ്ങനെ ഗ്രൗണ്ടിൽ നിന്നുള്ള ചോദിച്ചിട്ടില്ല. എറിഞ്ഞ സ്ഥലത്ത് നിന്ന് എത്ര ഹൈറ്റിലോട്ടാണ് ബോൾ പോയത് എന്നതാണ് ചോദ്യം. 330 അല്ലേ? ഇനി അതിലൊരു തർക്കം വേണ്ട, അത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കൂല. ഗൂഗിൾ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നു. How long will it be before the ball hits the ground? How long will it be before the ball hits the ground? ആ ബോൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നതിന് മുന്നേ എത്ര സമയം എടുക്കും? ഹൗ ലോങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ടൈമാണ് ചോദിക്കുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ്. എറിഞ്ഞ സ്ഥലത്ത് നിന്ന് അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോഴേക്കും എത്ര സമയം എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ എറിഞ്ഞ സ്ഥലത്ത് നിന്ന് താഴെ എത്താൻ എത്ര സമയം എടുക്കും. അപ്പോൾ എങ്ങനെ ചെയ്യുക? ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്ക്രീന് ക്ലിയർ ചെയ്യാണ്. U² 2G ചെയ്തു, നമുക്ക് 20 മീറ്റർ കിട്ടി. അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അടുത്തത് അത് എത്ര സമയം എടുക്കും ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് നോക്കുക. അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും നോക്കൂ.
നമുക്കറിയാം എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഫോർമുല. ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടൈം കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ ബോൾ എറിഞ്ഞ സ്ഥലത്ത് നിന്ന് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നോക്കുക. ഇവിടെ ഈ ബോളിന് മുകളിലോട്ടും മോഷൻ ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്ത് പഠിച്ചതാണ്. താഴോട്ടും മോഷൻ ഉണ്ട്. മുകളിലോട്ടുള്ളത് പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ടും താഴോട്ടുള്ളത് നെഗറ്റീവ് ഡയറക്ഷൻ ആയിട്ടും എടുക്കാം. എങ്കിൽ ഈ ബോൾ ഇവിടെ നിന്ന് എറിഞ്ഞ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എത്രയാ ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ? ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ പൊസിഷൻ. വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്? ഇറ്റ് ഈസ് ജസ്റ്റ് 20 മീറ്റർ. അത് 20 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദിസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ. സോ ഇറ്റ് ഈസ് ടു ബി ടേക്കൺ ആസ് -20 മീറ്റർ. ഓക്കെ, -20 മീറ്റർ ആണ്. -20 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു യു ടി. യു ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു 25 മീറ്റർ അല്ലേ? 25 മീറ്റർ. ഇവിടെ 25 മീറ്റർ. ഓക്കെ, താങ്ക്സ്. 25 മീറ്റർ. ഇവിടെ എടുത്തിരിക്കുന്നത് എത്രയാണ്? ഇവിടെ എടുത്തിരിക്കുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഓക്കെ, റെഡി. സോ ഇത് താഴെ എത്തുമ്പോൾ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് -25 മീറ്റർ ആണ്. ഇനീഷ്യൽ വെലോസിറ്റി u20t. എന്താ u20 എടുക്കാൻ കാരണം? ഇനീഷ്യൽ വെലോസിറ്റി മുകളിലോട്ടാ പ്രൊജക്ട് ചെയ്ത് മുകളിലോട്ടിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. താഴെ എത്തിയിട്ടുണ്ടെങ്കിൽ താഴെ എത്തിയപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്തായിട്ട് എടുത്തു? നെഗറ്റീവ് ആയിട്ട് എടുത്തു. ഇനീഷ്യൽ വെലോസിറ്റി അപ്വേർഡ് ഡയറക്ഷൻ, അത് പോസിറ്റീവ് ഡയറക്ഷൻ. പ്ലസ് ഹാഫ് എ. ആക്സിലറേഷൻ എങ്ങോട്ടാ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g ആണ്. കാരണം ബോഡി മുകളിലോട്ട് പോയി താഴെ വന്ന് വീഴുക. എപ്പോഴും അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ താഴോട്ടാണ്. ബിക്കോസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റി. അത് ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി താഴോട്ടാണ്. സോ ആക്സിലറേഷൻ താഴോട്ടാണ്. താഴോട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. സോ -12g. g നമ്മൾ 10 എടുക്കുന്നു. t². റെഡി? ഇനി ഞാൻ എന്താ ഇതിവിടെ 5 ആക്കുന്നു. സോ ദിസ് ഇസ് 5t² -20t. വലത്തെ സൈഡിൽ എല്ലാവരെയും എടുത്തോട്ട് കൊണ്ടുവന്നു. -25 ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ t² -4t -5 ഈസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യണേ ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ t + 5 into t - 4. Sorry, t - 1 അല്ലേ വരുന്നുണ്ടാവുക? സോറി, t - 5 into +1 വരും. t - 5 into +1. This is equal to 0. So t is equal to 5 seconds എന്ന് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്? അത് താഴെ എത്താൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അത് 5 സെക്കൻഡ് ആണ്. ഇനി വേറെ മെത്തേഡിലൊക്കെ ചെയ്യാൻ പറ്റും. കാരണം മുകളിലോട്ട് എത്ര ഹൈറ്റ് പോയി, ആ ഹൈറ്റ് എത്താൻ എടുക്കുന്ന ടൈം, അവിടെ നിന്ന് ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന ടൈം, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഈ മെത്തേഡ് അല്ലെങ്കിൽ ആ മെത്തേഡ്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ഇടയില്ല. Okay, so അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഷോൺ ഇൻ ഫിഗർ. What is the magnitude of initial velocity of the ball? Initial velocity എത്രയാണെന്നാണ് ചോദ്യം. അത് ഗ്രാഫിൽ ക്ലിയർ ആണ്. അത് 100 meter per second ആണ്. 100 meter per second. Calculate the distance traveled by the ball during 20 seconds from the graph. Calculate the distance traveled by the ball during 20 seconds from the graph. Distance traveled ആണ് ചോദിച്ചിട്ടുള്ളത്. Okay, ready. Distance traveled ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഫ്രം VT ഗ്രാഫ് കണ്ടുപിടിക്കാൻ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഏരിയ കാണുക. അതേ ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ ആദ്യം ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുമ്പോൾ അത് 1/2 into ബേസ് 10 into ഹൈറ്റ് 100. അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എത്ര? 10/2 500 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ 2 ടൈംസ്. സോ ആൻസർ എത്ര വരുന്നുണ്ടാവുക?
യെസ് 1000 മീറ്റർ. അപ്പോൾ ക്ലിയർ ആണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? റെഡി. അപ്പോൾ 1000 മീറ്റർ ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഏരിയ കണ്ടതാണ്, ആർക്കും സംശയമില്ലാതെ ആയിരിക്കുന്നു. ആദ്യം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടു, അത്ര തന്നെയാണ് ഈ ട്രയാങ്കിളിൻ്റെയും ഏരിയ. അപ്പോൾ ആ രണ്ട് ഏരിയയും അങ്ങ് ആഡ് ചെയ്തു. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചതെങ്കിൽ ആൻസർ 0 ആണ്, സംശയമില്ലാതെ ആയിരിക്കുന്നു. കാരണം ഒരു പോസിറ്റീവ് സൈഡിലുള്ള ഒരു ട്രയാങ്കിള്, അതേ ഏരിയയിൽ നെഗറ്റീവ് സൈഡിലുള്ള ട്രയാങ്കിള്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ ഈ സൈന് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഏരിയ പോസിറ്റീവും ഇവിടെ നമുക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കും. അപ്പോൾ അത് 0 ആയി പോകും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാനൊരു ബോൾ വേർട്ടിക്കലി ത്രോൺ അപ്വേർഡ് എന്നാണ് പറഞ്ഞത്. ആ ബോൾ മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴെ കയ്യിലെത്തുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഓക്കെ, ക്ലിയർ. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോൾ ഫ്രം ദ ഗ്രാഫ്. ആക്സിലറേഷൻ ഓഫ് ദ ബോൾ ഫ്രം ദ ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ആക്സിലറേഷൻ ചോദിച്ചാൽ, വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ആക്സിലറേഷൻ ചോദിച്ചാൽ നമ്മൾ സ്ലോപ്പ് കണ്ടാൽ മതി അല്ലേ? അത് മറക്കല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സിലറേഷൻ കിട്ടും. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി കിട്ടും. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് dx/dt വെലോസിറ്റി. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് dv/dt ആക്സിലറേഷൻ. ഇനി വെലോസിറ്റി ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ പൊസിഷൻ. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ആ റിലേഷനൊക്കെ അറിഞ്ഞു വെക്കുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കാണണം. സ്ലോപ്പ് കിട്ടാൻ ഇതാ ഈ ഭാഗത്ത് മാത്രം, അത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സ്ലോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 100 ആണ്, ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 10 ആണ്. റെഡി. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്. ഓക്കെ, അതന്നെ എഴുതണം. ഇവിടെ നിങ്ങൾ ഫ്രീ ഫോൾ ആണ്, ബോർഡ് മുകളിലോട്ട് ഇറങ്ങുന്നതാണെന്ന് പറഞ്ഞാൽ 9.8 എഴുതി വെച്ചാൽ അത് ഈ തന്ന ഡാറ്റ അനുസരിച്ചിട്ടുള്ള ആൻസർ ആവില്ല. ഓക്കെ, അപ്പോൾ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ട്രൂ ഓർ ഫാൾസ് ആണ് ചോദിക്കുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദ പാത്ത് ലെങ്ത് ബൈ ആൻ ഒബ്ജെക്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആവാം, അല്ലാണ്ടിരിക്കാം. ഈക്വൽ ആവാം, അല്ലാണ്ടിരിക്കാം. ഈക്വൽ ആവോ പാത്ത് ലെങ്ത്തിന്? യെസ്, ഈക്വൽ ആകും. യൂണിഫോം മോഷനിൽ ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈനിൽ പോയി കഴിഞ്ഞാൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ആ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കും. ഈക്വൽ അല്ലാണ്ടാവാം. അതെങ്ങനെയാവുക? ആ ഒബ്ജക്റ്റ് ഇതാ ഇവിടുന്ന് ഇങ്ങനെയാണ് പോയതെങ്കിൽ ഈ കേസിൽ പാത്ത് ലെങ്ത് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഡ്യൂറിങ് മോഷൻ, during motion the magnitude of the displacement may be 0 but the corresponding path length is not 0. During displacement magnitude of the displacement may be 0 but the corresponding path length not 0. magnitude എന്താവാം? 0 ആവാം. corresponding path length എന്താവില്ല? 0 ആവില്ല. അതും ട്രൂ ആണ്. ഒരു ഒബ്ജക്റ്റ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഇതാ തിരിച്ചെത്തി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്, പക്ഷെ പാത്ത് ലെങ്ത് 0 ആണോ? അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. Another question. The position time graph of two objects A and B are shown below. Which body has greater velocity? Position time graph. Position time graph തന്നിട്ടുണ്ട്. അക്ഷയ് വ്ളോഗ്സ്. ഹായ് ഡാ, ഹായ് 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 ഹായ്. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. തൊട്ടരെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ്ട. The position time graph of two objects A and B are shown below. Which body has greater velocity? Position time graph എന്നിട്ട് ചോദിക്കുന്നത് ഏത് ബോഡിക്കാണ് കൂടുതൽ വെലോസിറ്റി എന്നാണ്. സിമ്പിൾ ആണ്, നമുക്കറിയാം. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി. അപ്പോൾ ആരുടെ സ്ലോപ്പ് ആണ് കൂടുതൽ നോക്കിയാൽ മതി. സ്ലോപ്പ് ഓഫ്, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് സ്ലോപ്പ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് B. Therefore velocity of A is greater than velocity of B. Okay.
Find the ratio of velocity of A and B. Find the ratio of velocity of A and B. Velocity of A by velocity of B ആണ് ചോദിച്ചത്. Velocity of A കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് A നോക്കിയാൽ മതി. അതെന്താ വരുന്നത്? സ്ലോപ്പ് പറഞ്ഞാൽ ടാൻ തീറ്റ ആണ്. സോ ടാൻ 60 ഡിവൈഡഡ് ബൈ ടാൻ 30. ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. ദിസ് ഈസ് 3:1. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം അതാണ് നമുക്കിതിൻ്റെ റേഷ്യോ ചോദിച്ചാൽ കിട്ടുന്ന ആൻസർ. ക്ലിയർ? ഓക്കെ. Next question, a car traveling at a speed 54 km/h is brought to rest in 90 seconds. Find the distance traveled by the car before coming to rest. Question കണ്ടുപിടിക്കാനുള്ളത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് ആണ്. എത്ര സമയം കൊണ്ട്? 90 സെക്കൻഡ് കൊണ്ടാണ്. എത്ര സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? 54 km/h. സോ ഇനീഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് 54 km/h ആണ്. നമ്മൾ ആദ്യം അതിന് മീറ്റർ/സെക്കൻഡിലോട്ടൊന്ന് മാറ്റുക. അതെങ്ങനെ മാറ്റുക? 54 ഇൻറ്റു, നിങ്ങൾക്കറിയാം ഈ km/h തന്നാൽ എങ്ങനെയാ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റുക എന്നുള്ളത്. എത്ര കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? പറഞ്ഞ് 5/18. 18 54 3 times. So its initial speed is 15 meter/second. ഇതാണ് ഇനീഷ്യൽ സ്പീഡ്. യെസ്, ഇതാണ് ഇനീഷ്യൽ സ്പീഡ്. അപ്പോൾ 90 സെക്കൻഡ് കൊണ്ട് അതെന്ത് ചെയ്തു? റെസ്റ്റിലെത്തി. എങ്കിൽ നമ്മൾ അടുത്ത് നോക്കേണ്ടത് അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് ചോദിച്ചത്. അഥവാ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് കാണാനുള്ളത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് u² ഡിവൈഡഡ് ബൈ 2a ആണ്. ഇനി നമുക്ക് ഇനീഷ്യൽ സ്പീഡ് u കിട്ടിയിട്ടുണ്ട്. അടുത്തതിന് ആക്സിലറേഷൻ അറിയണം. ആക്സിലറേഷൻ കിട്ടാൻ എന്താ? 90 സെക്കൻഡ് കൊണ്ട് അത് റെസ്റ്റിലെത്തിയിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഫൈനൽ വെലോസിറ്റി 0, initial velocity 15 divided by time taken 90, and this is equal to -1/6 meter/second² ആണ് ഇതിന്റെ ആക്സിലറേഷൻ എന്ന് മനസ്സിലായി. and now substituting the acceleration in the equation of stopping distance to get the answer. Stopping distance is equal to u² divided by 2a. ആ എ റിട്ടാർഡേഷൻ ആണ്. u², 15ന്റെ സ്ക്വയർ, 15 × 15 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റിട്ടാർഡേഷൻ 1/6. 2/6 ഇവിടെ 3 വരും. ആ 3 മുകളിലോട്ട് വരും. സോ 225 × 3 675 മീറ്റർ ഈസ് ദ ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയില്ലെങ്കിൽ ഒരു പേടിയും പേടിക്കണം കേട്ടോ. നിങ്ങൾ നേരെ v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as എസ് കണ്ടുപിടിച്ചാൽ മതി. s ഈസ് ഈക്വൽ ടു v² മൈനസ് u² ഡിവൈഡഡ് ബൈ 2a എന്ന് വരും. അതിൽ v² ഫൈനൽ വെലോസിറ്റി 0² മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ 15² ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇവിടെ a ആക്സിലറേഷൻ ആണ് -1/6. ഇങ്ങനെയും ചെയ്തിട്ട് ഇതാ ഇവിടെ നേരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ നേരെ ഈ ഇക്വേഷനിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആൻസർ കിട്ടും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്ട്. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ചോദ്യം, ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ യൂണിഫോം മോഷൻ ഈസ്. Position time graph of an object in uniform motion is a straight line inclined to the time axis. This is the answer. Position time graph in the slope velocity ആണെന്ന് അറിയാം. യൂണിഫോം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. അതിൻ്റെ അർത്ഥം സ്ലോപ്പ് കോൺസ്റ്റന്റ് ആവണം. അപ്പോൾ കോൺസ്റ്റന്റ് സ്ലോപ്പ് ഉള്ള ഒരു ഗ്രാഫ് അങ്ങ് വരച്ചാൽ മതി. ഇൻക്ലൈൻഡ് ടു ദ ടൈം ആക്സിസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. A straight line parallel to time axis. ഈ ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരക്കണം. ഗ്രാഫ് അങ്ങനെ വരച്ചാൽ ഒബ്ജക്റ്റ് റെസ്റ്റില്ല. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ദ പൊസിഷൻ ആക്സിസ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇൻഫിനിറ്റി വെലോസിറ്റി പോകുന്ന ഒബ്ജക്റ്റാ. അങ്ങനെയും ഒരു മോഷൻ പോസിബിൾ അല്ല. പരാബോള വരില്ല. പരാബോള വരണം എന്നുണ്ടെങ്കിൽ അതിന് ആക്സിലറേഷൻ ഉണ്ടാവണം. റെഡി?
Derive the relation ut plus half at square for uniformly accelerated motion with the help of velocity time graph. First the question. Which of the following statements is true? Is or are true? ഏതൊക്കെയാണ് true ആയിട്ടുള്ളത്? An object with constant velocity has always constant speed. Always എന്നുള്ള term നല്ലതല്ല. An object with constant velocity has always constant speed എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ ഒരു സെക്കൻഡ് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ കറക്റ്റാ തിരിച്ചാണെങ്കിൽ പറയാൻ പറ്റൂല. കോൺസ്റ്റന്റ് വെലോസിറ്റി ആണോ എപ്പോഴും എങ്കിൽ അതിന്റെ വെലോസിറ്റി സ്പീഡും എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട്. വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത് യൂണിഫോം മോഷനാ. ഇത് യൂണിഫോം മോഷനാ ഇതിന് എക്സാമ്പിൾ. യൂണിഫോം മോഷനിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്പീഡും കോൺസ്റ്റന്റ് നമുക്കറിയാം. Okay, an object with constant speed has always constant velocity. അങ്ങനെ പറയാൻ പറ്റൂല. ഒബ്ജക്റ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എപ്പോഴും വെലോസിറ്റിയും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് തെറ്റാണ്, അത് ഫോൾസ് ആണ്. എന്താ കാരണം? ഫോർ എക്സാമ്പിൾ യൂണിഫോം സർക്കുലർ മോഷൻ. റെഡി? യൂണിഫോം സർക്കുലർ മോഷനിൽ കോൺസ്റ്റന്റ് സ്പീഡാണ് നമുക്കറിയാം. പക്ഷെ അതിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണോ? അല്ല. എന്താ കാരണം? അതിന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. യെസ്, വെലോസിറ്റിന്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. റെഡി? An object with zero velocity has always zero acceleration. അങ്ങനെയും പറയാൻ പറ്റില്ല, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുക കേട്ടോ, നിങ്ങളോട് ചോദിക്കുന്നൊന്നുമില്ല എക്സാമ്പിൾ എഴുതാനും. An object with zero velocity has always zero acceleration. Velocity zero ആണെങ്കിൽ ആക്സിലറേഷനും zero. അങ്ങനെ പറയാൻ പറ്റില്ല. For an object thrown vertically upward at its highest point അതിന്റെ velocity zero ആണ്. പക്ഷെ ആക്സിലറേഷൻ zero ആണോ? അല്ല. എത്രയാണ് ആക്സിലറേഷൻ? Yes, 9.8 meter per second square. Another example ആണ് extreme position of an object. Extreme position of an object executing oscillation, executing simple harmonic motion. Extreme positionൽ velocity zero ആണ്, പക്ഷെ അതിന് maximum acceleration ഉള്ളത് extreme positionലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ തേർഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണെന്ന് പറയാൻ പറ്റും. An object with, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ട്രൂ, ബാക്കിയെല്ലാം ഫോൾസ് ആണ്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോഷനിനെ സ്ട്രൈറ്റ് ലൈനിൽ നിർബന്ധമായിട്ടും അറിയേണ്ടതായിട്ടുള്ളത്. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ പറയുന്നില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെന്ന് ഉറപ്പുവരുത്തുക. ഇത് പ്രീവിയസ് ഇയറിൽ തുടരെ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതല്ലാത്ത ക്വസ്റ്റ്യൻസും മേ ബി നമുക്ക് വന്നേക്കാം. ഏത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ആൻസർ ചെയ്യാൻ മാത്രം രൂപത്തിൽ പ്രിപ്പയർഡ് ആവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാറുള്ളത്. ഓക്കെ, സോ അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നു. മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ. ഒരു ജാവലിൻ ത്രോ ഒക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, വെറുതെ ഷോ. ആ ജാവലിൻ ത്രോ ചെയ്യുന്ന ആളാരാണ് എന്നറിയുന്ന, ആ അത്ലറ്റ് ആരാന്നറിയുന്നവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. എത്ര പേർക്ക് ഫിസിക്സിന്റെ അപ്പുറത്തേക്ക് വിവരമുണ്ടെന്ന് കാണാലോ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. യെസ്, അമൻ ഷെരീഫ് ചോപ്ര. ഫുൾ നെയിം പറ, ആരാന്നും കൂടെ പറഞ്ഞു കൊടുത്തോ. നീരജ് ചോപ്ര. ക്ലോസ് ചെയ്ത് മൈക്ക്
ഓക്കെ, അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. കംപ്ലീറ്റഡ് ഒന്ന് മാറ്റണം. കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ, ആ സ്ക്രീൻ മാറിയിട്ടുണ്ട്. ഡിലേ ഉണ്ട് കേട്ടോ, നല്ല ഡിലേ ഉണ്ട്. If A vector is perpendicular to B vector, what is the value of A dot B? Okay, fine. If A vector is perpendicular to B vector, what is the value of A dot B? A vector B vector perpendicular ആണെങ്കിൽ A dot B ന്റെ വാല്യൂ എന്താണ് നിങ്ങൾക്ക് അറിയാം? അറിയുന്ന ആൻസർ എന്ന് പറഞ്ഞേ. എ വെക്ടറും ബി വെക്ടറും ആൻസർ കുറെ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയത് ക്ഷമ ചോദിക്കുന്നു. റിനി പറഞ്ഞു നീരജ് ചോപ്രയാണെന്ന്, അമൻ ഷെരീഫ് പറഞ്ഞു നീരജ് ചോപ്രയാണെന്ന്, OP പറയുന്നു ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് എന്ന്. നിങ്ങൾക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. കോസ് 90 0. അസ്ന അൻവർ പറഞ്ഞതാണ് കറക്റ്റ് ആൻസർ. OP കോസ് 90 വരുന്നു, യെസ് കറക്റ്റ്, അതുകൊണ്ട് 0 ആകുന്നു. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ AB കോസ് തീറ്റയാണ്. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ എ ഡോട്ട് ബി 0 ആകും. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് F 3I + 4J - 5K ന്യൂട്ടൺ ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് 5I + 4J + 3K. യെസ്. അപ്പൊ നോക്കുക, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ദ കോസ് തീറ്റ അറിഞ്ഞാൽ മതി. കോസ് തീറ്റയിൽ നമുക്ക് തീറ്റ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ദ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ആണ് നമുക്കറിയാലോ. ബിക്കോസ് എഫ് ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി കോസ് തീറ്റയാണ്. അപ്പോൾ കോസ് തീറ്റ എന്താ? എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി. എഫ് ഡോട്ട് ഡി എങ്ങനെ ചെയ്യുക? 3I + 4J - 5K ഇൻറ്റു 5I + 4J + 3K ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് √of 3² + 4² + 5² into √of 5² + 4² + 3². This is equal to the മുകളിൽ 3 × 5 15 + 16 - 15 divided by ഇത് √50 √50 √50 50. So this is 16/50. ഇത് cos θ ആണ്. നമ്മോട് ചോദിച്ചത് ആംഗിൾ ആണ്, ആംഗിൾ തീറ്റയാണ്. തീറ്റ ഈസ് cos inverse 16/50 എന്ന് പറഞ്ഞാൽ 8/25 ആണ്. അപ്പം അങ്ങനെ എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ജസ്റ്റ് കാൽക്കുലേറ്റർ അത് അടിച്ചിട്ട് അവിടെ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇങ്ങനെ എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. The position vector r of a particle P located in an xy plane is shown in the figure. Redraw the figure by showing the rectangular components. ഇതിന്റെ rectangular components കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ റീഡ്രോ ചെയ്യണം. ഞാനിപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് R വെക്ടർ. ആ R വെക്ടറിനെ ഞാൻ റിസോൾവ് ചെയ്ത രണ്ട് കോമ്പണൻസ് ആണ്. ഇതൊരു കോമ്പണന്റ്, ഇത് x ഡയറക്ഷനിലെ കോമ്പണന്റ്, ഇത് y ഡയറക്ഷനിലെ കോമ്പണന്റ്. ഇതേപോലെ അങ്ങ് കാണിക്കണം. ഈ കോമ്പണന്റ് ഞാൻ RX എന്ന് കൊടുക്കുകയാണ്. ഇത് y ഡയറക്ഷനിലെ കോമ്പണന്റ് ഞാൻ അതിന് RY എന്ന് കൊടുക്കുകയാണ്. വൃത്തിക്ക് വേണ്ടി ഞാൻ അതിനങ്ങോട്ട് കാണിക്കുന്നു. ഓക്കെ, ഇത് RX, ഈ കോമ്പണന്റ് RY, ഇത് RY. ഈ ആംഗിള്
തീറ്റ. അപ്പോൾ ഇത് രണ്ടുമാണ് കോമ്പണൻസ്. അപ്പോൾ ജസ്റ്റ് റെക്റ്റാങ്കുലർ കോമ്പണൻസ് ആണ്. ആർ എക്സ് എന്നുള്ളിടത്ത് നമ്മൾ അവിടെ ആർ എക്സിന് ആർ കോസ് തീറ്റ എന്നും എഴുതി കൊടുക്കുക, ആർ വൈ എന്നുള്ളിടത്ത് ആർ സൈൻ തീറ്റ എന്നും നമ്മൾ എഴുതുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി റൈറ്റ് ദ പൊസിഷൻ വെക്ടർ ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കോമ്പണൻസ്. ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ, പി എന്ന ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ റെക്ടാങ്കുലർ കോമ്പണൻസിന്റെ ടേമിൽ എഴുതണം. പഠിച്ചു വെച്ചത് ഇങ്ങനെയാണ്. ആർ ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും ആർ സൈൻ തീറ്റയും ആറിന്റെ കോമ്പണൻസാ, അഥവാ ആർ കോസ് തീറ്റയും ആർ സൈൻ തീറ്റയും ചേർന്നാൽ ആറായി. സോ ആർ കോസ് തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ എന്ന് എഴുതിയാൽ പോരാ, ആർ കോസ് തീറ്റ വെക്ടർ ഫോമിൽ എഴുതുന്നത്. അപ്പോൾ ആർ കോസ് തീറ്റ ഏത് ഡയറക്ഷനില? എക്സ് ഡയറക്ഷനിൽ. അപ്പോൾ ആർ കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ ജെ ക്യാപ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് 2. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് 2 കിട്ടണം എന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ആർ എക്സ് സ്ക്വയേർഡ് പ്ലസ് ആർ വൈ സ്ക്വയേർഡ്. സിമ്പിളാണ്. റെഡി? അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കടക്കുന്നു. The figure below shows the path of a projectile. Obtain the expression for maximum height, time of flight. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ മൂന്നിൻ്റെ ഡെറിവേഷൻ പഠിക്കണം, 3 ഇക്വേഷൻസും പഠിക്കണം. മേ ബി അത് മൂന്നും ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. മേ ബി മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം. എന്തായാലും ആ 3 ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ആ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് ബൈ ഹേർട്ട് ആയിരിക്കണം. റെഡി? Obtain the expression for maximum height and time of flight. മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും. അപ്പോൾ ആദ്യം നമുക്ക് മാക്സിമം ഹൈറ്റിനുള്ള ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇതൊരു ഫിഗർ ഞാൻ വീണ്ടും എടുത്ത് വരക്കുന്നില്ല. മാക്സിമം ഹൈറ്റ് കിട്ടാൻ നോക്കുക. നമുക്കറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം. പ്രൊജക്ടൈൽ മോഷനിൽ ഇതാണ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ്, ഈ ഹയസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റിയുടെ y കോമ്പണന്റ് എന്താണ്? 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് v സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ ജസ്റ്റ് റഫായി കാണിക്കുന്നതെന്നുള്ളൂ. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും എന്നറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട്. സോ വെലോസിറ്റി y ഡയറക്ഷനിൽ, ഈ ഇക്വേഷൻ ഞാൻ y ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്തത്. AY/SY. ആ SY എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ y ഡയറക്ഷൻ h ആണെങ്കിൽ, അത് hന് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ VY 0 ആയിട്ടുണ്ടാകും. അല്ലേ? y ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ഹൈറ്റിന് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിലെ y കോമ്പണന്റ് ഓഫ് വെലോസിറ്റി 0 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു uy, ഇനീഷ്യൽ വെലോസിറ്റിയുടെ y കോമ്പണന്റ്. ഇത് ഇനീഷ്യൽ വെലോസിറ്റി u ആണെങ്കിൽ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ, ഇത് x കോമ്പണന്റ്, ഇത് y കോമ്പണന്റ്. ആ x കോമ്പണന്റ് എന്ന് പറയുന്നത് u cos തീറ്റ ആണ് എന്നും y കോമ്പണന്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി u sin തീറ്റ ആണ് എന്നും നിങ്ങൾക്കറിയാം. സോ uy എന്ന് പറയുന്നത് u സ്ക്വയർ sin സ്ക്വയർ തീറ്റ മൈനസ് 2gh. അതെന്നാ പേരും മൈനസ് AY, ആക്സിലറേഷൻ ഇൻ y ഡയറക്ഷൻ. y ഡയറക്ഷനിൽ ആക്സിലറേഷൻ എങ്ങോട്ടാ? താഴോട്ടാ, ഡ്യൂ ടു ഗ്രാവിറ്റി. അത് മൈനസ് g. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ for the maximum height as u square sin squared theta divided by 2g. Clear ആണ് എന്ന് വിചാരിക്കുന്നു. u square sin square theta divided by 2g. റെഡി? പഠിക്കുക. ഇക്വേഷൻ ബൈ ഹേർട്ട് ആയിരിക്കണം. അത് ഡിറൈവ് ചെയ്യുന്ന മെത്തേഡും പഠിച്ചു വെക്കണം. അത് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, നമ്മളോട് എന്തും കൂടെ ചോദിച്ചിട്ടുണ്ട്, മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ, അത് ഇവിടുന്ന് എറിഞ്ഞതാ ഇവിടെ എത്താൻ എടുക്കുന്ന സമയം, ഇവിടുന്ന് എറിഞ്ഞ് അവിടെ എത്താൻ എടുക്കുന്ന സമയം ചോദിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എറിഞ്ഞ സമയം പ്രൊജക്റ്റ് ചെയ്ത സമയം 0 സെക്കൻഡിലാണെങ്കിൽ, ഇവിടെ ഹിറ്റ് ചെയ്യുന്ന ടൈം, അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് വേണം. ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടാനും വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ s is equal to ut plus half a t square എന്ന ഇക്വേഷൻ ആണ്. നിങ്ങൾക്കും അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ y ഡയറക്ഷൻ, ഈ ഇക്വേഷൻ ഞാൻ y ഡയറക്ഷനിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. sy uy ay. Displacement in y direction, if the time taken is equal to time of flight, then the displacement in y direction will be 0. അല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ലാൻഡ് ചെയ്യല്ലേ. y കോർഡിനേറ്റ് നോക്കണേ, y കോർഡിനേറ്റ് ചേഞ്ച് ഇല്ല.
അല്ലേ? അപ്പോൾ y കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടുന്ന് എറിഞ്ഞപ്പോൾ y കോർഡിനേറ്റ് 0 ആണ്, ഇവിടുന്ന് എറിയുമ്പോൾ y കോർഡിനേറ്റ് 0 ആണ്, ഇവിടെ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തും y കോർഡിനേറ്റ് 0 ആണ്. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ്, ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ് ഇൻ y ഡയറക്ഷൻ. അതുകൊണ്ടാണ് SY 0 എടുത്തത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. uy ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഇനീഷ്യൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ. അപ്പോൾ 0 is equal to uy u sin theta. u sin theta t minus half gt squared. ഇത് പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ half gt squared ഉണ്ടാകും, ഒരു ടീനെ വെട്ടും, അപ്പോൾ t കിട്ടും. t is equal to 2u sin theta divided by g. This is the equation for time of flight. ഇനി റേഞ്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക? റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക? റേഞ്ച് നിങ്ങൾ ഈ ഇക്വേഷന് എക്സ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്താൽ മതി. ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു യു എക്സ് ഇൻറ്റു ടി എന്ന് കൊടുത്താൽ മതി. ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ എന്താണ്? അത് ആറാണ്. യു എക്സ് എന്താണ്? യു എക്സ് എന്ന് പറയുന്നത് യു കോസ് തീറ്റയാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി ആണ്. അതിൽ ടു സൈൻ തീറ്റ കോസ് തീറ്റക്ക് പകരം നമ്മൾ സൈൻ 2 തീറ്റ എന്ന് എഴുതും. അപ്പോൾ യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി എന്ന് പറയും. സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ, അത് ഈ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടില്ല. അതും പഠിച്ചു വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കുക കൂട്ടത്തിൽ, മാക്സിമം റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നീരജ് ചോപ്ര ഇത് എറിഞ്ഞപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് കിട്ടാൻ വേണ്ടി അദ്ദേഹം എറിയേണ്ടിയിരുന്ന ആംഗിൾ അപ്രോക്സിമേറ്റ്ലി എത്ര വരേണ്ടി വരും? 45 ഡിഗ്രി വരേണ്ടി വരും എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ആ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്? മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഉണ്ടായാലും എത്ര ആംഗിൾ എറിയണം? 45 ഡിഗ്രി ആംഗിൾ എറിയണം. പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, magnitude of a plus b is equal to magnitude of a minus b. The angle between vectors a and b is. magnitude of a plus b യും magnitude of a minus b യും ഈക്വൽ ആണെങ്കിൽ angle between vectors a and b എന്ന angle between a and b എന്നാണ് ചോദ്യം. 90 ഡിഗ്രിയാണ് അല്ലേ? 90 ഡിഗ്രി ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇത് 90 ഡിഗ്രി. ഓക്കെ, ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കുന്നില്ല, അവിടെ അങ്ങനെ ചോദിച്ചിട്ടില്ല. എ പ്ലസ് ബിന്റെ 90 ഡിഗ്രി ആണെങ്കിൽ എ പ്ലസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ മൈനസ് ബിന്റെ മാഗ്നിറ്റ്യൂഡും റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അത് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ പ്ലസ് ബിന്റെ എക്സ്പാൻഷൻ എഴുതുക റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. എ മൈനസ് ബിന്റെ എക്സ്പാൻഷൻ റൈറ്റ് സൈഡിൽ എഴുതുക റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. സ്ക്വയർ ചെയ്യുക, റീഅറേഞ്ച് ചെയ്യാൻ, യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 90 ഡിഗ്രി. റെഡി? അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. എ ജാവലിൻസ് പ്രൊജക്ഷൻ അറ്റ് an angle of 30 degree with an initial velocity of 5 meter per second from the ground. What is its velocity and acceleration at the highest point? Velocity and acceleration at the highest point. ഇതാണ് ജാവലിൻ. ഇതെങ്ങനെയാണ് എറിഞ്ഞിട്ടുള്ളത് അല്ലേ? ഹയസ്റ്റ് പോയിന്റിൽ ആക്സിലറേഷൻ എന്താണ്? ജി ആണ്. ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി എന്താണ്? ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി, ദ ഇനീഷ്യൽ വെലോസിറ്റി യു. ഇവിടുന്ന് എറിയുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വെലോസിറ്റിക്ക് എക്സ് കോമ്പണന്റ് ഉണ്ടാകും, വൈ കോമ്പണന്റ് ഇല്ല. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് യു എക്സ് ആണ് അല്ലെ? ഇനീഷ്യൽ വെലോസിറ്റിയുടെ എക്സ് കോമ്പണന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയി നിൽക്കും, അത് എല്ലാ പോയിന്റും ഒരേപോലെ ഉണ്ടാകും. വി വൈ എന്തായി ഉണ്ടാവും? അവിടെ 0 ആയിട്ടുണ്ടാവും. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്ത് എന്ന് ചോദിച്ചാൽ, ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ അത് യു എക്സ് ആണ്. ആ യു എക്സ് ഹയസ്റ്റ് പോയിന്റിലെ ആക്സിലറേഷൻ 0 ആണ്, സോറി ജി ആണ്. യു എക്സ് എന്ന് പറയുന്നത് യു കോസ് തീറ്റയാണ്. യു എന്ന് പറയുന്നതോ 5 ആണ്. 5 കോസ് 30 ഡിഗ്രി. കോസ് 30 റൂട്ട് 3/2. സോ 5 ഇൻറ്റു റൂട്ട് 3/2 ചെയ്യുക, ആൻസർ കിട്ടും. റെഡി? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, obtain an expression for centripetal acceleration of a body in uniform circular motion. യൂണിഫോം സർക്കുലർ മോഷനിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ അഥവാ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒമേഗ സ്ക്വയർ ആർ അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ എന്ന സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ ഡിറൈവ് ചെയ്യാൻ നോക്കൂ. ഇതാണ് സർക്കുലർ പാത്ത്. ഞാൻ ഫോർ ദ ടൈം ബീങ് ഞാൻ അവിടെ ഫിഗറൊക്കെ കാണിച്ചിട്ട് ഈ ഫിഗർ നിങ്ങളോട് വരക്കണം. ആദ്യം നിങ്ങൾ ഈ സർക്കിൾ വരക്കുന്നു. സർക്കിൾ ഇതാ ഈ പാർട്ടിക്കിൾ ഇതാ ഈ പോയിന്റിലായിരുന്നു ഇപ്പോൾ വെലോസിറ്റി ഇതാ ഒരു വി ആണ് എന്ന് വിചാരിക്കുക.
ഈ പോയിന്റിലോട്ട് എത്തിയപ്പോൾ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അത് v പ്ലസ് ഡെൽറ്റ വി ആണ്. ആ ഡെൽറ്റ വി ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് മനസ്സിലാക്കി വെക്കുക. ആ സമയത്ത് അതിനുണ്ടായിരുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡെൽറ്റ തീറ്റയാണ് എന്ന് നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. ഇതിന്റെ റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ r ആണ്. അപ്പൊ ഈ വെക്ടേഴ്സ് നോക്കൂ, വിയും വി പ്ലസ് ഡെൽറ്റ വിയും. അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇത് വി ആണ്, ഇത് വി പ്ലസ് ഡെൽറ്റ വി ആണ്. വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ പറയും കുറേ സ്റ്റെപ്പോടും കുറേ കാര്യങ്ങളൊന്നും എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇത് വിയും ഇത് വി പ്ലസ് ഡെൽറ്റ വിയും ആണെങ്കിൽ ഈ ക്ലോസിംഗ് സൈഡ് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഡെൽറ്റ വി ആയിരിക്കും. അത് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് വിയും ഇത് ഡെൽറ്റ വിയും ആയാലേ ക്ലോസിംഗ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ടേക്കൺ ദ റിവേഴ്സ് ഓർഡർ അതിന്റെ റിസൾട്ടന്റ് ആവുള്ളൂ, അഥവാ വി പ്ലസ് ഡെൽറ്റ വി ആവുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി സിമ്പിൾ ആണ്. ഇവിടെ ഈ ആംഗിൾ ഡെൽറ്റ തീറ്റ തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നുണ്ടാവുക ബൈ ജോമെട്രി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. ഈ ആംഗിൾ എന്ന് പറയുന്നത് നോക്കുക, ഈ പി എന്ന പോയിന്റിൽ നിന്ന് ഈ ക്യൂ എന്ന പോയിന്റിലോട്ട് മൂവ് ചെയ്യാൻ എടുത്ത ടൈം ഒരു ഡെൽറ്റ ടിയും ആണ് എന്ന് വിചാരിക്കുക. ഇനി കാര്യങ്ങൾ ഫിഗർ ഇത്ര മതി. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫിഗറിന് നമുക്ക് നേരെ ആൻസർ ഉണ്ടാക്കുക. ഒരു 3-4 സ്റ്റെപ്പിൽ ആൻസർ ആയി. ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസാ. ഇതൊരു ആർക്ക് പോലെ നമുക്ക് കൺസിഡർ. ഡെൽറ്റ വി വളരെ ചെറുതാണ്. പിയും ക്യൂവും വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന 2 പോയിന്റ്സ് ആണ്. പിയും ക്യൂവും വളരെ ക്ലോസ് ആയി നിൽക്കുന്ന 2 പോയിന്റ്സ് ആണ്. റെഡി? അപ്പൊ അങ്ങനെയാണ് ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് ആണ്. ഡെൽറ്റ വി ഡിവൈഡ് ബൈ റേഡിയസ് എന്താ 6 എന്ന് എഴുതരുത്. അത് ഈ സർക്കുലർ മോഷന്റെ റേഡിയസാ. ഞാൻ ഈ സംഭവം എഴുതുന്നത് ഇതിൽ നിന്ന് എഴുതുന്നത്. ഇതിൽ റേഡിയസ് എന്താണ്? വി ആണ്. കുഴപ്പമില്ലല്ലോ. റെഡി? അപ്പൊ ഇതാണ് ഡെൽറ്റ തീറ്റ ഈക്വൽ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി. ഇനി 2 സൈഡിൽ ഞാൻ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എന്തായി ഡെൽറ്റ ടി? ദ ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ ഞാൻ ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതി. അപ്പുറത്ത് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു വി എന്നും എഴുതി. എന്താ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി? അത് ഒമേഗയാണ്. എന്താ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി? അത് ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. സോ അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഒമേഗ വി. ഇത് എഴുതിയാലും മതി, ഒമേഗ വി എന്ന് എഴുതിയാൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിക്ക് എന്ത് കൊടുക്കുക? വിക്ക് നമ്മൾ ഒമേഗ കൊടുത്തിട്ട് നമ്മൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയേർഡ് ആർ എന്ന് എഴുതുക. ഇനി വി സ്ക്വയർ ബൈ ആർ ഡിറൈവ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒമേഗക്ക് നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ഒമേഗക്ക് നിങ്ങൾ വി ബൈ ആർ കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് വി സ്ക്വയർ ബൈ ആർ കിട്ടും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആ ഫിഗർ എങ്ങനെയാണ് നമ്മൾ മാറ്റി വരച്ചിട്ടുള്ളത് എന്ന കാര്യവും ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ, ചാറ്റിൽ പറഞ്ഞ ഈ ഡെറിവേഷൻ നിങ്ങൾ ക്ലിയർ ആണ്. ഇതിപ്പോൾ ഈ അടുത്ത് ചോദിച്ചാണ്, ഈ 2 വർഷത്തിനിടയിൽ ചോദിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ മുന്നത്തെ വർഷമാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ആ ഡെറിവേഷൻ ക്ലിയർ ആണോ എന്നുള്ള കാര്യം ഒന്ന് പറയൂ. ഓക്കെ നസ്രീൻ, അസ്ന ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. റിനി ക്ലിയർ ആണ്. ഓക്കെ ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Obtain the relation between the linear velocity and angular velocity. Linear velocity and angular velocity തമ്മിലുള്ള റിലേഷൻ. സത്താർ UP ക്ലിയർ അല്ല എന്നാ പറഞ്ഞത്. ഇതാ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പെട്ടെന്ന് പറയുന്നു. ഇതാണ് സർക്കുലർ മോഷൻ. ആ സർക്കുലർ മോഷനിൽ പി എന്ന പോയിന്റിൽ നിന്ന് പാർട്ടിക്കിൾ ക്യൂ എന്ന പോയിന്റിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ അതിന്റെ വെലോസിറ്റി ഇതാ വിയിൽ നിന്നും വി പ്ലസ് ഡെൽറ്റ വി ആയിട്ട് ചേഞ്ച് ചെയ്തു. കാരണം പി എന്ന പോയിന്റിലും ക്യൂ എന്ന പോയിന്റിലും വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ പോലും ഡയറക്ഷനിലെങ്കിലും ചേഞ്ച് എന്തായാലും ഷുവർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് ഡെൽറ്റ വി. ഇനി ഞാൻ ഈ വെക്ടറും ഞാൻ മാറ്റി സൈഡിലോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. ഇതാ ഈ വെക്ടറാണ് ഇതാ ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളത്. ഈ വെക്ടർ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അതിൻ്റെ രണ്ടിൻ്റെയും ചെരിവ് മാറാതെ, നീളം മാറാതെ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. എങ്കിൽ ഇത് ക്ലോസിംഗ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണ്. ഇത് ഡെൽറ്റ വി ആയിരിക്കും. എങ്കിലേ ഇത് വി പ്ലസ് ഡെൽറ്റ വി ആവുള്ളൂ.
അത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് കിട്ടുന്നതാണ്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് പറയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്ന് അറിയാനുള്ളത് ഈ ആംഗിൾ ഡെൽറ്റ തീറ്റ, ഈ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറയുന്നതാണ് ഞാൻ ഇവിടെ എടുത്തുള്ള ഡെൽറ്റ തീറ്റ. ഈ ആംഗിളും സെയിം ആയിരിക്കും. ഈ ആംഗിളിനുള്ള ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പൊ ഈ ആംഗിൾ നോക്ക്, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് ട്രയാങ്കിൾ ആണെങ്കിലും ഡെൽറ്റ വി വളരെ ചെറുതായതുകൊണ്ട് നമുക്കിതൊരു ആർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും, സെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെക്ടറിലെ ആംഗിൾ ആണ് ഡെൽറ്റ തീറ്റ. ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ ആംഗിള്. ഇവിടെ എത്ര ആർക്ക് വരുന്നത്? ഡെൽറ്റ വി ബൈ റേഡിയസ് എത്ര? വി. അതാണ് ഈ ഡെൽറ്റ വി ബൈ വി. എന്നിട്ട് ആ ഡെൽറ്റ തീറ്റയെ നമ്മൾ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ട് സൈഡിലും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി വരും. അതെന്താ സാധനം? അത് ആംഗുലാർ വെലോസിറ്റിയാ. ഇവിടെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി വരും. അതെന്താ സാധനം? അത് ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ബൈ വെലോസിറ്റി. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഒമേഗ വി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വെലോസിറ്റി ആർ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ ആർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കുക, obtain the relation. ഓക്കേടാ, obtain the relation between linear velocity and angular velocity. linear velocityയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ നോക്കൂ, ഇവിടെ ഞാനൊരു സർക്കുലർ മോഷൻ വീണ്ടും കാണിച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ഭാഗമാണ് എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലോട്ട് പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. ആ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലോട്ട് മൂവ് ചെയ്ത ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റയാണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് ആണ്. ആർക്ക് എന്താ? ആ ഫിഗറിൽ ഡെൽറ്റ എസ്. റേഡിയസ് എന്താ? അത് ആർ ആണ്. വേണമെങ്കിൽ ഞാൻ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് കാണിക്കുന്നു. സിമ്പിൾ ആണ്. ഇനിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഡെൽറ്റ എസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാൻ എടുത്ത ടൈം ഡെൽറ്റ ടി ആണ് നമ്മൾ എടുക്കുന്നു. ആ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ആർ ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി, അത് ആംഗുലാർ വെലോസിറ്റി. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. അപ്പൊ അതും പഠിച്ചു വെക്കുക. ഓക്കെ, 2 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. An insect trapped in a circular groove of radius 12 cm moves along the groove steadily and completes 7 revolutions in 100 seconds. What is the linear speed of the motion? ഇവിടെ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? റേഡിയസ് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ. This is equal to 12 into 10 raised to minus 2 meter. റെഡി. പിന്നെ തന്നിട്ടുള്ളത് 7 revolutions in 100 seconds. 7 revolutions in 100 seconds എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദി സർക്കുലർ മോഷൻ ഓഫ് ദിസ് ഇൻസെക്ട്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. സോ 7 revolutions in 100 seconds. ഇതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കിട്ടിയാൽ നമുക്ക് അതിന് ആംഗുലാർ വെലോസിറ്റി കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മൾ തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്തിട്ടുള്ളൂ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ ഒമേഗയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 2 പൈ ഫ്രീക്വൻസി ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ഇൻറ്റു 2 ഇൻറ്റു പൈ ഇൻറ്റു എഫ് എത്ര വരുന്നത്? 7 ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്താൽ ആൻസർ കിട്ടും. ക്ലിയർ? നെക്സ്റ്റ്, is the acceleration vector a constant vector? What is its magnitude? Acceleration vector ഒരു constant vector ആണോ? അല്ല. Constant vector എന്നാൽ എന്താ? A vector is said to be a constant vector if both magnitude and direction of the vector remains constant ആവുമ്പോഴാണ്. ഒരു വെക്ടർ കോൺസ്റ്റന്റ് വെക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ കോൺസ്റ്റന്റ് നിൽക്കണം. ദാ സർക്കുലർ മോഷനിൽ ആ പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ വെക്ടർ മാഗ്നിറ്റ്യൂഡ് സെയിം ആയി നിന്നാൽ പോലും
ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ എവിടെ ചേഞ്ച് ചെയ്യുന്നത്? ഡയറക്ഷൻ നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ ചേഞ്ച് ചെയ്തൊന്നുമില്ല. ഡയറക്ഷൻ ഓഫ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദ സെന്റർ. So direction of acceleration in circular motion is always towards the center. Always towards the center എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും എപ്പോഴും സെന്ററിലോട്ടാണല്ലോ, അപ്പോൾ എപ്പോഴും ഒരേ ഡയറക്ഷൻ ആണല്ലോ എന്ന് തോന്നും. അല്ല, ആ പാർട്ടിക്കിൾ ഇതാ താഴെ ആകുമ്പോൾ മുകളിലോട്ട് ആക്സിലേഷൻ, ഇവിടെ ആകുമ്പോൾ ലെഫ്റ്റിലോട്ടാ, ഇവിടെ ആകുമ്പോൾ താഴോട്ടാ, ഇവിടെ ആകുമ്പോൾ റൈറ്റിലോട്ടാ. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി, ഡയറക്ഷൻ ഓഫ് ആക്സിലേഷൻ ഇസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. അത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ആക്സിലേഷന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ചെയ്താൽ പോലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഇനി എവിടുന്ന് നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടുക? മാഗ്നിറ്റ്യൂഡ് ചോദിക്കുന്നുണ്ട്. അത് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ്. വി നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആർ നമുക്കറിയുന്ന 12 സെന്റിമീറ്റർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് അതിന് ആൻസർ കിട്ടും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ. A baseball leaves a bat with an initial speed of 30 centimeters per second at an angle of 53 degrees. Find the position of the ball when t is equal to 2 seconds. ഇവിടുന്ന് ഒരു ബേസ്ബോൾ ഒരു ബാറ്റിൽ നിന്ന് ലീവ് ചെയ്തു, ഒരു ബാറ്റിൽ നിന്ന് അടിച്ച് തെറിപ്പിച്ചു. ഇതാണ് ബേസ്ബോളിന്റെ പാത്ത്. 2 സെക്കൻഡ് എത്തിയപ്പോൾ അത് ഇവിടെ എന്ന് വിചാരിച്ചോ, അത് ഇവിടെ എന്ന് വിചാരിച്ചോളൂ. ഇവിടെ പോയി യെസ്, ഇതാണ് ഇതിന്റെ കോർഡിനേറ്റ് എന്ന് വിചാരിച്ചോളൂ. ഇതാണ് അതിന്റെ കോർഡിനേറ്റ് എന്ന് വിചാരിച്ചോളൂ. ഇവിടെ എന്ന് വിചാരിച്ചോളൂ. ആ കോർഡിനേറ്റ്സ് നമുക്ക് എക്സും വൈയും വെച്ച് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. എക്സ് കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് എക്സ് ഡയറക്ഷനിലുണ്ടായ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഇൻറ്റു ടൈം ടേക്കൺ. വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഇൻറ്റു ടൈം ടേക്കൺ ചെയ്താൽ മതി. അങ്ങനെ എക്സ് കോർഡിനേറ്റ് കിട്ടും. വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് യു കോസ് തീറ്റയാണ്. ടൈം ടേക്കൺ എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ് നമുക്കറിയാം. യു എത്ര? 37 ഇൻറ്റു കോസ് 53 ഡിഗ്രി ഇൻറ്റു ടൈം ടേക്കൺ 2. സോ ദിസ് ഇസ് 37 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര? അവിടെ നിൽക്കട്ടെ. 37 ഇൻറ്റു കോസ് 53 എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 5 ആണ്, ഇൻറ്റു 2. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടും. ഇനി വൈ കോർഡിനേറ്റ് വേണം. വൈ കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് യു വൈ എന്ന് പറയുന്നത് യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു വാല്യൂസ് കൊടുക്കുക. യു എത്ര വരുന്നത്? 37 ഇൻറ്റു സൈൻ 53. സൈൻ 53 എന്ന് പറഞ്ഞാൽ 4/5. സൈൻ 53 പറഞ്ഞാൽ 4/5. സൈൻ 53 4/5. കോസ് 53 3/5. ടാൻ 53 4/3. റെഡി? അതേപോലെ 37 ആംഗിളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇതിലോട്ട് പോകുന്നില്ല. മൈനസ് ഹാഫ് ജി. ജീനെ കുറിച്ചൊന്നും 9.8 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഷോ ഹാഫ് ഇൻറ്റു ജി തന്നെ 9.8 ഇൻറ്റു ടി സ്ക്വയർ 2 സ്ക്വയർ. ഓക്കെ, ഇത് ചെയ്യാൻ നിങ്ങൾക്ക് വൈ എത്രയാണെന്ന് കിട്ടും. മനസ്സിലായിട്ടുണ്ടോ? ചെയ്യേണ്ടത് മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ, എന്താണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടോ? എന്താ ഇവിടെ? യെസ്, വൈ കണ്ടുപിടിക്കുന്നതിൽ ആക്സിലറേഷൻ ഉണ്ട്, എക്സ് കണ്ടുപിടിക്കുന്നതിൽ ആക്സിലറേഷൻ ആണ്, എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് പറയൂ. യെസ്, നസ്രീന് ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Ready? Okay. A man throws a stone up in air at an angle theta with the horizontal. Draw the path of the projectile and mark direction of velocity and acceleration at the highest point. Velocity and acceleration at the highest point. Mark ചെയ്യാണ് പറഞ്ഞത്. ദാ ഇവിടെ വെലോസിറ്റി ഇങ്ങോട്ട്, ആക്സിലറേഷൻ ഇങ്ങോട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. റെഡി? ആ വെലോസിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു കോസ് തീറ്റ എന്ന് വേണമെങ്കിൽ എഴുതാം, ആക്സിലറേഷൻ വേണമെങ്കിൽ ജി എന്നും എഴുതാം. റെഡി? നെക്സ്റ്റ്
Choose the correct statement or statements related to uniform circular motion. Uniform circular motion മായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത് acceleration in uniform circular motion is always tangential അല്ല. Acceleration uniform circular motion is directed radially inward. ഇത് ശരിയാണ്. Velocity in uniform circular motion has constant magnitude. ശരിയാണ്. Uniform circular motionലെ velocityന്റെ magnitude constant ആണ്. Velocity in uniform circular motion is directed radially inward. തെറ്റാണ്. അത് ടാൻജൻഷ്യൽ ആണ്. വെലോസിറ്റി ടാൻജൻഷ്യൽ ആണ്. വെലോസിറ്റി ടാൻജൻഷ്യൽ along the tangent. ആക്സിലറേഷൻ റേഡിയലി ഇൻവേർഡ്. ഇത് ആക്സിലറേഷൻ, ഇത് വെലോസിറ്റി. റെഡി? The figure shows 3 paths for a football kicked from the ground level with same velocity. Ignore the effects of air resistance. Derive an equation for the maximum height of this football. നമ്മൾ ഓൾറെഡി ചെയ്തതാണ് മാക്സിമം ഹൈറ്റിന്റെ ഡെറിവേഷൻ. അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഇൻ വിച്ച് പാത്ത് ദ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഈസ് മാക്സിമം. അതാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിക്കേണ്ടത്. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഏത് പാത്തിലാണ് മാക്സിമം? ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി മാക്സിമം ആയാലേ റേഞ്ച് അഥവാ എക്സ് കോർഡിനേറ്റ് മാക്സിമം ആവുള്ളൂ. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി മാക്സിമം ആയി കഴിഞ്ഞാൽ എക്സ് മാക്സിമം ആകും. അപ്പൊ എക്സ് മാക്സിമം ഉള്ളത് ആർക്കാ? 3ക്കാണ്. അപ്പൊ 3ക്കാണ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി മാക്സിമം ഉള്ളത്. അല്ലേ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. റേഞ്ച് കൂടണമെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി മാക്സിമം ആണ്. എന്താ റേഞ്ച് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നല്ലോ. റേഞ്ച് മാക്സിമം ആണെന്നുണ്ടെങ്കിൽ UX കൂടുതലാണ്, ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി കൂടുതലാണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. ഞാനവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ചാപ്റ്ററിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ ഇതാണ്, ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ്സ്. അത് നമ്മൾ പഠിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ചാപ്റ്റർ നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, പിന്നെ മോഷൻ ഇൻ എ പ്ലെയിൻ. ആ 2 ചാപ്റ്ററിലും ഏതെല്ലാം ഭാഗങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ ഞാൻ പറഞ്ഞതിൽ വല്ല ഡെറിവേഷൻസോ നിങ്ങൾക്ക് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ അത് പഠിക്കുക. ഒരു മാർക്കും നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല, ഫുൾ മാർക്കേ നമ്മൾ വായിക്കുന്നുള്ളൂ, ഫുൾ മാർക്ക് കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ലോസ് ഓഫ് മോഷനിലും ഇതേപോലെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏതെല്ലാം ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഡെറിവേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, കോൺസെപ്റ്റ് ഏതൊക്കെയാണ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം, ഇതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. First question, a man jumping out of a slow moving bus falls forward. This is due to a man jumping out of a slow moving bus fall forward. ഒരു ബസ് ഇങ്ങനെ പോയിക്കൊണ്ട്, ഈ സ്ലോ മൂവിങ് ബസ് എന്ന് പറയുമ്പോൾ ബസ് മെല്ലെ പോവുകയല്ലേ, മെല്ലെ പോകുമ്പോൾ ചാടി ഇറങ്ങിയാൽ അവിടെ നിൽക്കലുണ്ടല്ലോ, അതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫാസ്റ്റ് മൂവിങ് ബസ് എന്നാലും ചാടി പോവില്ലല്ലോ, അതൊരു ലോജിക്കില്ലല്ലോ. ഫാസ്റ്റ് മൂവിങ് ബസ് എന്ന് ചാടിയ ഒരാൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ പലതും ഉണ്ടാവും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബസ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ സാധാരണ ആളുകൾ ചാടി ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്ന് മുന്നോട്ട് പോകും. അതിന് ചെയ്യരുത്, എന്നാലും അതിന് ചാടി ഇറങ്ങി കഴിഞ്ഞാൽ ഒന്ന് മുന്നോട്ട് ഓടേണ്ടി വരും, നമുക്കത് സ്റ്റേബിൾ ആവണം എന്നുണ്ടെങ്കിൽ. എന്താണ് കാരണം? ഫോൾസ് ഫോർവേഡ്, മുന്നോട്ട് വീഴുന്നു. കാരണം ഡ്യൂ ടു ഇനർഷ്യ. ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ ഇനർഷ്യ ഓഫ് മോഷൻ എന്ന് കൊടുക്കാം. ഇനർഷ്യ ഓഫ് മോഷൻ. റെഡി? ഇനർഷ്യ അല്ലെങ്കിൽ ഇനർഷ്യ ഓഫ് മോഷൻ. വിച്ച് ന്യൂട്ടൺസ് ലോ ഗിവ്സ് ദ എബവ് കോൺസെപ്റ്റ്? പറ, ഏത് ന്യൂട്ടന്റെ ലോ ആണ് ഇനർഷ്യയെ കുറിച്ച് പറയുന്നത്? ലോ ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്
എന്ന് പറയുന്നത് ഏത് ലോ ആണ്? ഫസ്റ്റ് ലോ ആണോ, സെക്കൻഡ് ലോ ആണോ, തേർഡ് ലോ ആണോ? യെസ് അസ്ന അൻവർ, ഫസ്റ്റ് ലോ ആണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഏത് പേരിൽ അറിയപ്പെടുന്നത് പറയൂ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇതൊക്കെ ബോർഡ് എക്സാം ലെവലിൽ ചോദിക്കുന്നതാണ്. സെക്കൻഡ് ലോ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ലോ ഓഫ് ഇനേർഷ്യ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ലോ ഓഫ് പറയൂ, അറിയല്ലോ, പറ. സെക്കൻഡ് ലോ ഏതാ പറ? ലോ ഓഫ് ഫോഴ്സ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ defines force and inertia. Newton's second law measures the force. Newton's third law is the law of action and reaction. Okay, state the law. First law state ചെയ്യണം. First law എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് പറയണം. Every body continues its state of rest or uniform motion unless it is compelled by an external unbalanced force. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. Okay, അടുത്ത ക്വസ്റ്റ്യൻ. A gun moves backward when a shot is fired from it. ഒരു ഗണ്ണിൽ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ, ഒരു ഷോട്ട് ഫയർ ചെയ്യുന്ന സമയത്ത് അത് ബാക്കിലോട്ട് മൂവ് ചെയ്യും. കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്? എന്നുവെച്ചാൽ റീകോയിൽ ഓഫ് ഗൺ എന്ന് നമ്മളതിന് പറയാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. മൊമെന്റം ഓഫ് ദ ഗൺ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഷോട്ട്. തെറ്റാണ്. മൊമെന്റം അക്വയർഡ് ബൈ ദ ഗൺ ആൻഡ് ഷോട്ട് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. ശരിയാണ്. ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് വരുന്നതാണ്. ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ ബിഫോർ ഫയറിംഗ് ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം 0 ആണ്. ആഫ്റ്റർ ഫയറിംഗും 0 ആണ്. അപ്പൊ ആഫ്റ്റർ ഫയറിംഗ് ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ബുള്ളറ്റിന് മൊമെന്റം ഉണ്ട് എങ്കിൽ ആ മൊമെന്റത്തെ ക്യാൻസൽ ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഡയറക്ഷനിലുള്ള മൊമെന്റം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മൊമെന്റം ഗണ്ണിനുണ്ടാകും. അതാണ് ഗണ്ണിന്റെ റീകോയിൽ എന്ന് പറയുന്നത്. ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ മൊമെന്റം ബുള്ളറ്റിനുണ്ട് എങ്കിൽ ഗണ്ണിനും അതേ മൊമെന്റം ബാക്കിലോട്ട് ഉണ്ടായാലേ ടോട്ടൽ മൊമെന്റം 0 ആവുകയുള്ളൂ. അതാണ് റീകോയിൽ ഓഫ് ഗൺ. അപ്പൊ രണ്ടുപേരുടെയും മൊമെന്റം സെയിം ആയിരിക്കും. വെലോസിറ്റി ഡിഫറെന്റ് ആണ്, കൈനറ്റിക് എനർജി ഡിഫറെന്റ് ആണ്. മൊമെന്റം എന്തായിരിക്കും? സെയിം ആയിരിക്കും. എ ഷെൽ ഓഫ് മാസ്, ഷെല്ലിന്റെ മാസ് തന്നിട്ടുണ്ട്. ഫയർഡ് ബൈ എ ഗൺ ഓഫ് മാസ്, ഗണ്ണിന്റെ മാസ് ഉണ്ട്. ഷെല്ലിന്റെ മാസ് സ്മോൾ എം എന്ന് കൊടുക്കുന്നു, ഗണ്ണിന്റെ മാസ് ഞാൻ ക്യാപിറ്റൽ എം എന്ന് കൊടുക്കുന്നു. ദ മസിൽ സ്പീഡ് ഓഫ് ദ ഷെൽ ഈസ്, ഷെല്ലിന്റെ സ്പീഡ് ഞാൻ സ്മോൾ വി എന്ന് കൊടുക്കുന്നു. റീകോയിൽ സ്പീഡ് ഓഫ് ദ ഗൺ ക്യാപിറ്റൽ വി എന്ന് കൊടുക്കുന്നു. അതാണ് ചോദ്യം. ഒരു കാര്യം നമുക്കറിയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെന്റം ഓഫ് ഗൺ എന്ന് പറയുന്നതും മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെന്റം ഓഫ് ബുള്ളറ്റ് എന്ന് പറയുന്നതും അഥവാ ഓഫ് ഷോട്ട് എന്ന് പറയുന്നതും സെയിം ആണ്. എങ്കിൽ എം വി ഈസ് ഈക്വൽ ടു സ്മോൾ എം സ്മോൾ വി എന്ന് എഴുതാം. ചോദ്യം ക്യാപിറ്റൽ വി ആണ്. സോ സ്മോൾ എം സ്മോൾ വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. സ്മോൾ എം 0.020, സ്മോൾ വി 80, ക്യാപിറ്റൽ എം 100. ഇത് ചെയ്താൽ ആൻസർ കിട്ടും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സസ്? കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ കോമൺ പോയിന്റ്. അത് ആ കൺകറന്റ് ഫോഴ്സിന്റെ ഇക്വിലിബ്രിയത്തിനുള്ള കണ്ടീഷൻ എന്താണ്? ഇഫ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ഈസ് 0, then the point is said to be in equilibrium. Then the forces are said to be in equilibrium. Net force എന്താണ്? 0 ആവണം. A mass of 6 kg is suspended by a rope of length 2 meters from the ceiling. A force of 50 Newton in the horizontal direction is applied at the midpoint of the rope as shown. What is the angle the rope makes with the vertical in equilibrium? Okay, അപ്പോൾ ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കാനുള്ളത്. What is the angle the rope makes with the vertical in equilibrium? Ready? അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. നോക്കുക, നമുക്കറിയാം ഈ T1 എന്ന ടെൻഷനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ, T1 എന്ന ടെൻഷനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കോമ്പണൻസ് എടുക്കാൻ പറ്റും. എങ്കിൽ ഇത് T1 സൈൻ തീറ്റയാണെന്ന് നിങ്ങൾക്കറിയാം, ഇത് T1 കോസ് തീറ്റയാണെന്ന് നിങ്ങൾക്കറിയാം. ക്വസ്റ്റ്യനിൽ പറയുന്നു ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്ന്. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് T1 കോസ് തീറ്റ ഈസ് ബാലൻസ്ഡ് ബൈ 60 Newton weight.
and T1 sin theta is balanced by 50 Newton force. രണ്ടും ഡിവൈഡ് ചെയ്യാണ്. ഇക്വേഷൻ 1 ഇക്വേഷൻ 2. ഇക്വേഷൻ 2/1 ചെയ്യുമ്പോൾ tan theta is equal to 5/6. So theta is equal to tan inverse 5/6. അത് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ ആൻസർ കിട്ടും. റെഡി? ഓക്കെ. What is the angle the rope makes with the vertical in equilibrium? അതാണ് തീറ്റ കിട്ടിയിട്ടുണ്ട്. What will be the angle made by the rope if the vertical, if its length is doubled? Length double ആക്കി, ഇതിന്റെ length double ആക്കി എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു ചേഞ്ചും സംഭവിക്കാനില്ല. No change. Ready? Write any two properties of conservative force. Laws of motion നിങ്ങൾ നിർബന്ധമായിട്ടും കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്നും അതിന്റെ പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കണം. അത് ലോസ് ഓഫ് മോഷനിൽ വർക്ക് എനർജി പവറിലും ആവശ്യമാണ്. കൺസർവേറ്റീവ് ഫോഴ്സിന്റെ രണ്ട് പ്രോപ്പർട്ടീസ്, ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസ്, ഒന്നെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയി ചെയ്യുന്ന വർക്ക് പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് എഴുതാം. വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് അലോങ് എ ക്ലോസ്ഡ് പാത്ത് 0 ആണെന്ന് കൊടുക്കാം. ഇഫ് ഓൺലി എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സിസ്റ്റം ദെൻ ഇറ്റ്സ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസർവ്ഡ് എന്ന് പറയാം. വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ എന്ന രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് പോയിന്റ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. എ ലൈറ്റ് ബോഡി ആൻഡ് എ ഹെവി ബോഡി ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജീസ് വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ മൊമെന്റം. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. മൊമെന്റം എന്ന് പറയുന്നത് √2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്. അങ്ങനെ ലൈറ്റ് ബോഡി ഹെവി ബോഡിന്റെ കൈനറ്റിക് എനർജി ഈക്വൽ ആണ് എങ്കിൽ ആർക്കാ കൂടുതൽ മൊമെന്റ് ഉണ്ടാവുക? ആർക്കാണോ കൂടുതൽ മാസ് ഉള്ളത് അയാൾക്ക് കൂടുതൽ മൊമെന്റ് ഉണ്ടാവും. ഹെവി ബോഡിക്ക് മൊമെന്റം കൂടുതലായിരിക്കും. റെഡി? റൈറ്റ് ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണക്ട് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിത്ത് നോർമൽ റിയാക്ഷൻ. യെസ്, അസ്നാൻവർ, റിൻഷ, PV, നസ്രീൻ, ബിൻസിയ, റിനി ഇവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാൻ വെറുതെ നിങ്ങൾ തന്നെ കൊടുത്തോ, വേറെ ആരും ഉണ്ടാവില്ല തരാൻ. Write mathematical equation connecting the limiting value of static friction with the normal reaction. Limiting value of static friction Fs max normal reaction proportional ആണെന്ന് അറിയാം. Limiting value of static friction is equal to mu s into normal reaction. Ready? Choose the correct statement. Both kinetic energy and static friction are independent of area of contact. അതെന്നെയാണ് correct statement. Kinetic friction depends on area of contact. തെറ്റാണ്. Static friction depends on area of contact. തെറ്റാണ്. Both are depend on the area of contact. തെറ്റാണ്. Both are independent of area of contact. Clear ആണെന്ന് വിചാരിക്കുന്നു. A mass rests on a horizontal plane. The plane is gradually inclined until at an angle theta with the horizontal. The mass just begins to slide. Show that the coefficient of static friction between the block and the surface is equal to tan theta. Angle of repose ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തില്ലായിരുന്നോ? Tan theta is equal to mu എന്ന് അത് പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, ദാ ഞാനിവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ദാ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ. ജസ്റ്റ് ബിഫോർ സ്ലൈഡിങ് എന്ന് പറഞ്ഞു തുടങ്ങുക. ജസ്റ്റ് ബിഫോർ സ്ലൈഡിങ് mg സൈൻ തീറ്റ. ജസ്റ്റ് ബിഫോർ സ്ലൈഡിങ് അത് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ mg സൈൻ തീറ്റ ഫ്രിക്ഷൻ ഈക്വൽ ആണ്. ആ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് mu ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണ്. mg കോസ് തീറ്റ ഈസ് ബാലൻസ്ഡ് ബൈ നോർമൽ റിയാക്ഷൻ. രണ്ടും ഡിവൈഡ് ചെയ്യുക, ഇതും ഡിവൈഡ് ചെയ്യുക. അപ്പൊ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ. ഇതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫിഗർ വൃത്തിക്ക് വരക്കാൻ പഠിക്കണം. ആ ഫിഗർ വൃത്തിക്ക് വരക്കാൻ പഠിക്കുക. ഫിഗർ വരച്ചതിന് ശേഷം നിങ്ങൾ ഇത് ആൻസർ ചെയ്യുക. മീൻസ് ഈ 3 സ്റ്റെപ്പ്, ഒരു കണ്ണുപൊടിയിടാനുള്ള ഒരു 1-2 സ്റ്റെപ്പുകൾ എഴുതിയൊക്കെ. ജസ്റ്റ് ബിഫോർ സ്ലൈഡിങ് mg sin theta ഈസ് ഈക്വൽ ടു f ഈസ് ഈക്വൽ ടു mu n എന്നും mg cos theta ഈസ് ഈക്വൽ ടു n എന്നും, എന്നിട്ട് ഇക്വേഷൻ 1ഉം 2ഉം കൊടുത്ത് രണ്ടും അങ്ങ് ഡിവൈഡ് ചെയ്യുക. tan theta ഈസ് ഈക്വൽ ടു mu എന്ന് കാണിക്കുക. റെഡി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. State Newton's second law of motion and derive the equation F is equal to ma.
ന്യൂട്ടന്റെ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എഫ് പ്രൊപ്പോർഷണൽ dp by dt, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റ് എന്ന് എഴുതുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിറൈവ് ദ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ. അപ്പൊ എഫ് പ്രൊപ്പോർഷണൽ ടു dp by dt എന്ന് ആദ്യം എഴുതുന്നു. എന്നിട്ട് എഫ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ ഇൻറ്റു dp by dt എന്ന് എഴുതുന്നു. ഇല്ല k into dp by dt എന്ന് എഴുതുന്നു. k into d by dt of p മൊമെന്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. ഇനി ഇതിൽ അടുത്ത് നമ്മൾ സെന്റൻസ് ആഡ് ചെയ്യാം. ഇഫ് മാസ് ഈസ് കോൺസ്റ്റന്റ്, ഇഫ് മാസ് ഈസ് കോൺസ്റ്റന്റ് എഫ് ഈസ് ഈക്വൽ ടു കെ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി, കെ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. എന്താ ഡി വി ബൈ ഡി ടി? അത് ആക്സിലറേഷനാ, കെ എം ആക്സിലറേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വേർ കെ ഈസ് ഈക്വൽ ടു രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാം. ഒന്നെങ്കിൽ വെറുതെ വേർ കെ ഈസ് ഈക്വൽ ടു 1 എഴുതിയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എഴുതാൻ കൂടുതൽ എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കെ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതിയിട്ട് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് കാണിച്ചാൽ ആൻസറായി. അല്ലെങ്കിൽ ഈ കെ ഈക്വൽ ടു 1 ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ എഴുതിയാൽ കുറച്ചും കൂടി വൃത്തിയായി പേപ്പർ നോക്കുന്ന ആൾക്കൊരു ഇംപ്രഷൻ ഉണ്ടാകും. എന്താ എഴുതേണ്ടത്? ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ ഈസ് മെയ്ഡ് ഈക്വൽ ടു 1 ബൈ ഡിഫൈനിങ് യൂണിറ്റ് ഫോഴ്സ്. ഒരു യൂണിറ്റ് ഫോഴ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ട് കെ എന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 1 ആക്കി. എങ്ങനെ ഒരു യൂണിറ്റ് ഫോഴ്സ് ഡിഫൈൻ ചെയ്തത്? ഒന്നെങ്കിൽ ആ സെന്റൻസ് എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ഫോഴ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ പറ്റും. 1 യൂണിറ്റ് ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് പ്രൊഡ്യൂസ് ആൻ ആക്സിലറേഷൻ which accelerates a body of mass 1 kilogram by 1 meter per second square. F is equal to 1 kilogram meter per second square. ഒരു യൂണിറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഏത്? ആ ഫോഴ്സ് 1 കിലോഗ്രാം മാസുള്ള ബോഡിക്ക് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ. അപ്പൊ ഇതും 1 ആയി കഴിഞ്ഞാൽ പിന്നെ കെന്റെ വാല്യൂ സ്വാഭാവികമായിട്ടും എന്താകും? 1 ആകും. റെഡി? അപ്പൊ അങ്ങനെ വേണം, അങ്ങനെ അതിൻ്റെ കൂടെ എഴുതി വെക്കാം. ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ ഈസ് മെയ്ഡ് ഈക്വൽ ടു 1 ബൈ ഡിഫൈനിങ് യൂണിറ്റ് ഫോഴ്സ്. ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ ഈസ് മെയ്ഡ് ഈക്വൽ ടു 1 ബൈ ഡിഫൈനിങ് യൂണിറ്റ് ഫോഴ്സ് എന്ന് എഴുതിയിട്ട് ഇത് എഴുതി വെക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡീഷണൽ ആയിട്ട് 1 യൂണിറ്റ് ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് മേക്സ് ആൻ ആക്സിലറേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓൺ എ ബോഡി ഓഫ് മാസ് 1 കിലോഗ്രാം എന്നും നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. റെഡി? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഫിസിക്സ് അറിയാത്തവർക്ക് പോലും അറിയുന്ന ലോ ആണ് ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. 2 billiard balls each of mass 0.05 kilogram. ഫിസിക്സ് അറിയാത്തവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് കുറെ കാലം പഠിക്കാത്തത് എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളല്ല, വളരെ കോമൺ ആയിട്ട് പറയുന്നൊരു ലോ ആണ് ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, ബി പാർട്ട് നോക്കാം. 2 billiard balls each of mass 0.05 kilogram moving in opposite direction with speed 6 meter per second collide and rebound with the same speed. What is the impulse imparted to each ball? രണ്ടും പോകുന്നു. അതായത് 0.05 കിലോഗ്രാം മാസുള്ള ബോള്, ഇതും 0.05 കിലോഗ്രാം മാസുള്ള ബോള്. അവരെന്നെയാണ് ഇടിച്ചതിന് ശേഷം റീബൗണ്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ചോദ്യം എന്താണ്? ഇമ്പൾസ് ഇമ്പാർട്ടഡ് ആണ്. ഇതിന്റെ സ്പീഡ് 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഇതിന്റെ സ്പീഡും 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൊമെന്റം കൺസർവ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ രണ്ടും ഐഡന്റിക്കൽ ആയതുകൊണ്ട് തന്നെ രണ്ടും തിരിച്ചു പോകുന്ന സ്പീഡും സെയിം തന്നെയാണ് ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട്. ഓക്കെ, സോ സെയിം സ്പീഡിൽ തിരിച്ചു പോകുന്നു എന്ന് പറയുന്നു. ഇമ്പൾസ് ഇമ്പാർട്ടഡ്. എന്താ ഇമ്പൾസ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റം ഫൈനൽ എം വി മൈനസ് ഇനീഷ്യൽ യു. സോ എം ഇൻറ്റു ഏതെങ്കിലും ഒരു ബോൾ എടുത്താൽ മതി. ഈ ബോൾ എടുത്താൽ മതി, ഈ ബോൾ. ഓക്കെ, അപ്പൊ ഈ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് മാസ് എത്ര? മാസ് 0.05. സോ 0.05 ഇൻറ്റു വെലോസിറ്റി 6, ഫൈനൽ വെലോസിറ്റി -6 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 6. So minus 6 into -6 -12. -12 into 0.05 പറഞ്ഞാൽ 5 into 10 raised to -2. അപ്പോൾ ഇത്
60 വരും അല്ലേ? 60 15 50 60 മൈനസ് 60 ഇൻറ്റു 10⁻⁻² മൈനസ് 0.6 യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇമ്പൾസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മൊമെന്റത്തിന്റെ യൂണിറ്റ് തന്നെയാണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ ഓഫ് മാസ് m is taking a circular turn of radius r on a horizontal road. The coefficient of static friction between the tires and the road is mu. Derive expression for maximum possible safe speed of the car. Maximum possible safe speed. ഏതാ റോഡ്? സർക്കുലർ ടേൺ ആണ്, ഹൊറിസോണ്ടൽ റോഡാണ്. ഇതാണ് കേസ്. ഹൊറിസോണ്ടൽ റോഡാണ്. ഈ റോഡ് ഇങ്ങനെയാ വരുന്നത്. ഈ റോഡ് ഇങ്ങനെയാ വരുന്നത്. കാർ ഇങ്ങനെ വരുന്നത്. ഓക്കെ. ഇവിടുന്ന് ഇങ്ങനെയുള്ള റോഡ്, ബാങ്ക്ഡ് റോഡല്ല. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഫിഗർ മാർക്ക് ചെയ്യണം. ഫിഗർ വരച്ചിട്ട് കാര്യങ്ങൾ മാർക്ക് ചെയ്യണം. എന്തൊക്കെയാ മാർക്ക് ചെയ്യാനുള്ളത്? ഇവിടുന്ന് അകത്തോട്ട് ഫ്രിക്ഷൻ വേണം അല്ലെ? പുറത്തോട്ട് സ്കിഡ് ചെയ്ത് പോകാതിരിക്കാൻ സഹായിക്കുന്നത് അകത്തോട്ടുള്ള ഫ്രിക്ഷൻ. അപ്പൊ അകത്തോട്ട് ഫ്രിക്ഷൻ ഉണ്ട്, മുകളിലോട്ട് നോർമൽ റിയാക്ഷൻ ഉണ്ട്, അകത്തോട്ട് ഫ്രിക്ഷൻ ഉണ്ട്, താഴോട്ട് mg ഉണ്ട്. ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും മാർക്ക് ചെയ്യാതെയും ഇരിക്കാം. ഓക്കെ. ഇനി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി മാർക്ക് ചെയ്യാതിരുന്നാലും രണ്ടും ചെയ്യാനുള്ളതൊക്കെ ഒരേ സംഭവം തന്നെയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ബാലൻസ്ഡ് ബൈ ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഈസ് ബാലൻസ്ഡ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ബാലൻസ്ഡ് ബൈ ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫ്രിക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഓക്കെ. അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഫ്രിക്ഷൻ എന്നും പറഞ്ഞിട്ട് തുടങ്ങാം. രണ്ടും ഫോർമുല നമുക്ക് എഴുതാനുള്ളത് ഒന്ന് തന്നെയാണ്. അപ്പൊ ഒന്നെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഫ്രിക്ഷൻ എഴുതാം, അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ബാലൻസ്ഡ് ബൈ ഫ്രിക്ഷൻ എഴുതാം, അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഫ്രിക്ഷൻ എഴുതാം. അത് നിങ്ങളെ കൺവീനിയൻസിന് വെച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ. എന്തായാലും സംഭവം ഇത്രയേ ഉള്ളൂ. mv²/r ഈസ് ഈക്വൽ ടു ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷനാ. ഈ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് mgക്ക് ഈക്വൽ ആണ്. m ക്യാൻസലായി. അപ്പൊ v² ഈസ് ഈക്വൽ ടു മ്യൂ rg, v ഈസ് ഈക്വൽ ടു റൂട്ട് മ്യൂ rg. ഇതാണ് മാക്സിമം സേഫ് സ്പീഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ആ v എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് മ്യൂ rg ആണ്. മാക്സിമം റൂട്ട് മ്യൂ rg അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സ്പീഡിൽ ആ റോഡിലൂടെ പോയാൽ അപകടമൊന്നും ഉണ്ടാവില്ല. അപകടം ഉണ്ടാവില്ല മീൻസ് സ്കിഡ് ചെയ്യൂല എന്നാണ് പറയുന്നത്. ഓക്കെ. ലെറ്റ് മ്യൂ ഈസ് ഈക്വൽ ടു 0.1 and r is equal to 20 meter. If the car moves at a speed of 5 meter per second, will the car slip while taking the turn? 5 meter per second സ്പീഡിൽ ഈ റോഡിൽ പോയാൽ സ്കിഡ് ചെയ്യുമെന്നാണ് ചോദ്യം, സ്ലിപ്പ് ആവുമെന്നാണ് ചോദ്യം. അതെങ്ങനെയാണ് നമ്മൾ നോക്കുക? നമുക്കറിയാം മാക്സിമം സേഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് മ്യൂ rg ആണ്. ആദ്യം റൂട്ട് മ്യൂ rg കാൽക്കുലേറ്റ് ചെയ്യുക. ആ റൂട്ട് മ്യൂ rg 5 മീറ്റർ പെർ സെക്കൻഡിനേക്കാൾ കുറവാണെങ്കിൽ സ്കിഡ് ചെയ്യും. റൂട്ട് മ്യൂ rgയേക്കാൾ കൂടുതലാണ് 5 എങ്കിൽ സ്കിഡ് ചെയ്യുന്ന അർത്ഥം. റൂട്ട് മ്യൂ rgയേക്കാൾ കുറവാണ് 5 എങ്കിൽ സേഫ് ആണ്. അപ്പൊ റൂട്ട് മ്യൂ എത്ര? മ്യൂ 0.1. r എത്ര? 20. g 10 എടുത്തോളൂ. സോ ദിസ് ഇസ് റൂട്ട് 20. റൂട്ട് 20യേക്കാൾ വലുതാണ് 5 മീറ്റർ പെർ സെക്കൻഡ്. therefore കാർ വിൽ സ്ലിപ്പ്. കാർ എന്ത് ചെയ്യും? സ്ലിപ്പ് ചെയ്യും. റെഡി? അപ്പൊ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റൂട്ട് 20 എന്ന് പറഞ്ഞാൽ റൂട്ട് 25 അല്ലേ 5 വരുന്നത്. റൂട്ട് 20 പറഞ്ഞാൽ 4 point something വരിക.
അപ്പം അതിനേക്കാൾ കൂടിയ 5 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ ആ കാർ റോഡിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ സ്ലിപ്പ് ചെയ്തു. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. പറഞ്ഞേ, ചാറ്റിൽ പറഞ്ഞേ, ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. യെസ്, ക്ലിയർ. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ചതാണ്, ഇതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ട്, നമുക്ക് പരീക്ഷയ്ക്ക് വന്നാൽ എഴുതാൻ പറ്റും എന്നൊരു കോൺഫിഡൻസിലോട്ട് നിങ്ങൾ വരികയാണ് വേണ്ടത്. ഓക്കെ, റെഡി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അതേപോലെ തന്നെയാണ് അടുത്തതല്ല മീൻസ് ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ്സിൻ്റെതും ഉണ്ട്, അതും നമ്മൾ പഠിക്കണം. ഇതിൻ്റെ ഇടയിൽ ലിഫ്റ്റിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ പ്രോബ്ലം ആണ്. എ ചൈൽഡ് ഓഫ് മാസ് 30 kilogram is standing in a lift. What happens to the apparent weight of the lift if the apparent weight of the child if the lift is moving up with a uniform acceleration? Apparent weight എന്ന് പറയുന്നത് mg dash greater than actual weight ആയിരിക്കും. മൂവിങ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ, യൂണിഫോം ആക്സിലറേഷൻ ആണെന്നൊന്നുമില്ല, മുകളിലോട്ട് ആക്സിലറേറ്റ് ചെയ്താൽ എന്തായാലും അപ്പാരന്റ് വെയിറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ആക്ച്വൽ വെയിറ്റ്. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ചൈൽഡ്. അപ്പാരന്റ് വെയിറ്റ് എം ജി ഡാഷ് മുകളിലോട്ട് പോകുമ്പോൾ എന്താ പറഞ്ഞേ, എം ജി പ്ലസ് എം എ ആണോ മൈനസ് എം എ ആണോ പറയൂ, ചാറ്റിൽ കാണട്ടെ. ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ കുട്ടിന്റെ വെയിറ്റ് എം ജി പ്ലസ് എം എ ആണോ എം ജി മൈനസ് എം എ ആണോ പറയൂ. യെസ്, എം ജി പ്ലസ് എം എ, അല്ലെങ്കിൽ അസ്നാൻബർ പറഞ്ഞ പോലെ എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. യെസ് നസ്രിയ ബിൻ സി, എം ഇൻറ്റു ജി പ്ലസ് എ. വെരി ഗുഡ്. ഫൈൻഡ് ദ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ചൈൽഡ്. യെസ് റിൻഷി പി ബി. Find the apparent weight of the child if the lift moving down with constant acceleration of 5 meter/second². താഴോട്ടാവുമ്പോൾ എം ജി ഡാഷ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ എന്നാ വരിക അല്ലേ. അപ്പാരന്റ് വെയിറ്റ് ചോദിച്ചിട്ട് എം എത്ര വരുന്നത് 30, ജി എത്ര നമ്മൾ എടുക്കേണ്ടത് പറഞ്ഞിട്ടില്ലല്ലോ, തൽക്കാലം 10 എടുക്കാം, മൈനസ് ആക്സിലറേഷൻ എത്ര 5 ആണ്. സോ 30 × 5 30 into 5 എന്ന് വരും. സോ ദിസ് ഇസ് 150 Newton. റെഡി, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതല്ല ജി 9.8 എടുക്കാൻ അവിടെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജി 9.8 എടുക്കുക. ഓക്കെ, 9.8 മൈനസ് 5 വെച്ചിട്ട് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് മീൻ ബൈ ബാങ്കിങ് ഓഫ് റോഡ്സ്? എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ്? ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ബാങ്കിങ് ഓഫ് റോഡ് വെച്ചിട്ടുള്ള ഈ 3 ക്വസ്റ്റ്യൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. വാട്ട് ഈസ് മീൻ ബൈ ബാങ്കിങ് ഓഫ് റോഡ്സ്? എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ്? ഞാൻ അവിടെ ആൻസർ കാണിച്ചിട്ടുണ്ട്. ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫിനോമിനൻ ഇൻ വിച്ച് ദ ഔട്ടർ എഡ്ജ് ആർ raised for the curved roads above the inner edge to provide. അതാണ് അതിൽ നിങ്ങൾ കീ പോയിന്റ്. അതാണ് റോഡിന്റെ ഔട്ടർ എഡ്ജ് ഈസ് റൈസ്ഡ് അബവ് ദ ഇന്നർ എഡ്ജ്. എന്തിനാണ് അത് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ദ വെഹിക്കിൾ സോ ദാറ്റ് ദേ ടേക്ക് സേഫ് ടേൺ. സേഫ് ആയിട്ട് ഒരു ടേൺ ചെയ്യാനും, സേഫ് ആയിട്ട് ആ കേർവ് ടേൺ ചെയ്യാനും വേണ്ടിയിട്ട് സെൻട്രിപെറ്റൽ എക്സ്പാൻഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റും. സെൻട്രിപെറ്റൽ ഫോഴ്സിലോട്ട് നോർമൽ റിയാക്ഷന്റെ കോമ്പണന്റ് ആഡ് ചെയ്യാനും ഫ്രിക്ഷന്റെ ഇഫക്റ്റ് കുറക്കാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കൂടുതൽ സ്പീഡിൽ ടേൺ ചെയ്യാനൊക്കെ പറ്റും എന്നൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനൊന്നും ആവശ്യമില്ല. ഔട്ടർ എഡ്ജ് ഓഫ് ദി കർവ്ഡ് റോഡ്സ് ആർ റൈസ്ഡ് അബവ് ദ ഇന്നർ എഡ്ജ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊവൈഡ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ദ വെഹിക്കിൾസ് സോ ദാറ്റ് ദേ ക്യാൻ ടേക്ക് എ സേഫ് ടേൺ എന്നുണ്ടായാൽ നമുക്ക് ആൻസർ ആയി. റെഡി? ഓക്കെ. ഇനി sketch the schematic diagram of a vehicle on a banked road with friction and mark the various forces. അപ്പോൾ ബാങ്ക്ഡ് റോഡിലുള്ള കാറ് വരക്കുക. ബാങ്ക് റോഡിൽ കാറ് വരച്ചിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക്ഡ് റോഡിൽ കാറ് വരക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ബാങ്ക്ഡ് റോഡിൽ കാറ് വരക്കുക. അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സുകൾ കാണിക്കുക.
കാറൊന്നും ഭംഗി കൂട്ടി സമയം കളയരുത്. ജസ്റ്റ് ഒരു കാറാണെന്ന് തോന്നുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു പെട്ടിയോട് വരച്ചു വെക്കുക. ഫ്രിക്ഷൻ ദാ ഇവിടുന്ന് നേരെ താഴോട്ട് mg കാണാം. നോർമൽ റിയാക്ഷൻ കാണാം. റോഡിൽ ഇതാ ഫ്രിക്ഷൻ കാണാം. ഇനി വേണ്ടത് ഫ്രിക്ഷന്റെ കോമ്പണൻസ് വേണം. ഇങ്ങോട്ട് ഫ്രിക്ഷന്റെ ഒരു കോമ്പണന്റ് ഉണ്ടാകും, താഴോട്ടും ഫ്രിക്ഷന്റെ കോമ്പണന്റ് ഉണ്ട്. നോർമൽ റിയാക്ഷന്റെ കോമ്പണന്റ് ഇങ്ങോട്ടുണ്ടാകും, ഇങ്ങോട്ടുണ്ടാകും. ദാ ഇത് ഫ്രിക്ഷൻ, അതിന്റെ രണ്ട് കോമ്പണൻസ്. ഇത് നോർമൽ റിയാക്ഷൻ, അതിന്റെ രണ്ട് കോമ്പണൻസ്. പിന്നെ mg. ഇത്രയേ ഉള്ളൂ. ഫ്രിക്ഷൻ രണ്ട് കോമ്പണൻസ്, നോർമൽ റിയാക്ഷൻ രണ്ട് കോമ്പണൻസ്, mg. താഴോട്ട് mg, ചെരിഞ്ഞ് മുകളിലോട്ട് നോർമൽ റിയാക്ഷൻ, അലോങ് ദ സർഫസ് ഫ്രിക്ഷൻ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കണം. റെഡി? അപ്പൊ ഇനി നോക്കാം. പിന്നെ ചോദിച്ചു ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ. വിത്ത് ഫ്രിക്ഷനും ചോദിക്കും, ചിലപ്പോൾ വിത്തൗട്ട് ഫ്രിക്ഷനും ചോദിക്കും. വിത്ത് ഫ്രിക്ഷൻ ഞാനിവിടെ കാണിക്കാം. വിത്തൗട്ട് ഫ്രിക്ഷൻ എന്താ ചെയ്യേണ്ടതെന്നും പറയാൻ പറ്റും. ഓക്കെ, നോക്കുക. ഇത് ഈ കാറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് നോക്കൂ, 0 ആണ്. ഇവിടുന്ന് താഴോട്ട് mg ഉണ്ട്, മുകളിലോട്ട് നോർമൽ റിയാക്ഷൻ, ഇങ്ങോട്ട് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നോർമൽ റിയാക്ഷന്റെ n cos തീറ്റയെ ബാലൻസ് ചെയ്ത് f sin തീറ്റ പ്ലസ് mg. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. n cos തീറ്റ is equal to mg plus f sin തീറ്റ. സമയം കുറക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഞാനിവിടെ ഓൾറെഡി കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. n cos തീറ്റ is equal to mg plus f sin തീറ്റ. അതിൽ നിന്ന് ഞാൻ മാറ്റി എഴുതുന്നു mg is equal to n cos തീറ്റ minus f sin തീറ്റ. അതാണ് ഇക്വേഷൻ നമ്പർ 1. റീഅറേഞ്ച് ചെയ്തതാണ്. ഇനി അടുത്തത് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരൊക്കെ? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാൽ ഇതാണ് സർക്കുലർ പാത്തിന്റെ സെന്റർ. ഇതാണ് സർക്കുലർ പാത്തിന്റെ സെന്റർ. ഈ കാർ ഇവിടുന്ന് ഇങ്ങനെ വരികയാണ്, ഈ കാർ ഇതാ ഇങ്ങനെ വരികയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ സർക്കുലർ പാത്തിന്റെ സെന്റർ ഇതാ ഇവിടെ ഇതാണ് സംഭവം. ബാങ്ക്ഡ് റോഡ് കണ്ടില്ലേ? ബാങ്ക്ഡ് റോഡ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മൾ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാങ്ക്ഡ് റോഡ്. എവിടെ ഈ കാറിന്റെ സർക്കുലർ പാത്തിന്റെ സെന്റർ ഈ പോയിന്റ് മീൻസ് അതല്ല യഥാർത്ഥത്തിലുള്ള പോയിന്റ്. ഇവിടെ കുറച്ച് ഇങ്ങോട്ടായിരിക്കും ഈ സർക്കുലർ പാത്തിന്റെ സെന്റർ. ഇവിടെ അല്ല, ഈ സ്ക്രീനിൽ അത് ഉൾക്കൊള്ളില്ല. ആ ഭാഗം അതാണ് സെന്റർ. ഓക്കെ, അപ്പൊ അങ്ങോട്ടാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അങ്ങോട്ടാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, സെൻട്രിപെറ്റൽ ഫോഴ്സ് അത് ആരൊക്കെയാണ് കൊടുക്കുന്നത്? f cos തീറ്റ ഉണ്ട്, n sin തീറ്റ ഉണ്ട്. n sin തീറ്റ പ്ലസ് f cos തീറ്റ, ഇക്വേഷൻ നമ്പർ 2. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഇക്വേഷൻ. അപ്പൊ ആദ്യം നിങ്ങൾ പഠിച്ചു വെച്ചോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സുകൾ ബാലൻസ് ചെയ്യുന്നു. n cos തീറ്റ is equal to mg plus f sin തീറ്റ. ഇത് mgക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു. അതാണ് ഇക്വേഷൻ നമ്പർ 1. രണ്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²r is equal to n sin തീറ്റ പ്ലസ് f cos തീറ്റ. സെൻട്രിപെറ്റൽ ഫോഴ്സ് സെൻട്രലോട്ട് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്. ഇനി അത് രണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ അത് രണ്ട് ഡിവൈഡ് ചെയ്തതാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് കാണുന്നത്. ആ രണ്ട് ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ആണ് നമ്മൾ താഴെ കാണുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത് നിർബന്ധമായിട്ടും പഠിക്കണം ഈ ഡെറിവേഷൻ, നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി അതിൽ നമ്മൾ ഫ്രിക്ഷന് മാറ്റി എഴുതണം. ഫ്രിക്ഷന് നമുക്ക് മ്യൂഎസിന്റെ നോർമൽ റിയാക്ഷൻ എഴുതാലോ. ഫ്രിക്ഷൻ നമ്മൾ മ്യൂഎസിന്റെ നോർമൽ റിയാക്ഷൻ, അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഈ രണ്ട് ഫ്രിക്ഷനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്തു. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഈ സ്റ്റെപ്പിലോട്ട് പോകുന്നതിന്റെ മുന്നേ ഒരു കാര്യം കൂടി അവിടെ ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, v²/rg is equal to റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും n cos തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അവിടെ ചെയ്തത്. n sin തീറ്റ ബൈ n cos തീറ്റ പ്ലസ് മ്യൂസ് ഇൻറ്റു n cos തീറ്റ ഡിവൈഡഡ് ബൈ n cos തീറ്റ ഡിവൈഡഡ് ബൈ n cos തീറ്റ ബൈ n cos തീറ്റ
minus mu s n sin theta divided by n cos theta. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അവിടെ ആഡ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല, എന്നാലും ആഡ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് തെറ്റാതെ ആൻസർ ചെയ്യാൻ അതാണ് സൗകര്യം. നിങ്ങൾ ഇത് ചെയ്യുന്നതാണ് നല്ലത്, അത് എഴുതുന്നതാണ് നല്ലത്. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? റൈറ്റ് ഹാൻഡ് സൈഡ് ഇവിടെ എഴുതേണ്ട സാധനം ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി, ഇവിടെ എഴുതേണ്ട സാധനം ഇവിടെ എഴുതുക. റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ and denominator of right hand side. ഇങ്ങനെ എഴുതരുത് കേട്ടോ. അത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പേപ്പർ നോക്കണ ഇതെന്താ ഡോക്ടർ നഴ്സ് എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. അത് എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതുക. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് RHS ഈസ് ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് RHS ബൈ n cos theta എന്ന് കൊടുക്കുക. ഓക്കെ, എന്ന് കൊടുത്തതിന് ശേഷം ഇത് എഴുതുക. ഇനി ഇത് എഴുതുക, എന്നും എന്നും ക്യാൻസൽ ആവും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, അതാണ് ഈ ടാൻ തീറ്റ. ഇവിടെ വീണ്ടും എന്നും എന്നും ക്യാൻസൽ ആവും. കോസ് തീറ്റ ക്യാൻസൽ ആവും. മ്യൂ എസ്, അതാണ് ഈ മ്യൂ എസ്. ഈ RG അപ്പുറത്തേക്ക് പോയതാണ്, ഈ RG അപ്പുറത്തേക്ക് പോയതാണ് ഈ RG. n cos theta ക്യാൻസൽ ആയതാണ് ഈ 1. n ക്യാൻസൽ ആയി. മ്യൂ എസ് ഇവിടെ ഉണ്ട്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ, അതാണ് ഇവിടെ കാണുന്നത് മ്യൂ എസ് ടാൻ തീറ്റ. v is equal to root of RG into mu s tan theta plus 1 minus mu s tan theta. അതാണ് ആൻസർ. ഇതാണ് നിങ്ങൾ ഡിറൈവ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ ആണെന്നൊന്ന് പറഞ്ഞേ. ഈ സ്റ്റെപ്പുകൾ ക്ലിയർ ആണെന്ന് പറയും. നിർബന്ധമായിട്ടും പഠിക്കണം, ഒരു കോംപ്രമൈസ് വേണ്ട. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് നിങ്ങളൊരു ഫിഗർ വൃത്തിക്ക് വരച്ച് വെക്കുക. ആദ്യം ഒരു പ്രാവശ്യം എഴുതുക, അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ സ്റ്റെപ്പുകളൊക്കെ മനസ്സിലാവും. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും നിങ്ങൾ എഴുതുമ്പോൾ എല്ലാ സ്റ്റെപ്പും കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു 2-3 സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് നോക്കേണ്ടി വരും. നോക്കിയിട്ട് എഴുതുക. എന്നിട്ട് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. മൂന്നാമത്തെ പ്രാവശ്യം എഴുതുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായി എഴുതാൻ പറ്റും. അവിടെ നിങ്ങൾ നിർത്തരുത്. അപ്പം നിങ്ങൾക്ക് തോന്നും നിങ്ങളത് പഠിച്ചു കഴിഞ്ഞതാണെന്ന്. അത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. ഒരു പ്രാവശ്യം കൂടി എഴുതിയിട്ട് അതൊന്ന് തറവാക്കി വെക്കുക. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇന്ന് എഴുതിയതാണ്, പിന്നെ നാളെ വീണ്ടും ഒന്നുകൂടി ഒന്ന് എഴുതി നോക്കുക. അത്തരത്തിൽ ഡെറിവേഷൻസ് പഠിക്കുക. ഡെറിവേഷൻസ് പഠിക്കാൻ വളരെ എളുപ്പമാണ്, മറന്നു പോകാൻ അതിലേറെ എളുപ്പമാണ്. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങളത് ചെയ്യാം. ഓക്കെ ക്ലിയർ. അപ്പോൾ ലോസ് ഓഫ് മോഷനും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സായി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്? മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ. അപ്പോൾ അടുത്ത ചാപ്റ്ററിന് ഏതായിരിക്കും? വർക്ക് എനർജി പവർ എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ വർക്ക് എനർജി പവർ അല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഞാൻ 2 ചാപ്റ്ററും കൂടെയാണ് ഞാൻ ഇനി ചെയ്യുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എസ്കേപ്പ് സാറും MP സാറൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഓസിലേഷൻസ് എന്ന ചാപ്റ്ററാണ്, 13ാമത്തെ ചാപ്റ്റർ. 13ാമത്തെ ചാപ്റ്ററിൽ അഥവാ ഓസിലേഷൻസിൽ നമുക്ക് ഏതെല്ലാം കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്, ഏതെല്ലാം ഭാഗങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നൊക്കെ നോക്കണം. ഊഞ്ഞാലാടുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സിമ്പിൾ പെൻഡലത്തിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങളൊക്കെ വളരെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ആക്സലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻവോൾവ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? സിമ്പിൾ ഹാർമോണിക് മോഷൻ നിങ്ങൾക്കറിയാം, ആക്സിലറേഷൻ എന്ന് പറയുന്നത് -ω² x എന്ന ഫോർമാറ്റിലാണ് ഉണ്ടാവുക. അപ്പൊ ഇതിൽ ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് എന്ന ഫോർമാറ്റിലുള്ളത് ഏതോ അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതല്ല, ഇവിടെ x² ആയതുകൊണ്ട് അല്ല, ഇതാണ് ആൻസർ. ഇവിടെ x³ ആയതുകൊണ്ടും അല്ല. ക്ലിയർ? The restoring force developed in a spring extended by a length x is F is equal to -kx. The dimensional formula of k is dimension of k എന്ന് പറഞ്ഞാൽ F/x അല്ലേ? dimension of k എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, dimension of k എന്ന് പറയുന്നത് dimension of k is equal to ഇതാ മുകളിൽ mLt raised to -2, താഴെ L, അപ്പൊ mt raised to -2, mt raised to -2.
ഡയമെൻഷൻ ഫോർമുല പറഞ്ഞ ഈ (m(t)⁻²) ഡയമെൻഷൻ വരുന്ന വേറെ ഏതോ ഒരു ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വേറെ ഏതോ രണ്ട് ക്വാണ്ടിറ്റീസ് ഒന്ന് പറഞ്ഞാൽ മതി. (m(t)⁻² ഡയമെൻഷൻ വരുന്ന ക്വാണ്ടിറ്റി അറിയുന്നൊരു ചാറ്റിൽ പറയൂ. ഞാൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. A simple harmonic motion is represented by x is equal to a cos omega t. Obtain the expression for velocity and acceleration of the object and hence prove the acceleration is directly proportional to displacement. അപ്പോൾ x equal to a cos omega t ഇവിടെ ഉണ്ട്. x equal to a cos omega t. x equal to a cos omega t. (m(t))(-2) ഡയമെൻഷൻ വരുന്ന ക്വാണ്ടിറ്റി പറയൂ. (m(t)) ആരും മിണ്ടുന്നില്ലല്ലോ. (m(t))(-2) ഡയമെൻഷൻ വരുന്ന ക്വാണ്ടിറ്റി. യെസ് അസ്നാൻവർ. സർഫസ് ടെൻഷൻ ഇവിടെ പോയി, സ്ക്രീൻ പോയല്ലോ. Ready? Prove that acceleration is directly proportional to displacement. The x is equal to a cos omega t. അല്ലേ? velocity പറഞ്ഞാൽ dx by dt. So velocity is equal to a constant മാറ്റി വെച്ചു. cos omega t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ omega t into omega. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ എന്ന് പറയും അല്ലേ? സംശയം ഉണ്ടായിരിക്കെങ്കിലും സംശയം ഉണ്ടോ? ഈ മൈനസ് എ സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ഇവിടുന്ന് വന്നതെന്ന് ആലോചിച്ചിരിക്കരുത്. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt അല്ലെങ്കിൽ d²x/dt². സംശയം ഉണ്ടോ? മൈനസ് ഒമേഗ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. വെലോസിറ്റി കിട്ടിയതിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. dv/dt വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എ ഒമേഗ കോൺസ്റ്റന്റ്. സൈൻ ഒമേഗ ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞേ. അപ്പോൾ ആക്സിലറേഷനും കിട്ടി. അപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി കൊടുത്തു, വെലോസിറ്റി ഇക്വേഷൻ ഉണ്ടാക്കി കൊടുത്തു. പിന്നെന്താ പറയാൻ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ സൂക്ഷിച്ചു നോക്കിയേ. ഇതാരാ? എ കോസ് ഒമേഗ ടി. ആരാ എ കോസ് ഒമേഗ ടി? എ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ്. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. Therefore acceleration is proportional to displacement. വെക്ടർ ആണ്. ഓക്കെ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇമ്പൾസ് ആൻഡ് ലീനിയർ മൊമെന്റ്, ടോർക്ക് ആൻഡ് വർക്ക് ആൻഡ് സർഫസ് ടെൻഷൻ. ഓക്കെ ഡയമെൻഷൻ. ഓക്കെ റെഡി. റിൻഷി പി വി, വെരി ഗുഡ്. Nesreen Binsia, clear. Asnanvar, clear. Okay, ready. Show that the function sin omega t minus cos omega t represents SHM. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ശ്യാമ് തീയൊക്കെ നല്ലതാണ്, പക്ഷെ ഉത്തരം കണ്ട് വരട്ടെ. ചോദിക്കുമ്പോൾ ഉത്തരം കണ്ട് വരട്ടെ. തീയൊക്കെ എടുക്ക് ഇങ്ങനെ ഇട്ടോളൂ. Show that the function represents simple harmonic motion. Sin omega t minus cos omega t. Sin omega t minus cos omega t SHM ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞത്. സംഭവം വളരെ സിമ്പിൾ ആണ്. x is equal to sin omega t
minus cos omega t. Velocity അല്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫംഗ്ഷൻ sin omega t minus cos omega t d square x by dt square plus omega square x equal to 0 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ dx by dt കാണാണ്. dx by dt sin omega t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ ടി. റെഡി? ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഞാൻ പുറത്തെടുത്താൽ സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ. സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി എന്താ? എക്സ് എക്സ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ d square x by dt square plus omega square x equal to 0. Therefore SH. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് തന്നെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടുന്ന് തന്നെ ഈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്. എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. therefore SH എന്ന് എഴുതിയാലും മതി. അല്ലേ? ഈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്, ആക്സിലേഷൻ ആണ്. equal to minus omega square x. therefore SH എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫോർമുല അങ്ങോട്ട് എഴുതാന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. Ready? The displacement time relation of a simple harmonic motion is shown below. Draw a graph showing the corresponding velocity time relation. Graph showing corresponding velocity time relation. Displacement time relation of a simple harmonic motion. ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു അത് എ കോസ് ഒമേഗ ടി ആണ് എന്ന്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം എ കോസ് ഒമേഗ ടി ആണ്. വെലോസിറ്റി ടൈം ചോദിച്ചു. അപ്പൊ ആദ്യം നമ്മൾ രണ്ട് രൂപത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നോക്കി 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 വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ നോക്കി വരക്കാം. ഫംഗ്ഷൻ നോക്കി വരക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. വി is equal to മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി. എവിടുന്നാ ഇപ്പം ഇത് വന്നത്? എന്താ ഇപ്പം ഉണ്ടായത്? ഒന്നുമില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ്. എ കോസ് ഒമേഗ ടിയിൽ എ കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. കോസ് ഒമേഗ ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി. ഇത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് മൈനസ് സൈൻ ഫംഗ്ഷൻ ആണ് എന്ന്. അപ്പോൾ ഗ്രാഫിന്റെ സ്കെൽട്ടൺ ആദ്യം അങ്ങോട്ട് വരച്ചു വെച്ചിട്ട് പിന്നെ ബാക്കി നമ്മൾ ആ പോയിന്റ് ഒക്കെ കണ്ടിട്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി. നിങ്ങളിത് സ്കെൽട്ടൺ വരച്ചിട്ടാണോ പോയിന്റ് മാർക്ക് ചെയ്തത്, പോയിന്റ് മാർക്ക് ചെയ്തിട്ടാണോ ഗ്രാഫ് വരച്ചതെന്നൊന്നും പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പം നമുക്ക് ഇതാ മൈനസ് സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരക്കുക. കുറച്ചുകൂടി വൃത്തിയിലൊക്കെ വരക്കാവുന്നതാണ്. ഇതാ കുറച്ചും കൂടെ വൃത്തിയിൽ വരക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതാണ് മൈനസ് സൈൻ. എന്നിട്ട് ഇവിടെ ഒമേഗ ടി. ഒമേഗ ടി അല്ല, ടി ആണ്. വി ടി ഗ്രാഫാണ് വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടി കാണിച്ചാൽ മതി. ഒമേഗ ടി ആകുമ്പോൾ ഫേസും വെലോസിറ്റി നമ്മുടെ ഗ്രാഫ് ആവും. ഫേസ് എല്ലാം കാണിക്കുന്നത് ടൈമാണ്. അപ്പൊ ഇവിടെ വെലോസിറ്റി ടൈം ഇവിടെ ടി, ഇത് ടി ബൈ 2, ഇത് 0, ഇവിടെ ടി ബൈ 4, 3t/4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംശയമുണ്ടോ? മൈനസ് സൈനിന്റെ ഗ്രാഫ്, ഇത് സൈനിന്റെ ഗ്രാഫ്, ഇത് മൈനസ് സൈനിന്റെ ഗ്രാഫ്, ഇത് കോസിന്റെ ഗ്രാഫ്, ഇത് മൈനസ് കോസിന്റെ ഗ്രാഫ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് SHM of amplitude A. At what distance from the mean position? At what distance from the mean position its kinetic energy equal to its potential energy? ആൻസർ നിങ്ങൾക്കറിയാം, a/√2 ആണ് എന്ന്. അത് നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് എഴുതിയാൽ പോരാ. 2 മാർക്കിന്റെ ചോദ്യമൊക്കെ ആകുമ്പോൾ നിങ്ങൾ അത് 2-3 സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം കാണിക്കാൻ.
അപ്പോൾ particle amplitude എന്നുണ്ട് at what distance from the mean position is its kinetic energy equal to potential energy. Kinetic energy equal to potential energy. Kinetic energy എന്ന് പറഞ്ഞാൽ half m omega squared into a square minus x square. This is equal to half m omega squared x square. Half m omega square, half omega square cancel. 2x square is equal to a square. X square is equal to a square by 2. X equal to a by root 2. Ready? Okay. Prove that the oscillation of a simple pendulum are simple harmonic motion, and hence derive an expression for the time period of a simple pendulum. ആദ്യം നമ്മളോട് കാണിക്കാൻ പറഞ്ഞത് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം SHM ആണെന്ന് കാണിക്കാനാണ്. അപ്പോൾ ആദ്യം ഈ ഫിഗർ നിങ്ങൾ വൃത്തിക്ക് വരക്കാൻ പഠിക്കണം. ഈ ഫിഗറിൽ ഇതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ, ഇതാണ് ബോബ്, ദിസ് ഇസ് ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം. ഇവിടെ ടെൻഷൻ കാണിക്കുക, ടെൻഷൻ നിങ്ങൾ കാണിക്കേണ്ട ആവശ്യം ഈ കേസിൽ ഇല്ല, എന്നാലും ജസ്റ്റ് ഇവിടെ വേണമെങ്കിൽ കാണിക്കാവുന്നതാണ്. ഇവിടുന്ന് താഴോട്ട് നിങ്ങൾക്കറിയാം വെയിറ്റ് mg ഉണ്ട്, ഇവിടുന്ന് mg കോസ് തീറ്റ ഇങ്ങോട്ട്, mg സൈൻ തീറ്റ ഇങ്ങോട്ട്, ഈ ആംഗിൾ തീറ്റ, അപ്പൊ ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ ഈ തീറ്റ വളരെ ചെറുതാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോബ് എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങുക. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയി ഞാൻ സെന്റൻസുകൾ ഞാൻ ഒഴിവാക്കുന്നു, സ്റ്റെപ്പുകൾ മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ, മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ മാത്രം. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോബ് F is equal to mg sin theta എന്ന് നമ്മൾ ആദ്യം എഴുതുക. എന്നിട്ട് നമ്മൾ എഴുതുക theta is very small, therefore sin theta approximately equal to theta. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ഇവിടെ ഒരു x എന്ന് മാർക്ക് ചെയ്ത് വെച്ചോളി, ഒരു x, ആർക്ക് ലെങ്ത് x. എന്നിട്ട് ആ തീറ്റ എന്ന് പറഞ്ഞത് ആംഗിൾ ആണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. അപ്പൊ F is equal to mg x by L. എക്സും എഫും, എക്സ് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ, അത് ആർക്ക് ലെങ്ത് ആണ്, അതും എഫും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് ഇട്ടോളൂ. Now this equation is in the form of F is equal to minus kx. So by comparing this to ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ പറ്റും. From equations 1 and 2 it is clear that small angled oscillation of simple pendulum is simple harmonic motion. Small angled oscillation of simple pendulum is simple harmonic motion എന്ന് നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആവും. റെഡി? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് ടൈം പീരിയഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണ്ടേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ബൈ കമ്പയറിംഗ് ഇക്വേഷൻസ് 1 and 2 we will get k is equal to mg divided by L. K by m is equal to g by L. K by m എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ആണ്. ഒമേഗ സ്ക്വയർ is equal to g by L. ഒമേഗ is equal to root g by L. So time period t is equal to 2 pi by omega ആണ്. This is equal to 2 pi root L by g. അതുകൊണ്ട് എഴുതി വെച്ചാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിന്ന് പല പ്രാവശ്യങ്ങളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ടൈം പീരിയഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം വിച്ച് ടിക്സ് സെക്കൻഡ്സ്? ശ്രദ്ധിക്കണം, വിച്ച് ടിക്സ് സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈം പീരിയഡ് 2 സെക്കൻഡ് ആണ്. അത് സെക്കൻഡ്സ് പെൻഡുലമാണ്. എ പെൻഡുലം ദാറ്റ് ടിക്സ് സെക്കൻഡ്സ് ആണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ. അല്ലാതെ വിച്ച് ടിക്സ് സെക്കൻഡ്സ് എന്ന് പറയുന്ന ടൈം പീരിയഡ് 1 സെക്കൻഡ് ഉള്ള പെൻഡുലം ആണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ടിക്സ് സെക്കൻഡ്സ് പറഞ്ഞാൽ പെൻഡുലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ്, 1 സെക്കൻഡ്, ടിക് ടിക് ടിക്. അപ്പോൾ ഇതിന്റെ ടൈം പീരിയഡ് നോക്കൂ, ഇവിടുന്ന് തുടങ്ങി, അത് ഇവിടുന്ന് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, ടൈം പീരിയഡ് എത്ര? 2 സെക്കൻഡ്. എ പെൻഡുലം ദാറ്റ് ടിക്സ് സെക്കൻഡ്സ്, അതാണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ ആ സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് എന്താണെന്ന് ചോദ്യം. സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് നിങ്ങൾ ജസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 0.99 മീറ്റർ എന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. ഒരു ലോഡഡ് സ്പ്രിങ്ങിന്റെ പീരിയഡ് ഓഫ് ഓസിലേഷൻ ആണ്. നോക്കൂ, ഇവിടെ ഞാൻ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ പെൻഡിലത്തി ആ സ്പ്രിങ്ങിന്റെ മീൻ പൊസിഷൻ എന്ന് വിചാരിക്കുക. ഇത് എക്സ്ട്രീം പൊസിഷൻ, ഇത് നെഗറ്റീവ് എക്സ്ട്രീം പൊസിഷൻ. ഇതിനെ നമ്മൾ ഇവിടെ നിന്നും ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ ബൈ ഹൂക്സ് ലോ അനുസരിച്ച് നമുക്കറിയാം ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് F is equal to -kx ആണ് എന്ന്. എന്നാൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓസിലേഷൻ ഓഫ് ലോഡ് സ്പ്രിംഗ് ആണ്. ഓസിലേഷന്റെ ടൈം പീരീഡാണ് ചോദിക്കുന്നത്. ഫോഴ്സ് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു -kx. എന്നാൽ ആക്സിലറേഷൻ ഇൻ ദ കേസ് ഓഫ് ഓസിലേഷൻ നമുക്കറിയാം അത് -ω²x ആണ്. ദിസ് ഇസ് ഈക്വൽ ടു -kx. x minus cancel. Omega square is equal to k by m. Omega is equal to root k by m. Time period is equal to 2 pi root m by k. ഇതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ഇത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. യെസ്, ക്ലിയർ അല്ലേ ഒന്ന് പറഞ്ഞേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത് റീസ്റ്റാർട്ടിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ സ്പ്രിംഗ് എക്സ്റ്റെൻഡഡ് ബൈ എ ലെങ്ത് x is okay. F is equal to -kx. The dimensional formula of k is, നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, സോറി അത് റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട്, mt raised to -2. Okay, two identical springs of spring constants k are attached to a block of mass m and to fixed supports as shown below. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണുന്ന പോലെ രണ്ട് സ്പ്രിങ്ങിലോട്ട് ഒരു മാസും ആ രണ്ട് സ്പ്രിങ് രണ്ട് റിജിഡ് സപ്പോർട്ടിലോട്ടും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോ ദാറ്റ് വെൻ ദ മാസ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഓൺ ഐദർ സൈഡ് ഇറ്റ് എക്സിക്യൂട്ട്സ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇവിടുന്ന് ഇങ്ങോട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് ഡിസ്പ്ലേസ് ചെയ്താൽ അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കാണിക്കാൻ പറയുന്നത്. അപ്പോൾ ഒരു എക്സ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇവിടുന്ന് ഇങ്ങോട്ട് -kx റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും, ഇതിലും ഉണ്ടാവും ഇവിടുന്ന് ഇങ്ങോട്ട് -kx അല്ലേ. അങ്ങനെയാണെങ്കിൽ നൗ ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ് എന്ന് പറയുന്നത് -kx + -kx. അങ്ങനെയുണ്ട് ആഡ് ചെയ്യുക. ആ രണ്ട് വെക്ടേഴ്സും സെയിം ഡയറക്ഷനിൽ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. ഈ സ്പ്രിങ്ങിലും -kx, ഈ സ്പ്രിങ്ങിലും -kx. അപ്പൊ ആ രണ്ട് -kxും സെയിം ഡയറക്ഷനിലാകുമ്പോൾ നമുക്ക് നേരെ ആഡ് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു -2kx. ദാറ്റ് ഈസ് ദിസ്, അല്ലെങ്കിൽ therefore SHM of spring factor അല്ലെങ്കിൽ of force constant k effective 2k എന്ന് എഴുതാൻ പറ്റും. ടൈം പീരീഡ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് എഴുതാൻ 2 pi root m divided by 2k എന്ന് അവിടെ വേണമെങ്കിൽ എഴുതി വെക്കാം. ടൈം പീരീഡ് 2 pi root m by 2k. ഓക്കെ, നാഫിൽ അഹമ്മദ് സർ ഇന്ന് ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻ ചെയ്യോ? ഞാൻ കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇടയിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ചാപ്റ്റേഴ്സിൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ന്യൂമറിക്കൽ പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനും മോഷൻ ഇൻ എ പ്ലെയിനും ലോസ് ഓഫ് മോഷനും ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓസിലേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓസിലേഷനിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്നില്ല, പ്രോബ്ലംസ് എന്നേ നമ്മൾ എടുക്കുന്നുള്ളത്. ന്യൂമറിക്കൽ ആവാം, ചിലപ്പോൾ ഡെറിവേഷൻസ് ആവാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമുക്ക് വേവ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ന്യൂമറിക്കൽ അങ്ങനെ നമ്മൾ നോക്കുന്നില്ല, ന്യൂമറിക്കൽ ആണോ തിയററ്റിക്കൽ ആണോ കൺസെപ്ച്വൽ ആണോ. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മീൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ പെൻഡത്തിന്റെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് എന്ന് വിചാരിച്ച് ഞാൻ 3-4 സ്ലൈഡിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട്
പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കണം. അത് മാത്രമാണ് ചോദിക്കാമെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ചോദ്യങ്ങൾ വരാം. നിങ്ങൾ മാത്സിൻ്റെ കേസിന് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതേ നമുക്ക് ആത്യന്തികമായി ചെയ്യാനുള്ളൂ. ഓക്കെ, all types of simple harmonic question. Okay, all types of simple harmonic motion are periodic in nature. Derive the mathematical expression for kinetic and potential energy of a particle executing simple harmonic motion. Kinetic energy ന്റെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പൊട്ടൻഷ്യൽ എനർജി ചെയ്യാൻ പറ്റും കേട്ടോ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് നമുക്കറിയാം. അവിടെ ഒരു വി നോ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു വിടുക, വി നോ ദാറ്റ്. Therefore kinetic energy is equal to half m omega square into a square minus x square. അപ്പോൾ അതാണ് കൈനറ്റിക് എനർജി. അപ്പൊ ഇനി പൊട്ടൻഷ്യൽ എനർജി എവിടെ? പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾ വർക്ക് എനർജി പവറിൽ പഠിക്കുന്ന ഡെറിവേഷൻ ഇല്ലേ, ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെയാണ് എസ് എച്ച് നടക്കുന്നത്. ഈ സ്റ്റെപ്പൊക്കെ ഞാൻ ഇവിടെ ഫോർ ദ ടൈം ബീങ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതാണ് എസ് എച്ച് നടക്കുന്ന പാത്തി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് എസ് എച്ച് നടക്കുന്ന പാത്ത്, മീൻ പൊസിഷൻ. ഇത് രണ്ടും എക്സ്ട്രീം പൊസിഷൻസ്. ഇത് നെഗറ്റീവ് എക്സ്ട്രീം, ഇത് പോസിറ്റീവ് എക്സ്ട്രീം, ഇത് മീൻ പൊസിഷൻ. പാർട്ടിക്കിൾ ഇതാ ഇവിടെ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസിലാണ് ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഇതിന് ചെറിയൊരു ഡി എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യം പരിഗണിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് മൈനസ് കെ എക്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. എങ്കിൽ ഇത് നമ്മൾ ഇവിടുന്ന് കൂടി ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കാനും വേണ്ടി വിത്ത് വളരെ സ്ലോയിൽ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ് ഉണ്ടാക്കാനും വേണ്ടി കൊടുക്കേണ്ട ഫോഴ്സും ആ മൈനസ് കെ എക്സിന് ഈക്വൽ ആയി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്നു സ്മോൾ വർക്ക് ഡൺ ടു ഡിസ്പ്ലേസ് ദ പാർട്ടിക്കിൾ ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് ഡി എക്സ്. ഡി ഡബ്ല്യു എന്ന് പറയുന്നത് എഫ് ഡി എക്സ് ആണ്. ആ എഫ് എന്ന് പറയുന്നത് കെ എക്സ് ആണ്. കെ എക്സ് ഡി എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ കെ എക്സ് ഡി എക്സ് ചെയ്യണം. അതിൽ കെ കോൺസ്റ്റന്റ് പുറത്തെടുത്തു, കെ ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് എക്സ് സ്ക്വയർ ബൈ 2 ആണ്. വർക്ക് എനർജി പവറിൽ നിങ്ങൾ ഇത് ചെയ്തതാണ്. ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി, 2 ചാപ്റ്ററിൽ ഇത് കിട്ടും. ഓക്കെ, ഒരു പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിക്കുള്ളൂ. എല്ലാ വർക്ക് എനർജി പവറിനും ഓസിലേഷനും ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുമെന്ന് വിചാരിക്കണ്ട. എന്നാൽ നമുക്ക് ആ സംഭവം പഠിച്ചു കഴിഞ്ഞാൽ 2 ചാപ്റ്ററിൽ നമുക്കത് ഉപകാരപ്പെടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് മാറ്റി എഴുതുന്നു. എന്ന് വെച്ചാൽ ഈ എക്സ് സ്ക്വയർ ബൈ 2 2 ആണ് ഈ ഹാഫ്. കെ ഇവിടെ ഉണ്ട് എക്സ് സ്ക്വയർ. ആ കെ എന്ന് പറയുന്നത് എന്താണ്? എം ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ ഇതാണ് വർക്ക് ഡൺ. ആൻഡ് ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇതും അങ്ങോട്ട് എഴുതി വെക്കുക. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഡിഫൈൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു ബി എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇഫ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഓൾവേസ് ഒപ്പോസിറ്റ് ദ direction of restoring force is always opposite the direction of displacement എന്ന് എഴുതാം. അതാണ് ഏറ്റവും നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ എ പാർട്ടിക്കിൾ ടു എക്സിക്യൂട്ട് എസ് എച്ച് എം എന്ന് പറയുന്നത്. 4-5 രൂപത്തിൽ നമുക്ക് എസ് എച്ച് എം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതേ സാധനം ആക്സിലറേഷൻ ടേമിൽ എഴുതാൻ പറ്റും. ആക്സിലറേഷൻ പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദ പാർട്ടിക്കിൾ ഈസ് ഓൾവേസ് ആക്സിലറേറ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ എന്ന് എഴുതാം. അല്ലെങ്കിൽ an SHM is the projection of uniform circular motion on any diameter of the reference circle ഒക്കെ എന്ന് എഴുതാം. പക്ഷെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ SHM എന്ന് പറയുന്നത് ഫോഴ്സ് ലോ വെച്ചിട്ട് എഴുതുന്നതാണ്. എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് വെച്ച് എഴുതുന്നതാണ്. അപ്പൊ അത് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഫോർ SHM time period t is equal to 2 seconds. If displacement from the mean position is 10 centimeter, calculate instantaneous acceleration. Magnitude of acceleration omega square x ആണ്. അത് 4 pi square by t square into x ആണ്. 4 pi square divided by t square എന്ന് പറഞ്ഞാൽ 2 square ആണ്. x എന്ന് പറയുന്നത് 10 centimeter 0.1 meter ആണ്. സോ pi square into 0.1 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. Graphically show the variation of kinetic energy of simple pendulum in SHM with its position അനുസരിച്ച്
കൈനറ്റിക് എനർജിന്റെ വേരിയേഷൻ, ഇത് നെഗറ്റീവ് എക്സ്ട്രീം, ഇത് മീൻ പൊസിഷൻ, ഇത് പോസിറ്റീവ് എക്സ്ട്രീം. രണ്ട് സ്ഥലങ്ങളിലും കൈനറ്റിക് എനർജി 0 ആണ്. രണ്ട് എക്സ്ട്രീമിലും കൈനറ്റിക് എനർജി 0 ആണ്. മാക്സിമം കൈനറ്റിക് എനർജി ഉള്ളത് മീൻ പൊസിഷനിലാണ്. അപ്പോൾ ഈ ഗ്രാഫ് ഓക്കെ, കുറച്ചുകൂടെ വൃത്തിയിലൊക്കെ വെക്കാം. ഇനി പൊട്ടൻഷ്യൽ എനർജിന്റെ ചോദിച്ചാൽ ഇതാ ഇങ്ങനെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ഗ്രാഫ്, നിർബന്ധമായിട്ടും പഠിക്കുക. വർക്ക് എനർജി പവറിലും വരുന്നതാണ്, ഓസിലേഷനിൽ വരുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഓസിലേഷൻ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ, ഞാൻ ഡിസ്കസ് ചെയ്യുന്ന അവസാനത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, വേവ്സ്. ഓക്കെ, അപ്പോൾ വേവ്സിൽ ഇതേപോലെ എന്തൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്, ഏതെല്ലാം ഭാഗങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത്, വളരെ ചെറിയൊരു ഏരിയയിൽ നിന്ന്. വേവ്സ് വളരെ വലിയൊരു കോൺസെപ്റ്റ് ആണെങ്കിലും ബോർഡ് എക്സാം ലെവലിൽ പഠിക്കുമ്പോൾ അതിൽ നമുക്ക് വളരെ കുറഞ്ഞ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. ബോർഡ് എക്സാം ലെവലിൽ മാർക്ക് വാങ്ങുന്ന ഉദ്ദേശം നമ്മൾ പഠിക്കുമ്പോൾ, എക്സാം ഓറിയൻറ്റഡായി പഠിക്കുമ്പോൾ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. വേവ്സിൽ അവസാന ഭാഗത്തുണ്ടായിരുന്ന ഡോപ്ലർ ഇഫക്റ്റ് എന്നുള്ള ടോപ്പിക് ഇപ്പോൾ ഡിലീറ്റഡ് ആണ്. The fundamental mode of vibration of a stretched string is shown below. Draw the second and third harmonic. Second harmonicum third harmonicum വരക്കാനാണ്. ഇതാണ് ഫണ്ടമെന്റൽ മോഡ്, ഇത് സെക്കൻഡ് ഹാർമോണിക്, ഇത് തേർഡ് ഹാർമോണിക്. സെക്കൻഡ് ഹാർമോണിക്കിൽ 2 ലൂപ്പ് കാണിക്കുക, തേർഡ് ഹാർമോണിക്കിൽ 3 ലൂപ്പ് കാണിക്കുക. ആ ഫിഗർ വരക്കാൻ പഠിക്കുക. ക്ലോസ്ഡ് പൈപ്പിൻ്റെതും പഠിക്കുക, ഓപ്പൺ പൈപ്പിൻ്റെതും പഠിക്കുക. Ready? Prove that frequencies produced in the string are in the ratio 1:2:3. അപ്പോൾ നോക്കൂ, ഇവിടെ ലെങ്ത് ഓഫ് ദ സ്റ്റാൻഡിങ് വേവ് λ/2 ആണ്. ഇതിൽ നിന്ന് നമുക്ക് വേവ് ലെങ്ത് ഇൻ ദ ഫസ്റ്റ് മോഡ് 2L എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഫ്രീക്വൻസി ഇൻ ദ ഫസ്റ്റ് മോഡ് V/λ1 അഥവാ F1 = V/2L എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് മോഡ് L = λ ആണ്. ഇതിന് ഞാൻ 2λ/2 എന്ന് എഴുതാം. 2λ/2, 2λ/2. അങ്ങനെ 2 ലൂപ്പ് ഉണ്ട്, ഒരു ലൂപ്പ് ലെങ്ത് ആണ് λ/2. അങ്ങനെയാണെങ്കിൽ λ2 = 2L/2. ആ 2 അങ്ങ് വെട്ടിക്കൂടെ സാറേ? വെട്ടാം. അതിലേറെ എളുപ്പത്തിൽ നമുക്കിത് ഹാർമോണിക്സ് കാണിക്കാൻ ഇതാണ് എളുപ്പം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. F2 = V/λ2. F2 = V/2L/2. 2 × V/2L. F2 = 2F1. F1 = V/2L. V/2L F1 കൊടുത്താൽ ദാ ഇത് 2F1. റെഡി? 1:2:3 കാണിക്കാനുണ്ട്. അപ്പോൾ അടുത്തത് ഇവിടെ L എന്ന് പറയുന്നത് 3 ലൂപ്പ് ഉണ്ട്. അപ്പോൾ 3λ/2. അപ്പോൾ λ ഇൻ തേർഡ് മോഡ്, ഇവിടെ λ1/2, ഇവിടെ λ2/2, ഇവിടെ λ3/2. λ3 എന്ന് പറയുന്നത് 2L/3 ആണ്. അപ്പോൾ F3 എന്ന് പറയുന്നത് V/λ3. ദിസ് ഈസ് ഈക്വൽ ടു V/2L/3. 3V/2L, 3F1. Therefore, the ratio F1, F2, F3 = 1:2:3. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. Let the fundamental frequency is 45 Hz. അതിലെ C part ആണ് കേട്ടോ. Fundamental frequency 45 Hz ആണ്. And length of the wire is 87.5 centimeter. If linear density of the wire is 4 × 10⁻² kg/meter, find the tension in the string. Fundamental frequency എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V/2L ആണ്. പിന്നെ എന്തിനാ അവിടെ ടെൻഷനും ലെങ്ത്തും ഇതൊക്കെ തന്നിട്ടുണ്ട്? അതായത് നമുക്ക് മാറ്റി എഴുതാൻ പറ്റുമല്ലോ. ടെൻഷനല്ലേ ചോദിച്ചത്? F = എന്തിനാ ടെൻഷൻ ആകുന്നത്? 1/2L√T/μ എന്ന് എഴുതാൻ പറ്റുമല്ലോ. പിന്നെന്താ പ്രശ്നം? ഇനി നമ്മൾ സ്ക്വയർ ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ T = F² 4L² × μ അല്ലേ? F² 4L² × μ എന്ന് എഴുതാൻ പറ്റും.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടി. എഫ് സ്ക്വയർ ഫ്രീക്വൻസി 45 45 സ്ക്വയർ ഇൻറ്റു 4 ഇൻറ്റു ലെങ്ത് 87.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 0.875 എന്നാകും സ്ക്വയർ. ന്യൂ ലീനിയർ മാസ് ഡെൻസിറ്റി 4 ഇൻറ്റു 10⁻². സോൾവ് ചെയ്യുക, ആൻസർ കിട്ടും. ക്ലിയർ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Okay. A transverse harmonic wave on a string is described by y of xt is equal to 3 sin. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേവ്സിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക വേവ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വേവ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ 2 ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമായിട്ട്. വേവ് ഇക്വേഷൻ എന്താണ്, അതിൽ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു, ഈ y എന്താ, x എന്താ, t എന്താ, ഇതെന്താ, ഈ 36 എന്താ, ഇവിടെ പ്ലസ് ആയാലും മൈനസ് ആയാലും ഇതെന്താണ്, ഇവർ മൊത്തത്തിൽ എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം. ഓക്കെ. അപ്പൊ എന്താ ചോദ്യം? വേവ് ഇക്വേഷൻ എന്നുണ്ട്. വേർ x and y ആർ ഇൻ സെന്റിമീറ്റർ ആൻഡ് t in second. Is this a traveling wave or a stationary wave? ഇതൊരു traveling wave ആണോ സ്റ്റേഷനറി വേവ് ആണോ? Of course this is a traveling wave. ഇത് ട്രാവലിംഗ് വേവ് ആണ്, സംശയമില്ല. കാരണം ഇത് ω_t + kx എന്ന ഫോമിലാണ്. സ്റ്റേഷനറി വേവ് ആണെങ്കിൽ ഫംഗ്ഷൻ അകത്ത് ഒന്നെങ്കിൽ ω_t ഉണ്ടാകും, അതിൻ്റെ കൂടെ ±kx ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഫംഗ്ഷൻ അകത്ത് kx ഉണ്ടാവും, കൂടെ ±ω_t ഉണ്ടാവില്ല. ഓക്കെ, റെഡി? വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി? ആംപ്ലിറ്റ്യൂഡ് ഇവിടെ ക്ലിയർ ആണ്. ഈ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലുള്ളത്? a sin ω_t + kx + phi. ഇനി പറ ആംപ്ലിറ്റ്യൂഡ് എത്ര? 3 സെന്റിമീറ്റർ. ആംപ്ലിറ്റ്യൂഡ് 3 സെന്റിമീറ്റർ ആണ്. എന്താ സെന്റിമീറ്റർ എടുക്കാൻ കാരണം? മനസ്സിലാക്കി വെച്ചോ, വൈൻ്റെ യൂണിറ്റിലാണ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക. എക്സിന്റെ യൂണിറ്റ് ഏതാണോ അതായിരിക്കും വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ്. ഇവിടെ വൈയും എക്സും സെന്റിമീറ്ററിലാണ്, അപ്പൊ എയും ലാംഡയും സെന്റിമീറ്ററിലാണ്. ആംപ്ലിറ്റ്യൂഡ് വരുന്നത് വൈ ഡയറക്ഷനിലാണ്, വേവ് ലെങ്ത് വരുന്നത് എക്സ് ഡയറക്ഷനിലാണ്. അപ്പൊ വൈ സെന്റിമീറ്ററിലാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സെന്റിമീറ്ററിൽ, എക്സ് സെന്റിമീറ്ററിലായതുകൊണ്ട് വേവ് ലെങ്ത് സെന്റിമീറ്ററിൽ. വൈ സെന്റിമീറ്ററിലും എക്സ് മീറ്ററിലും ആണെങ്കിൽ, വൈ സെന്റിമീറ്ററിലും എക്സ് മീറ്ററിലും ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സെന്റിമീറ്ററിൽ, വേവ് ലെങ്ത് മീറ്ററിൽ. അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മതി. വൈൻ്റെ ഡയറക്ഷനിലാണ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക, എക്സിന്റെ ഡയറക്ഷനിലാണ് വേവ് ലെങ്ത് എടുക്കുക. റെഡി? നെക്സ്റ്റ് ഫ്രീക്വൻസി ചോദിച്ചു. എങ്ങനെ കണ്ടുപിടിക്കും? ഒമേഗയുണ്ടല്ലോ, ω36 ω36 എന്ന് പറഞ്ഞാൽ 2πf = 36 എന്ന് മനസ്സിലാക്കുക. അപ്പൊ f = 36 / 2π. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് 18/π എന്ന് എഴുതാം. വേണമെങ്കിൽ ആ പൈക്ക് 3.14 കൊടുത്തിട്ടുള്ള ആൻസറും എഴുതി വെക്കാം. വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഫേസ് അറ്റ് ദ ഒറിജിൻ? ഫൈ എന്താണ്? ഫൈ എന്ന് പറഞ്ഞാൽ π/4 റേഡിയൻ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഫൈ എന്ന് പറയുന്നത് π/4 റേഡിയൻ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് ക്രസ്റ്റ് ഇൻ ദ വേവ്? എന്താ സാധനം? എന്താ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു ചാറ്റിൽ കാണട്ടെ. ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് ക്രസ്റ്റ് ഇൻ ദ വേവ്. ആ വേവില് 2 അടുത്തടുത്ത ക്രസ്റ്റുകൾക്കിടയിലുള്ള അകലം, അതെന്താ സാധനം? പറയൂ, ചാറ്റിൽ പറയൂ, കാണട്ടെ. യെസ്, ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ് ലാംഡ റെപ്രസെന്റ് ചെയ്യുന്നത്? വേവ് ലെങ്ത്. റെഡി? അപ്പൊ ലാംഡ കിട്ടണം. എവിടുന്ന അപ്പൊ ലാംഡ കിട്ടുക? ലാംഡ കിട്ടണമെങ്കിൽ കേനെ പൊക്കിയാൽ മതി. കേനെ പൊക്കിയാൽ ലാംഡ കിട്ടും. കെ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്.
2 pi by lambda. Yes, 2 pi by lambda is equal to k. K ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണുള്ളത്? 0.018. So lambda is equal to 2 pi divided by 0.018. സോൾവ് ചെയ്യുക, ആൻസർ കിട്ടും. കിട്ടുന്ന ആൻസർ സെന്റിമീറ്ററിലായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. A wave traveling along a string. സിമിലർ ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾക്കൊന്ന് സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതും ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്ന് തോന്നുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ വേവ് ആണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ f4 ന്യൂ. അപ്പോൾ ലാംഡ കിട്ടണമെങ്കിൽ കേനെ പിടിക്കുക. കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്ത് മാറിയിട്ടില്ലല്ലോ, 2 pi by lambda. ലാംഡ is equal to okay, ready. K is equal to 2 pi by lambda. ആ 2 pi by lambda ഈ പ്രോബ്ലത്തിൽ യൂണിറ്റ് ശ്രദ്ധിക്കണേ, SI യൂണിറ്റ്സ് ആണ്. SI യൂണിറ്റ്സ് ആണ്. അപ്പോൾ 2 pi by lambda. K ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 80 ആണുള്ളത്, 80. അപ്പോൾ ലാംഡ is equal to 2 pi divided by 80. 2 pi divided by 80 pi by 40 യൂണിറ്റ് മീറ്റർ ആണ് ഇവിടെ വരിക. കാരണം SI യൂണിറ്റ്സ് ആണ് പറയുന്നുണ്ട്, ന്യൂമറിക്കൽ കോൺസ്റ്റൻസ് ആണ് ആർ ഇൻ SI യൂണിറ്റ്സ്. ഇനി വേണ്ടത് ഫ്രീക്വൻസി ആണ്. ഇവിടെ ഒമേഗ എന്താ പറയൂ? ഇവിടെ എന്താ ഒമേഗ പറഞ്ഞേ കേൾക്കട്ടെ. ഒമേഗ ഫ്രീക്വൻസി കിട്ടുക ഒമേഗ 2 pi f. അതെന്താണ് ഇവിടെ പറഞ്ഞാണ് ഈ ചാറ്റിൽ കാണട്ടെ. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് കെ, ടിന്റെ കോഎഫിഷ്യന്റ് ആണ് ഒമേഗ. നസ്രിൻ ബിൻസിയ 3.0 ആണ് മോളെ, 3.0 ആണ് കേട്ടോ. 8 എന്ന് കാണുന്നുണ്ടാ? 3.0. അപ്പോൾ അതാണ് ഒമേഗ. സോ എഫ് ഇസ് ഈക്വൽ ടു 3 divided by 2 pi. ഇതാണ് ഫ്രീക്വൻസി ഹെർട്സിൽ. റെഡി? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. A harmonic wave of amplitude A and angular frequency omega travels along positive x direction. Write an equation for the displacement of this harmonic wave. ശ്രദ്ധിക്കണേ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള ഹാർമോണിക് വേവ്, ആംപ്ലിറ്റ്യൂഡ് എ, ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. നിങ്ങൾ പറയൂ, ഞാൻ ഇക്വേഷൻ എന്താ എഴുതുന്നു? y of xt ഈസ് ഈക്വൽ ടു എ സൈനോ കോസോ നിങ്ങൾ ഇഷ്ടത്തിന് എഴുതാൻ പറ്റും. ഇവിടെ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി. ഇവിടെ എഴുതേണ്ട സാധനം നിങ്ങൾ പറയണം, പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത്. ഇവിടെ എഴുതേണ്ട സാധനം നിങ്ങൾ പറയണം, പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനില്ല, പോസിറ്റീവ് എക്സ് ഡയറക്ഷനില്ല. അപ്പൊ എന്താ വരിക? യെസ് അസ്നാൻവർ കറക്റ്റ് ആണ്. മൈനസ്, യെസ്, കെ എക്സ് മൈനസ് ഒമേഗ ടി. കെ എക്സ് മൈനസ് ഒമേഗ ടി. റെഡി? കെ എക്സ് മൈനസ് ഒമേഗ ടി. ഞാൻ ചോദിക്കട്ടെ, ശരിക്ക് ശ്രദ്ധിച്ചിട്ട്. യെസ്, വെരി ഗുഡ് റിൻഷി, പി വി, നസ്രിൻ, ബിൻസിയ, അസ്ന, അൻവർ. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ഞാൻ ഒന്ന് ചോദ്യം മാറ്റട്ടെ. ഇതിന് ആൻസർ ആയിട്ടുണ്ട്, ആൻസർ ആയിട്ടുണ്ട്, ആൻസർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ശരിക്ക് ശ്രദ്ധിച്ചോളൂ, ചോദ്യം കേട്ടോളൂ, ആൻസർ എന്ന് പറഞ്ഞാൽ മതി. y of xt ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ്. ഇവിടെ കെ എക്സ് ആണ്. എങ്കിൽ നിങ്ങൾ പറയൂ, ഇവിടുത്തെ സൈൻ എന്താണ്? ഇതന്നെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ വേവ്. ഞാൻ ആദ്യം കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നുള്ള ഫോമിൽ എഴുതി. ഈ ഫസ്റ്റ് ടേം കെ എക്സ്, സെക്കൻഡ് ടേം ഒമേഗ ടി മാറ്റി. ഫസ്റ്റ് ടേം ഒമേഗ ടി, സെക്കൻഡ് ടേം കെ എക്സ് ആക്കി. അപ്പൊ അതിനിടയിലുള്ള സൈൻ ഏതാ വരിക? റിൻഷി പി പ്ലസ്, റിൻഷി പി വി, യെസ് പ്ലസ് എന്ന് പറയുന്നു. എവിടെ? അസ്നാൻവർ, നസ്രീൻ, ബിൻസിയ. നിങ്ങൾ എന്താ മിണ്ടാത്തെ?
kx minus a sin kx minus omega t. ഫസ്റ്റ് നമ്മൾ എഴുതിയത് ഫസ്റ്റ് ടേം kxും സെക്കൻഡ് ടേം ഒമേഗ ടി ആക്കിയിട്ടാണ്. ഇപ്പൊ നമ്മൾ എഴുതുന്നത് ഒമേഗ ടി ഫസ്റ്റ് ടേമും kx സെക്കൻഡ് ടേമും ആക്കിയിട്ടാണ്. അപ്പൊ ഏതായിരിക്കും പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള വേവ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലെ വേവ്. യെസ്, അസ്നാൻ വെറും പറയുന്നു പ്ലസ്, റിൻഷി പി പറയുന്നു പ്ലസ്, നസ്രിയ ബിൻസി എന്താ മിണ്ടാത്ത്? ഇവരെന്നെ പറയണമെന്നില്ല കേട്ടോ, ആർക്ക് വേണമെങ്കിലും പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. ഞാൻ ഇവര് തൊട്ട് മുന്നത്തെ ആൻസർ പറഞ്ഞുകൊണ്ട് ഇവരെ പേര് വിളിച്ചേ ഉള്ളൂ. പറയൂ. ഓക്കെ, മനസ്സിലാക്കി വെച്ചോളൂ. അത് കെ എക്സ് ഫസ്റ്റ് ടേം ആയാലും ശരി, ഒമേഗ ടി ഫസ്റ്റ് ടേം ആയാലും ശരി, ഇവിടെ നമ്മൾ മൈനസ് എടുക്കണം. യെസ്, ഇപ്പോൾ അസ്നാൻവർ റെഡിയായി. അസ്നാൻവർ ചാറ്റ് ഡിലീറ്റ് ചെയ്യണ്ട, കുഴപ്പമില്ല, മിസ്റ്റേക്സ് ആണ് നമ്മളെ കൂടുതൽ പഠിപ്പിക്കുക. ഓക്കെ, നസ്രിൻ ബിൻസിയ നെഗറ്റീവ് ഇട്ടു. ഓക്കെ, ഒന്നുമില്ല, അതൊക്കെ നമ്മൾ ഓരോ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. ഇതെന്താ, ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഈ വേവ് ഇങ്ങനെയാണ്, ഈ വേവ് ഇങ്ങനെയാണ്, കെ എക്സ് മൈനസ് ഒമേഗ ടി, ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നുള്ള വേവ് ഇങ്ങനെയാണ്. ഇവർ തമ്മിൽ ഫേസിലെ വ്യത്യാസമുള്ളൂ, പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷനൊക്കെ സെയിമാണ്. ഓക്കെ, ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ അകത്തത്, ഫംഗ്ഷൻ്റെ ആർഗ്യുമെന്റ് ഇങ്ങനെ വരിക, എ എക്സ് മൈനസ് ബി ടി, അല്ലെങ്കിൽ എഫ് ഓഫ് ബി ടി മൈനസ് എ എക്സ്. ഈ വേവ് എപ്പോഴും പോസിറ്റീവ് എക്സ് ഡയറക്ഷനല്ല. ഇവിടെ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനായി. റെഡി? അത്രയേ ഉള്ളൂ. ഓക്കെ, പൈ ഫേസ് ഡിഫറൻസ്. യെസ് നസ്രിൻ ബിൻസിയ, കറക്റ്റ്. പൈ ഫേസ് ഡിഫറൻസ് ഉള്ള ക്ലാസ്സിൽ പഠിച്ചാൽ നിങ്ങൾ, എനിക്കറിയാം നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ഓർമ്മ ഞാൻ വെറുതെ നിങ്ങളെ തെറ്റിക്കുമെന്ന് എനിക്കറിയാം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. എന്നാലും ഇപ്പം നമുക്കത് പുതിയൊരു കാര്യം പഠിക്കാൻ, പുതിയൊരു കാര്യമല്ല, നമുക്ക് ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതെ ശ്രദ്ധിക്കാൻ കഴിയും. ഓക്കെ, റെഡി. ഷോ ദാറ്റ് ദ റേഷ്യോ ഓഫ് ആംഗുലാർ ഫ്രീക്വൻസി ടു ആംഗുലാർ വേവ് നമ്പർ ഒമേഗ ബൈ കെ റെപ്രസെന്റ്സ് വെലോസിറ്റി ഓഫ് ദ വേവ്. ഒമേഗ ബൈ കെ വെലോസിറ്റി ആണെന്ന് കാണിക്കാനാ പറഞ്ഞത്. ഒമേഗ ബൈ കെ, ഒമേഗ എന്താണ്? 2π ഫ്രീക്വൻസി. കെ എന്താണ്? 2π ബൈ ലാംഡ. 2π നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തിരിച്ചാണ് ചോദിക്കല്. നിങ്ങൾ ഉത്തരം തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉത്തരം തെറ്റിക്കുമ്പോഴേ നമുക്ക് മീൻസ് നിങ്ങൾക്കും നമുക്കും അതിന് ശരി പഠിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോഴാണ് തെറ്റ് മനസ്സിലായത്. എപ്പോഴും ഞാൻ അങ്ങനെ ചോദിക്കൂലോട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. ചിലപ്പോൾ ഞാൻ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ്. അത് നിങ്ങൾ തെറ്റിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം, നിങ്ങൾ ശരിയാക്കുക എന്നുള്ളതല്ല. തെറ്റിക്കണം, തെറ്റിച്ചാലേ നമുക്ക് അതിന് ശരി പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചില ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. സോ ഇതാണ് ഒമേഗ ബൈ കെ നമ്മുടെ വെലോസിറ്റി എന്ന് കാണിക്കാൻ പറയുന്നതാണ്. ഒമേഗ ബൈ കെ 2πf ഡിവൈഡ് ബൈ 2π ബൈ ലാംഡ, എഫ് ലാംഡ ഈസ് ഈക്വൽ ടു വി. ഓക്കെ, റെഡി. Next, draw the pattern of waveforms of the first two harmonics in a closed pipe. ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഫോർ ദ ടൈം ബീയിങ്. നിങ്ങളിത് വരക്കാൻ പഠിക്കുക. ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പ്, സ്ട്രക്ചർഡ് സ്ട്രിങ്, 3 ഹാർമോണിക്സ് വരക്കാൻ പഠിക്കുക. 3 ഹാർമോണിക്സ്, 3 മോഡിലുള്ള വൈബ്രേഷൻ. ഫസ്റ്റ് 3 ഹാർമോണിക്സ് വരക്കാൻ പഠിച്ചാൽ മതി. Show that in a closed pipe the frequencies of first two harmonics are in the ratio. ഫസ്റ്റ് 2 ഹാർമോണിക്സും ഈ റേഷ്യോയിലാണെന്നുള്ളത് കാണിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഹാർമോണിക്കിൽ അവിടെ കാണാൻ പറ്റും L ഈസ് ഈക്വൽ ടു ലാംഡ 1/4. സ്ട്രക്ചർഡ് സ്ട്രിംഗിൽ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യാനുള്ളൂ. ലാംഡ 1 ഈസ് ഈക്വൽ ടു 4L. അപ്പോൾ ഫ്രീക്വൻസി F1 ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ ലാംഡ 1 ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ 4L. ഈ കേസിൽ L ഈസ് ഈക്വൽ ടു 3 ലാംഡ 2/4. Lambda 2 is equal to 4L divided by 3. So F2 is equal to V divided by
V divided by lambda 2. This is equal to V divided by 4L by 3. 3V by 4L. അപ്പോൾ ഇതാണ് F1, ഇതാണ് F2. റേഷ്യോ ആണ് ചോദിച്ചത്. therefore F1 is to F2 is equal to 1:3 എന്ന് എഴുതിയാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടോടെ ഡിവൈഡ് ചെയ്തിട്ടോ കാണിക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരെ അങ്ങോട്ട് എഴുതിയാൽ തന്നെ മതി. റെഡി? A wire 0.72 meter long has a mass of 5 into 10 raised to minus 3 kilogram. If the wire is under a tension of 60 Newton, what is the speed of transverse waves on the wire? Speed of transverse wave in a wire. V is equal to root of T divided by mu. This is equal to root of, ഈ ഫോർമുല അറിയണം കേട്ടോ. സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. വി ഈസ് ഈക്വൽ ടു റൂട്ട് ടെൻഷൻ ബൈ മ്യൂ. എന്താണ് മ്യൂ? മ്യൂ എന്താ? മ്യൂ 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 പറ. മ്യൂ എന്താ പറ? മ്യൂ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂ എന്ന് പറഞ്ഞാൽ മാസ് ബൈ ലെങ്ത്, ലീനിയർ മാസ് ഡെൻസിറ്റി അഥവാ മാസ് ബൈ ലെങ്ത്. അത് 5 into 10 raised to minus 3 divided by 0.72. So V is equal to root of tension 60 divided by 5 into 10 raised to minus 3 divided by 0.72. Solve ചെയ്യുക, ആൻസർ കിട്ടും. റെഡി? ഓക്കെ, റെഡി. Standing waves can be produced in the air column of a pipe. Standing waves produced in an open pipe contains, പറയൂ, സ്റ്റാൻഡിംഗ് വേവ് ഓപ്പൺ പൈപ്പിൽ ഉണ്ടാകുന്ന സ്റ്റാൻഡിംഗ് വേവ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണോ, ഓഡ് ഹാർമോണിക്സ് ആണോ, ഈവൺ ഹാർമോണിക്സ് ആണോ, ഓൾ ഹാർമോണിക്സ് ആണോ? പറയൂ. ഹലോ സായ, ഹലോ ഹലോ ഹലോ. ആൻസർ പറയൂ. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഓഡ് ഹാർമോണിക്സ്, ഈവൺ ഹാർമോണിക്സ്, ഓൾ ഹാർമോണിക്സ്, ഏതാ വരിക പറ? Yes, all harmonics are possible. മനസ്സിലാക്കി വെച്ചാൽ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലും ഓപ്പൺ പൈപ്പിൽ ഫോം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് വേവിലും, സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ ഫോം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് വേവിലും ഓപ്പൺ പൈപ്പിൽ ഫോം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് വേവിലും എല്ലാ ഹാർമോണിക്സും പോസിബിൾ ആണ്. ഇവിടെ ക്ലോസ്ഡ് പൈപ്പ് ആയിരുന്നു ചോദ്യമെങ്കിൽ ആൻസർ ഏതാ വരിക പറ? ക്ലോസ്ഡ് പൈപ്പിലാണെന്നുണ്ടെങ്കിൽ ആൻസർ ഏതാ പറ? ക്ലോസ്ഡ് പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ yes, odd harmonics വരും. Ready? Clear. Which harmonic mode of the pipe is resonantly exerted by 1.1, yes, by 1.1 kilohertz in an open pipe of length 30 centimeter. ശ്രദ്ധിക്കാം. Which harmonic mode of pipe resonantly exerted by 1.1 kilohertz in open pipe of length 30 cm. Open pipe in the length ഉണ്ട്. Resonantly exerted means standing wave form ചെയ്യുന്ന frequency ആണ് ഈ പറയുന്നത്. ഏത് ഹാർമോണിക് മോഡിലാണ് 1.1 കിലോഹെർട്സ് ഫ്രീക്വൻസി ഉള്ള സ്റ്റാൻഡിംഗ് വേവ് ഫോം ചെയ്യുന്നത് ഓപ്പൺ പൈപ്പിൽ എന്നാണ് ചോദ്യം. സ്റ്റാൻഡിംഗ് വേവ് ഫോം ചെയ്യുന്നത് n into v/n/v/2l ആണ് nth മോഡിലെ ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1.1 കിലോ ഹെർട്സ് ആണ്, അഥവാ 1100 കിലോ. 1.1 കിലോ ഹെർട്സ് പറഞ്ഞാൽ 1.1 കിലോ ഹെർട്സ് പറയുമ്പോൾ 1100 ഹെർട്സ് ആണ്. നോക്ക്, ഈ ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഇനി അത് സ്ട്രെച്ചഡ് സ്ട്രിങ് ആണെങ്കിലും, ഇതിന്റെ ബാക്കി ഞാൻ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ പറയട്ടെ, ഇത് സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ ചോദിച്ചാലും ഹാർമോണിക് മോഡ് എന്ന് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ മോഡാണ്. യഥാർത്ഥത്തിൽ എന്താണ്? മോഡാണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സ്ട്രിങ് ആണെങ്കിലും ഓപ്പൺ പൈപ്പ് ആണെങ്കിലും ഈ ചോദ്യം വന്നാൽ n/v/2l ആണ് ഫ്രീക്വൻസി അല്ലേ? ഈ n എന്ന് പറയുന്നത് മോഡാണ്. അതുതന്നെയാണ് ഏത്? ഹാർമോണിക് നമ്പറും. ഓക്കെ,
എന്നാൽ ഇതൊരു ക്ലോസ്ഡ് പൈപ്പാണ് ചോദ്യമെങ്കിൽ, ഇതൊരു ക്ലോസ്ഡ് പൈപ്പാണ് ചോദിച്ചതെങ്കിൽ ഇക്വേഷൻ മാറി 2n മൈനസ് 1 v/4l ആകും nth മോഡിലെ ഫ്രീക്വൻസി. മനസ്സിലാക്കി വെച്ചോ. അപ്പോൾ ഈ n എന്ന് പറയുന്നത് മോഡാണ്, 2n മൈനസ് 1 എന്ന് പറയുന്നതാണ് എന്ത്, ഹാർമോണിക് നമ്പർ. റെഡി? ഇത് 1:, ഹാർമോണിക്സ് ഏതൊക്കെ വരിക, 1:3:5 എക്സെട്ര, ഇത്രയൊക്കെയാണ് ഹാർമോണിക്സ് ഉണ്ടാവുക. ഇവിടെ മോഡ് ഹാർമോണിക് നമ്പർ ഒക്കെ സെയിം. അവിടെ 1:, റേഷ്യോ എന്താ 1:2:3 അല്ലേ റേഷ്യോ വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. സ്ട്രെച്ചർ സ്ട്രിങ്ങിലും ഓപ്പൺ പൈപ്പിലും nth മോഡ് nth ഹാർമോണിക് ആണ്. പക്ഷേ ക്ലോസ്ഡ് പൈപ്പിൽ nth മോഡ് എന്ന് പറയുന്നത് 2n മൈനസ് 1th ഹാർമോണിക് ആണ്. ഓവർടോൺ വേറെ. ഓക്കെ, അപ്പൊ എന്തായാലും n കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ n ഈസ് ഈക്വൽ ടു 1100 ഇൻറ്റു 2l ഡിവൈഡഡ് ബൈ v. 1100 ഇൻറ്റു 2 ഇൻറ്റു ലെങ്ത് എത്ര വരുന്നത്, 30 സെന്റിമീറ്റർ, 0.3 മീറ്റർ, ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് 330. ആൻസർ ആയല്ലോ അല്ലേ? ഇതിപ്പോ ഈ 0 ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഈ 0.3 പോകും. പിന്നെ 110ഉം 3യും 330 ക്യാൻസൽ ആയി പോയി. സോ ദ ആൻസർ ഈസ് 2. n ഈസ് ഈക്വൽ ടു 2. അപ്പൊ സെക്കൻഡ് ഹാർമോണിക്കിലാണ് 1.1 കിലോ ഹെർട്സുമായിട്ട് റെസൊനേറ്റ് ചെയ്യുക. അപ്പൊ സെക്കൻഡ് ഹാർമോണിക്കിലാണ് 1.1 കിലോ ഹെർട്സുമായിട്ട് ഈ ഓപ്പൺ പൈപ്പ് റെസൊനേറ്റ് ചെയ്യുക എന്നാണ് നമുക്ക് നിൽക്കുന്ന ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചാപ്റ്റർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ്. അത് ആരായിരിക്കും എടുക്കാൻ വരുന്നത് എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ആരായിരിക്കും അടുത്ത ചാപ്റ്റർ എടുക്കാൻ വരുന്നുണ്ടാവുക? തീപ്പൊരിയോട് കൂടി നമുക്ക് സ്വീകരിക്കാം അടുത്ത ആളെ. വെയിറ്റിംഗ് ആണ്, പുറത്തുണ്ട്, വരും. ഇഫ് ആൻ ഓപ്പൺ പൈപ്പ്, ആരാ? സായ പറയൂ, ആരായിരിക്കും? ഇഫ് ആൻ ഓപ്പൺ, ഞാൻ സമയം കളയുന്നില്ല, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. യെസ്, റിൻഷി പി പറയുന്നു SKP സാറാണെന്ന്. നോക്കാം നമുക്ക്. If an open pipe produces a fundamental frequency f in air, the fundamental frequency produced by the same pipe dipped half in water. നോക്കാം. നോക്കൂ, എഫ് ആണ് ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. MP നോക്കാം. Fundamental frequency produced by the same pipe dipped half in water is. നോക്കിക്കോളൂ, ഇത് ക്ലിയർ ചെയ്യണം. ഈ സ്ക്രീൻ ഞാൻ ക്ലിയർ ചെയ്യണം. നിങ്ങൾക്കിത് ആവശ്യമുള്ള ആളുകൾ ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യം പറയുന്നത് ദാ ഓപ്പൺ പൈപ്പ്. ഇന്റർഫറൻസ് ഓഫ് വേവ്സ്, ന്യൂട്ടൺസ് ഫോർമുല, ബോർഡ് എക്സാം പോർഷൻ ഇല്ലേ? ഇന്റർഫറൻസ് ഓഫ് വേവ്സ് അങ്ങനെ ചോദ്യങ്ങൾ ഇന്റർഫറൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ വേവ് ഒപ്റ്റിക്സിലാണ് നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്റർഫറൻസ് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാൻഡിങ് വേവിന്റെ ഫോർമേഷൻ പഠിക്കാനും ബീഡ്സ് ഫോം ചെയ്യുന്നത് പഠിക്കാനൊക്കെ നമുക്കത് ആവശ്യമുണ്ട്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒന്ന് കൃത്യമായി പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് വേവ് ഒപ്റ്റിക്സിലാണ്. അപ്പോൾ എന്നാലും ജസ്റ്റ് നോക്കി വെച്ചാൽ മതി എന്താണ് ഇന്റർഫറൻസ് എന്നുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ന്യൂട്ടൺസ് ഫോർമുല ബോർഡ് എക്സാമിനുണ്ട്. ന്യൂട്ടൺസ് ഫോർമുല, ലാപ്ലേസ് കറക്ഷൻ, ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. റെയറായിട്ട് ചോദിച്ചിട്ടുള്ളൂ പ്രീവിയസ് ഇയേഴ്സിൽ, എന്നാലും നിങ്ങളത് പഠിക്കണം. NCERT-യിലുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതെല്ലാം നമുക്ക് സിലബസിലുള്ളതാണ്. ഇന്ന് ഏത് ചോദ്യം വന്നാലും നമ്മൾ ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ പഠിക്കണം. അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അപ്പോൾ നോട്ട്സ് നിങ്ങളിപ്പോൾ മറ്റന്നാളത്തെ എക്സാമിന് ഇന്ന് നാളെ ഇരുന്നാണ് NCERT ഫുള്ള് വായിച്ച് പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല.
നിങ്ങൾക്ക് നോട്ട്സ് ആക്കി തന്നിട്ടുണ്ടാകും. അതൊക്കെ പഠിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഉള്ള സമയങ്ങളിൽ NCERT വായിക്കുക മീൻസ് സബ്ജക്റ്റ് പഠിക്കാൻ ഏറ്റവും നല്ല ഓപ്ഷൻ NCERT വായിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. സബ്ജക്റ്റ് നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാനും വേണ്ടി ചെയ്യാനുള്ളത്. പക്ഷേ ഫോർ ദ ടൈം ബീങ് ഇപ്പോഴുള്ള ഈ ഒരു സമയത്ത് നമുക്ക് NCERT വായിച്ചിട്ട് ചാപ്റ്റർ പഠിക്കാൻ ഒരുപാട് സമയം കൺസ്യൂം ചെയ്യപ്പെടും. അപ്പോൾ അതിനൊക്കെ നല്ലത് നമ്മൾ തന്നിട്ടുള്ള നോട്ട്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർഫറൻസ് ഓഫ് വേവും ന്യൂട്ടൺസ് ഫോർമുല ഫോർ സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ഇൻ എ ഗ്യാസ് അത് പഠിക്കണം. ന്യൂട്ടന്റെ അസംഷൻ എന്തായിരുന്നു? ന്യൂട്ടൺ പറഞ്ഞത് ഐസോതെർമൽ പ്രോസസ്സാണ് സൗണ്ട് വേവിന്റെ പ്രൊപ്പഗേഷൻ എന്നായിരുന്നു. അപ്പോൾ ന്യൂട്ടന് കിട്ടിയ ഇലാസ്റ്റിസിറ്റി ഓഫ് ഗ്യാസ് പ്രഷർ ഓഫ് ദി ഗ്യാസിന് ഈക്വൽ ആയിട്ടായിരുന്നു. അപ്പോൾ കിട്ടിയ ഫോർമുല √P/ρ ആയിരുന്നു അല്ലെ, √P/ρ. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് സൗണ്ടിന്റെ സ്പീഡ് STP അറൗണ്ട് 280 വരുന്നുണ്ടായിരുന്നുള്ളൂ. അത് അറൗണ്ട് 16% ലെസ് ദാൻ ദി എക്സ്പെരിമെന്റൽ വാല്യൂ ആയിരുന്നു. അത് പിന്നീട് ലാപ്ലേസ് എന്ന സയന്റിസ്റ്റ് ആണ് കറക്റ്റ് ചെയ്യുന്നത്. ലാപ്ലേസ് പറഞ്ഞു സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ ത്രൂ ഗ്യാസ് അഡിയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷർ ഓഫ് ദ ഗ്യാസിന് പകരം ഗാമ ടൈംസ് പ്രഷർ ഓഫ് ദ ഗ്യാസ് ആണ് ഇലാസ്റ്റിസിറ്റിക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഫോർമുല മാറി √P/ρ എന്ന ഫോർമുല കിട്ടി. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ത്രൂ എ ഗ്യാസ്, ഇഫക്റ്റ് ഓഫ് പ്രഷർ, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, ഇഫക്റ്റ് ഓഫ് ഹ്യൂമിഡിറ്റി, ഇഫക്റ്റ് ഓഫ് വിൻഡ്, ഈ കാര്യങ്ങളൊന്ന് നോക്കി വെക്കുന്നതും നല്ലതാണ്. തിരിച്ചു വരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട്. എൽ ലെങ്ത് ഉള്ള ഈ പൈപ്പ്, ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ ആ എഫ് എന്ന് പറയുന്നത് V/2L ആണ് നമ്മൾ എഴുതും. സംശയമില്ലല്ലോ. ഇനി the fundamental frequency produced by the same pipe dipped half in water. ഈ പൈപ്പിന്റെ പകുതി നമ്മൾ വെള്ളത്തിൽ മുക്കിയാൽ, ഈ പൈപ്പിന്റെ പകുതി നമ്മൾ വെള്ളത്തിൽ മുക്കിയാൽ, ഇത് ബക്കറ്റില് വെള്ളം, വെള്ളത്തില് പൈപ്പ്, പൈപ്പിന്റെ പകുതി നമ്മൾ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ ബാക്കി പകുതിയാ പുറത്തുള്ളത്. ആ പുറത്തുള്ള പൈപ്പിന്റെ പകുതി ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആണ്, ഈ ഭാഗം ക്ലോസ്ഡ് ആണ്. Now this is a closed pipe of length L/2. So its fundamental frequency F dash is, fundamental frequency of closed pipe V/4L ആണ്. എന്നാൽ ആ L ഇവിടെ L/2 ആണ്. 4 2 ടൈംസ്. സോ F dash is equal to V/2L. This is equal to F അല്ലേ? F എന്നല്ലേ ഇവിടെ വരുന്നത്. അതിൻ്റെ ആൻസർ എന്താ? F. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മളിപ്പോൾ 5 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എസ്കേപ്പ് സാറും MP സാറും ഒക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ നന്നായിട്ട് പഠിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് ഉറപ്പുവരുത്തുക. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും നിങ്ങൾക്ക് മറ്റ് ചാപ്റ്റേഴ്സിലുള്ള ഇതേപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ എവിടെയും പോകുന്നില്ല, ബ്രേക്ക് ഒന്നും എടുക്കാനുള്ള സമയമില്ല, വെയിറ്റിംഗ് ആണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.
ഹലോ ഗൈസ്, ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം കേട്ടോ. വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. ദിസ് ഈസ് അക്കോർഡൻസ് വിത്ത് വിച്ച് ലോ ഓഫ് ഫിസിക്സ്? ഓക്കെ, വെലോസിറ്റി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ടെമ്പറേച്ചറുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ഏത് ലോ ആയിരിക്കും? നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. Okay, in the principle of homogeneity, if an equation is correct, the dimensional formula of its left hand side and right hand side are equal. Okay, ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Check the dimensional correctness of the equation PV equal to Fx, where P is the pressure, V is volume, F is force and X is displacement. PV equal to Fx അല്ലേ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. PV equal to Fx. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണെങ്കിൽ പി വി എന്താണ്? പ്രഷർ ml raised to -1 t raised to -2 into വോളിയം L ക്യൂബ്. അപ്പോൾ എത്ര കിട്ടും? ml സ്ക്വയർ t raised to -2. RHS fx എന്ന് പറയുമ്പോൾ ml t raised to -2 into L. അപ്പോൾ ml സ്ക്വയർ t raised to -2. So LHS equal to RHS. So the equation is dimensionally correct. Okay, equation is dimensionally correct. എഴുതി വയ്ക്കുക കേട്ടോ. Next question. Check whether the equation mv square equal to mgh is dimensionally consistent. Based on the above equation, justify the following statement. mv square equal to mgh. mv square equal to mgh. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണെങ്കിൽ എം വി സ്ക്വയർ, എം വി എത്രയാണ്? എൽ ടി റേസ് ടു -1 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ml സ്ക്വയർ ടി റേസ് ടു -2. ഓക്കെ, ആർ എച്ച് എസ് പറയുകയാണെങ്കിൽ എം ജി എച്ച് ഈക്വൽ ടു എം ഇൻറ്റു ജി എൽ ടി റേസ് ടു -2 ഇൻറ്റു എൽ. അപ്പം എം എൽ സ്ക്വയർ ടി റേസ് ടു -2. സോ എന്ത് കിട്ടി? LHS equal to RHS. So equation is dimensionally correct. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ ഒരു ബോൾ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു ബോൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. വേറെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഒന്നുമില്ല, എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ MGH എന്തായിട്ട് മാറും? ഹാഫ് mv സ്ക്വയർ ആയിട്ടാണ് മാറുക. പക്ഷേ ഈ ഇക്വേഷനിൽ എന്തില്ല? ഈ ഒരു ഹാഫ് എന്ന് പറഞ്ഞ ടൈം ഇല്ലല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഡയമെൻഷനലി കറക്റ്റ് ആയതുകൊണ്ട് ന്യൂമറിക്കലി കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ ന്യൂമറിക്കലി കറക്റ്റ് ആയ എല്ലാ ഇക്വേഷൻ എന്തായിരിക്കും? ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഉത്തരം വേണ്ട. അപ്പോൾ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി ആക്ച്വലി ആൻ എക്സാക്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഡയമെൻഷനലി കറക്റ്റ് ആയതുകൊണ്ട് അത് ന്യൂമറിക്കലി, അതായത് ആക്ച്വലി കറക്റ്റ് ആവണമെന്ന് ആവശ്യമില്ല. അത് കറക്റ്റാണ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ പറയാൻ പറ്റുക? അതാണ് എൻ്റെ ഉത്തരം. അതായത് ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ഈസ് നോട്ട് ആൻ exactly correct equation, but an exactly correct equation is always dimensionally correct.
Next question. Fill in the blanks in the table below. Time, second, symbol of SI unit. ഇവിടെ എന്താണ് വരിക? Time, second, S. ഓക്കെ. ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് ഏതാണ്? ആംബിയർ. എ. സ്റ്റിറേഡി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? സോളിഡ് ആംഗിൾ. സ്റ്റിറേഡിയൻ SR. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ആണെന്ത്? മോൾ. ഓക്കെ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് മോൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The correct equation can be checked using the principle of homogeneity in dimensions. State the principle of homogeneity. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. When an equation is correct, the dimensional formula of its left hand side and right hand side are equal എന്ന് പറയുന്നതാണ് എന്ത്? Principle of homogeneity. Okay. Next question. Using this principle, check whether the equation f equal to 2 pi root L by G is dimensionally correct, where f is frequency, L is length, G is acceleration with gravity. Okay. F equal to 2 pi root L by G. ഇതാണ് അത് തന്നിരിക്കുന്ന ഇക്വേഷൻ. വേഗം എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഫ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ടി റേസ് ടു -1. റൈറ്റ് ഹാൻഡ് സൈഡ് ഓക്കെ 2 pi root L by G ന്റെ ഡയമെൻഷൻ ഫോമുലയാണ് കാണേണ്ടത്. 2 പൈക്ക് ഡയമെൻഷൻ ഫോമുല ഇല്ല. റൂട്ട് L ഡിവൈഡ് ബൈ L ടി റേസ് ടു -2. അപ്പോൾ L ക്യാൻസൽ ആയി പോയാൽ എന്ത് കിട്ടും? റൂട്ട് T square equal to T. So LHS is not equal to RHS. So the equation is dimensionally wrong. Okay. Velocity V of a particle depends upon T as V equal to AT square plus BT. Find the dimensions and units of A and B. V equal to AT square plus BT അല്ലേ? എൻ്റെയും ബിൻ്റെയും എന്ത് കാണണം? ഡയമെൻഷൻസ് കാണണം, യൂണിറ്റും കാണണം. ഓക്കെ. നോക്കട്ടോ. V equal to AT square plus BT. V equal to AT square plus BT. കേട്ടോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണെങ്കിൽ V വെലോസിറ്റി L T റേസ് ടു -1. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി അല്ല ചെക്ക് ചെയ്യുന്നത്. നമുക്കതിൽ എൻ്റെ ബി ഡയമെൻഷൻ ഫോമിലല്ലേ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഡയമെൻഷണൽ ഫോമുല ഓഫ് V ഈക്വൽ ടു ഡയമെൻഷണൽ ഫോമുല ഓഫ് AT സ്ക്വയർ എന്നുള്ളത് ഫസ്റ്റ് എടുക്കാം. കാരണം നമ്മൾ കാര്യം മനസ്സിലാക്കാം, ഈ AT സ്ക്വയറും BT യും ആഡ് ചെയ്തിരിക്കുന്നു. ആ ആഡ് ചെയ്തിട്ട് V കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? വിയുടെയും AT സ്ക്വയറിൻ്റെയും BTൻ്റെയും ഡയമെൻഷൻ ഫോമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് പെണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇതാവുന്നുണ്ടല്ലോ. ഇത് മാറ്റാൻ പറ്റുമോ?
Left hand side V equal to വിയുടെ എ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ഫോമിൽ എന്താണ് സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ വിയുടെ ഡയമെൻഷൻ ഫോമിൽ എന്തായിരിക്കും, എൽ ടി റേസ് ടു മൈനസ് വൺ എ ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും, എൻ്റെ വാല്യൂ എന്ത് കിട്ടും, എൽ ടി റേസ് ടു മൈനസ് വൺ ബൈ ടി സ്ക്വയർ. അപ്പോൾ എൽ ടി റേസ് ടു മൈനസ് 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വിൻ്റെയും ഡയമെൻഷൻ ഫോമുലയും ബി ടിയുടെ ഡയമെൻഷൻ ഫോമുലയും രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബി എങ്ങനെ കിട്ടും, ബി ഈക്വൽ ടു വി ബൈ ടി, ദാറ്റ് ഈസ് എൽ ടി റേസ് ടു മൈനസ് വൺ ബൈ ടി. അപ്പോൾ എത്ര കിട്ടും, എൽ ടി റേസ് ടു മൈനസ് 2. ഓക്കെ, എൽ ടി റേസ് ടു മൈനസ് 2. ഇത് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇവിടെ തന്നെ കാണാവുന്നേ ഉള്ളൂ. അതായത് വി എൽ ടി റേസ് ടു മൈനസ് വൺ. അപ്പം ഇത് ടി സ്ക്വയർ ആണെങ്കിൽ ഇത് എന്ത് വരണം, ഇത് എൽ ടി റേസ് ടു മൈനസ് വൺ ആണെങ്കിൽ ഇത് എൽ ടി റേസ് ടു മൈനസ് 3 ആവണം. ഇത് ടി, അപ്പോൾ അതായിരിക്കണം എൽ ടി റേസ് ടു മൈനസ് 2. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എയുടെ ബിയുടെ ഡയമെൻഷൻ ഫോമുല. ഈ യൂണിറ്റ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, ഇത് മീറ്റർ per second cube, the meter per second square. Next question. A dimensionally correct equation, the dimensional correctness of the equation where v is orbital velocity, g gravitational constant, r is radius of earth. അപ്പോൾ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണെങ്കിൽ വി എൽ ടി റേസ് ടു മൈനസ് വൺ, റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണെങ്കിൽ റൂട്ട് ജി എം ബൈ ആർ. ജീൻ്റെ വാല്യൂ എത്രയാണ്, എം റേസ് ടു മൈനസ് വൺ എൽ ക്യൂബ് ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു എം ഡിവൈഡ് ബൈ എൽ. എം റേസ് ടു മൈനസ് 1 കട്ടായി പോയി, ഒരു സ്ക്വയർ വന്നു. അപ്പോൾ എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 റൂട്ട് എൽ ടി റേസ് ടു മൈനസ് 1. സോ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. Okay, next question. Centripetal force depends upon mass of the body, velocity and radius of circular path. Find the expression for centripetal force acting on the body using the principle of dimension analysis. അപ്പോൾ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ എഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആരൊക്കെയാണ്, എം വി ആർ. ഡയമെൻഷൻസ് ഏതൊക്കെയാണ്, എ ബി സി എന്ന് കൊടുക്കുക. F equal to a constant k into m raised to a v raised to b r raised to c എന്ന് കൊടുക്കുക. രണ്ട് ഭാഗത്തും ഡയമെൻഷൻ ഫോമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, എം എൽ ടി റേസ് ടു മൈനസ് 2 ഈക്വൽ ടു കെ ഡയമെൻഷൻലെസ് ആണ്. എമ്മിൻ്റെ സ്ഥാനത്ത് എം റേസ് ടു എ എൽ ടി റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു ബി എൽ റേസ് ടു സി. m l t raised to minus 2 equal to m raised to a l raised to b plus c t raised to minus b. ഓക്കെ, നമുക്ക് അപ്പുറം കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 1 1 പറയുമ്പോൾ a ഈക്വൽ ടു 1, b പ്ലസ് സി ഈക്വൽ ടു 1, അതേപോലെ മൈനസ് ബി ഈക്വൽ ടു മൈനസ് 2. സോ b ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ 2 പ്ലസ് സി ഈക്വൽ ടു 1, സി ഈക്വൽ ടു മൈനസ് 1, എ 1 ബി 2 സി മൈനസ് 1. അപ്പോൾ എഫ് ഈക്വൽ ടു എന്തായിരിക്കും, കെ ഇൻറ്റു എം വി ആർ എന്ന് പറയുമ്പോൾ എയുടെ സ്ഥാനത്ത് 1, ബിയുടെ സ്ഥാനത്ത് 2 മൈനസ് 1. അപ്പോൾ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു എം വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. കെൻ്റെ വാല്യൂ 1 ആണ്, പക്ഷെ നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. Okay. The nature of physical quantity described by its dimensions. Check the correctness of the equation v equal to v0 plus at by the method of dimension analysis. Besides the 7 base units, there are 2 more units in SI. The unit of solid angle is. Okay. V equal to
V equal to V0 plus AT. V LHS എടുക്കുകയാണെങ്കിൽ V L T raised to minus 1. RHS എടുക്കുകയാണെങ്കിൽ V0 plus AT. That is V0 plus AT. L T raised to minus 1 plus L T raised to minus 2 into T. L T raised to minus 1 plus L T raised to minus 1 equal to L T raised to minus 1 തന്നെ കിട്ടും. സോ LHS ഈക്വൽ ടു എന്തായിരിക്കും? LHS ഈക്വൽ ടു RHS. ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാം കേട്ടോ. അടുത്ത്, ബിസൈഡ്സ് ദ 7 ബേസ് യൂണിറ്റ്സ് there are 2 more units in SI. The unit of solid angle is 2 more യൂണിറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആണ്. സോൾഡ് ആംഗിൾ ഉണ്ട്, പ്ലെയിൻ ആംഗിൾ ഉണ്ട്. സോൾഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ഏതാണ്? സ്റ്റിറേഡിയൻ. വിച്ച് ഓൺ ദ ഫോളോയിങ് ഈസ് എ ഡയമെൻഷണൽ കോൺസ്റ്റന്റ്. ഡയമെൻഷനുള്ള കോൺസ്റ്റന്റ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. m raised to minus 1 L cube T raised to minus 2. ഓക്കെ, ബാക്കിയൊന്നിനും ഡയമെൻഷൻ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The correctness of the equation can be checked using the principal homogeneity in dimensions. State the principal homogeneity. Already പറഞ്ഞാണ്, if an equation is dimensionally correct, the dimensional formula of its left hand side and right hand side are equal. Using this principle, check whether the equation x equal to half AT square is dimensionally correct. Okay, x equal to half AT square. എക്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല ആരാണ്? എൽ. ഹാഫ് എ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? എൽ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി സ്ക്വയർ ഈക്വൽ ടു എൽ തന്നെ. സോ നമുക്ക് എന്ത് കിട്ടും? LHS ഈക്വൽ ടു RHS. സോ ദി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ചാപ്റ്ററിൽ കിടക്കാം വർക്ക്, എനർജി ആൻഡ് പവർ. വർക്കും എനർജിയും പവറിനും കൊളിഷൻ എന്നുള്ള ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ചാപ്റ്റർ വർക്ക്, എനർജി, പവർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ വർക്ക് ഡൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ഈസ് 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് വർക്ക്: പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക്. നമ്മൾ അതിൽ ഏത് വർക്കാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ട് വർക്ക് ഡൺ ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ വർക്ക് എന്താണ്? അത് എന്തിന് എക്സാമ്പിൾ ആണ്? സീറോ വർക്കാണ് കേട്ടോ. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. ഇപ്പോൾ ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യാണ്, ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടായതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ്. നമ്മളൊരു ബോഡി എന്ത് ചെയ്യാണ്? താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീഴുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? താഴേക്ക്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്കാണ്? താഴേക്ക്. അപ്പോൾ അവർ നമ്മൾ ആംഗിൾ 0, അപ്പോൾ അക്യൂട്ട് ആംഗിൾ ആണ്. വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് ഇൻ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ്. ഒരു ബോഡി മുകളിലേക്ക് വരുത്തുമ്പോൾ അപ്ലൈഡ് ഫോഴ്സ് മുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ് അല്ലേ? അപ്പോൾ അപ്ലൈഡ് ഫോഴ്സിന്റെ വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് വർക്ക് ആയിരിക്കും. ലിഫ്റ്റിംഗ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ലിഫ്റ്റിംഗ് അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഫൈൻഡ് ഔട്ട് ദ സൈൻ ഓഫ് വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ്. ഇത് വേറൊരു ചോദ്യം കേട്ടോ, വേറെ ഇയറിൽ വന്ന വേറൊരു ക്വസ്റ്റൻ ആണ്. വർക്ക് ഡൺ ബൈ ദ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് ദ വെൽ. അപ്പോൾ ഒരു മാൻ ഒരു ബക്കറ്റ് എന്ത് ചെയ്യാണ്? ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് മോളിക്ക്, ഡിസ്പ്ലേസ്മെന്റ് മോളിക്ക്, വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ്. വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിങ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോഡി താഴേക്ക് പോകുന്ന സമയത്ത് ആ ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? അങ്ങോട്ടേക്കായിരിക്കും. അതിൻ്റെ ഫ്രിക്ഷൻ അങ്ങോട്ടേക്കായിരിക്കും. ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക് ആയതുകൊണ്ട് വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. റഫ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കൂടെ ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഡിസ്പ്ലേസ്മെന്റും അങ്ങോട്ട് തന്നെ ആയിരിക്കും. ഫ്രിക്ഷനും ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷെ ഫ്രിക്ഷന്റെ വർക്കല്ല, അപ്ലൈഡ് ഫോഴ്സിന്റെ വർക്കാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആ വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ ബൈ ദ റെസ്റ്റിംഗ് ഫോഴ്സ് ഓഫ് എയർ ഓൺ വൈബ്രേറ്റിംഗ് പെൻഡുലം. ഒരു പെൻഡുലം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ ഈ എയർ റെസിസ്റ്റൻസ് എന്തായിരിക്കും? അത് എപ്പോഴും മോഷൻ ഇങ്ങോട്ടാണെങ്കിൽ
അതിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ഈ എയർ റെസിസ്റ്റൻസിൻ്റെ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ വർക്ക് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Graph of the potential energy, kinetic energy and total energy of an oscillating spring is shown in the figure. Find out the potential energy, kinetic energy and total energy from the graph. Okay, potential energy, kinetic energy and total energy from the graph ആണ് കേട്ടോ. ഡെറിവേഷൻ കുറച്ച് ലെങ്ത് ഡെറിവേഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പ്രിങ് കാണിച്ചിരിക്കുകയാണ്, കണ്ടല്ലോ. ഇതാ സ്പ്രിങ്ങിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനാണ് ഈ കാണുന്നത്. സ്പ്രിങ് എന്ത് ചെയ്തു, ഒന്നില്ലെങ്കിൽ ഒരു ഇങ്ങോട്ട് ഏത് ദൂരം കംപ്രസ് ചെയ്തു, അല്ലെങ്കിൽ ഏത് ദൂരം എക്സ്പാൻഡ് ചെയ്ത് കരുതുക. ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്തായിരിക്കും, യു ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിൽ യുവിൻ്റെ വാല്യൂ എത്രയായിരിക്കും, ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇത് മെക്കാനിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും കേട്ടോ. ദിസ് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കും, മെക്കാനിക് എനർജി. അപ്പോൾ ടോട്ടൽ എനർജി ഈക്വൽ ടു എന്തായിരിക്കും, ഹാഫ് കെ സ്ക്വയർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി കൈനിക് എനർജി കാണണം. കൈനിക് എനർജിയുടെ ഇക്വേഷൻ എന്താ, പൊട്ടൻഷ്യൽ എനർജീനെയും നമുക്ക് എന്ത് ചെയ്യാം, മെക്കാനിക് എനർജീനെ പൊട്ടൻഷ്യൽ എനർജി സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, കൈനിക് എനർജി കിട്ടും. അപ്പോൾ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഈ 3 ഇക്വേഷൻ നമുക്ക് വേണ്ടത്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഏതൊക്കെയാണ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് കെ സ്ക്വയർ, കൈനറ്റിക് എനർജി ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ടോട്ടൽ എനർജി എത്രയായിരിക്കും, ഹാഫ് കെ സ്ക്വയർ. അപ്പോൾ എല്ലാ സമയത്തും ടോട്ടൽ മെക്കാനിക് എനർജി എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഡെറിവേഷൻ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ടു ഫൈൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. നോക്കാം. ഓക്കെ, ഒരു സ്പ്രിംഗ് ഉണ്ട്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ. ആ സ്പ്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കുറച്ച് ദൂരം വലിച്ചു വെച്ചു. എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു എക്സ്. ഇതാണ് അപ്ലൈഡ് ഫോഴ്സ്, ക്യാപിറ്റൽ എഫ്. ഇങ്ങോട്ടേക്ക് ആരുണ്ട്, സ്പ്രിംഗ് ഫോഴ്സ്. കേട്ടോ, അപ്ലൈഡ് ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്. ആരുടെ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുക, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ്. ഓക്കെ, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് to expand or compress spring without acceleration is converted as potential energy. Okay, അപ്പോൾ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ആണ് കാണേണ്ടത് നമുക്ക്. അപ്പോൾ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് എങ്ങനെ കാണാൻ പറ്റുക, ആദ്യൊരു കാര്യം പറയട്ടെ. ആക്സിലറേഷൻ 0 ആണെന്ന് പറയുമ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം, 0 ആവണം. നെറ്റ് ഫോഴ്സ് ആരൊക്കെ ഉണ്ട്, എഫ് പ്ലസ് എഫ് എസ് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം, 0. അപ്പോൾ എഫ് പ്ലസ് എഫ് എസിൻ്റെ ഇക്വേഷൻ എന്താ, മൈനസ് കെ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും, കെ എക്സ് പ്ലസ് കെ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു എന്ത് ഫോഴ്സാണ്, ഒരു വേരിയബിൾ ആയിട്ടുള്ള ഫോഴ്സാണ്. ഈ വേരിയബിൾ ഫോഴ്സിന്റെ വർക്ക് എങ്ങനെ കാണാൻ പറ്റുക, വർക്ക് ഡൺ ബൈ സ്പ്രിംഗ്, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ്. ഓക്കെ, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു എഫ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് 0 ടു എക്സ് കെ എക്സ് ഡി എക്സ്. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കെ പുറത്തേക്ക് എടുത്താൽ ഇന്റഗ്രേഷൻ ഓഫ് എക്സ് ഡി എക്സ് 0 ടു എക്സ്. നമുക്ക് ലാസ്റ്റ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഈ വർക്കില്ലേ, ദിസ് വർക്ക് ഡൺ ഈസ് converted as potential energy.
സോ യു ഈക്വൽ ടു എന്തായിരിക്കും ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, ഇതാണ് ഡെറിവേഷൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Energy of a body defined as its capacity of doing work. The energy possessed by the body by virtue of motion is known as kinetic energy. A body of mass 5 kg initially at rest is subjected to a horizontal force of 20 Newton. What is the kinetic energy acquired by the body at the end of 10 seconds? Kinetic energy ആണ് കാണേണ്ടത്. അപ്പോൾ വർക്ക് എനർജി ഉപയോഗിക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, നമുക്ക് വർക്ക് കാണണം വേണ്ടേ? അതിന് നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ കാണണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വർക്കിൻ്റെ ഇക്വേഷൻ MAS ആണ്. അപ്പോൾ ആദ്യം ആക്സലേഷൻ കാണണം. ആക്സലേഷൻ എങ്ങനെ കാണാൻ പറ്റും? ഫോഴ്സ് ബൈ മാസ്. ഓക്കെ, ആക്സലറേഷൻ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mL(T⁻²) ഡിവൈഡ് ബൈ m. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആക്സലറേഷൻ ഫോഴ്സ് ബൈ മാസ് എന്നല്ലേ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ആക്സലേഷൻ കൊടുത്ത് ഫോഴ്സ് കൊടുത്തിട്ട് എത്രയാണ്? 20 Newton ഡിവൈഡ് ബൈ 5 kg ഈക്വൽ ടു 4 m/s². ഈ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താ? ut പ്ലസ് ഹാഫ് at². അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ u 0 ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു t². ടൈം എത്രയാണ്? 10². അപ്പോൾ 2 ഇൻറ്റു 100 ഈക്വൽ ടു 200 മീറ്റർ. ഓക്കെ, ഇനി എന്ത് കാണണം? നമുക്ക് വർക്ക് കാണണം. ബൈ വർക്ക് എനർജി തിയറം ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ? അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? MAS ഈക്വൽ ടു K-0. കാരണം ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. കാരണം ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന റെസ്റ്റ് എന്നാണല്ലോ. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ മാസ്? 5 ഇൻറ്റു A. എത്രയാണ്? ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. 4 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 200 ഈക്വൽ ടു K. അപ്പോൾ എത്ര കിട്ടും? K ഈക്വൽ ടു 20 ഇൻറ്റു 200. എത്ര കിട്ടും? 4000 ജൂൾ എന്ന് കിട്ടും, അല്ലെങ്കിൽ 4 കിലോ ജൂൾ. ഓക്കെ, ഇതാണ് ആ ബോഡിയുടെ ഫൈനൽ കൈനറ്റിക് എനർജി. കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ വർക്ക് എനർജി ഉപയോഗിക്കണം എന്നുള്ള ലോജിക്ക് മനസ്സിലാവണം. ആ ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വർക്ക് കാണണം. വർക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ A കാണണം, S കാണണം, എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ഓക്കെ, ആ രീതിയിൽ 2-3 ചിന്തിച്ചിട്ട് കുറച്ച് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ക്വസ്റ്റ്യൻ എളുപ്പമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് വെർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. Changing kinetic energy of a particle is equal to work done on it by the net force. ഇതാണ് നമ്മുടെ വർക്ക് എനർജി തിയറം. ഓക്കെ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താണ്? വർക്ക് ഡൺ എന്ന് പറഞ്ഞാണ് വർക്ക് എനർജി തിയറം. സോ ദ ആൻസർ അത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, ട്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. State and prove a law of conservation of mechanical energy in the case of freely falling object. Draw the variation of kinetic energy and potential energy of a freely falling body with height. Show that total mechanical energy of a freely falling body is constant. ഓൾറെഡി നമ്മൾ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ആ ഒരു വീഴ്ചയുടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ വരച്ചാണ്, നേരത്തെ വരച്ച് വെച്ചാണ്. അപ്പം നോക്കട്ടോ. അപ്പം അത് വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യാം? 3 പോയിന്റ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഏത് പോയിന്റ് പറയാം? സി. അറ്റ് സി പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ എന്താ? U ഈക്വൽ ടു mgh. കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ എന്താ? K ഈക്വൽ ടു 0. കാരണം അവിടെ വെലോസിറ്റി ഇല്ലല്ലോ. അപ്പോൾ മെക്കാനിക് എനർജി എന്തായിരിക്കും? E ഈക്വൽ ടു U പ്ലസ് K ഈക്വൽ ടു mgh പ്ലസ് 0 ഈക്വൽ ടു mgh. ഇനി അടുത്ത പോയിന്റ് അറ്റ് ബി. പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു mgx. കൈനറ്റിക് എനർജി എത്രയായിരിക്കും? K ഈക്വൽ ടു ഹാഫ് m v ഡാഷിൻ്റെ സ്ക്വയർ. ഈ v ഡാഷിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0² പ്ലസ് 2g ഇൻറ്റു h മൈനസ് എക്സ്. നമ്മൾ v² ഈക്വൽ ടു u² പ്ലസ് 2s കൊടുത്തു കഴിഞ്ഞാൽ സോ v ഡാഷ് സ്ക്വയർ ഈക്വൽ ടു ആരായിരിക്കും? 2g ഇൻറ്റു
എച്ച് മൈനസ് എക്സ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? നോക്കട്ടോ, കെ ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു 2g ഇൻറ്റു എച്ച് മൈനസ് എക്സ്. അപ്പോൾ എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെക്കാനിക് എനർജി എന്തായിരിക്കും? ഇ ഈക്വൽ ടു യു പ്ലസ് കെ ഈക്വൽ ടു എം ജി എക്സ് പ്ലസ് എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് ഈക്വൽ ടു എം ജി എച്ച്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് അറ്റ് എന്തായിരിക്കും? എ എന്നുള്ള പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? യു ഈക്വൽ ടു 0. കൈനറ്റിക് എനർജി എന്തായിരിക്കും? കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. പക്ഷെ നമുക്കറിയാം നിലത്തേക്ക് എച്ച് ആയിട്ട് താഴെ വീഴുമ്പോൾ എം ഇൻറ്റു വി ആരായിരിക്കും? റൂട്ട് 2gh സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച് എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെക്കാനിക് എനർജി എന്തായിരിക്കും? മെക്കാനിക് എനർജി ഇ ഈക്വൽ ടു യു പ്ലസ് കെ ഈക്വൽ ടു 0 പ്ലസ് എം ജി എച്ച് ഈക്വൽ ടു എം ജി എച്ച്. അപ്പോൾ എല്ലായിടത്തും മെക്കാനിക് എനർജി എന്ത് കിട്ടി? എം ജി എച്ച് എം ജി എച്ച് എം ജി എച്ച് എന്ന് കിട്ടി. ഇത് കണ്ടോ, ഇവിടെയും എം ജി എച്ച് എന്ന് കിട്ടി, ഇവിടെയും എം ജി എച്ച് കിട്ടി, ഇവിടെ എം ജി എച്ച് കിട്ടി. സോ മെക്കാനിക് എനർജി എന്താണ്? കൺസേർവ്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two bodies of masses m1 and m2 have same linear momentum. What is the ratio of their kinetic energies? ഈ കൈനറ്റിക് എനർജിൻ്റെയും മൊമെൻറ്റത്തിൻ്റെയും കണ്ടു ചെയ്യുന്ന ഇക്വേഷൻ ആണ് കെ ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഈ പി ഒരു കോൺസ്റ്റൻ്റ് ആണ്, 2ഉം കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? കെ പ്രപ്പോർഷണൽ ടു 1/m. അങ്ങനെയാണെങ്കിൽ k1/k2 ഈക്വൽ ടു എന്തായിരിക്കും? m2/m1. മാസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെവറൽ ഗെയിംസ് സച്ച് ആസ് ബില്ലിയാർഡ്സ്, മാർബിൾസ് ഓർ carom involves collision. What is mean by completely inelastic collision? In a completely inelastic collision, two bodies collide each other, stick together and move with a common velocity. Okay. If a collision of two bodies stick together or move with the same velocity after the collision is said to be perfectly inelastic. Show that perfectly elastic collision in one dimension, relative velocity after collision is numerically equal to relative velocity before collision. ഇത് എക്സാമിനേഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഡെറിവേഷൻ ആണ്. അപ്പോൾ നോക്കട്ടോ, അവിടെ ഒരു ബോഡി m1 വിത്ത് വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? u1 വരുന്നുണ്ട്, മറ്റൊരു ബോഡി m2 വിത്ത് വെലോസിറ്റി u2 വരുന്നുണ്ട്. ഇടിച്ച രേഷയുടെ വെലോസിറ്റീസ് v1 ഉം v2 ആയിട്ട് മാറി. നമ്മൾ ആദ്യം മൊമെൻറ്റം കൺസേർവ് ചെയ്യുക. മൊമെൻറ്റം കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇടിക്ക് മുമ്പുള്ള മൊമെൻറ്റം ഈക്വൽ ടു ഇടിക്ക് ശേഷമുള്ള മൊമെൻ്റ് ആക്കി മാറ്റിയിട്ട് ഡെറിവേഷൻ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 എന്ന് കിട്ടും. അത് നമുക്ക് m1 ആൾക്കാരൊക്കെ ഒരു ഭാഗത്തേക്ക് m2 ആൾക്കാരെ മറ്റൊരു ഭാഗത്തേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ നമുക്ക് വരാൻ പറ്റും? m1 ഇൻറ്റു u1 മൈനസ് u1 ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2 എന്ന് കിട്ടും. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ട് ഇടിക്ക് മുമ്പുള്ള കൈനറ്റിക് എനർജി ഈക്വൽ ടു ഇടിക്ക് ശേഷമുള്ള കൈനറ്റിക് എനർജി എന്നുള്ള ഈ ഇക്വേഷൻ ഉണ്ടാക്കുക. ഓക്കെ, അതൊന്നും എന്ത് ചെയ്യുക? നമ്മൾ സൈഡിലേക്ക് m1 ആൾക്കാരെ m2 ആൾക്കാരെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. അതൊന്ന് അറേഞ്ച് ചെയ്താൽ u1 മൈനസ് u2 ഈക്വൽ ടു v2 മൈനസ് u1 എന്ന് കിട്ടും. അതാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞ ഒരു ഡെറിവേഷൻ. ഓക്കെ, ഒരു മൊമെൻറ്റം കൺസർവേഷനും ഉണ്ട്, ഒരു കൈനറ്റിക് എനർജി കൺസർവേഷനും ഉണ്ട്, രണ്ടും കൂടെ ഒരു ഡിവിഷനും ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ്, a light body and heavy body have equal kinetic energy. Which one has greater momentum? നോട്ടോ, കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താ? പി സ്ക്വയർ ബൈ 2m. അപ്പോൾ പിൻ്റെ ഇക്വേഷൻ എന്താ? റൂട്ട് 2mk. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, കെയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും? നമ്മുടെ മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? റൂട്ട് m എന്ന് വരും. ഓക്കെ, അപ്പം മാസ് കൂടിയ ആൾക്ക് എന്ത് കൂടുതലായിരിക്കും? മൊമെൻറ്റം കൂടുതലായിരിക്കും. സോ ദ ആൻസർ എന്തായിരിക്കും? നമ്മുടെ മാസ് കൂടിയ ബോഡി ഇതാ ഹെവി ബോഡി. ഓക്കെ, മൊമെൻറ്റവും മാസും ഡയറക്ട്ലി പ്രപ്പോർഷൻ ആയതുകൊണ്ട് മാസ് കൂടുമ്പോൾ എന്ത് കൂടും? മൊമെൻറ്റവും കൂടും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the correct alternative. When a conservative force does positive work on a body, potential energy of the body. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് പോസിറ്റീവ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കും, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോഡി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കാരണം ഒരു ബോഡി താഴേക്ക് വീഴുന്ന കരുതുക. അത് താഴേക്ക് വീഴുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്. ഡിസ്പ്ലേസ്മെൻറ്റോ അതും താഴേക്കാണ്. അപ്പോൾ അത് രണ്ട് താഴേക്ക് ആയതുകൊണ്ട് വർക്ക് എന്തായിരിക്കും? അവിടെ ഒരു പോസിറ്റീവ് വർക്ക് നടക്കുക ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ. പക്ഷേ ഈ സമയത്ത് ഹൈറ്റ് കുറയുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്താ? യു ഈക്വൽ ടു mgh എന്നാണ് വരിക. അപ്പോൾ എച്ച് കുറയുന്നതുകൊണ്ട് ആരും കുറഞ്ഞിരിക്കും, യുവും കുറഞ്ഞിരിക്കും. സോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോഡി ഡിക്രീസ് ചെയ്യും. വർക്ക് ഡൺ വാസ് ഡൺ ബൈ എ ബോഡി അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ റിസൾട്ട്സ് ഇൻ ലോസ് ഓഫ്. ഓക്കെ, ഫ്രിക്ഷനെതിരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കുറയും? കൈനറ്റിക് എനർജി കുറയും. ഉണ്ടോ? വർക്ക് ഡൺ ബൈ എ ബോഡി അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ഓൾവേസ് റിസൾട്ട് ഇൻ. ഫ്രിക്ഷനെതിരെ വർക്ക് ചെയ്യുമ്പോൾ എന്തായിട്ട് സംഭവിക്കും? കൈനറ്റിക് എനർജി കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ച് പറയുമ്പോൾ ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല, ഇവിടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് മെക്കാനിക്കൽ എനർജി ലോസ് ഉണ്ടാവും. അപ്പോൾ ഒരു ലെവൽ സർഫസിൽ വെച്ചിട്ട് ഒരു ബോഡീനെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുകയാണ്. ആ മൂവ് ചെയ്യിക്കേണ്ട സമയത്ത് ഫ്രിക്ഷൻ എന്തായിരിക്കും? അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ആ ഫ്രിക്ഷനെതിരായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ വെലോസിറ്റിക്ക് എന്തോ ഒരു മാറ്റം വരും, വെലോസിറ്റി കുറയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ന് പറയാൻ പറ്റുക? വർക്ക് ഡൺ ബൈ ദ ബോഡി അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ഓൾവേസ് റിസൾട്ട് ഇൻ ദ ലോസ് ഓഫ് ഇറ്റ്സ് എന്തായിരിക്കും? കൈനറ്റിക് എനർജി. ഇതിൽ ഫ്രിക്ഷനെതിരെ വർക്ക് ചെയ്യുമ്പോൾ ഹൈറ്റ് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജിക്ക് മാറ്റം വരില്ല കേട്ടോ. സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം നമുക്കറിയാം. ടോട്ടൽ ബർഡൻ ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതാണെന്ന് നമ്മുടെ വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞത്. ഷോ ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോഡി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി ഡ്യൂറിങ് ഇറ്റ്സ് ഫ്രീ ഫോൾ അണ്ടർ ഗ്രാവിറ്റി. ഓക്കെ, ഒരു ബോഡി മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയത്തോ ആ ടോപ്പിൽ പറഞ്ഞ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എത്രയാണ്? യു ഈക്വൽ ടു mgh. കൈനറ്റിക് എനർജി k ഈക്വൽ ടു 0. പക്ഷെ ബോട്ടം വന്ന സമയത്ത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി യു ഈക്വൽ ടു 0 ആയിട്ടും കൈനറ്റിക് എനർജി k ഈക്വൽ ടു ഹാഫ് mv² ആയിട്ട് മാറും. വെലോസിറ്റി v, ഈ ഒരു ഹൈറ്റ് h ആണെങ്കിൽ. ഓക്കെ, പക്ഷേ ഈ v² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് ഇൻറ്റു m ഇൻറ്റു റൂട്ട് 2gh സ്ക്വയർ ആണ്. ഇവഞ്ച്വലി അത് mgh കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറുന്നു? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ കെയർഫുള്ളി ബ്രിങ്സ് ഡൗൺ എ ഗ്ലാസ് ഷീറ്റ് ഫ്രം എ ഹൈറ്റ് 2 meter ടു ദ ഗ്രൗണ്ട്. ദ ബർഡൻ ബൈ ഹിം. ഒരു മനുഷ്യൻ ഒരു ഗ്ലാസ് ഷീറ്റ് ആണെന്ന് വെച്ചോട്ടോ, അയാൾ എന്ത് ചെയ്യാണ്? താഴ്ത്താണ്. പക്ഷേ ഇയാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്കാണ്? താഴേക്കാണ്. അപ്പോൾ അയാളുടെ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് വർക്കായിരിക്കും. ലിഫ്റ്റിംഗ് അപ്വേർഡ്സ് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ്, ലിഫ്റ്റിംഗ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Force is required to lift a body from ground to height h and work is measured as the product of force and magnitude of displacement. Name the energy possessed by the body at maximum height. Write an equation for it. എന്ത് എനർജി ഉണ്ടാവുക? പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ ഇക്വേഷൻ ആരാ? യു ഈക്വൽ ടു mgh. A man of 60 kg carries a stone of mass 20 kg to the top of the multi-storied building of height 50 meter. Calculate the total energy spent by him. ഇയാൾ മുകളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അയാളുടെ മാസം
പ്ലസ് 20 കിലോ എന്നുള്ള ഈ അയാളുടെ മാസം 20 കിലോ എന്നുള്ള മാസം രണ്ടും കൂടെ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ അയാൾ മുകളിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ട ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? E ഈക്വൽ ടു mgh എന്ന് പറയാം. ഈ മാസം എത്രയുണ്ട്? 60 + 20 ഇൻറ്റു ജി 10 ഇൻറ്റു ഹൈറ്റ് 50. അപ്പോൾ 80 ഇൻറ്റു 10 ഇൻറ്റു 50 എന്ന് വരും അല്ലേ? ഓക്കെ, 40 1 2 3 അപ്പോൾ 40 കിലോ ജൂള് കേട്ടോ. 60 + 20 80 ഇൻറ്റു 10 ജി ഹൈറ്റ് 50. ഓക്കെ, അപ്പോൾ 40 കിലോ ജൂൾ. ഓക്കെ, ജീൻ്റെ വാല്യൂ 9 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറിയ മാറ്റം വരും. ഞാൻ ജീൻ്റെ വാല്യൂ 10 എടുത്തോണ്ടാണ് ഈ ആൻസർ ഇട്ട് കേട്ടോ. നിങ്ങൾ 9.8 കൊടുത്താൽ മതി. പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. പവറിൻ്റെ ഇക്വേഷൻ എന്താ? Power equal to F dot V. An elevator carrying a maximum load of 1800 kg in moving up with a constant speed 2 meters per second. The frictional force opposing the motion is 4000 Newton. Determine the minimum power delivered by the motor to the elevator. ഇവിടെ ആരുണ്ട്? ഒരു എലിവേറ്റർ ഉണ്ട്. ഈ എലിവേറ്ററിനെ മുകളിലേക്ക് അവരെ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ ഉണ്ടാവും? ഓക്കെ, ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയുണ്ട്? 4000 ന്യൂട്ടൺ. ഇതാരാണ്? ഫ്രിക്ഷൻ ആട്ടോ. പിന്നെ ഇതിൻ്റെ വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ് എത്രയായിരിക്കും? 1800 കിലോഗ്രാം. ഒരു സീറോ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ എന്ത്? വെയിറ്റ്. മുകളിലേക്ക് ഒരു ടെൻഷൻ വേണം. ഈ ബോഡി മുകളിലേക്ക് എന്ത് ചെയ്യണം? 1800 kg ഉള്ള ഒരു ബോഡിയാണ്. ഇത് മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 2 മീറ്റർ പെർ സെക്കൻഡ്. യൂണിഫോം വെലോസിറ്റി ആണ് പോണത്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് വെലോസിറ്റിയാണ്? യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ പ്രത്യേകത എന്താ? ആക്സലറേഷൻ 0 ആയിരിക്കും, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ഫോഴ്സ്, മുകളിലേക്കുള്ള ടെൻഷൻ പ്ലസ് താഴേക്കുള്ള എന്തായിരിക്കും? ഈ -4000 പ്ലസ് -1800 അല്ല 18,000 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0. അപ്പോൾ ടെൻഷൻ ഇപ്പോൾ എത്രയായിരിക്കും? 22,000 ന്യൂട്ടൺ എന്ന് കിട്ടും. പവറിൻ്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ 22,000 ഇൻറ്റു വെലോസിറ്റി 2. അപ്പോൾ 44,000 അഥവാ 44 കിലോ ജൂൾ എന്ന് കിട്ടും. ഓക്കെ, നഫൽ സാർ ഈ ചാപ്റ്റർ എത്രയാണ് വെയിറ്റേജ് എന്ന് ഒരു 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ നഫൽ, 1-2 ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിക്കുക കേട്ടോ. വർക്ക് എനർജി അല്ല യൂണിറ്റ് ഫംഗ്ഷൻ അല്ലേ പറഞ്ഞത്? 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. പവർ ഈസ് ദ ടൈം റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. റൈറ്റ് ആൻ ഇക്വേഷൻ ഫോർ പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പവറിൻ്റെ ഇക്വേഷൻ ആരാ? എഫ് ഡോട്ട് വി. പവർ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ യൂണിറ്റ്. ഏതായിരിക്കും? കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? എനർജീൻ്റെ യൂണിറ്റ് ആണ്. ബാക്കിയുള്ളൊക്കെ പവറിൻ്റെ യൂണിറ്റ് കേട്ടോ. എഞ്ചിൻ ഓഫ് ബസ് ഓഫ് മാസ് 5000 കിലോഗ്രാം ആക്സലറേറ്റ് ദ ബസ് ഫ്രം 2 to 20 in 120 seconds. Calculate the power expended by the engine. പവറിൻ്റെ ഇക്വേഷൻ എന്താ? വർക്ക് ബൈ ടൈം. ഇവിടെ ചെയ്ത വർക്ക് എത്രയാണ്? എൻജിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? 2-20 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നിങ്ങൾക്ക് അറിയാലോ, വർക്ക് എനർജി തീർന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എത്രയാണ്? 1/2 × m × v² - u² / t. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 × എത്രയാണ് മാസ്? 5000 × v², 20² മൈനസ് എത്രയായിരിക്കും? 2² ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 120. ഓക്കെ, 2500 ×
എത്ര കിട്ടും? 400 മൈനസ് 4, 396/120. ഇത് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ ആൻസർ ഞാൻ പറഞ്ഞുതരാം. 8250 ജൂളിൽ നിന്ന് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ വർക്ക് എനർജി പവർ കഴിഞ്ഞു. വർക്ക് എനർജി പവർ അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഓക്കെ, ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത അതിൻ്റെ ആ ഗ്രാഫ്, അതായത് ആ ഒരു ഫ്രീ ഫാളിൻ്റെ ഗ്രാഫില്ലേ, ആ ഒരു ചോദ്യം മെക്കാനിക്കൽ എനർജി കൺസർവേഷനാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആ കോളിഷൻ്റെ സ്ഥലത്തുള്ള ഈ പറഞ്ഞേക്കണ എന്താണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് റിലേറ്റീവ് വെലോസിറ്റി സെപ്പറേഷൻ V1 V2 ഡെറിവേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പവറിൻ്റെ ഭാഗത്ത് നിന്നും സിമ്പിളായിട്ട് പ്രോബ്ലങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ F×V ആ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. Draw a graph showing the variation of volume of a given mass of water with temperature from 0 degrees Celsius. In the graph, mark the temperature at which water has maximum density. Okay, അപ്പോൾ നമുക്കറിയാം anomalous expansion of water ആണ് പറഞ്ഞത്. When the water is heated from 0 to 100 degrees Celsius, at first its volume decreases, thereafter its volume increases. Up to 4 degrees Celsius എൻ്റെ വോളിയം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഗ്രാഫാണ് കാണിച്ചേക്കുന്നത്. ഡെൻസിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. anomalous expansion ആണ് പറയുക. ഓക്കെ, ശരിക്കും ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സബ്ലിമേഷൻ? റൈറ്റ് an എക്സാമ്പിൾ ഫോർ സബ്ലൈം മെറ്റീരിയൽ. എന്താണ് സബ്ലിമേഷൻ? അതൊരു ഫേസ് ചേഞ്ച് ആണ്. സോൾട്ട് നേരിട്ട് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകാതെ നേരെ എന്ത് ചെയ്യുന്നു? ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന സ്റ്റേറ്റ് ആണെന്ന് സബ്ലിമേഷൻ പറഞ്ഞത്. അതിന് എക്സാമ്പിൾ ഏതാണ്? ക്യാംഫർ, ഡ്രൈ ഐസ്, നാഫ്തലിൻ ഒക്കെ എന്ത് കാണിക്കാറുണ്ട്? സബ്ലിമേഷൻ എന്നുള്ളൊരു അവസ്ഥ കാണിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. ടെമ്പറേച്ചർ ഓഫ് എ നോർമൽ ഹ്യൂമൻ ബോഡി ഈസ് 98.6 degree Fahrenheit. What is the corresponding temperature in Celsius scale? Okay, നമുക്കറിയാം TF ഈക്വൽ ടു 9/5 TC പ്ലസ് 32 എന്നാണ്. എത്രയാണ് TF? 98.6 ഈക്വൽ ടു 9/5 1.8 32. അപ്പോൾ 1.8 TC ഈക്വൽ ടു 98 - 6 - 32 66.6. അപ്പോൾ TC ഈക്വൽ ടു 66.6 ഡിവൈഡ് ബൈ 1.8 എന്ന് വരും കേട്ടോ. ഏകദേശം ഒരു 37 കിട്ടും. ഓക്കെ, ആ ഉത്തരം എനിക്ക് അറിയാവുന്ന പറഞ്ഞാണ്, ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 37. Define latent heat. എന്താ latent heat? It is the amount of heat required to change the state of unit mass of a substance from one state to another. കേട്ടോ, താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ച് നോക്കുക. latent heat, amount of heat required to change the state of mass m of a substance. Okay, Q equal to ml എന്നാണ് പറയുക കേട്ടോ, അല്ലെങ്കിൽ L equal to Q/m. Okay. Why brass tumbler feels much colder than a wooden tray on a chilly day? നമ്മുടെ അവിടെ തെർമൽ കണ്ടക്ടിവിറ്റിയാണ് പറയേണ്ടത്. ഒരു ബ്രാസ് ടംബ്ലറിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രാസ് ടംബ്ലർ കൂടുതലായതുകൊണ്ട് ഒരു വൂഡൻ ട്രെയിനേക്കാൾ അത് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് കൂടുതൽ ഹീറ്റ് എന്ത് ചെയ്യും? ബ്രാസ് ടംബ്ലർ എടുക്കുന്നതുകൊണ്ട് നമുക്കത് കൂടുതൽ തണുത്തതായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ അവിടെ പറയേണ്ട മെയിൻ ആൻസർ എന്താണ്? അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്നൊരു വാക്കിൽ വന്നാൽ തന്നെ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഗ്രാഫ് ബിലോ എക്സിബിറ്റ്സ് anomalous expansion of water. Based on the graph, explain how lakes freeze from the top to bottom rather than from the bottom to top. Okay, anomalous expansion പറയുന്നത് അപ് ടു 4 degree Celsius വാട്ടറിൻ്റെ വോളിയം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. thereafter ഇൻക്രീസ് ചെയ്യും. വാട്ടർ പോസസ് മിനിമം വോളിയം ആൻഡ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 degree Celsius എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഐസിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് നോക്കട്ടോ, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ജനറലി മാറ്റർ എക്സ്പാൻഡ്സ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കോൺട്രാക്ട്സ് ഓൺ കൂളിംഗ്.
In the case of water, it expands on heating if its temperature is greater than 4 degrees Celsius. In the range 0 degrees Celsius to 4 degrees Celsius, water contracts on heating and expands on cooling. ഓക്കെ, അതിന് ഗാമ നെഗറ്റീവ് ആണ്. അവിടെ നോട്ടെ, ഇതിന് പറഞ്ഞ പേരാണെന്ത്? അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്. This anomalous behavior of water causes ice to form first at the surface of the lake in cold water. Okay, as the winter approaches, the water temperature increases initially at the surface. The water there sinks because of its increased density. Consequently, surface reaches 0 degrees Celsius first and the lake becomes covered with ice. Aquatic life is able to survive the cold winter as the lake water remains unfrozen at temperature of about 4 degrees Celsius. Okay, ഈ ഒരു സംഭവം വായിച്ചു നോക്കിയിട്ട് ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ when the atmospheric temperature is negative, ഡെൻസിറ്റി കൂടിയ വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ബോട്ടത്തിൽ വരും, 0 ഡിഗ്രി സെൽഷ്യസ് ഐസ് മുകളിൽ പോവും. അങ്ങനെ എന്ത് ചെയ്യും? ഹീറ്റ് എന്ത് ചെയ്യും? താഴെയാണ് 4 ഡിഗ്രി സെൽഷ്യസ്, അപ്പോൾ ഹീറ്റ് കൂടുതൽ താഴെയാണ്. അപ്പോൾ ഐസ് ഒരു തെർമൽ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ വാട്ടർ എന്നുള്ള ഹീറ്റ് എന്ത് ചെയ്യും? ഐസിലൂടെ എങ്ങോട്ടേക്ക് പോകും? അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അപ്പോൾ ഐസ് എന്ത് ചെയ്യും? ഇങ്ങനെ പതുക്കെ പതുക്കെ ഗ്രോ ചെയ്യും. ഓക്കെ, അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. ഇതും ഓക്കെയാണ്. നെക്സ്റ്റ്, a transition of matter from any one state to another is called change of state. Temperature at which the solid and the liquid state of a substance are in thermal equilibrium is called. Solid state liquid state ആകുമ്പോൾ എന്താ പറയുക? അതിന് പറഞ്ഞ പേരാണ് മെൽറ്റിംഗ് പോയിന്റ്. Okay, the value of latent heat of a substance depends upon pressure. State whether this statement is true or false. Correct ആണ്. Latent heat of a substance എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രഷർ മാറ്റം വരുത്തിയാൽ ഐസിൻ്റെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് മാറും, ബോയിലിംഗ് പോയിന്റ് മാറും. ഓക്കെ, അപ്പോൾ ഈ പ്രഷർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ലേറ്റന്റ് ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത 0.3 കിലോഗ്രാം ഓഫ് ഐസ് മെൽറ്റ്സ് കംപ്ലീറ്റ്ലി ബൈ അബ്സോർബിംഗ് 105 ജൂൾ ഓഫ് ഹീറ്റ്. കാൽക്കുലേറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്. എല്ലിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ബൈ എം എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 105 divided by 0.3, 1050 by 3. 1050 by 3 എത്രയാണ്? 330 joule per kilogram. Okay, next question. Which among the following possess highest specific capacity? നിങ്ങൾക്കറിയാം, ഇത് കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആരാണ്? വാട്ടറാണ്. 4200 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. എ ബോഡി കൂൾസ് ഫ്രം 80 to 50 in 5 minutes. Calculate the time it requires to cool from 60 to 30. Temperature of the surrounding is 20. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ന്യൂട്ടൺസ് ലോൻ്റെ ഫോർമുല വേണം. ആ ഫോർമുല എന്താ? T1 minus T2 by T equal to K into T1 plus T2 by 2 minus T0. Okay, T1 എത്രയാണ്? 80 minus 50 by 5 equal to K into 80 plus 50 by 2 minus 20. എത്ര കിട്ടും? 30 by 5 equal to 6 equal to K into 80 plus 50. എത്ര കിട്ടും? 130 by 2, that is 65 minus 20 equal to 45. So K ൻ്റെ വാല്യൂ 3 ആയിരിക്കും. 6 by 45 അല്ലേ? 3 into 2 9 into 5 എത്ര കിട്ടും? 2 by 15. ഇവിടെ നോട്ടെ. ഇനി ഇത് ഫസ്റ്റ് കേസാണ്. സെക്കൻഡ് കേസിൽ എന്താ വേണ്ടത്? നമുക്ക് 1630 വേണ്ടത്. അപ്പോൾ സെക്കൻഡ് കേസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 60 മൈനസ് 30 ഡിവൈഡ് ബൈ ടൈം ടി ഈക്വൽ ടു കെൻ്റെ വാല്യൂ എന്താണ്? 2 by 15 ഇൻറ്റു 60 പ്ലസ് 30 by 2 മൈനസ് സറൗണ്ടിങ് എത്രയാണ്? 20. 30 by t ഈക്വൽ ടു 2 by 15 ഇൻറ്റു 90 by 2 is 45 minus 20, 25. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും?
5 ഇൻറ്റു 3 5 ഇൻറ്റു 5. അപ്പോൾ അത് കട്ടായി പോയി, 5 കട്ടായി പോയി. ഓക്കെ, എത്ര കിട്ടും? ടി ഈക്വൽ ടു 90/10 ഈക്വൽ ടു 9 മിനിറ്റ്സ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ വെച്ചുള്ള ചോദ്യം എപ്പോഴും വരുന്നതാണ്. അതുകൊണ്ട് ഇക്വേഷൻ നേരെ ഉപയോഗിക്കുക. 2 കേസിൽ കൊടുക്കുക, ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷന് കെ കണ്ടുപിടിക്കുക, സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, among the various modes of heat transfer, which one is the fastest? നമുക്കറിയാം പല മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. കണ്ടക്ഷൻ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏതാണ് അതിൽ റേഡിയേഷൻ. A pan filled with hot water cools from 94 to 86 in 2 minutes. When the room temperature is 20, how long it will take to cool from 71 to 69? അപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ചെയ്യാതെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരിക്കും? ഇങ്ങനെ 2 ഇക്വേഷനൊക്കെ 94 മൈനസ് 86 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു k ഇൻറ്റു 94 പ്ലസ് 86/2 മൈനസ് സറൗണ്ടിങ് 20 അല്ലേ? ഇതൊരു ഇക്വേഷനും. അടുത്തതായിരിക്കും 71 മൈനസ് 69 ടൈം എത്രയാണ്? ടി ഈക്വൽ ടു കെ ഇൻറ്റു 71 പ്ലസ് 69/2 മൈനസ് 20. ഈ 2 ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, heat energy is transferred from one body to another body due to the temperature difference. What are the different modes of heat transfer? Conduction, convection, radiation. Explain how sea breeze. ഇത് കൺവെക്ഷൻ്റെ ഭാഗത്ത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, സീ ബ്രീസും ലാൻഡ് ബ്രീസും. സോ ഒരു മോർണിംഗ് ടൈമിൽ land heats up quickly than sea because of its low specific capacity. So air above the land heats up, it goes upwards, then the cool air above the sea replaces. Okay, that is what sea breeze. So during the day the land gets heated faster than water. The hot air rises up and cool air from the sea rushes towards the land. This is called sea breeze. The bottom of the cooking vessels are blackened. Black ആകുമ്പോൾ എന്തായിരിക്കും? നന്നായിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ബ്ലാക്കൻ ചെയ്യുന്നത് കേട്ടോ. കുക്കിംഗ് വെസൽ ബ്ലാക്കൻ ചെയ്യുന്നത്. ഹീറ്റ് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഏത് കളറിനുണ്ട്? ബ്ലാക്കിനുണ്ട്. അത്രേ ഉള്ളൂ. Linear expansion is the change in length of the object with the temperature. Write equation for coefficient of linear expansion. Alpha equal to delta L by L delta T. Okay. Show that coefficient of volume expansion is thrice its coefficient of linear expansion. നോക്കട്ടോ. ഇതൊരു ക്യൂബാണ്. ഇതിൻ്റെ ലെങ്ത് L. ലെങ്ത് L. ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ലെങ്ത് എന്നായിട്ട് മാറി, L ഡാഷ് ആയിട്ട് മാറി. L ഡാഷ് ഈക്വൽ ടു L പ്ലസ് ഡെൽറ്റ L. ഹീറ്റ് ചെയ്താട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗാമയാണ് കാണേണ്ടത്. ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ് കാണേണ്ടത്? ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി ആണ്. ഇപ്പോൾ കാര്യം ചെയ്യുക, ചേഞ്ചിൽ വോളിയം കാണാം. എന്താ ചേഞ്ചിൽ വോളിയം? വി ഡാഷ് മൈനസ് വി എന്ന് പറയും. വി ഡാഷ് ആരാ? എൽ ഡാഷ് ക്യൂബ് മൈനസ് എൽ ക്യൂബ്. എൽ ഡാഷ് ക്യൂബ് ആരാ? എൽ പ്ലസ് ഡെൽറ്റ എല്ലിൻ്റെ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ക്യൂബ് പ്ലസ് 3L സ്ക്വയർ ഡെൽറ്റ എൽ പ്ലസ് 3L ഡെൽറ്റ എൽ സ്ക്വയർ പ്ലസ്
ഡെൽറ്റ എൽ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. ഈ എൽ ക്യൂബ് കട്ടായി പോയി. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3l² ഡെൽറ്റ എൽ. എന്തുകൊണ്ട്? ഡെൽറ്റ എൽ ഈസ് വെരി സ്മോൾ, so delta L square can be neglected. ഓക്കെ, അപ്പോൾ ഈ ടേമാണ് പോവും. നമ്മുടെ ഈ ഒരു ടേമില്ലേ, ഈ ഒരു ടേം ചെറുതായതുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കണം കേട്ടോ. ഓക്കെ, ബാക്കി ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് എന്ത് കാണണം? നമുക്ക് ഗാമയുടെ ഇക്വേഷൻ കാണാം. ഗാമയുടെ ഇക്വേഷൻ ആരാ? ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി. ഡെൽറ്റ വി ആരാണ്? 3l² ഡെൽറ്റ എൽ divided by L cube delta T. 3 into delta L by L delta T. This is equal to 3 alpha. Gamma equal to 3 alpha. Next question. The change in temperature of a substance when given quantity of heat is absorbed or rejected is characterized by the heat capacity. Define specific capacity, molar heat capacity of a substance, pressure and molar heat capacity at constant volume. Give the reason for using water as a coolant in radiator. എന്താണ് specific capacity? Amount of heat required to rise temperature of unit mass of a substance by 1 unit എന്ന് പറഞ്ഞാണ് എന്ത്? Specific capacity. Amount of heat required to rise temperature of unit mole of a substance by 1 unit എന്ന് പറഞ്ഞാണ് എന്ത്? Molar heat capacity. അത് രണ്ട് തരത്തിലുണ്ട്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും ഉണ്ട്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഉണ്ട്. അതിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തെക്കാളും R എമൗണ്ട് കൂടുതലാണ് ഐഡിയൽ ഗ്യാസിന്. CP - CV = R. ഓക്കെ, അപ്പോൾ അത് ഡെറിവേഷൻ എഴുതി വയ്ക്കുക, അതെല്ലാം കൃത്യമായിട്ട് വരച്ച് വയ്ക്കുക. ഞാൻ നോട്ട് തരാം, നോട്ടോ. Give the reason for using water as a coolant in automobile radiators. അതിൻ്റെ ഹ്യൂജ് സ്പെസിഫിക് കപ്പാസിറ്റി കൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് വളരെ പതുക്കെ ചൂടാവുള്ളൂ, വളരെ പതുക്കെ തന്നെ തണുപ്പ് പോകത്തുള്ളൂ, ചൂട് പോകത്തുള്ളൂ. ഒരു വാട്ട് ടെമ്പറേച്ചർ, വാട്ട് ആസ് മിനിമം വോളിയം. അതിൻ്റെ ഉത്തരം ഇത് രണ്ടും അല്ല. അതിൻ്റെ ഉത്തരം എന്താണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. വാട്ടർ പ്രോസസ് മിനിമം വോളിയം മറ്റേ 4 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ ഇവിടെ സ്പെസിഫിക് കപ്പാസിറ്റി ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കുക. ഓക്കെ, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ ബോഡി ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്പെസിഫിക് കപ്പാസിറ്റി. ഓക്കെ, മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി പറയുമ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് 1 gram mole ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. Triple point of water is 0.01 degree Celsius. Express temperature in Kelvin scale. Kelvin scale equation at Tc equal to Tk equal to Tc plus 273.15. അപ്പോൾ 0.01 plus 273.15 എന്ന് പറയുമ്പോൾ 273.16 Kelvin. Okay, next question. അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ ഒരുപാട് ഏരിയ ഇപ്പോൾ കട്ടായിട്ടുണ്ട്. ഹീറ്റ് എഞ്ചിനൊക്കെ പോയതുകൊണ്ട് തന്നെ ചാപ്റ്റർ വളരെയധികം കുറച്ച് കാര്യങ്ങളുള്ളൂ കേട്ടോ. State first law of thermodynamics. Heat energy supply system is used for increasing internal energy and performing work. Delta Q equal to delta U plus delta W. ഇതാണ് ഫസ്റ്റ് ലോ കേട്ടോ. തെർമോഡൈനാമിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഇതൊന്ന് കണക്ട് ചെയ്യണം. ഐസോബാറിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്താ? ഐസോബാറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ പ്രഷറാണ് കോൺസ്റ്റന്റ്. ഓക്കെ, പ്രഷറിൻ്റെ അതിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ ആരാ? P × V2 - V1 കേട്ടോ. ഐസോബാറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ അതിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ ആരാ? nRT ln V2/V1. അഡിയബാരിക് പ്രോസസ്സിൻ്റെ കേസിൽ എന്തായിരിക്കും? നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അതിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? R/Γ - 1 × T1 - T2. ഓക്കെ, നെക്സ്റ്റ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ഐസോബാറിക് പ്രോസസ്. വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ഇൻ്ററേഷൻ ഓഫ് V1 to V2 PdV. അവിടെ എന്ത് ചെയ്യുക? ഈ ഐസോബാറിക് പ്രോസസ്സിൻ്റെ PV = nRT കൊടുത്തിട്ട് nRT/V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരെ നമുക്ക് എൻ്റെ ഡെറിവേഷൻ കിട്ടുന്നതായിരിക്കും. സിമ്പിൾ ഡെറിവേഷനാണ്. ഐസോബാറിക് പ്രോസസ്സിൻ്റെ അഡിയബാരിക് പ്രോസസ്സിൻ്റെയും വർക്കിൻ്റെ ഡെറിവേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. നോട്ട് നോക്കിയിട്ട് പഠിച്ചു വയ്ക്കുക.
Derive the relation Cp minus Cv equal to R, where Cp and Cv are molar heat capacities of an ideal gas at constant pressure and constant volume. നമുക്കറിയാം സി പി ഇൻഡിക്കേഷൻ ആണ് സി പി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി. ആ ഡെൽറ്റ ക്യൂൻ്റെ ഇക്വേഷൻ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ബൈ എൻ ഡെൽറ്റ ടി. ഡെൽറ്റ യു പ്ലസ് ഈ വർക്ക് ഇൻഡിക്കേഷൻ എൻ ആർ ഡെൽറ്റ ടി എന്ന് കൊടുക്കട്ടെ. ഐസോബാർ പ്രോസസിന്റെ വർക്ക് ഇൻഡിക്കേഷൻ ആണ് എൻ ആർ ഡെൽറ്റ ടി ബൈ എൻ ഡെൽറ്റ ടി. ഇതൊരു ഇക്വേഷൻ ആക്കി വെച്ചു. സി വി എന്ന് പറഞ്ഞാൽ എന്താ, അഗെയിൻ ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി. പക്ഷേ പ്രത്യേകത എന്ന് വെച്ചാൽ ഡെൽറ്റ യു പ്ലസ് ഇതിന്റെ വർക്ക് 0 ആണ് ബൈ എൻ ഡെൽറ്റ ടി. അത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ സി പി മൈനസ് സി വി കാണാം. എങ്ങനെ കാണാൻ പറ്റും? ഡെൽറ്റ യു പ്ലസ് എൻ ആർ ഡെൽറ്റ ടി ബൈ എൻ ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ യു ബൈ എൻ ഡെൽറ്റ ടി. അപ്പൊ രണ്ടും കട്ടായി ഇപ്പോൾ ബാക്കി എന്ത് കിട്ടും? എൻ ആർ ഡെൽറ്റ ടി ബൈ എൻ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. ഇതാണ് നമ്മുടെ മേഡ്സ് റിലേഷൻ ഡെറിവേഷൻ. സി ബി മൈനസ് സി വി ഈക്വൽ ടു ആർ. Next, in adiabatic process, system is insulated from the surrounding and heat is absorbed or released is 0. Derive the expression of work done in adiabatic change of ideal gas from state P1 V1 T1 to P2 V2 T2. Okay, adiabatic process വർക്ക് ഇൻഡിക്കേഷൻ നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് നോക്കുക. വർക്ക് ഇൻഡിക്കേഷൻ വരും NR ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2 അല്ലെങ്കിൽ 1 ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു P1 V1 മൈനസ് P2 V2. വലിയ ഡെറിവേഷൻ ആണ്, നോട്ടിലുണ്ടാവും, വൃത്തിയായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, 2 samples A and B of oxygen at the same initial temperature and pressure are compressed from volume V to V by 2. A is compressed isomally, B is adiabatically. Find out the ratio of final pressure of A and B. കേട്ടോ, സെയിം ഇനീഷ്യൽ ടെമ്പറേച്ചറും പ്രഷറും ആയിരുന്നു ഫസ്റ്റ്. ഒരാൾ രണ്ടുപേരും ഇത് വോളിയം വി നിന്ന് വി ബൈറ്റിലേക്ക് മാറി. ഒന്ന് അഡിയബാറ്റിക് ഒന്ന് ഐസോമലാണ്. അപ്പോൾ ഐസോമലിൻ്റെ കാര്യം പറയുമ്പോൾ നോക്കട്ടോ, ഐസോ തെർമലിൻ്റെ കാര്യം പറയുമ്പോൾ പി വി ഈക്വൽ ടു പി ഡാഷ് വി ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് പറയാൻ പറ്റും? പി വി ഈക്വൽ ടു പി ഡാഷ് ഇൻറ്റു വി ബൈ 2. അപ്പോൾ പി ഡാഷ് ഈക്വൽ ടു എന്ത് കിട്ടും? 2p എന്ന് കിട്ടും. അഡിയബാറ്റിക്കിൻ്റെ കാര്യം പറയുമ്പോൾ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു പി ഡാഷ് വി ഡാഷ് റേസ് ടു ഗാമ എന്ന് വരും. അപ്പോൾ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു പി ഡാഷ് ഇൻറ്റു എന്ത് കിട്ടും? വി ബൈ 2 ഹോൾ റേസ് ടു ഗാമ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി ഡാഷ് ഈക്വൽ ടു, ഓക്കെ, ഇതങ്ങോട്ട് പോയി എത്രയായി പോവും? പി ഡാഷ് ഈക്വൽ ടു പി ഇൻറ്റു വി റേസ് ടു ഗാമ ഡിവൈഡ് ബൈ വി ബൈ 2 ഹോൾ റേസ് ടു ഗാമ എന്ന് വരും. ഓക്കെ, വി റേസ് ടു ഗാമ കട്ടായി പോയാൽ പി ഡാഷിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 2 റേസ് ടു ഗാമ പി എന്ന് വരും. അപ്പോൾ ഇവിടെ 2 റേസ് ടു ഗാമ അല്ലേ, 2 റേസ് ടു ഗാമ 1.4p എന്ന് വരും. നമുക്ക് കാണേണ്ടത് ഈ അഡിയബാറ്റിക്കിൻ്റെ രണ്ടിൻ്റെയും കൂടെ, അതായത് ഈ അഡിയബാറ്റിക്കിൻ്റെ ഗാമേനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പി ഡാഷിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഔട്ട് റേഷ്യോ ഓഫ് എ ആൻഡ് ബി അല്ലേ കാണേണ്ടത്. അപ്പോൾ പി ബൈ പി ഡാഷ് ബൈ പി ഡബിൾ ഡാഷ് ആണ് കാണേണ്ടത്. അപ്പോൾ 2p ഡിവൈഡ് ബൈ 2 റേസ് ടു 1.4p എന്ന് വരും. ഇത് മുകളിൽ പോകുമ്പോൾ 2 റേസ് ടു 1 മൈനസ് 1.4, 2 റേസ് ടു മൈനസ് 0.4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? നമുക്ക് 2p എന്ന് കിട്ടി. മറ്റെത്ര കിട്ടി? 2 റേസ് ടു ഗാമ പി എന്ന് കിട്ടി. അപ്പോൾ പി ഡാഷ് ഡിവൈഡ് ബൈ പി ഡബിൾ ഡാഷ്, അപ്പോൾ 2p ഡിവൈഡ് ബൈ
2^1.4p എന്ന് പറഞ്ഞ സമയത്ത് എന്ത് കിട്ടുന്നു? 1 - 1.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2^-0.4 എന്ന് കിട്ടുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറി എന്നുള്ള ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, ഇത് ഫുള്ള് എന്താണ്? തിയറി തന്നെയാണ്. അപ്പോൾ അതിന്റെ മെയിനായിട്ട് 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ചോദ്യങ്ങൾ തന്നെയാണ് തിരിച്ചും മറിച്ച് എപ്പോഴും ചോദിക്കാറുള്ളത്. റൈറ്റ് അസംഷൻസ് ഓഫ് ഐഡിൽ ഗ്യാസ്. ഐഡിൽ ഗ്യാസിന്റെ അസംഷൻസ് ആണ് ഇവിടെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഞാൻ വായിക്കാം, മനസ്സിലാക്കി വെക്കാം കേട്ടോ. Every gas consists of extremely small particles known as molecule. The molecules of a given gas are identical but are different for another gas. The molecules of a gas are identical, spherical, rigid and perfectly elastic mass points. The size is negligible in comparison to the intermolecular distance. Volume of the molecule is negligible in comparison to the volume of the gas. Molecules of a gas keep on moving randomly in all possible directions with all possible velocities. Speed of the gas molecule lie between 0 and infinity. The gas molecule keeps on colliding among themselves as well as with the walls of the containing vessel. These collisions are perfectly elastic. Okay. അപ്പോൾ ഈ ഒരു കുറേ പോയിന്റ്സ് ഉണ്ട്. അതിൻ്റെ 5-6 പോയിന്റ്സ് എഴുതിയാൽ മതി. ബാക്കിയും കുറേ പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ടൈം സ്പെൻഡിൻ്റെ കൊളിഷൻ ബിറ്റ്വീൻ 2 molecule is negligible in comparison to the time between 2 successive collision. Number of collisions per unit volume in a gas remains constant. No attractive or repulsive force acts between molecules. Gravitational attraction among the molecule is ineffective due to extremely small masses and very high speed of molecules. Molecules constantly collides with the walls of the container, due to which their momentum changes. The changing momentum is transferred to the walls of the container. Consequently, pressure is exerted by the molecules on the walls of the container. Density of the gas is constant at all points of the container. ഇതിന് കുറേ പോയിന്റ് ഉണ്ട്. നമുക്കൊരു 5-6 പോയിന്റ് എഴുതിയാൽ മതി. ആ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ അതിൽ കുറേ പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് എന്ത്? പ്രഷർ എക്സൈഡ് ബൈ ദ ഗ്യാസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഐഡിൽ ഗ്യാസ് എടുക്കുക, ഒരു ക്യൂബിക്കൽ കണ്ടെയ്നർ ഐഡിൽ ഗ്യാസ് എടുക്കുക. ആ ഐഡിൽ ഗ്യാസിൻ്റെ ഒരു മോളിക്യൂളിൻ്റെ മാസ് m ആണ്, ആ മോളിക്യൂളിൻ്റെ വെലോസിറ്റി v ആണ്. ആ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്തിട്ട് VXI + VYJ + VZK എന്ന് കൊടുക്കുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ v = √VA² + VY² + VZ² എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ VXൻ്റെ VYൻ്റെയും VZൻ്റെയും സെയിം ആവെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഐസോട്രോപ്പിക് ആണ് ഈ മോളിക്കുലർ മോഷൻ ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് v² = 3VA² അല്ലെങ്കിൽ 3VY² എന്ന് കൊടുക്കാൻ പറ്റും കേട്ടോ. അവിടെ ഇരിക്കട്ടെ. ഇത് കഴിഞ്ഞ് നമുക്ക് ടൈം ഓഫ് കൊളിഷൻ കാണാം. ഈ ഒരു വോൾ ഉണ്ടല്ലോ, A1 എന്ന് പറഞ്ഞ വോളിലേക്ക്, അതിലേക്ക് 2 തവണ ഹിറ്റ് ചെയ്യാൻ വേണ്ട ഒരു സമയമാണ് കാണാൻ വേണ്ടി പോണത്. അതായത് ടൈം ബിറ്റ്വീൻ 2 സക്സസീവ് കൊളിഷൻ വിത്ത് വോൾ A1 ΔT = 2L/Vx എന്ന് കിട്ടും. പിന്നെ നമുക്ക് നേരെ കൊളിഷൻ ഫ്രീക്വൻസി എന്ന് വേണമെന്നില്ല, നേരെ ഇങ്ങോട്ടേക്ക് കിടക്കാം. ചേഞ്ചിങ് മൊമെൻറ്റം, ഒരു മോളിക്യൂളിൻ്റെ ചേഞ്ച് മൊമെൻറ്റിനെ കാണാൻ പറ്റും. ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം = -2mvx എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചേഞ്ച് മൊമെൻറ്റം ഓഫ് എ മോളിക്യൂൾ എന്നായിരിക്കും +2mvx എന്ന് കിട്ടും. രണ്ടും കൂടെ നമ്മൾ മോളിൽ കണ്ടല്ലേ, അത് നേരെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഫോഴ്സ് കാണാം. ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിംഗിൾ മോളിക്യൂൾ അത്രയായിരിക്കും ΔP/ΔT എന്ന് പറയുമ്പോൾ 2mvx / 2L/Vx എന്ന് പറയുമ്പോൾ mvx²/L എന്ന് കിട്ടും. ഓക്കെ, അത് എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ അത്രയും മോളിക്യൂളിലേക്ക് നമ്മൾ സം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇക്വേഷനിലേക്ക് മാറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? പ്രഷറിലേക്ക് മാറ്റുക. പ്രഷറിലേക്ക് മാറ്റുമ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ്റെ ഫോഴ്സ്/ഏരിയ എന്ന് കൊടുക്കുക. അതിൽ നമ്മൾ ഈ സാധാരണ മോളിക്യൂളിൻ്റെ വെലോസിറ്റി മാറ്റിയിട്ട് ആവറേജ് വെലോസിറ്റി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ലാസ്റ്റ് ഡെറിവേഷനിലേക്ക് എത്താൻ പറ്റും. P = 1/3 Nm/v/Vrms². വളരെ ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ്. വൃത്തിയായിട്ട് നിങ്ങളുടെ നോട്ടിലുള്ള ആ ഡെറിവേഷൻ പഠിച്ചു വെച്ചിട്ട് പോവുക. ഓക്കെ, ഇത്തിരി ലെങ്തിയാണ്, അതുകൊണ്ട് തന്നെ സ്പീഡിൽ ചെയ്യാൻ പഠിക്കുക. 2-3 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാനും കുഴപ്പമില്ല. തുടക്കം അവസാനം വേണം. By using the law of equipartition of energy, derive the value of ratio specific capacity of a monatomic gas. Okay, ഈ ഡിഗ്രീസ് ഓഫ് എടുത്ത ഇക്വേഷനാണ് ആദ്യം കാണേണ്ടത്. F നമുക്കറിയാം എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഒരു മോളിക്യൂളിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടോ അതിന് ഈക്വലായി ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നു. ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് എത്ര കിട്ടും? ½ kBT കിട്ടും. അപ്പോൾ എനർജി പൊസസ്ഡ് ബൈ വൺ മോളിക്യൂൾ അത്രയായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു F × ½ kBT എന്ന് വരും. അപ്പോൾ എനർജി പൊസസ്ഡ് ബൈ 1 മോൾ എത്രയായിരിക്കും?
Na into F/2 kBT. That is F/2 RT എന്ന് വരും. ഓക്കെ, എനർജി പൊസസ്ഡ് ബൈ 1 മോൾ കേട്ടോ. അടുത്ത് നമ്മളൊക്കെ എന്താ കാണുന്നതാണ്, ഈ 1 മോൾ അല്ലേ, എനർജി പൊസസ്ഡ് ബൈ n മോൾസ് യു. നമുക്ക് ഇന്റേണൽ എനർജിയാണ് n ഇൻറ്റു F/2 RT എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സി വിന്റെ വാല്യൂ ആണ്. സി വിന്റെ ഇക്വേഷൻ ആരാ? ഡെൽറ്റ യു ബൈ എൻ ഡെൽറ്റ ടി എന്നാ പറയാം. അപ്പോൾ എന്ത് കിട്ടും? 1/n ഇൻറ്റു ഡി യു ബൈ ഡി ടി, 1/n ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് n ഇൻറ്റു F/2 RT ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് F/2 R എന്ന് കിട്ടും. അപ്പോൾ സി പി എങ്ങനെ കാണാൻ പറ്റും? സി പി ഈക്വൽ ടു സി വി പ്ലസ് ആർ. അപ്പോൾ എത്ര കിട്ടും? F/2 R പ്ലസ് ആർ ഈക്വൽ ടു F/2 പ്ലസ് 1 ഇൻറ്റു ആർ എന്ന് വരും. ഓക്കെ, ഇനി ഗാമയുടെ വാല്യൂ, ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി വി. അപ്പോൾ F/2 പ്ലസ് 1 ഇൻറ്റു ആർ ഡിവൈഡ് ബൈ F/2 ആർ എന്ന് പറയും ലാസ്റ്റ് 1 പ്ലസ് 2 ബൈ എഫ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഗാമയുടെ ഇക്വേഷൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ്. നേരെ ആരംഭിക്കേണ്ട പ്രഷറിന്റെ ഇക്വേഷൻ 1/3 rho VRMS square. For 1 mole of ideal gas, P equal to 1/3, 1 mole ആകുമ്പോൾ മോളാർ മാസ് ഡിവൈഡ് ബൈ V ഇൻറ്റു VRMS സ്ക്വയർ വരും. ഇത് പ്രതിക്കിട്ടാൽ PV ഈക്വൽ ടു 1/3 m ഇൻറ്റു VRMS സ്ക്വയർ വരും. പി വി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി വി ഈക്വൽ ടു ആർ ടി എന്ന് എഴുതാം, ഒരു മോൾ ആയതുകൊണ്ട്. ഈ 1/3 പകരം 2/3 ഇൻറ്റു ഹാഫ് എം വി ആർ എം എസ് സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പോൾ ആർ ടി ഈക്വൽ ടു 2/3 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഇ ഈക്വൽ ടു എന്ത് കിട്ടി? 3/2 ആർ ടി. ഇത് ആരുടെയാണ്? 1 മോളിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ്. ആവറേജ് എന്താ പറയാൻ പറ്റുക? ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ്. ഇനി നമുക്ക് കാണേണ്ടത് ഒരു മോളിക്യൂളിൻ്റെ ആണ്. ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് 1 molecule, that is equal to E by Na എന്ന് വരും. അപ്പോൾ 3/2 RT by Na എന്ന് വരും. ഈ R by N ആരാ? KB ആണ്. അപ്പോൾ 3/2 KBT എന്ന് കിട്ടും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡെറിവേഷൻ. അതായത് ടെമ്പറേച്ചർ, ആ ഒരു ഡിപ്പെൻഡൻസ് ഓഫ് എന്തായിരിക്കും? കൈനറ്റിക് എനർജി ഓഫ് ഐഡിയൽ ഗ്യാസ്. ആ ഡെറിവേഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. വാട്ട് യു മീൻ ബൈ മീൻ ഫ്രീ പാത്ത്? ഗീവ് ദ ഇക്വേഷൻ ഫോർ മീൻ ഫ്രീ പാത്ത്. എന്താണ് മീൻ ഫ്രീ പാത്ത്? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളിഷൻ. ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ മോളിക്യൂൾ. അവിടെ ആ വാക്കുണ്ട്, ആവറേജിന് വാക്കുണ്ട്. ഓക്കെ, ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളിഷൻ. ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. 1/√2 n/d². എന്നതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, ഡി ആരാണ് ഡയമീറ്റർ. ആ ഒരു ഇക്വേഷൻ പഠിച്ചേക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എ
A mixture of gas consists of 2 moles of oxygen and 4 moles of argon at temperature 27. Find total in energy of the system. ഇൻ്റെ എനർജീൻ്റെ ഇക്വേഷൻ ആരാ? U1 പ്ലസ് U2 കൊടുക്കുക. അപ്പോൾ N1 CV1T രണ്ടൊരു ടെമ്പറേച്ചർ സെയിം അല്ലേ, പ്ലസ് N2 CV2T. ഒന്നാമത്തെ എത്രയാണ്? 2 മോൾ ഉണ്ട്. ഫസ്റ്റ് ഗ്യാസ് ഏത് ഗ്യാസാണ്? അത് ഓക്സിജനാണ്, ഡയറ്റമിക് ഗ്യാസ് ആണ്. അപ്പോൾ അതിൻ്റെ CVൻ്റെ വാല്യൂ 5/2R ഇൻറ്റു T തന്നെ കൊടുക്കുക കേട്ടോ. പ്ലസ് N2 എത്രയാണ്? 4 മോൾ ഉണ്ട്. CVൻ്റെ വാല്യൂ എത്രയാണ്? ഇത് ആർഗൺ ആണ്, അപ്പോൾ മോണോറ്റമിക് ഗ്യാസ് ആണ്. അപ്പോൾ 3/2R ഇൻറ്റു T. 2 കട്ടായി പോയി, ഇവിടെ 2 വന്നു. അപ്പോൾ എത്ര കിട്ടി? 5RT പ്ലസ് 6RT ഈക്വൽ ടു 11RT. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? 11R ഇൻറ്റു T 27 പ്ലസ് 273. അപ്പോൾ എത്ര കിട്ടും? 11R ഇൻറ്റു 300 അല്ലെങ്കിൽ എത്ര കിട്ടും? 3300R അത്രയും ജൂൾ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമ്മുടെ കൈനറ്റിക് തിയറി കഴിഞ്ഞു. ഈ കൈനറ്റിക് തിയറിയിലെയും തെർമോഡൈനാമിക്സും തെർമോപ്രൊപ്പർട്ടിയും കൂടെ ചേർന്ന് ഒരു 2 ചാപ്റ്ററിൻ്റെ എമൗണ്ടോളം ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അത്ര പ്രയാസമൊന്നുമില്ല. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്. അടുത്ത സെഷനിൽ നിങ്ങളുടെ കൂടെ MP സാറ് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ടേ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് MP സാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ലൈവ് സെഷനിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്.
ലോ ലേറ്റൻസിലല്ലോ എന്താ ഇവിടെ ഓക്കെ ഓക്കെ. ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഒരു തംസപ്പോ യെസോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ മനസ്സിലാവും. ഓഡിയോ വീഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ഫൈൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 4 ചാപ്റ്ററും കൂടെ ബാക്കിയുണ്ട്. കുറച്ച് സമയം ബ്രേക്ക് എടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. ബ്രേക്ക് വേണമായിരുന്നു എന്നുള്ളത് അറിയാം, അതുകൊണ്ടാണ്. ഇനിയും 4 ചാപ്റ്ററുകളുണ്ട്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഗ്രാവിറ്റേഷൻ ഉണ്ട്, സോളിഡ്സ്, ഫ്ലൂയിഡ്സ്. അത്യാവശ്യം അതിൽ സോളിഡ്സ് മാത്രമാണ് ചെറിയ ചാപ്റ്റർ, ബാക്കിയൊക്കെ വലിയ ചാപ്റ്ററുകളാണ്. അപ്പോൾ നമ്മൾ വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ആദ്യം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ, ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചാപ്റ്ററിലുള്ളത് വല്ലത് ഓർമ്മയുണ്ടോ? അതിലുള്ള മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ സെന്റർ ഓഫ് മാസ്, അതുപോലെ സെന്റർ ഓഫ് മാസ് കഴിഞ്ഞാൽ ലീനിയർ മൊമെന്റം ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. പിന്നെ മേജർ ആയിട്ട് വരുന്ന സംഭവങ്ങൾ, നമ്മുടെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകൾ ഞാൻ പറയാം. ആംഗുലാർ മൊമെന്റം, അതുപോലെ ടോർക്ക്, അതുപോലെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. പിന്നെ മെയിൻ സാധനമാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഈ ടോപ്പിക്കിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. റോളിംഗ് മോഷൻ പോലെ, അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ പാരലൽ ആക്സിസ് തിയറി ഒക്കെ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് പോയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്റ്റോൺ ടൈഡ് ടു ദ എൻഡ് ഓഫ് എ സ്ട്രിങ് 80 centimeter long is whirled in a horizontal circle with a constant speed. കോൺസ്റ്റന്റ് സ്പീഡ്, ഇതൊരു സർക്കുലർ മോഷൻ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോൺസ്റ്റന്റ് സ്പീഡിൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ, ഫസ്റ്റ് പാർട്ട്, what is the angle between velocity and acceleration at any instant of motion? അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു കല്ല് കെട്ടിയിട്ട് നമ്മളിങ്ങനെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുന്നു. അതിന്റെ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എപ്പോഴും ടാൻജൻഷ്യലും അതിന്റെ ആക്സിലറേഷൻ എപ്പോഴും സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ടുവേർഡ്സ് സെന്റർ പോകും. സോ വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദം? വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് മോഷൻ? ഇതിൽ തന്നെ കോൺസ്റ്റന്റ് സ്പീഡിലായതുകൊണ്ടാണ് കേട്ടോ, അതായത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല. എന്താ ആൻസർ വരിക? ഈ ആംഗിൾ ആണ് വേണ്ടത്. എന്താ ആൻസർ വരിക? 90 ഡിഗ്രി. ഓക്കെ. Now അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്റ്റോൺ മേക്സ് 14 revolutions in 25 seconds, 14 revolution 25 സെക്കൻഡ് എന്ന് പറഞ്ഞ ടൈം പീരീഡ് 25 divided by 14. Okay, what is the magnitude of acceleration of the stone? ആ സ്റ്റോണിന്റെ ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് v²/r. ഇതിന് വേറെയും ഇക്വേഷൻസ് ഉണ്ട്, അതാണ് r⍵². ഓക്കെ, അപ്പൊ നമുക്ക് ആ r⍵² ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന r × ω എന്ന് പറഞ്ഞാൽ 2π/t the whole square. അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 80 സെന്റിമീറ്റർ ആണ്, സോ 0.8. 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ് എന്ന് വെച്ചാൽ 25/14 മോളിൽ വരും. ഓക്കെ, ദ ഹോൾ സ്ക്വയർ. നൗ ദിസ് ഇസ് 0.8 ഇൻറ്റു ആ കാണുന്ന 0.8 ഇൻറ്റു 2π. 2 × 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π എന്ന് 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 6.28 ഡിവൈഡഡ് ബൈ ഒരു 14 മോളിലുണ്ട്, താഴെ 25 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പേജ് എടുത്ത് ചെയ്യാം. 6.28 25 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 4 ആണ് വരിക. സോ 14 centripetal acceleration is equal to 0.8 into 14 square divided by 4 square. So 0.8 196 divided by 16. So ഇതിന് നമുക്ക് 8 into 19.6 divided by 16 ആക്കി കഴിഞ്ഞാൽ 8 16 കട്ട് ചെയ്താൽ 2. 19.6 by 2 എന്ന് പറയുന്നത് 9.8 meter per second square. ഇതാണ് അതിൻ്റെ ആക്സിലറേഷൻ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? സോ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ A is equal to r⍵² എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ആണ്. അതിൽ ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ ടൈം പീരീഡ് 2π/t എന്നതിൽ വെച്ചിട്ട് അത് നോക്കിയാൽ 14 revolutions ആണ് 25 സെക്കൻഡ്. 25 സെക്കൻഡ് അല്ല ടൈം പീരീഡ്, 14 revolutionൻ്റെതാണത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ ആണല്ലോ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ കണക്ടിങ് ടോർക്ക് വിത്ത് ഫോഴ്സ്. ഇക്വേഷൻ കണക്ടിങ് ടോർക്ക് വിത്ത് ഫോഴ്സ്. ടോർക്കും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ദാറ്റ്സ് ഇറ്റ്. അത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പലരും ഇങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്, ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷേ ഇത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ടോർക്കും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ കൃത്യമായിട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെക്ടർ ഫോമിൽ എഴുതണം. അത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. Now B, a meter stick is balanced at its center 50 cm when two coins each of mass 5 gram are put one on top of the other at 12 cm mark. It is found to be balanced at 45 cm. What is the mass of the stick? Okay. ആദ്യം പറഞ്ഞിരിക്കുന്നത് മീറ്റർ സ്റ്റിക്ക് നമ്മൾ എവിടെ ബാലൻസ് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് 50-ൽ ബാലൻസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു മീറ്റർ സ്റ്റിക്ക് അതേപോലത്തെ ഒരു പാൻ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഇതറിയാം ഈ ട്രിക്ക്, ഇതെപ്പോഴും കറക്റ്റ് സെൻറ്ററിൽ വന്ന് ബാലൻസ് ആവുള്ളൂ. അതിന് വേറെ കാരണങ്ങളൊക്കെ ഉണ്ട്, ഫ്രിക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും ഇതിന്റെ സെൻറ്ററിൽ ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീറ്റർ സ്റ്റിക്ക് ആണെന്ന് വിചാരിക്കാം. അതിനുശേഷം നമ്മൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോയിൻസ് ഈച്ച് ഓഫ് മാസ് 5 gram. അപ്പൊ മൊത്തത്തിൽ എത്ര മാസമായി? 10 ഗ്രാമായി. അങ്ങനെ 10 ഗ്രാം നമ്മൾ ഏത് പോയിന്റിലിട്ടു? 12 സെന്റിമീറ്റർ മാർക്കിന്റെ അവിടെ 2 കോയിൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാസം എത്ര അവിടെ ഇരിക്കുന്നത്? അത് 10 ഗ്രാം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും സെൻട്രലിൽ ബാലൻസ് ആവില്ല. അപ്പൊ നമ്മൾ ബാലൻസ് ആകുന്ന പോയിന്റ് എവിടെയാന്ന് പറഞ്ഞിട്ട് 45-ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയാണ് ബാലൻസ് ആകുന്നത്, വിച്ച് ഈസ് അറ്റ് 45. അത് 45 സെന്റിമീറ്ററിലാണ്. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന മറ്റൊരു ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ സ്റ്റിക്കിന്റെ വെയിറ്റ് ഉണ്ടാവും. സോ മീറ്റർ സ്റ്റിക്കിന്റെ മാസ് എം ആണെങ്കിൽ നമുക്ക് അതിന് mg എന്ന് കൊടുക്കാം. ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് 10 ഗ്രാം ആണ് കേട്ടോ. 10 ഗ്രാം എന്ന് പറഞ്ഞാൽ 0. അല്ലെങ്കിൽ ഗ്രാം തന്നെ കിടന്നോട്ടെ. സോ 10 × g. അപ്പൊ ഈ പോയിന്റിൽ ബാലൻസ് ആകുന്നു. ഏത്? 45-ൽ ബാലൻസ് ആകുന്നു എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എന്തായാലും 50-ലാവും, കറക്റ്റ് സെന്ററിലാണല്ലോ. അപ്പൊ ഈ ഡിസ്റ്റൻസസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. 45-ന്റെ അവിടുന്ന് 12-ന്റെ അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45-ന്ന് 12 സബ്ട്രാക്ട് ചെയ്താൽ 10 പോയാൽ 35, രണ്ടും കൂടെ കുറച്ച 33. ഇവിടുന്ന് അങ്ങോട്ട് 45 ന്ന് 50 എന്ന് പറഞ്ഞാൽ 5. സോ ടോർക്ക് ബാലൻസ് ചെയ്യുക 10g × 33 എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിൽ mg × 5. സോ അവിടുന്ന് g ക്യാൻസൽ ചെയ്തിട്ട് m ഈസ് ഈക്വൽ ടു 330 ഡിവൈഡഡ് ബൈ 5 അഥവാ 66. അതും ഗ്രാമിലാണ് കേട്ടോ. ഓക്കെ, സോ അതിന്റെ മാസ് 66 ഗ്രാം എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? സി, ഡിറൈവ് ദ റിലേഷൻ കണക്ടിങ് ടോർക്ക് വിത്ത് ആംഗുലാർ മൊമെന്റം. ടോർക്കും ആംഗുലാർ മൊമെന്റം തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓക്കെ, നൗ ആ ക്വസ്റ്റ്യൻ റൊട്ടേഷണൽ മോഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം ഇവ തമ്മിലുള്ള റിലേഷൻ. അതിനൊരു കാര്യം ചെയ്താൽ മതി. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് പി ആണ്. രണ്ട് സൈഡും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു dl/dt. അപ്പൊ റൈറ്റ് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d/dt ഓഫ് ആർ ക്രോസ് പി. നൗ അത് ഒരു ക്രോസ് പ്രൊഡക്റ്റ് ആണ്. കൂടാതെ അതിന് നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റിന്റെ കേസിൽ ഓർഡർ മാറാൻ പാടില്ല. സോ ആർ ക്രോസ് dp/dt അത് ഫസ്റ്റ് ടേം, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നാണെങ്കിലും ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് dr/dt ക്രോസ് പി എന്നാണ് ഞാൻ കൊടുക്കുന്നത്. Now this is r cross what is dp/dt? It's nothing but force. Plus dr/dt എന്ന് പറഞ്ഞാൽ r ആക്ച്വലി പൊസിഷൻ വെക്ടർ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് വരിക. വെലോസിറ്റി ക്രോസ് ഈ മൊമെന്റം എന്ന് പറയുന്നത് mv ആണ്. Now ഈ കാണുന്നതിൽ ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവർക്കിടയിലുള്ള 90 അല്ല 0 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ക്രോസ് പ്രൊഡക്റ്റും ആയതുകൊണ്ട് അതിന്റെ ആൻസർ 0 ആകും. Now what is r cross f? It's nothing but torque plus അത് 0. So dl/dt is equal to torque. അതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. ടോ is equal to dl/dt. അതായത് നമ്മൾ ഫോഴ്സ് F is equal to dp/dt എന്ന് പറയുന്ന പോലെ ഫോഴ്സ് is the rate of change of linear momentum എന്നതുപോലെ തന്നെ ടോർക്ക് is the rate of change of angular momentum. ഓക്കെ, സോ അതാണ് ആ ഡിറൈവ് ദ റിലേഷൻ കണക്ടിങ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഈസി ആയിട്ട് ചെയ്യാം. ഇക്വേഷൻസ് ആണ്. ടോർക്ക് ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ്. എ മാച്ചസ് ടു ഒരു 5 കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. എ മാച്ചസ് ടു 4.
ബി ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം rotational equilibrium ലീനിയർ വെലോസിറ്റി നമുക്ക് ഡി എന്തിനെ മാച്ച് ചെയ്യാം? ലീനിയർ വെലോസിറ്റി ഡി എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി വി എന്ന് പറയുന്നത് ഒമേഗ ക്രോസ് ആർ ആണ്. സോ അത് ഇവിടെ ഉണ്ട്. ഡി മാച്ചസ് ടു 3. ഓക്കെ, നൗ rotational equilibrium ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിന് നമുക്ക് സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആണ് വരിക. ഇത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആണ്. നൗ ഒമേഗ ക്രോസ് ആർ കിട്ടി. സിഗ്മ ആർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടറുകളെല്ലാം 0 വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെന്റർ ഓഫ് മാസിന്റെ കണ്ടീഷനാണ്. I think there is a mistake in the question. Okay. Now perpendicular to angular momentum actually perpendicular to linear moment ആണെന്ന് പറയാം. കാരണം angular momentum is actually r cross p. So it's perpendicular to linear momentum. ടോർക്കിന് perpendicular ആവണമെന്നില്ല. ഓക്കെ, പെർപെൻഡിക്കുലർ ടു മേ ബി ഇത് ആർ ആൻഡ് പി എന്നാവും. അങ്ങനെ വരുമ്പോൾ ആംഗുലാർ മൊമെന്റ് എൽ മാച്ചസ് ടു 1 ആണ്, അതായത് ബി മാച്ചസ് ടു 1. ഓക്കെ, സോ അതിൽ നിന്ന് ആ തരത്തിലുള്ള മാച്ചിങ്ങുകളാണ് നമുക്ക് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ കോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് വൗണ്ട് around the rim of a flywheel mounted on a horizontal axle as shown in the figure. ഇതിന്റെ ക്വസ്റ്റ്യൻ എവിടെ? ക്വസ്റ്റ്യൻ ചെറിയൊരു ഭാഗം കൂടെ അതിന് ബാക്കിയുണ്ട്. ആംഗുലാർ ആക്സിലറേഷൻ ആണ് ചോദിക്കുന്നത് തോന്നുന്നു. നമുക്ക് ചെയ്യാം. കോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് വൗണ്ട് അറൌണ്ട് ദ റിം. അതായത് ഇപ്പോൾ നമ്മളൊരു ആക്സിൽമെന്റിന്റെ മുകളിൽ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലൈ വീൽ മൗണ്ടഡ് ഓൺ എ ഹൊറിസോണ്ടൽ ആക്സിസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതിന്റെ മാസും റേഡിയസും തന്നിട്ടുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് ഈ പോയിന്റിന് അബൌട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് ആണ്. ഇറ്റ് വിൽ ബി ആർ ഇൻറ്റു എഫ്. ആർ എന്ന് പറഞ്ഞാൽ 0.2 സെന്റിമീറ്ററിൽ 20 ആണ്. ഇൻറ്റു ഫോഴ്സ് 25. അതായത് ദിസ് ഈസ് 5 ന്യൂട്ടൺ മീറ്റർ. നൗ ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ദാറ്റ് മീൻസ് ആൽഫ ഈസ് ഈക്വൽ ടു ടോ ബൈ ഐ. നൗ ടോ 5 ന്യൂട്ടൺ മീറ്റർ ആണ്. ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇതെന്താ സാധനം? റിം ഓഫ് എ ഫ്ലൈ വീൽ. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി മാസ് വരുന്ന റിങ്ങോ ഡിസ്കോ ആവാം. നമുക്കതിനെ ഡിസ്ക് ആയിട്ടാണ് പരിഗണിക്കുക. സോ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആക്സിസ് എന്ന് പറയുന്നത് mr² by 2. So this is equal to 10 divided by mass 20 into radius 1 by 5 the whole square. So ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ it's 25 by 2 which is 12.5 ആംഗുലാർ ആക്സിലറേഷൻ ആയതുകൊണ്ട് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, ശേഷം ടോ ഈക്വൽ ടു ഐ ആൽഫ ഉപയോഗിച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏത് ആക്സിസ് ആണ്, ഏത് ഒബ്ജക്റ്റ് ആണ്, ഏത് ഡിസ്ക് ആണോ, റിംഗ് ആണോ, സ്ഫിയർ ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സ്കീമാറ്റിക്കലി ഷോൺ ഇൻ ദ ഫിഗർ ഐഡന്റിഫൈ ദ ഫിഗർ വിച്ച് ഹാസ് മോർ ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, അത് ഫിഗർ 1 കൈകൾ സ്ട്രെച്ച് ചെയ്തിട്ടാണുള്ളത്. ഫിഗർ 2 കൈകൾ അടുത്ത് പിടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഐ ഒമേഗ ആണ് ആംഗുലാർ മൊമെന്റം. നൗ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ അതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആവും. അങ്ങനെ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ കൈകൾ സ്ട്രെച്ച് ചെയ്തതിൽ നിന്ന് കൈകൾ നമ്മൾ അടുത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിക്രീസസ്. കാരണം നമ്മൾ മാസ് എത്രത്തോളം ഡിസ്റ്റൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും. അപ്പോൾ കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലും, കൈ അടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാണ്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഇൻക്രീസസ്. സോ ഐഡന്റിഫൈ ദ ഫിഗർ വിച്ച് ഹാസ് മോർ ആംഗുലാർ വെലോസിറ്റി. ഇതിനാണ് മോർ ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവുക. ഓക്കെ, അടുത്ത കൈകൾ പിടിച്ചതിനാണ് മോർ ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ ആംഗുലാർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഇറ്റ്സ് ലീനിയർ മൊമെന്റം. കറക്റ്റ് ആണ്. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റത്തിന് പകരമായ റൊട്ടേഷണൽ മോഷനിലുള്ളതാണ്. ദി ഇക്വേഷൻ കണക്ടിങ് ആംഗുലാർ മൊമെന്റം ആൻഡ് ലീനിയർ മൊമെന്റം L is equal to R cross P. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2.
Okay, starting from the equation connecting angular momentum and linear momentum, deduce the relation between torque and angular momentum. അതായത് L is equal to R cross P എന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് എത്തണം? ടോർക്ക് ഈസ് ഈക്വൽ ടു R cross F ഉണ്ടോ? ബിറ്റ്വീൻ അതല്ല, connecting between angular momentum and linear momentum, deduce the relation between torque and angular momentum. ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് എത്തേണ്ടത് ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോ ഈസ് ഈക്വൽ ടു dl/dt. എന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഈ സ്റ്റെപ്പാണത്. L ഈസ് ഈക്വൽ ടു R ക്രോസ് P എന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ dl/dt ഈസ് ഈക്വൽ ടു ടോ എന്ന് പറയുന്ന റിലേഷനിലേക്ക് എത്തുന്നു. സോ ആ ഡെറിവേഷൻ, ആ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഡെറിവേഷൻ ആണ് അവിടെ ചോദിക്കുന്നത്. സോ അത് നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാണ്. നെക്സ്റ്റ്, moment of inertia in rotational motion is analogous to mass in linear motion. Yes, rotational motion moment of inertia linear motion mass in equivalent ആയ quantity ആണ്. The moment of inertia of a circular disc about an axis perpendicular to the plane. Disc ആണ് ട്ടോ. Disc about an axis perpendicular to the plane at the center is given. എന്ന് വെച്ചാൽ ഡിസ്കിന്റെ ഇങ്ങനെയുള്ള ഒരു ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I is equal to, അത് സ്റ്റാൻഡേർഡ് റിലേഷൻ ആണ് mr²/2. ഓക്കെ, റിങ്ങിന് mr², ഡിസ്കിന് mr²/2. പിന്നെ ഹോളോസ്ഫിയറിന് വീണ്ടും റിങ്ങിനെ പോലെ തന്നെ, ഹോളോസ്ഫിയർ റിങ് പോലെ തന്നെ mr², സോളിഡ് സ്ഫിയർ ഹോളോ സിലിണ്ടർ റിങ് പോലെ തന്നെ mr², സോളിഡ് സിലിണ്ടർ ഡിസ്ക് പോലെ mr²/2. ഹോളോസ്ഫിയർ സോളിഡ് സ്ഫിയറിൻ്റെത്, സോളിഡ് സ്ഫിയർ 2/5 mr², ഹോളോസ്ഫിയർ 2/3 mr². ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ mr²/2 എന്ന് പറയുന്നത് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ, ലീനിയർ വെലോസിറ്റി v റിലേറ്റഡ് ടു ആംഗുലർ വെലോസിറ്റി ഒമേഗ ത്രൂ ദ റേഡിയസ് r ഓഫ് ദ സർക്കിൾ ആസ് v ഈസ് ഈക്വൽ ടു, നമ്മൾ 2 ഡയമെൻഷണൽ മോഷനിൽ v ഈസ് ഈക്വൽ ടു r ഒമേഗ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുമെങ്കിൽ അതിന്റെ വെക്റ്റർ ഫോം v ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് r ആണ്. v ഈക്വൽ ടു ഒമേഗ ക്രോസ് r. ഇതിന്റെ linear velocity is related to angular velocity omega through the radius of the circle as, അവിടെയുള്ള ഓപ്ഷൻസ് അതിന് സ്യൂട്ടബിൾ അല്ലാതെ ഇത് ഒമേഗ ക്രോസ് r ആണ് വേണ്ടത്. അപ്പോഴാണ് ഈ ആൻസർ കറക്റ്റ് ആവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the angular momentum L is related to linear momentum P as L equal to R cross P. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. Show that the rate of change of angular momentum of a particle is equal to dl/dt is equal to torque acting on it. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്നതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഭാഗം. ആംഗുലാർ മൊമെന്റം, ടോർക്ക്, മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആംഗുലാർ മൊമെന്റം, ടോർക്ക്, മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇത് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നിങ്ങൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ കാണാം. ഇൻ ദ HCl മോളിക്യൂൾ, ഇത് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ആണ്, സെന്റർ ഓഫ് മാസ് ബേസ് ചെയ്തിട്ടുള്ള. ഇൻ ദ HCl മോളിക്യൂൾ സെപ്പറേഷൻ വിത്ത് ദ ന്യൂക്ലിയർ ഓഫ് ദ 2 atoms is about 1.27 angstrom. Find the approximate location of the center of mass of the molecule given that the chlorine atom is about 35.5 times as massive as hydrogen atom. Nearly all the mass of the atom is concentrated in its nucleus. ഇതാണ് HCl. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് മൊത്തത്തിൽ 1.27 ആങ്സ്ട്രോം. ഇതിന്റെ മാസ് m ആണെങ്കിൽ ഇതിന്റെ മാസ് 35.5 m ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് find the location, find the approximate location of the center of mass of the molecule. ഇതിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഇതിനൊരു ആക്സിസ് ആയിട്ട് അങ്ങ് എടുക്കുക. എന്നിട്ട് ഈ പൊസിഷൻ ആണ് 0 എങ്കിൽ ഈ പൊസിഷൻ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1.27 ആങ്സ്ട്രോം ആവുമല്ലോ. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ഈസ് m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 plus m2. So position of center of mass is equal to, first the hydrogen m into അതിന്റെ പൊസിഷൻ 0 പ്ലസ് രണ്ടാമത്തത് 35.5 m into അതിന്റെ പൊസിഷൻ 1.27 ആങ്സ്ട്രോം ഡിവൈഡഡ് ബൈ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ it will be 36.5 m. So position is equal to
35.5 m into 1.27 angstrom divided by 36.5 m. ഈ m അങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ നോക്കണേ, 35.5 by 36.5. It's very close to 1, but it's slightly less than 1. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ you get the answer. It's 1.24 angstrom. എന്ന് വെച്ചാൽ അതാ ഇതിൻ്റെ വളരെ അടുത്ത്, ഈ കാണുന്ന സാധനത്തിൻ്റെ വളരെ അടുത്തായിട്ടാണ് സെൻറ്റർ ഓഫ് മാസ് വരിക. കാരണം that chlorine atom is very massive compared to the hydrogen atom. Okay. Next, the angular speed of a rotating body changes from omega 1 to omega 2 without applying external torque. Without applying external torque. So, external torque ഇല്ല. എന്നിട്ട് ഒമേഗ 1 നിന്ന് ഒമേഗ 2 ആയിട്ട് അതിൻ്റെ ആംഗുലാർ സ്പീഡ് ചേഞ്ച് ചെയ്തു. ബട്ട് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ ഇൻ ദ ടു കേസസ്. ഇതിലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് k ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ. സോ I1 എന്നതിനെ നമുക്ക് എം കെ വൺ സ്ക്വയർ എന്നും I2 എന്നതിനെ എം കെ ടു സ്ക്വയർ എന്നും എഴുതി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാത്തത് കൊണ്ട് മൊമെന്റം കൺസർവ്, ആംഗുലാർ മൊമെന്റം കൺസർവ് ചെയ്യേണ്ടത് കൊണ്ട് I1 ഒമേഗ 1 മസ്റ്റ് ബി ഈക്വൽ ടു I2 ഒമേഗ 2. ദാറ്റ് മീൻസ് I1 by I2 is equal to omega 2 by omega 1. Now that means I1 by I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം കെ വൺ സ്ക്വയർ ബൈ mk2 square is equal to omega 2 by omega 1. m അങ്ങ് കട്ട് ചെയ്തിട്ട് k1 by k2 square root of omega 2 by omega 1. So what is the ratio of radii of gyration of the two cases? It's square root of omega 2 by omega 1. That's the answer. Okay. Another question. Tau is the torque and L is the angular momentum of a rotating body. Show that tau is equal to dl by dt. This we already derive ചെയ്തു കഴിഞ്ഞു. L is equal to r cross p വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് tau is equal to dl by dt കാണിക്കാം. Calculate the duration of a day when Earth shrinks to 1/8 of its initial volume. Calculate the duration of the day when the Earth shrinks to 1/8 its initial volume. 1/8 of its initial volume ആയിട്ട്, അതായത് എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് പെട്ടെന്ന് സ്ട്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആംഗുലാർ മൊമെന്റം കൺസേർവ് ചെയ്യണം. I ഒമേഗ മസ്റ്റ് ബി എ കോൺസ്റ്റന്റ്. ഓക്കെ, സോ ആദ്യം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 2/5 mr² ആണ്. കാരണം ദിസ് ഈസ് എ സോളിഡ് സ്ഫിയർ. ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് 2π ഡിവൈഡഡ് ബൈ 24 hour ആണ്. ഓക്കെ, ഇതേ വാല്യൂ ആയിരിക്കണം. അതായത് ഒന്നും കൂടെ 2/5 mr² എന്ന് പറയുന്നത് എർത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. എർത്ത് അതിന്റെ ആക്സിസിന് അബൌട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എർത്ത് പെട്ടെന്ന് അങ്ങ് ചുരുങ്ങിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ വ്യത്യാസം ഉണ്ടാവും. സോ 2/5 mr² ആണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇൻറ്റു ഒമേഗ എന്നുള്ളതിന് ഞാൻ 2π/t, ഇപ്പോൾ ഉള്ള ടൈം പീരീഡ് നമുക്കറിയാം 24 hours ആണ്. അതാണ് കാൽക്കുലേഷൻ, ഡ്യൂറേഷൻ ഓഫ് ദ ഡേ. ഇനി ഇത് ചെറുതായി കഴിഞ്ഞാൽ 1/8 ഓഫ് ഇറ്റ്സ് വോളിയം എന്ന് പറയുമ്പോൾ വോളിയത്തിന്റെ ഇക്വേഷൻ 4/3 pi r cube. Now volume 1/8 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it means it's 4/3 pi r cube by 8 അഥവാ 4/3 pi r/2 whole cube. അതിന്റെ അർത്ഥം റേഡിയസ് എത്രയായിട്ട് മാറി? റേഡിയസ് അതിന്റെ പകുതി ആയിട്ട് മാറി. So 2/5 m r/2 the whole square. We are assuming that the mass do not change into പുതിയ 2π by time period. ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അതായത് തുടങ്ങുമ്പോൾ ബിഫോർ I1 ഒമേഗ 1 ഈക്വൽ ടു I2 ഒമേഗ 2, ആദ്യമുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ആംഗുലർ വെലോസിറ്റി, പിന്നെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. നമ്മൾ അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2/5 ക്യാൻസൽ ആവും, എം ക്യാൻസൽ ആവും, r² ഇത് അതിൻ്റെ ഉള്ളിൽ ക്യാൻസൽ ആവും, 2π ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് മാത്രം അങ്ങ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ 1/24 hour ഈസ് ഈക്വൽ ടു അപ്പുറത്ത് 1/4 ഇൻറ്റു 1/t. ദാറ്റ് മീൻസ് t ഈസ് ഈക്വൽ ടു 24/4, which means 6 hours. സോ നമ്മൾ കൈ അടുത്തേക്ക് പിടിക്കുന്ന പോലെ എർത്തിങ് സ്ട്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് കൂടും. അഥവാ 24 hours കൊണ്ട് കറങ്ങി തീർന്നിരുന്നത് 6 മണിക്കൂർ കൊണ്ട് കറങ്ങാൻ തുടങ്ങും. ഓക്കെ, സോ ദിവസത്തിന്റെ ഡ്യൂറേഷൻ വെറും 6 മണിക്കൂറായിട്ട് ചുരുങ്ങും. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്താണ്? ഇറ്റ്സ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് പറഞ്ഞുള്ളത്. Circular disk of radius r, axis moment of inertia.
ഡിസ്ക് റേഡിയസ് ആർ, പെർപെൻഡിക്കുലർ ഡിസ്ക് അറ്റ് ദ സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കിന്റെ mr²/2. Now തിൻ സർക്കുലർ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr²/2 വരുന്നത് അത് ഡയമീറ്ററിലാവുമ്പോഴാണ്. നിങ്ങൾക്ക് പാരലൽ ആക്സിസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി ഒന്നും പഠിക്കാനില്ലെങ്കിലും NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിളിൽ ഈ പറയുന്ന ഡയമീറ്ററും അതുപോലെ തന്നെ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് തിൻ റോഡ് ലെങ്ത് L പെർപെൻഡിക്കുലർ ടു റോഡ് അറ്റ് മിഡ് പോയിന്റ്, റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ml²/12. പെർപെൻഡിക്കുലർ പ്ലെയിൻ അറ്റ് ദ സെന്ററിൽ പെർപെൻഡിക്കുലർ പ്ലെയിൻ ആണ്, അങ്ങനെ mr² കിട്ടുന്നുവെങ്കിൽ അത് ആര് മാത്രമാണ്? അത് റിംഗ് ആണ്, റേഡിയസ് r. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ അവിടെ ഫില്ലിൻ ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇത് ആക്ച്വലി എവിടെ നിന്നുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കഴിഞ്ഞ ശേഷം ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് കേസുകൾ ഇങ്ങോട്ട് പിക്ക് ചെയ്താണ്. അടുത്ത ക്വസ്റ്റ്യൻ. In pure rotational motion, every particle of the body has the same angular velocity at any instant of time. State whether this statement is true or false. അതായത് ഞാൻ സാധാരണ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫാനിന്റെ ആക്സിസിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ഒരു പോയിന്റ്, ആ പോയിന്റ് ഇത് അങ്ങനെ ആവുമല്ലോ കറങ്ങുക. ആ പോയിന്റ് ഒരു വട്ടം കറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഫാനിന്റെ എൻഡിലുള്ള പോയിന്റ് എത്ര പ്രാവശ്യം കറങ്ങും? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. ഫാനിൽ നിന്ന് ഒരു ഡിസ്റ്റൻസിലുള്ള ആ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് 1 ടൈം റിവോൾവ് ചെയ്യുന്ന ടൈം കൊണ്ട് ആ ഫാനിന്റെ ലീഫിന്റെ എൻഡിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അത് എത്ര റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും? Is it more than that or less than that or equal? ഇത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന റെഡ് ഡോട്ട് എത്ര റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് കമന്റ് ചെയ്തേ. കൂടുതൽ പ്രാവശ്യം കറങ്ങും അല്ലേ? സ്പീഡ് കൂടുതലല്ലേ? സ്പീക്കേഴ്സ് പോയിന്റ്. വേറെ അഭിപ്രായങ്ങളുണ്ടോ? V is equal to r omega. അതെ, വെലോസിറ്റി കൂടുതലാണ്, കറക്റ്റ് ആണ്. V is equal to r omega. അഥവാ ഡിസ്റ്റൻസ് റേഡിയസ് കൂടുതലായതുകൊണ്ട് വെലോസിറ്റി കൂടുതലാകും എന്ന് വെലോസിറ്റി കൂടുതലാവും എന്നുള്ളത് സ്വാഭാവികമാണ്. ഞാൻ ചോദിച്ചത് ആ ബ്ലൂ കളറിലുള്ള ഡോട്ട് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് റെഡ് കളറിൽ കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഡോട്ട് എത്ര റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും? യെസ്, ആംഗുലാർ വെലോസിറ്റി മാറൂല, അത് കറക്റ്റ് ആണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായില്ല. ബ്ലൂ ഡോട്ട് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് റെഡ് ഡോട്ട് എത്ര റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും? സെയിം നമ്പർ ഓഫ് റൊട്ടേഷൻസ്. കറക്റ്റ്, ഇപ്പൊ ശരിയായി. അതിന്റെ കാരണം അതിന് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫാനിന്റെ ലീഫ് ഇങ്ങനല്ലേ, ഇത് കറങ്ങി ഇങ്ങനെ വരുമ്പോഴും ഈ പോയിന്റ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്താലും ഈ പോയിന്റും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു റൊട്ടേഷൻ തന്നെ കവർ ചെയ്ത ഡിസ്റ്റൻസ് കൂടുതലുണ്ടാകും. അതുകൊണ്ടാണ് സ്പീഡ് കൂടുതലുള്ളത്. അപ്പോൾ ഇൻ പ്യൂർ റൊട്ടേഷണൽ മോഷൻ എവരി പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി ഹാസ് എ സെയിം ആംഗുലാർ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഏതൊരു പാർട്ടിക്കിൾ, ഒരു പ്യൂർ റൊട്ടേഷൻ, ഒരു ഒബ്ജക്ട് ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്ട് ഉണ്ട്, ഇത് ഇങ്ങനെ ഒരു ആക്സിസിനെ പോയിട്ട് കറങ്ങുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളൊരു പോയിന്റ് എടുത്താൽ അതിന്റെ സർക്കിൾ ഇങ്ങനെ വരും. കുറച്ചും കൂടെ ദൂരമുള്ളൊരു പോയിന്റ് ആണ് നമ്മൾ എടുക്കുന്നത്, അതിന്റെ സർക്കിൾ ഇങ്ങനെ വരും. ഇവിടെ ഉള്ളൊരു പോയിന്റ് ആണ് നമ്മൾ എടുക്കുന്നത്, അതിന്റെ സർക്കിൾ ഇങ്ങനെ വരും. ഓക്കെ, എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതിലൊക്കെ ഒമേഗ സെയിം ആയിരിക്കും. വ്യത്യാസം എന്താ? V is equal to r omega എന്നുള്ളതിൽ r കൂടുതലാണോ വെലോസിറ്റിയും കൂടുതലാവും. ഒമേഗ ഇത് ഡിക്രീസിങ് എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, ഈ സാധനം കോൺസ്റ്റന്റ് ആവും. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷോ ദാറ്റ് ടോ ഈസ് ഈക്വൽ ടു dl/dt ഫോർ റൊട്ടേഷണൽ മോഷൻ. നമ്മൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്ത പോയിന്റ് ആണത്. ബി, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അതിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക. എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ഈക്വൽ ടു 0, then angular momentum is a constant.
അതിനെ സ്റ്റേറ്റ്മെന്റിലാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സ്റ്റേറ്റ് the law of conservation of angular momentum എന്നുള്ളതിൽ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ if the external torque is 0 then the angular momentum is conserved. Okay, മൂന്നാമത്തെ പാർട്ട് write the example for the motion in which angular momentum is conserved. നമുക്ക് നേരത്തെ പറഞ്ഞ എർത്തിന്റെ റൊട്ടേഷൻ പറയാം. എർത്തിന്റെ റൊട്ടേറ്റ് ചെയ്യുന്ന 24 hours അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആണ്. The rotational analog of mass is called. The answer, the rotational analog of mass, moment of inertia. അടുത്തത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഫിഗർ ആണ് എടുത്തിട്ടുള്ളത്. ഗേൾ റൊട്ടേറ്റ്സ് ഓൺ എ സ്വെൽ ചെയർ ആസ് ഷോൺ ബിലോ. ഒരു ഗേള് കറങ്ങുന്ന ചെയറിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു, കൈ നീട്ടി പിടിച്ചിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ഹർ ആംഗുലാർ സ്പീഡ് വെൻ ഷി സ്ട്രെച്ചസ് ഹർ ആംസ്? സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവർത്തി പിടിക്കുക. നിവർത്തി പിടിച്ചു കഴിഞ്ഞാൽ സ്ട്രെച്ചസ് ഹെർ ആംസ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻക്രീസസ്. സോ വാട്ട്സ് ആൻസർ? ഒമേഗ. ഒമേഗ ഡിക്രീസസ്. കാരണം ഐ ഒമേഗ അതാണ് ആംഗുലാർ മൊമെന്റം. ഐ ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. Now, name and state the conservation law applied for your justification. എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇറ്റ്സ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അതിന്റെ പേര് എഴുതണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നെയിം ആൻഡ് സ്റ്റേറ്റ്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതണം. വി ആർ യൂസിങ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ആൻഡ് എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ഈസ് 0, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക്, ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ആ സ്റ്റേറ്റ്മെന്റും കൂടെ എഴുതണം. അടുത്തത്, ഇൻ ട്രാൻസ്ലേറ്ററി മോഷൻ ആംഗുലാർ മൊമെന്റം. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ 1 2 3 4. In a translatory motion, angular momentum, options is always 0, is always greater than 1, may be present, is always infinite. And the answer? Translatory motion le angular momentum avastha 1 is always 0 എന്നാണ് സ്പീക്കേഴ്സ് പോയിന്റ് പറയുന്നത്. വേറെ ആരാളുള്ളത്? ഈ പേരൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? വേറെ ആൻസേഴ്സ് ആരാളുള്ളത്? ഓക്കെ, ഇറ്റ്സ് നോട്ട് ഓൾവേസ് 0. കാരണം നിങ്ങൾ ഇവിടെ നോക്ക്, NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ഫിഗർ കൊടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അതായത് ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് ഇതാ ഇങ്ങനെ പോവാ, അതാണ് അത് പോകുന്ന വഴി. അതിന്റെ വെലോസിറ്റി ലെറ്റ്സ് സേ v, മാസ് m. അപ്പൊ അതിന്റെ ലീനിയർ മൊമെന്റ് എത്രയാ? ഇറ്റ്സ് mv. Now what about the angular momentum? ചോദിക്കുന്ന ആംഗുലാർ മൊമെന്റത്തിനെ പറ്റിയല്ലേ. ഇതൊരു ട്രാൻസ്ലേറ്ററി മോഷൻ ആണല്ലോ. ട്രാൻസ്ലേറ്ററി മോഷനിൽ ആംഗുലാർ മൊമെന്റ് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡെഫിനിഷനിൽ ഇക്വേഷൻ എത്രയേ ഉള്ളൂ? r cross p. Now ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ പൊസിഷൻ വെക്ടർ. Now r cross p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് rp sin theta. അല്ലെങ്കിൽ ഇങ്ങനെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, r sin theta into p. ഈ കാണുന്നതിൽ ഇത് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ ഈ ആംഗിൾ ആണ് തീറ്റ വരിക. സോറി, അതല്ല, ഈ ആംഗിൾ ആണ് തീറ്റ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തീറ്റയാകും. ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് r sin theta. അപ്പോൾ r sin theta ഉണ്ട്, മൊമെന്റം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ ഇറ്റ്സ് mv into r sin theta. ഇത് എന്തല്ല, ഇത് 0 അല്ല. 0 ആവണമെന്നില്ല. ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അങ്ങനെ പറയാൻ പറ്റില്ല. ഗ്രേറ്റർ ദാൻ 1 ലെസ് ദാൻ 1 ഒക്കെ ആവാം, വാല്യൂ അനുസരിച്ചിരിക്കും. ഈസ് ഓൾവേസ് ഇൻഫിനിറ്റ്, അങ്ങനെ ആവണം എന്നില്ല, ഇൻഫിനിറ്റ് ആവണം എന്നില്ല. ഓക്കെ, സോ ഇറ്റ് മേ ബി പ്രസന്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ 0 ആവാം. ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എവിടെ ഒറിജിൻ എടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ ലൈനിലാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഓരോ ഒബ്ജക്റ്റ്, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് അത് പോയിക്കൊണ്ടിരിക്കുന്ന അതേ ലൈനിലാണെന്നുണ്ടെങ്കിൽ മൊമെന്റ്, ആംഗുലാർ മൊമെന്റ് എന്താവും? ആംഗുലാർ മൊമെന്റം 0 വരും. എന്നാൽ ഇവിടെ ആംഗുലാർ മൊമെന്റം mvr sin theta വരും. അപ്പൊ അത് 0 ആവാം, അല്ലാതിരിക്കാം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെദർ വി ആർ ചൂസിങ് ദ ഒറിജിൻ. ഒറിജിൻ എവിടെയാണ് എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഓൾവേസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 0 ആവാം, എ ബി 0, എ ബി നോൺ 0. സോ നമുക്ക് അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഓക്കെ, അടുത്തത്
ക്ലാസിക്കൽ ഡാൻസേഴ്സ് ബ്രിങ് ദെയർ ഹാൻഡ്സ് ക്ലോസർ. വൺസ് അഗെയിൻ ഡാൻസും മറ്റേ കറങ്ങണ ചെയർ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിനെ ബേസ് ചെയ്തിട്ട് പലപ്പോഴും ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. ക്ലാസിക്കൽ ഡാൻസേഴ്സ് ബ്രിങ് ദെയർ ഹാൻഡ്സ് ക്ലോസർ ടു ദർ ബോഡി ടു റൊട്ടേറ്റ് ഫാസ്റ്റർ. നെയിം ദ പ്രിൻസിപ്പിൾ എംപ്ലോയ്ഡ് ബൈ ദം. ഏതാണ് പ്രിൻസിപ്പിൾ? കൺസർവേഷൻ ഓഫ് ആംഗുലാർ momentum. A wheel rolls along a straight line. Derive an expression for its total kinetic energy. Total kinetic energy equation. ഇത് റോളിംഗ് ആണ്. റോളിംഗ് മോഷൻ നമുക്കുള്ളതല്ല. ഏതായാലും അതിൻ്റെ ട്രാൻസ്ലേഷനും റൊട്ടേഷനും കാണും. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹാഫ് എം വി സ്ക്വയർ. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ടോട്ടൽ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ വരിക, total kinetic energy in the equation, it's half m v square into 1 plus k square by r square. മതി. ഓക്കെ, നമുക്ക് ഞാൻ ഇത് രണ്ടും പറയാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഏത്? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നിങ്ങൾക്ക് അറിയണം. എന്ത് വേണ്ട? ഇത് പഠിച്ച ഡി പി എസ് ആ. എന്താണ് ഡി പി എസ്? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, the rotational analog of force is nothing but torque. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A solid cylinder of mass 20 kg rotates about its axis with angular speed. So mass തന്നിട്ടുണ്ട്, solid cylinder ആണ്. mass 20 kilogram, rotates about its axis with angular speed 100 radian per second. The radius of the cylinder is 0.25. ബയോളജി ക്ലാസ് ഉണ്ടാവും, ബയോളജിന്റെ എക്സാമിന്റെ അടുത്ത് കേട്ടോ. ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. What is the kinetic energy associated with the rotation of the cylinder? So kinetic energy associated with the rotation എന്ന് പറയുന്നത് it's half I omega square. Half into I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത് സാധനം സോളിഡ് സിലിണ്ടർ ആണ്. സോ ഇറ്റ്സ് എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇനി നേരെ വാല്യൂസ് കൊടുത്താൽ മതി. സോ 1/4 മാസ് 20, റേഡിയസ് 0.25, ഞാൻ അതിനെ 1/4 എന്ന് എഴുതുന്നു, സ്ക്വയർ ഒമേഗ 100 അതിൻ്റെ സ്ക്വയർ. സോ 20/4 5, 1/16 10⁻⁴. So 5/16, 50/16 into 10⁻3. 50/16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, പിന്നെ ഒരു 2 ആണ്. 2ൽ 20 ഇട്ട് കഴിഞ്ഞാൽ 1, 16, 4, 40, 2, 8. ഓക്കെ, 3.125 into 10⁻3 or 3125 joule. കാൽക്കുലേറ്റർ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിലിണ്ടർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ്? ആംഗുലാർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് L is equal to I omega. ഓക്കെ, I എത്രയാ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതിപ്പോൾ നമ്മൾ mr²/2 ഇൻറ്റു ഒമേഗ. മാസ് 20, റേഡിയസ് 1/4 സ്ക്വയർ, താഴെ ഒരു 2 ഉണ്ട്, ഒമേഗ 100. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10⁻3 1/16. ഓക്കെ, സോ 1000 divided by 16. 100ൽ 6 പ്രാവശ്യം, 6, 16, പിന്നെ 40, 40ൽ 2 പ്രാവശ്യം, 8, 62.5. ആംഗുലാർ മൊമെന്റ് ആണ്. mr² ഒമേഗ എന്ന് പറയുമ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, അതാണ് ആൻസർ വരിക. ഗുഡ്. കാൽക്കുലേറ്റർ ഉണ്ടോ കയ്യിൽ? സോ അതോടെ നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ അടുത്തിലേക്ക് കടക്കുന്നു, ദാറ്റ്സ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാ? മാറ്റിക്കോ.
ഇലക്ട്രോസ്റ്റാറ്റിക്സ്, നിങ്ങൾ +1 സ്റ്റുഡൻസ് ആണ്, സെക്കൻഡ് ഇയറിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വരും. അതായിട്ടൊക്കെ വളരെ ആ 2 ചാപ്റ്റേഴ്സ് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ്. ഗ്രാവിറ്റേഷനിൽ മെയിൻ ആയിട്ടുള്ളത് കെപ്ലേഴ്സ് ലോസ് വെച്ചിട്ടാണ് NCERT ടെക്സ്റ്റ് ബുക്ക് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ ബി നിങ്ങൾ കെപ്ലേഴ്സ് ലോസ് ചാപ്റ്ററിന്റെ അവസാനമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അത് അവസാനമല്ല, തുടക്കത്തിലാണുള്ളത്. പിന്നെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. യെസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിൻ്റെ വേരിയേഷൻ. ഓക്കെ, അതിനുശേഷം പിന്നെ ഉള്ളത് പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. പിന്നെ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡ്, പിന്നെ സാറ്റലൈറ്റ്, പിന്നെ അതിൻ്റെ എനർജി പോലത്തെ സാധനങ്ങൾ. അബ്ദുൽ ജലീലിന്റെ ക്വസ്റ്റ്യൻ മാത്സ് എക്സാമിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. മാത്സ് എക്സാമിനെ കുറിച്ച് നമ്മൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. എൻ്റെ മാത്രം ഒരു പെർസ്പെക്റ്റീവ് അല്ല, സ്റ്റുഡൻസിൻ്റെയും അധ്യാപകരുടെയൊക്കെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ടുള്ളൊരു ഒപ്പീനിയൻ ഒരു വീഡിയോ ആയിട്ട് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പുറത്തു വരും. അപ്പോൾ നമുക്ക് കാണാം. ഏതായാലും എക്സാം ടഫാണ് എന്നുള്ളത് പലരുടെയും പോയിന്റ് ഓഫ് വ്യൂ ആണ്. പല ഭാഗങ്ങൾ പല പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് അതിന്. ബട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും പറയേണ്ട, അജ്മൽ സാറിനെ പോലെ ആകും. യെസ്, അജ്മൽ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ബട്ട് കുറച്ചും കൂടെ ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് എക്സാം അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എക്സാം സംഭവിച്ചു എന്നല്ല, എക്സാം ആരൊക്കെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നുള്ള ഒരു വിഷയം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പോൾ അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ്, tan θ + tan φ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അഥവാ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ഒരു ഗ്ലിച്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു എക്സാമിനെ പറ്റി. ഓക്കെ, നമ്മൾ അതിലല്ല ഇപ്പോൾ നമ്മൾ തൽക്കാലം നെക്സ്റ്റ് ഫിസിക്സ് അതുപോലെ ആവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തൽക്കാലം പെട്ടെന്ന് നോക്ക്. ഗ്രാവിറ്റേഷനിൽ ഇഫ് ദ സീറോ പൊട്ടൻഷ്യൽ എനർജി ഈസ് അറ്റ് ഇൻഫിനിറ്റി, ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് ബ്ലാങ്ക് എനർജി. അതിന്റെ ആൻസർ പറഞ്ഞേ. ഈ പേരെനിക്ക് മനസ്സിലായില്ല, സത്താർ എന്നാണോ അതല്ല ആളെ മനസ്സിലായില്ല കേട്ടാ. ഓക്കെ, ആ ചോദ്യത്തിന്റെ ആൻസർ പറയും. The zero potential energy is at infinity. The total energy of an orbiting satellite is the negative. Total energy എന്തിന്റെ നെഗറ്റീവ് ആണെന്ന്? is the negative of blank. ഒരു സാറ്റലൈറ്റ്, ഇത് മാസ് എർത്ത്, അതിന്റെ പുറത്തുള്ള ഒരു സാറ്റലൈറ്റ്, ഈ കാണുന്ന ഡിസ്റ്റൻസ് r ആണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി നമ്മൾ സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് gmm/2r. അതിന്റെ പൊട്ടൻഷ്യൽ എനർജി -gmm/r. ടോട്ടൽ എനർജി -gmm/2r. ഈ ഒക്കെ അസ്യൂം ചെയ്യുന്നത് അറ്റ് ഇൻഫിനിറ്റി പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന്? 0 ആണെന്ന്. അങ്ങനെയുള്ള അസംഷന്റെ ബേസിലാണ്. അഥവാ ആ അസംഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഗ്രാവിറ്റേഷൻ മൊത്തം ചാപ്റ്റർ കവർ ചെയ്യുന്നത്. ഓക്കെ, നൗ മുഹമ്മദ് ഫവാസ്. നോ ഐഡിയ. എനിവേ, അപ്പോൾ ഇവിടെ ഇനി ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ടോട്ടൽ എനർജി ഇറ്റ്സ് ദ നെഗറ്റീവ് ഓഫ് വാട്ട്? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് നമ്മൾ ഈ പറയുന്ന റേഷ്യോ കൈനറ്റിക് പൊട്ടൻഷ്യൽ ടോട്ടൽ ഈസ് 1:-2:-1 എന്ന് പറയുന്നതിൽ കൈനറ്റിക്കും ടോട്ടലും 1ഉം -1ഉം പോലെയാണെന്നല്ലേ അതിന്റെ അർത്ഥം. അതായത് കൈനറ്റിക്കിന്റെ നെഗറ്റീവ് ആണ് ടോട്ടൽ എനർജി. സോ ഇറ്റ്സ് എ നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി. ആർക്ക് ആൻസർ പറഞ്ഞിട്ടുണ്ട്? സ്പീക്കേഴ്സ് പോയിന്റ് ഒക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഡിറൈവ് an expression for the escape velocity of an object from the surface of a planet.
ഒരു പ്ലാനറ്റിന്റെ സർഫസിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ആ പ്ലാനറ്റ്. ഇത് പ്ലാനറ്റിന്റെ റേഡിയസ്. എർത്താന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് ആ മാസ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ വെലോസിറ്റി കൊടുക്കുന്നു. അത് കൊടുക്കുന്ന വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ലീവ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി അങ്ങ് 0 ആകും, അല്ലെങ്കിൽ 0 ആകുന്ന തരത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. Now ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാഫ് mve². പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സർഫസിലാണ്. ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് -gmm/R. ഇവിടെ എത്തുമ്പോൾ ഇൻഫിനിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ഇൻഫിനിറ്റി എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് ഇൻഫിനിറ്റി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ അവിടേക്ക് പോകണ്ട. അപ്പോൾ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F = gm1m2/r². രണ്ട് മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r. ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഫോഴ്സിന്റെ വാല്യൂ എപ്പോഴാണ് 0 ആവുക? രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ യാതൊരു ഇന്ററാക്ഷനും ഇല്ലാതിരിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ അതിന് പറയാറുള്ള കണ്ടീഷൻ എന്താണ്? അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് ആവുമ്പോൾ. ഓക്കെ, ഈ ഇൻഫിനിറ്റി എന്ന് ഇവിടൊക്കെ നമ്മൾ പറയുന്ന ഒരു റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് ആ ഡിസ്റ്റൻസ് കൂടി വരുന്നതിനനുസരിച്ച് ഈ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ 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 കുറഞ്ഞു ഇറ്റ് ഗോസ് ടു 0. ലിമിറ്റിംഗ് വാല്യൂ എന്നൊക്കെ നമ്മൾ പറയൂലേ, മാത്സ് പഠിച്ചില്ലേ നിങ്ങൾ, ലിമിറ്റ്സ് പഠിച്ചില്ലേ? അപ്പൊ അതേപോലെയാണ്. സോ ഫോഴ്സ് ടെൻസ് ടു 0 ആവണമെങ്കിൽ r ടെൻസ് ടു ഇൻഫിനിറ്റി ആവണം. അല്ലാതെ ആറിന്റെ അർത്ഥം, അതായത് ഇപ്പോൾ അതുപോലെ തന്നെ മറ്റൊന്ന്, ഇപ്പൊ നമ്മൾ എസ്കേപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്തു പോവുക. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എവിടെ അവസാനിക്കുന്നത്? ആക്ച്വലി ഇറ്റ് എൻഡ്സ് അറ്റ് ഇൻഫിനിറ്റി. ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരെ എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആക്ച്വൽ നമ്മുടെ ഇപ്പോൾ എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എർത്തിന്റെ ഫീൽഡ് ഈ യൂണിവേഴ്സിന്റെ അവസാനം വരെ ഉണ്ടെന്ന് പറയുന്നില്ല, അർത്ഥമൊന്നുമില്ല. അതൊന്നും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫീൽഡ് അല്ല. ഈ എർത്തിന്റെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിലുള്ള മൂണുണ്ട്, മെർക്കുറി, മാർസ്, സണ്ണ്, ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നല്ലാതെ ഒന്നും കൂടെ എർത്തിന്റെ ഫീൽഡ് തൊട്ടടുത്തിരിക്കുന്ന മാർസ്, മറ്റേ വീനസ്, അതുപോലെ തന്നെ മെർക്കുറി, അല്ലെങ്കിൽ നമ്മുടെ എർത്തിന്റെ സാറ്റലൈറ്റ് ആയ മൂണ്, ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യും, സണ്ണിനൊക്കെ അഫക്റ്റ് ചെയ്യും എന്നല്ലാതെ സോളാർ സിസ്റ്റത്തിന് പുറത്തേക്ക് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ കൺസിഡറബിൾ അല്ല. അപ്പൊ ഫീൽഡ് കൺസിഡറബിൾ ആകുന്നത് എവിടെ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറമുള്ളതൊക്കെ ഇൻഫിനിറ്റി ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ഓക്കെ, ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കടക്കണം, ഫീൽഡിൽ നിന്ന് പുറത്ത് പോകണം എന്നുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ അപ്പോൾ ഇനി ടോട്ടൽ എനർജികൾ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യൽ കൈനറ്റിക് ½ പ്ലസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ -gmm/r, ടോട്ടൽ അപ്പുറം 0 + 0. ഇവിടെ നിന്ന് ½ mve²gmm/R എന്ന് കിട്ടും. ഒരു m അങ്ങ് കട്ട് ചെയ്യുക, ഈ 2 അപ്പുറം എടുത്തിട്ട് സ്ക്വയർ റൂട്ടും കൂടെ എടുത്താൽ എസ്കേപ്പ് വെലോസിറ്റി √2gm/r. സർഫസിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി √2gm/r. So derive an expression for the escape velocity of an object from the surface of a planet. Now ആ കാണുന്ന എസ്കേപ്പ് വെലോസിറ്റിയുമായി ബന്ധപ്പെടുത്തി പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് m. ആ സ്മോൾ എം എന്തായിരുന്നു? സ്മോൾ എം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആ ഒബ്ജക്റ്റിന്, അല്ലെങ്കിൽ നമ്മൾ എടുത്ത് എറിയുന്ന ഒബ്ജക്റ്റിന്റെ മാസ് ആയിരുന്നു. ആ മാസിനനുസരിച്ച് എസ്കേപ്പ് വെലോസിറ്റി മാറില്ല. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി നിങ്ങൾക്ക് അറിയാലോ. എത്രയാണ് എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി വാല്യൂ? എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി വാല്യൂ എത്ര? പറ, അറിയോ? എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി വാല്യൂ 11.2 km/h ആണ്. അതായത് നമ്മളൊരു ചെറിയ കല്ലെടുത്ത് 11.2 km/h എടുത്ത് എറിഞ്ഞാലും
വലിയൊരു ഒബ്ജക്റ്റ് എടുത്ത് 11.2 km/h എറിഞ്ഞു കഴിഞ്ഞാലും രണ്ടും എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്ത് കിടക്കും. സ്വാഭാവികമായിട്ടും ആ വെലോസിറ്റി മാസിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിലും ചെറിയ കല്ലെടുത്ത് 11.2 km/s എറിയാൻ, km/s, km/h എന്ന് എഴുതിയല്ലേ, km/h അല്ല, km/s. ഓക്കെ, ചെറിയൊരു കല്ലിനെ 11.2 km/s പ്രൊജക്ട് ചെയ്യാൻ കൊടുക്കേണ്ട എനർജി പോരാ ഒബ്ജക്റ്റ് വലുതാകുമ്പോൾ. സോ കൂടുതൽ എനർജി ചെറിയ ഒബ്ജക്റ്റിന് ചെറിയ എനർജി, വലിയ ഒബ്ജക്റ്റിന് വലിയ എനർജി, പക്ഷേ വെലോസിറ്റി രണ്ടിനും സെയിം തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Acceleration due to gravity decreases with depth. Prove the above statement by deriving proper equation. With depth കേട്ടോ. ഇത് എർത്ത്, അതിൻ്റെ റേഡിയസ് 6. നൗ ടോപ്പിൽ നിന്ന് നമ്മളൊരു ഡി ഡെപ്തിലാണ് എങ്കിൽ അവിടെ നമ്മളൊരു മാസ് പ്ലേസ് ചെയ്തു. അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗത്തുള്ള മാസ് മാത്രമേ അതിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുള്ളൂ. സോ അതിന് ഫോഴ്സ് ഉണ്ടാവും. നൗ എഫ് ഈസ് ഈക്വൽ ടു ജി എം ഡാഷ് എം ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ. അതായത് അത് എത്ര ഡെപ്തിലാണോ ഇരിക്കുന്നത് ആ പോയിന്റിന് താഴേക്ക് വരുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കുറച്ചും കൂടെ ചെറിയൊരു സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് ആവും, അതിൻ്റെ മാസ് മാത്രമേ അഫക്റ്റ് ചെയ്യുള്ളൂ. പുറത്തുള്ള മാസിന് അവിടെ ഉണ്ടാകുന്ന ഫീൽഡ് 0 ആയിരിക്കും. നൗ ആ എം ഡാഷ് എന്ന് പറയുന്നത് ടോട്ടൽ മാസ് എം ആണ്, ടോട്ടൽ വോളിയം 4/3 πr³ ആണ്. ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്ത വോളിയം 4/3 π r മൈനസ് ഡി ദ ഹോൾ ക്യൂബ് ആണ്. അതായത് ഈ കാണുന്ന ഡിസ്റ്റൻസ് ആക്ച്വലി എന്താ വരിക, ആർ ടോട്ടൽ റേഡിയസ് ഡെപ്ത് ഡി, ആർ മൈനസ് ഡി. ഓക്കെ, ഇവിടെ നമുക്ക് 4/3 π അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് എം ഡാഷ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ മൈനസ് ഡി ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. അതിവിടെ കൊടുത്തിട്ട് ഈ ജി എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ് ആണ്. ആ മാസ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ജി എം ഡാഷ് ബൈ r minus d whole square. That means g is equal to g by r minus d whole square into m dash ne m into r minus d whole cube divided by r cube. ഈ ഭാഗം r minus d whole square ഉം r minus d whole cube കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ small g is equal to gm by മുകളിലൊരു ആർ മൈനസ് ഡി മുകളിലുണ്ട്, താഴെയുള്ള ആർ ക്യൂബിനെ ഞാൻ ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്നാക്കുന്നു. ഓക്കെ, നൗ ദിസ് ഇസ് ഈക്വൽ ടു സ്മോൾ ജി, ഈ കാണുന്ന ജി എം ബൈ ക്യാപിറ്റൽ ജി എം ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് ആണ്. ഇത് അറ്റ് എ ഡെപ്ത് ഡി ഇൻറ്റു ക്യാപിറ്റൽ ആർ മൈനസ് ഡി ബൈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഡി ബൈ ആർ. സോ ഇതാണ് സംഭവം. ഈ കാണുന്ന ഇക്വേഷൻ ആണ് പ്രൂവ് ദ അബവ് സ്റ്റേറ്റ്മെന്റ് ബൈ ഡിറൈവിംഗ് പ്രോപ്പർ ഇക്വേഷൻ. അപ്പൊ ഡെപ്ത് ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് പുതിയൊരു പേജ് എടുത്ത് വേണമെങ്കിൽ പറയാം, അറ്റ് എ ഡെപ്ത് ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. സോ ആസ് ഡി ഇൻക്രീസസ്, അതായത് ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ഈ 1 മൈനസ് ഡി ബൈ ആറിന്റെ വാല്യൂ കൂടി വരും. ഒരു ഐഡിയ ഒന്നല്ലോ, 237612. ഓക്കെ, അപ്പൊ ഡി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ്. സോ അതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പോൾ ഡെപ്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. സോ അത് ഓക്കെ. നൗ അടുത്ത ഭാഗം, യൂസിംഗ് ദിസ് ഇക്വേഷൻ ഷോ ദാറ്റ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് ദ സർഫസ് ആൻഡ് 0 അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്. ഓഫ് കോഴ്സ്. സോ അറ്റ് ദ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡെപ്ത്? സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെപ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറിന് ഈക്വൽ ആകും. ദാറ്റ് മീൻസ് ജി അറ്റ് ദ സെന്റർ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ക്യാപിറ്റൽ ആർ ബൈ ക്യാപിറ്റൽ ആർ. എത്ര ക്യാപിറ്റൽ ആർ ബൈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 0.
Now at the സർഫസിൽ ഡി എന്ന് പറയുന്നത് 0 ആകും. എന്ന് വെച്ചാൽ വാട്ട് ഇസ് ദ വാല്യൂ അറ്റ് ദ സർഫസിലെ വാല്യൂ ജി ഇൻറ്റു 1 മൈനസ് 0/r എന്ന് വെച്ചാൽ ജി ആവും. അതാണ് അതിന്റെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്തിൽ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിച്ചു വെക്കുമ്പോൾ നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ പറഞ്ഞിരുന്ന മെയിൻ ആയിട്ടുള്ള സാധനം ടോ ഈസ് ഈക്വൽ ടു dl/dt ഡെറിവേഷൻ ആയിരുന്നു. അതേസമയം ഇവിടെ ഗ്രാവിറ്റേഷനിൽ വന്നപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡെറിവേഷൻ വന്നിട്ടുള്ളത് അറ്റ് ഡെപ്ത് d. അതേപോലെ തന്നെ ഇനി വരുന്ന ക്വസ്റ്റിൽ അറ്റ് ഹൈറ്റ് h ചോദിക്കുന്നു. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അടുത്തത് സാറ്റലൈറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ആണ്. എർത്ത് സാറ്റലൈറ്റ്സ് ആർ ഒബ്ജക്ട്സ് വിച്ച് റിവോൾവ് അറൌണ്ട് ദ എർത്ത്. ശരി. The time period of a geostationary satellite. Geostationary satellite എന്ന് പറഞ്ഞ ടോപ്പിക് ഒക്കെ പോയിട്ടുണ്ട്. ബട്ട് എർത്തിന്റെ അതേ ടൈം പീരീഡ് 24 hours ടൈം പീരീഡ് വരുന്ന സാധനത്തിനാണ് ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് വിളിക്കാം. ബി, ഡിറൈവ് an expression for the time period of satellite. സ്പീക്കേഴ്സ് പോയിന്റ് എന്തോ ഒരു സാധനം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ജി എന്തിനാണ് അയച്ചത് എനിക്ക് മനസ്സിലായില്ല. ഡിറൈവ് an expression for the time period of a satellite. ഒരു സാറ്റലൈറ്റിന്റെ ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, എർത്ത് സാറ്റലൈറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് r, ഓക്കെ, മാസ് m, അതിന്റെ ടൈം പീരീഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടൈം പീരീഡിന് ഇക്വേഷൻ ആണ് വേണ്ടത്. ഇതിന് ഓർബിറ്റൽ വെലോസിറ്റി രണ്ട് രീതിയിൽ ചെയ്യാം. ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കാണ്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഓർബിറ്റൽ വെലോസിറ്റി ഒക്കെ ഉണ്ടാവും ഇവിടെ. ഞാൻ ചെയ്യുന്ന ആ വഴിക്കല്ല. ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് എത്ര? അതിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് ഒന്നും ഡിലീറ്റഡ് അല്ലല്ലോ. സാറ്റലൈറ്റ് ഉള്ള തന്നെയാണ്. ഈ ജിയോസ്റ്റേഷന്റെ സാറ്റലൈറ്റ് മാത്രമല്ലേ ഡിലീറ്റ് ആയിട്ടുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ എനർജി ഓഫ് എ സാറ്റലൈറ്റ്, അതുപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റി പോലത്തെ സാധനങ്ങളൊക്കെ. gmm/r². നൗ ആ gmm/r² ആണ് അതിന് വേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, which is mr⍵². Okay, now mr⍵² എടുത്തു കഴിഞ്ഞാൽ ഞാൻ m അങ്ങ് കട്ട് ചെയ്യുന്നു, ആ r കൂടെ ലെഫ്റ്റിലേക്ക് എടുക്കാം. അപ്പോൾ gm/r³ is equal to ω². That means omega is equal to root of gm/r³. ഇത് 2π/t ആണ്. root of gm/r³. ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ t is equal to 2π into root of r³/gm എന്ന് കിട്ടും. ഇതാണ് സാറ്റലൈറ്റിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് ആയി. നൗ ബൈ യൂസിംഗ് ദ എക്സ്പ്രഷൻ യു ഡിറൈവ്ഡ് അബവ് ഷോ ദാറ്റ് ദ മോഷൻ ഓഫ് എ സാറ്റലൈറ്റ് ഒബേസ് കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ്സ്. എന്താണ് കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ്സ്? കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ്സ് പറയുന്നത് ഈ പറയുന്ന ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് സൺ ഇവിടെ ഉണ്ടാവും. പ്ലാനറ്റ് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ഉണ്ടാവുക. അതിന്റെ ടൈം പീരീഡിന്റെ സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു സെമി ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. t² ഈസ് പ്രൊപ്പോർഷണൽ ടു a³. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് t ഈസ് ഈക്വൽ ടു സർക്കുലാർ ഓർബിറ്റ് ആകുമ്പോൾ ഈ a എന്ന് പറയുന്നത് റേഡിയസ് ആയിട്ട് മാറും. സോ നമ്മൾക്ക് കിട്ടിയത് t ഈസ് ഈക്വൽ ടു 2π ഇൻടു റൂട്ട് ഓഫ് r³/gm. രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ t² ഈസ് 4π² r³/gm. t² ഈസ് പ്രൊപ്പോർഷണൽ ടു r³. ഇത് എന്തിന് ഇക്വലന്റ് ആണ്? കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ്സിന്റെ അതേ സംഭവം തന്നെയാണ് കിട്ടുന്നത്. മറ്റേത് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. നമ്മളിവിടെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഒന്നും കൺസിഡർ ചെയ്തില്ല, നമ്മൾ സർക്കുലർ ഓർബിറ്റ് ആണ് കൺസിഡർ ചെയ്തത്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ കെപ്ലേഴ്സ് ലോസ് ഓഫ് മോഷൻ, കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ, അതിൽ ലോ ഓഫ് പീരീഡ്സ് എന്ന് പറയുന്ന ആ കണ്ടീഷൻ t² പ്രൊപ്പോർഷണൽ ടു a³ന്റെ സിമിലർ ആയിട്ടുള്ള സാധനം തന്നെയാണ് t² പ്രൊപ്പോർഷണൽ ടു r³. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്തത്, the escape speed of an object from the earth is 11.2 km/s. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എസ്കേപ്പ് വെലോസിറ്റി. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s. ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ് ഫോർ ആൻ ഒബ്ജക്ട്. എന്താണ് എസ്കേപ്പ് സ്പീഡിന്റെ ഡെഫിനിഷൻ? ഇറ്റ്സ് ദ വെലോസിറ്റി റിക്വയർഡ്, the velocity with which an object has to be projected so that it will leave the gravitational field of earth. അതിനകത്ത് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് എന്ത് സ്പീഡിൽ എറിയണം, പ്രൊജക്റ്റ് ചെയ്യണം, എന്ത് സംഭവിക്കാൻ? ആ ഒബ്ജക്റ്റ് പിന്നെ തിരിച്ചു വരാതിരിക്കാൻ. മുകളിലേക്ക് എറിയുന്ന എല്ലാ ഒബ്ജക്റ്റുകളും തിരിച്ചു വരില്ല. നമ്മൾ എറിയുന്ന സ്പീഡ് ഈ പറയുന്ന 11.2 km/s എന്ന് പറയുന്ന എസ്കേപ്പ് സ്പീഡിന് അതിനേക്കാളും കൂടുതലോ ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് തിരിച്ചു വരില്ല. സോ ദ വെലോസിറ്റി വിത്ത് വിച്ച് an object has to be projected so that it will leave the gravitational field of earth.
അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് റിട്ടേൺ. അങ്ങനെയൊക്കെ നമുക്ക് എസ്കേപ്പ് സ്പീഡിനെ ഡിഫൈൻ ചെയ്യാം. നൗ ഹൗ എസ്കേപ്പ് സ്പീഡ് ഇസ് റിലേറ്റഡ് ടു ദ മാസ് ഓഫ് ദ ഒബ്ജക്ട്. എസ്കേപ്പ് സ്പീഡിന്റെ ഫോർമുല ഓർമ്മയില്ലേ, നമ്മൾ ഡിറൈവ് ചെയ്തല്ലോ നേരത്തെ, √2gm/r സർഫസ് എന്നുള്ളതാവും കേട്ടോ, ഫ്രം ദ സർഫസ് ഓഫ് എ പ്ലാനറ്റ്. Surface of a planet. Now is related to the mass of the object. ഈ കാണുന്ന ഇക്വേഷനിൽ എന്താ ആൻസർ? How the escape speed is related to the mass of the object. പറ. How the escape speed is related to the mass of the object. എന്താ ആൻസർ? ഞാൻ ഓൾറെഡി അതിന്റെ ആൻസർ പറഞ്ഞിരുന്നു. എസ്കേപ്പ് സ്പീഡ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, ഇതാ ഇവിടെ അല്ല, ഇതിന്റെ മുന്നേ ഇവിടെ. എന്താ ആൻസർ? ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ ഒബ്ജക്ട്. ആർക്കും ആൻസർ ഇല്ലല്ലോ. ഇൻഡിപെൻഡന്റ് ഓഫ് ദ independent of the mass of the object. അത് ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ പ്ലാനറ്റ്. അടുത്തത്, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. നാല് സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് കറക്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ്/ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ്. ഓ, ഇതിൽ ഏതാണെന്നാണ് ചൂസ് ചെയ്യേണ്ടത്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഹൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് വാട്ട് ഹാപ്പൻസ് ടു ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? പറയടാ. What happens to acceleration due to gravity? ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചുള്ള ഫോർമുല, അപ്രോക്സിമേറ്റ് ഫോർമുലയാണ് g × 1 - 2h/r. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറ, ഇൻക്രീസസ് ഓർ ഡിക്രീസസ്? ഇൻക്രീസസ് ഓർ ഡിക്രീസസ്? The answer is acceleration due to gravity with altitude, height, acceleration due to gravity decreases. Now അടുത്തത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ്/ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഡെപ്ത്. ഡെപ്തിലേക്ക് പോകുമ്പോൾ ഇക്വേഷൻ g of d is equal to g × 1 - d/r. സോ അപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ്. നൗ മൂന്നാമത്തത്, ടോട്ടൽ എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഇസ് ദ നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് പറ, കൈനറ്റിക് ഓർ പൊട്ടൻഷ്യൽ ഏതാ? The answer is കൈനറ്റിക്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ പോളാർ സാറ്റലൈറ്റ്, അത് വേണ്ട, ഗോ അറൌണ്ട് ദ എർത്ത് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഓർ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. അതിന് ആക്ച്വലി നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ്. പോളാർ സാറ്റലൈറ്റ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഇല്ല, സോ അത് വിട്ടേക്ക്. അതിന്റെ ഒരു ബി, അത് വേറൊരു ക്വസ്റ്റിന്റെ ഭാഗമാണ്. സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് ടൈം പീരിയഡ്സ്, T² proportional to A³. So the square of the time period of a planet is proportional to cube of the semi-major axis. ആ elliptical orbitന്റെ മേജർ ആക്സിസിന്റെ പകുതി സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ്. അടുത്തത്, the escape speed from the surface of earth is given by. എസ്കേപ്പ് സ്പീഡിന് നമ്മളൊരു ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്കേപ്പ് സ്പീഡ് ഇസ് ഈക്വൽ ടു √2gm/r. ഈ കാണുന്ന സാധനത്തിന്റെ ക്വസ്റ്റ്യൻസിലേക്ക്, തന്നിരിക്കുന്ന ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ സ്മോൾ ജി ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ജിന്റെ ഇക്വേഷൻ gm/r². ഒരു r ഇങ്ങ് സ്മോൾ ജിന്റെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ക്യാപിറ്റൽ G ക്യാപിറ്റൽ M/r. അതായത് ഈ കിടക്കുന്ന സാധനം gr ആണ്. അതായത് ദിസ് ഈസ് √2 ഉണ്ടല്ലോ, gm/r നമുക്ക് g ക്യാപിറ്റൽ r എന്ന് എഴുതാം. സോ ദ എസ്കേപ്പ് സ്പീഡ് ഈസ് √2gr. ഈ സഫിക്സ് ആണ് എർത്ത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. ബി, an artificial satellite circulating earth at a height തന്നിട്ടുണ്ട് 3400 km from the surface of earth. The radius of earth is 6400 km and g 9.8 meter per second square. Calculate the orbital velocity of the satellite. Orbital velocity യുടെ formula it's √gm/r. ഈ സ്മോൾ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gm/r+h. ഓക്കെ, അതായത് എത്ര എർത്തിന്റെ സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √, ഈ gm എന്നുള്ളത് നമുക്ക് gr² / r+h എന്ന് കൊടുക്കാം.
So orbital velocity is equal to square root of g 9.8 എടുക്കാം, r square 6,400 kilometer, 3,400 kilometer. So this is 6.4 into 10 raised to 6 the whole square divided by ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 64 34 98 9.8 into 10 raised to 6. ഇതങ്ങ് കട്ട് ചെയ്യാം. So this is equal to square root എടുത്തു കഴിഞ്ഞാൽ 6.4 into 10 raised to 6 divided by 10 raised to 3, which is 6.4 into 10 raised to 3, അതായത് 6400 meter per second, 6,400 meter per second. Okay, അതാണ് orbital velocity of the satellite. So orbital velocityയുടെ ഫോർമുല, അപ്പോൾ അതൊന്നും ഡെറിവേഷനിൽ എവിടെയും കണ്ടില്ല. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ കണ്ടു നമ്മൾ, അതുപോലെ തന്നെ അറ്റ് എ ഡെപ്ത് ഡിയിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഡെറിവേഷനും കണ്ടു. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എവറി ബോഡി in the universe attracts every other body. The force of attraction between two point masses is directly proportional to product of their masses m1 m2 and inversely proportional to the square of the distance between them. NCERT textbookലുള്ള definition ആണ് force proportional to product of the masses and inversely proportional to the square of the distance between them m1 m2 by r square. അതാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. ഷോ ദാറ്റ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് d below the surface of earth is given by ഈ ഡെറിവേഷൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. g is the acceleration due to gravity at the surface of earth. ഈ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, നൗ അടുത്തത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൻഡ് റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ്. ശരിയാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് അറ്റ് ദ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gm by r square. It depends on the mass of the planet and the radius of the planet. Write an equation for acceleration due to gravity in terms of mass and radius of the planet. Oh, ഇതാണ് equation. ഇതാണ് എഴുതേണ്ട equation. Okay. Part B. A body weighs 63 Newton on the surface of Earth. What is the gravitational force on it due to the Earth at a height equal to half the radius of Earth? അതായത് ഈ എർത്തിന്റെ സർഫസിൽ ഇരിക്കുമ്പോൾ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 63 ന്യൂട്ടൺ ആണ്. അതേസമയം എർത്തിൽ നിന്ന് എത്ര ഹൈറ്റിൽ, അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് r/2, അവിടെ ഇരിക്കുമ്പോൾ എത്രയായിരിക്കും അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്നാണ് ചോദ്യം. അതായത് 63 ന്യൂട്ടൺ ആണ് gm by r square. ഈ ഹൈറ്റിൽ എത്തുമ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇറ്റ്സ് gm by ഡിസ്റ്റൻസ് r മാത്രമല്ല r plus r/2, അതായത് 3r/2 the whole square. This is 4/9 gm by r square. 3/2 സ്ക്വയർ 9/4 വരും, അത് 4/9 ആവും. ഈ gm by r square ആണ് എത്ര? 63. So this is 4/9 into 63. 63 9 കൂടെ കട്ട് ചെയ്താൽ 7 ഉണ്ടാവും. 4 into 7 28 Newton. So the answer is 28 Newton. Okay. Moving on to the next one. Derive an expression for the variation of g with the height h above the surface of Earth. Okay. h ഹൈറ്റിലുള്ള വേരിയേഷൻ ആണ് വേണ്ടത്. Now എർത്തിന്റെ സെന്ററിൽ നിന്ന് ഹൈറ്റ് h ആണ്, ഇത് എർത്തിന്റെ റേഡിയസ് r. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാസ് m ആണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈസ് ഈക്വൽ ടു g capital M small m divided by r plus h the whole square. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത ഒരു അപ്രോക്സിമേഷൻ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ gmm ഒരു മിനിറ്റ്, നമുക്ക് വേണ്ടത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, വിച്ച് ഈസ് ആക്ച്വലി ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ f by m, which is gm by capital R plus capital H the whole square. So this is equal to gm. Now ഈ കാണുന്ന r plus h എന്നുള്ളത് ഞാനൊരു r കോമൺ ആയിട്ട് എടുത്താൽ ഇറ്റ്സ് 1 plus h by r the whole square. This can be written as gm by r square into 1 plus h by r
the whole square. ഈ gm by r square ആണ് acceleration due to gravity. ഇത് at a height h ആണെങ്കിൽ ഈ gm by r square ആണ് acceleration due to gravity at a height at the surface. Okay. Now ആ 1 plus h by r നമ്മൾ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 1 plus h by r whole raised to -2 എന്നാവും. ഇനി ബൈനോമിയൽ എക്സ്പ്രഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. g at a height h is equal to g into ഈ h വളരെ ചെറുതാണെങ്കിൽ h very very less than capital R ആണെങ്കിൽ ഇതിനെ 1 minus 2h by r എന്ന് എഴുതാം. 1 plus x whole raised to n is equal to 1 plus x whole raised to n is equal to 1 plus nx. കണ്ടീഷൻ ഉണ്ട് x very very less than 1. അപ്പോൾ 1 plus h by r whole raised to -2 എന്നുള്ളതിനെ 1 plus ആ -2 ഇങ്ങോട്ട് താഴേക്ക് വെച്ചിട്ട് -2 into h by r എന്ന് നമുക്ക് എഴുതാം. ബൈനോമിയൽ എക്സ്പ്രഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഡെറിവേഷൻ. നമ്മളോട് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് എസ്കേപ്പ് വെലോസിറ്റി ഡിറൈവ് ചെയ്തു, സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്തു, ആക്സലേഷൻ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് എച്ചും അറ്റ് ഡെപ്ത് ഡിയും. ഈ 4 ഡെറിവേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരിക. അടുത്തത് കെപ്ലർ ഫോർമുലേറ്റഡ് 3 laws of planetary motion. ശരിയാണ്. ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് ഏരിയാസ്, ലോ ഓഫ് പീരീഡ്സ്. സ്റ്റേറ്റ് ദ കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ്സ്. പീരീഡ്സ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. ഇതാണ് സാധനം. Saturn year is 29.5 times the Earth year. How far is the Saturn from the Sun? The Earth is 1.5 into 10 raised to 9 kilometer away from the Sun. ഓക്കെ, സോ ആ കണ്ടീഷൻസ് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സാറ്റേൺ ഇയർ 29.5 ടൈംസ് ദ എർത്ത് ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എർത്തിന്റെ ഇയർ, ടൈം പീരീഡ് ഓഫ് എർത്ത് സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എർത്തിന്റെ ഡിസ്റ്റൻസും പറഞ്ഞിട്ടുണ്ട് 1.5 into 10 raised to 9 ഹോൾ ക്യൂബ്. ഇതാണ് ആ ഇക്വേഷൻ. ടൈം സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്, ഡിസ്റ്റൻസിന്റെ ക്യൂബ്. Now, time period of Saturn square is proportional to distance to the Saturn cube. And കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ time period of Earth by time period of Saturn, the whole square is equal to 1.5 into 10 raised to 9 by distance to the Saturn, the whole cube. Now, ഈ സംഭവമാണ് പറഞ്ഞുള്ളത് 29.5 ആണ് പറഞ്ഞുള്ളത്. So 1 by 29.5 is equal to 1.5 into 10 raised to 9 ഇവിടെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട് ഡിവൈഡഡ് ബൈ RS the whole cube. അപ്പോൾ RS cube is equal to 1.5 into 10 raised to 9 the whole cube into 29.5 the whole square. Now RS is equal to ഒന്നും കൂടെ ക്യൂബ് റൂട്ട് എടുത്താൽ 1.5 into 10 raised to 9 കൂടാതെ 29.5ന്റെ സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കാം. ഈ വാല്യൂസ് നമ്പേഴ്സ് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ആൻസർ. ഓക്കെ, അതിലെ പാർട്ട് സി ഓഫ് വിച്ച് കൺസർവേഷൻ ലോ ഇസ് കെപ്ലർസ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ആസ് എ കോൺസിക്വൻസ്. സെന്റൻസിനൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. കെപ്ലറിന്റെ സെക്കൻഡ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് ഏരിയാസ്. ലോ ഓഫ് ഏരിയാസിന്റെ അതായത് dA/dt ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദ്യം. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് dA/dt ഏരിയൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു L/2m എന്ന് നമുക്ക് കിട്ടും. വേർ L ഈസ് ദ ആംഗുലാർ മൊമെന്റം. Angular momentum of the planet with respect to നമ്മളിപ്പോൾ ഒരു സൺ എടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു സൺ. നൗ അവിടെയുള്ള ടോർക്ക് ആക്ച്വലി 0 ആണ്. അതുകൊണ്ട് തന്നെ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് dA/dt എന്താന്ന് നമ്മൾ പറയുന്നത് dA/dt കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്ന കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്തിന്റെ കോൺസിക്വൻസ് ആണ്? ഇറ്റ്സ് ദ കോൺസിക്വൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. Okay, so of which conservation law of conservation of angular momentum is the Kepler's second law of planetary motion is a consequence of.
അങ്ങനെയാണ് ചോദ്യം വേണ്ടത്. അതിൻ്റെ ആൻസർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. റൈറ്റ് ദ വാല്യൂ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജെക്ട് ഫ്രം ദ സർഫസ് ഓഫ് മൂൺ. മൂണിന്റെ സർഫസിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി ആണ് ചോദിക്കുന്നത്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ എർത്തിൻ്റെ ആണെങ്കിൽ എർത്തിൻ്റെത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്, വിച്ച് ഈസ് ആക്ച്വലി സ്ക്വയർ റൂട്ട് ഓഫ് 2gm ബൈ റേഡിയസ് ഓഫ് എർത്ത്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം, പ്ലാനറ്റ് മൂണിന്റെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ 1/6 ആണ്. അതായത് gm by mass of moon radius of moon square is equal to 1/6 of mass of earth by radius of earth square. ഇതിൽ അഡീഷണൽ ഇൻഫർമേഷൻസ് ഇല്ലാതെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഒന്നെങ്കിൽ റേഡിയസ് ഓഫ് മൂൺ വേണം, അതേപോലെ തന്നെ മാസ് ഓഫ് മൂണും വേണം. അതിൻ്റെ ഇക്വേഷൻ വരിക എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് മൂൺ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 2gm ബൈ r എന്നുള്ളതിൽ മാസ് ഓഫ് മൂണും റേഡിയസ് ഓഫ് മൂണും വരും. ഐ തിങ്ക് ക്വസ്റ്റ്യനിൽ എന്തോ ഒരു ഭാഗം മിസ്സിംഗ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടോ? 2.3 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ഡയറക്റ്റ് പഠിച്ചു വെച്ചതാണോ ഈ വാല്യൂ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഡെപ്ത്. അത് നമ്മൾ പറഞ്ഞതാണ്, ഡെപ്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു വരും, g × 1 - d/r. ഓക്കെ, derive an expression for the acceleration due to gravity g at a depth d below the surface of earth. ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി, നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ് g × 1 - d/r. Now part B, what is the weight of a body at the center of earth? സെന്ററിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് 0. സോ അവിടുത്തെ വെയിറ്റ് എന്ന് പറയുമ്പോൾ m × ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് വരും? ഒരു ഒബ്ജക്റ്റിന് എർത്തിന്റെ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വെയിറ്റ് ഉണ്ടാവില്ല. സോ ദ വെയിറ്റ് അറ്റ് ദ സെന്റർ ഓഫ് എർത്ത് ഈസ് 0. ഓക്കെ, ഗ്രാവിറ്റേഷനുള്ള ക്വസ്റ്റ്യൻസ് കഴിയാറായി തോന്നുന്നു, കഴിഞ്ഞില്ലല്ലോ. അസ്യൂമിങ് സാറ്റലൈറ്റ് ഓർബിറ്റ്സ് അറൌണ്ട് എ പ്ലാനറ്റ് ടു ബി സർക്കുലർ ഓർബിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാണ്. ഓക്കെ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് അറൌണ്ട് എർത്ത്. ഈ എർത്ത് അവിടെ നിന്ന് ഒരു r ഡിസ്റ്റൻസിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റ്, അതിനൊരു ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ടാകും. അവിടെ അതിന് വേണ്ട റിക്വയർഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് gmm/r² എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. എന്ന് വെച്ചാൽ gmm/r² ഈസ് mv²/r, റിക്വയർഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ആ v എന്ന് പറയുന്നത് ആണ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ അവിടെ നമുക്കൊരു r അങ്ങ് കട്ട് ചെയ്ത് ഒരു m കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊന്നുമില്ല, v0 is equal to സ്ക്വയർ റൂട്ട് എടുത്താൽ മതി gm/r. gm/r ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ. നൗ ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ ടോട്ടൽ ഒരു സർക്കിൾ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം അല്ലേ ടൈം പീരീഡ്. അപ്പൊ 2πr ഡിവൈഡഡ് ബൈ ഓർബിറ്റൽ വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് 2πr ഡിവൈഡഡ് ബൈ ഓർബിറ്റൽ വെലോസിറ്റി ആകുമ്പോൾ √r/gm എന്ന് വരും. ഈ കാണുന്ന ആറും കൂടെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ t is equal to 2π × r ഉള്ളിലേക്ക് വരുമ്പോൾ r²ഉം അവിടെ ഓൾറെഡി ഉള്ള ആറും കൂടെ r³ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ടൈം പീരീഡിന്റെ ഡെറിവേഷൻ. അപ്പോൾ ഇതൊന്നും അത്ര ലെങ്തി ഡെറിവേഷനോ സംഭവങ്ങളൊന്നും അല്ല. കൃത്യമായിട്ട് എന്താണ് നമ്മുടെ കയ്യിലുള്ളത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, State Kepler's law of orbits and law of periods. Law of orbits. Planets revolve around sun in elliptical orbits. നിങ്ങൾ അതിൽ വരേണ്ട വേർഡ് അതാണ് കേട്ടോ, എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. അതിൽ സൺ അറ്റ് വൺ ഓഫ് ദ ഫോസൈ, അതിന്റെ ആ എലിപ്സിന്റെ ഫോക്കസിൽ രണ്ട് ഫോക്കസുകൾ ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്നിലായിട്ടാണ് സൺ ഉണ്ടാവുക. ഇതാണ് ലോ ഓഫ് ഓർബിറ്റ്സ്.
ലോ ഓഫ് പീരീഡ്സ് എന്ന് പറയുന്നത് ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ഓക്കെ, അതാണ് ലോ ഓഫ് ഓർബിറ്റ്സും ലോ ഓഫ് പീരീഡ്സും. അതിന്റെ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ സെന്റൻസ് ഒക്കെ ആക്കി എഴുതി കൊടുക്കണം. Now the minimum speed with which an object is projected such that it is permanently escapes from the gravitational field of Earth is called escape speed. അപ്പോൾ നേരത്തെ എവിടെയോ escape velocity ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഡെഫിനേഷൻ എക്സാക്ട് അങ്ങോട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതായി. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട സെന്റൻസ് ഇതാണ്. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ദ എസ്കേപ്പ് സ്പീഡ് ഫ്രം എർത്ത് നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് സ്ക്വയർ റൂട്ട് ഓഫ് 2gm/r. Show that the escape speed is root 2 times orbital speed. ഓർബിറ്റൽ സ്പീഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് റൂട്ട് ഓഫ് gm/r ആണ്. ഇത് സർഫസ് എന്നായതുകൊണ്ടാണ് കേട്ടോ. സോ നിയർ ദ സർഫസ് ആണ് എങ്കിൽ ഒരു സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ സ്പീഡ് ഈ പറയുന്ന ഓർബിറ്റൽ സ്പീഡ് നമുക്ക് കിട്ടിയത് നോക്കിയേ, റൂട്ട് ഓഫ് gm/r അല്ലേ എന്നാ. ഇനി ഈ ആറിന്റെ വാല്യൂ ക്യാപിറ്റൽ ആറിന് ഈക്വൽ ആവുന്ന പറഞ്ഞാൽ സർഫസിന്റെ അടുത്ത് കൂടുള്ള ഓർബിറ്റ് ആണ് എങ്കിൽ ഇത് രണ്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ വന്നത്? എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2gm/r എന്നതിനെ റൂട്ട് 2 ഇൻറ്റു റൂട്ട് ഓഫ് gm/r എന്നാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് റൂട്ട് 2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി റൂട്ട് 2 ടൈംസ് ഓർബിറ്റൽ സ്പീഡ്. നൗ write one difference between geostationary and polar satellite. അത് വേണ്ട, ജിയോസ്റ്റേഷനറി പോളാർ സാറ്റലൈറ്റിന്റെ ടോപ്പിക് ഡെലീറ്റഡ് ആണ്. ഓക്കെ, അടുത്തത് 3 objects with a mass 40 kg each are placed in a straight line 50 cm apart. What is the net gravitational force at the center object due to the other two? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 എണ്ണം 40 കിലോ 40 കിലോ 40 കിലോ 50 cm straight line 50 cm apart. ഇത് 50 cm, ഇത് 50 cm. Now ഈ സെന്ററിൽ what is the net gravitational force at the center object due to the other two? ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്നുണ്ടാവും. ആ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ ദ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. നെറ്റ് ഫോഴ്സ് 0 ആകും. ഓക്കെ, മൂവിങ് ഓൺ. വാട്ട് ഈസ് എ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഗ്രാവിറ്റേഷണൽ potential energy, it's the work done. In definition ഒക്കെ ഉണ്ട്, it's the work done to bring a mass from infinity to that point. So what is the gravitational potential energy എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it's the work done to bring a mass from infinity to that point without any acceleration. Now derive an expression for the gravitational potential energy and gravitational potential. Gravitational potential energy gravitational potentialന്റെയും എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മാസ് m, ഇതൊരു ഡിസ്റ്റൻസ് r, ഇവിടെ ഒരു മാസ് ഇരിക്കുന്നുണ്ട്. Now ആ മാസ് അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് വന്നതാണ്? അത് ആദ്യം ഇൻഫിനിറ്റിയിലായിരുന്നു, അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുത്ത് കൊണ്ടുവന്നതാണ്. സോ വാട്ട് ഈസ് എ വർക്ക് ഡൺ? അതാണ് പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ. ആദ്യം അത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലായിരുന്നു, ഇപ്പോൾ അത് r ഡിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഫോഴ്സ് ഇറ്റ്സ് gmm/r² dr, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ എഴുതാം. ഇറ്റ്സ് f.dr ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു r gmm/r² dr. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം ഇൻ്റഗ്രേഷൻ ഒന്നും നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട്. ഇൻ്റഗ്രേഷൻ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞില്ല, ഇക്വേഷൻ എഴുതാനല്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു ആ gmm മാറ്റി വെച്ചിട്ട് 1/r² ഇൻ്റഗ്രൽ അടുത്ത പേജിലേക്ക് മാറ്റാം ഞാൻ. Potential energy is equal to gmm into integral 1/r² dr, r to infinity. So this is ആദ്യം ഇൻഫിനിറ്റി ആണ്, പിന്നെയാണ് r.
ഇൻഫിനിറ്റി ടു ആർ. സോ 1/r² ഇന്റഗ്രൽ ആക്ച്വലി -1/r ആണ് വരിക. ചോദിക്കലുണ്ട് അല്ലേ? ഓക്കെ, ഇൻഫിനിറ്റി ടു ആർ അത് കൊടുത്തു കഴിഞ്ഞാൽ മൈനസും കൂടെ അങ്ങ് പുറത്ത് വെച്ചോ, -gmm ഇൻറ്റു 1/r - 1/∞. 1/∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. ഇറ്റ്സ് -gmm/r. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ. നൗ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V is equal to potential energy per unit mass, which is -gmm/r divided by small m, which is -gm/r. ഇതാണ് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. ഇതേപോലെ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയൊക്കെ നിങ്ങൾക്ക് എവിടെയുണ്ടെന്ന് അറിയോ? സെക്കൻഡ് ഇയറിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് തുടങ്ങുമ്പോഴുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററും സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാപ്റ്ററും കൂടെ ഒക്കെ നല്ല വൃത്തിയായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ 4 ക്വാണ്ടിറ്റീസ് ആണ് ആക്ച്വലി ഉള്ളത് കേട്ടോ. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഈ 4 ക്വാണ്ടിറ്റീസിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ആ ഡെറിവേഷൻ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വേണം. ഇൻഫിനിറ്റിയിൽ നിന്ന് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് വേണം. അതുകൂടാതെ ഇന്റഗ്രേഷൻ കഴിഞ്ഞ ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം പൊട്ടൻഷ്യൽ എനർജി ഒക്കെ കിട്ടുന്ന സ്റ്റെപ്പുകൾ വേണം. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെ നിന്ന് തുടങ്ങണം എന്ന് നിങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ എന്താണ് അവസാനം കിട്ടേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയണം. അതിൻ്റെ ഇടയിൽ ഒരു 2 സ്റ്റെപ്പും കൂടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ആ രീതിയിൽ ഡെറിവേഷൻസ് പഠിച്ചു വെക്കുക. ഓക്കെ, the maximum value of gravitational potential is, നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ കിട്ടിയത്? ഇറ്റ്സ് -gm/r. ഇറ്റ്സ് ഓൾവേസ് നെഗറ്റീവ്. പൊട്ടൻഷ്യലിന്റെ മാക്സിമം പോയാൽ ഇറ്റ് ബിക്കം 0 അറ്റ് ഇൻഫിനിറ്റി. ഏറ്റവും ഒരുപാട് ദൂരെ ചെന്ന് കഴിഞ്ഞാൽ അത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് 0. ഓക്കെ, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അതിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 0. State Kepler's second law of planetary motion, that means law of areas. അതായത് aerial velocity is a constant. അതാണ് ആ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി. Aerial velocity is a constant. Aerial velocity is a constant. Okay. Now അതിന്റെ derive an equation for the orbital velocity of a satellite. അത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഓർബിറ്റൽ വെലോസിറ്റി √gm/r. അതാണ് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. അത് നമ്മൾ ഡിറൈവ് ചെയ്താണ്. എസ്കേപ്പ് ദ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ്. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് 20 km/s. ഫൈൻഡ് ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദ സ്മോളസ്റ്റ് പോസിബിൾ ഓർബിറ്റ്. അതായത് എസ്കേപ്പ് വെലോസിറ്റി 20 km/s ആണെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ റിലേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ആക്ച്വലി √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി. ദാറ്റ് മീൻസ് ഓർബിറ്റൽ വെലോസിറ്റി ഈസ് എസ്കേപ്പ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ √2. അതായത് 20 km/h അല്ല, ഞാൻ വീണ്ടും അവർ എഴുതുന്നു, km/s. 20 km/s ഡിവൈഡഡ് ബൈ √2. അപ്പോൾ 20 √2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 10√2, അതായത് 14.14 km/s. ഓക്കെ, അതാണ് എസ്കേപ്പ് വെലോസിറ്റി 20 ആണെന്നുണ്ടെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി സ്മോളസ്റ്റ് പോസിബിൾ ഓർബിറ്റ് എന്നും കൂടെ വേണം അതിൻ്റെ അവിടെ. അതായത് ഏറ്റവും ചെറിയ ഓർബിറ്റ്, എർത്തിന്റെ സർഫസ് കൂടെ വരുന്ന ഓർബിറ്റ്. ഓക്കെ, സോ അതോടുകൂടി നമ്മൾ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിന്റെ ഡിസ്കഷൻ ഫിനിഷ് ചെയ്തു. ഇനി 2 ചാപ്റ്ററും കൂടെ ഉണ്ട്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സും. നിങ്ങൾക്ക് ഒരു 5 minutes ഉച്ചയ്ക്ക് ശേഷം നല്ല ക്ഷീണവും നോമ്പുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവും, അല്ലാത്തവർക്ക് അല്ലാതെ തന്നെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ യു ഹാവ് എ 5 minute ബ്രേക്ക്. ഓക്കെ, 3:15 ആയി. ഒരു 3:20 നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ.
ഓക്കെ സ്റ്റുഡൻസ്, ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണോ? നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുന്നു, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഇതും ഫ്ലൂയിഡ്സും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ റിവിഷൻ നിർത്തത് അവസാനിപ്പിക്കാം. ഓഡിയോ വീഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? ഒരു തംസ് അപ്പ്, യെസ് ഓർ സംതിങ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ സോളിഡ്സിൻ്റെ ടോപ്പിക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ, സോളിഡ്സ് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയേണ്ടത് എന്താണ് ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ്, സ്ട്രെയിന്, പിന്നെന്താ ഉള്ളത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ്, ബൾക്ക് മോഡുലസ് ഒക്കെ ഉണ്ട്. അതിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് യങ്സ് മോഡുലസിൽ നിന്നാണ്. യങ്സ് മോഡുലസ് എന്നാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. പിന്നെ മേജർ ആയിട്ടുള്ള സാധനമാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു സാധനമാണത്, സ്ട്രെസ് സ്ട്രെയിൻ കർവ്, അതിലുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്ട്രെസ് സ്ട്രെയിൻ കർവ്. എ ടിപ്പിക്കൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ മെറ്റാലിക് വയർ ഈസ് ഷോൺ ബിലോ. അതായത് ദ നെയിം ഓഫ് ദ പോയിന്റ് ബി ലേബിൾഡ് ഇൻ ദ ഗ്രാഫ്. അവിടെയുള്ള പോയിന്റുകൾ, ഒറിജിൻ ആണ് O. എ എന്ന് പറയുന്നതിൻ്റെ പേര് ഇറ്റ്സ് കോൾഡ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നിരുന്ന സാധനം അവസാനിക്കുന്നതാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. രണ്ടാമത്തത് ബി എന്ന് പറയുന്ന പോയിന്റ്, അതിനെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള പേരുകളാണ് കേട്ടോ. സി എന്ന് പറയുന്ന പോയിന്റ് അങ്ങനെ പ്രത്യേക പേര് പറഞ്ഞിട്ടില്ല. ഡി ആണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് വരുന്ന പോയിന്റ്. ഇ ആണ് ഫ്രാക്ചർ പോയിന്റ്. ഓക്കെ, ഡി ആണ് അൾട്ടിമേറ്റ് tensile strength and E is the fracture point. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബി ആണ്. ബിയുടെ പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, നൗ പാർട്ട് ബി, ഫോർ മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ ദ പോയിന്റ്സ് ഡി ആൻഡ് ഇ ആർ. കോപ്പർ പോലുള്ള മെറ്റൽസ് ആണെങ്കിൽ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഡക്റ്റൈലാണ്, എന്ന് വെച്ചാൽ വലിച്ച് നീട്ടാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ്, സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. അങ്ങനെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഡി ആൻഡ് ഇ ആർ അപ്പാർട്ട്. ഡിയും ഇയും നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും, ആർ അപ്പാർട്ട്. അതേസമയം ബ്രിട്ടിൽ മെറ്റീരിയൽ ഉണ്ടാവും. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പോലത്തെ, ആ ലിമിറ്റ് ഉണ്ട് കഴിഞ്ഞാൽ അപ്പം പൊട്ടും. അങ്ങനെയുള്ള മെറ്റീരിയൽ, വലിച്ചു നീട്ടാൻ പറ്റാത്ത ടൈപ്പ് മെറ്റീരിയലുകളാണെങ്കിൽ ഡി ആൻഡ് ഇ ആർ ക്ലോസ്. അതാണ് ഈ ഓപ്ഷൻസ്, ക്ലോസ് ആൻഡ് ഫാർ അപ്പാർട്ട്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ദേ ആർ ഫാർ അപ്പാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഗർ ഷോസ് എ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ മെറ്റീരിയൽ. വാട്ട് ഇസ് എ യങ്സ് മോഡുലസ് ഓഫ് മെറ്റീരിയൽ? സ്ട്രെസ് സ്ട്രെയിൻ കർവ് വന്നു കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അതായത് ഈ കാണുന്ന ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് എടുത്താൽ മതി. സോ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു സ്യൂട്ടബിൾ നമ്പർ കേട്ടോ, അവിടെ കറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പർ, ഇതാണ് ആ നമ്പർ. ഓക്കെ, അതെടുത്തിട്ട് സ്ട്രെസ് 150 ഇൻറ്റു 10⁶, താഴെ സ്ട്രെയിന് 0.002, അതായത് 150/2 ഇൻറ്റു 10⁹. 150/2 എന്ന് പറഞ്ഞാൽ 75, 7.5 ഇൻറ്റു 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതിൻ്റെ പാർട്ട് ബി, ദ യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം ഈസ് ഗിവൺ and that of copper is also given. Same strain is to be produced on an aluminum wire and copper wire of equal cross section. Which wire requires more force? Okay, strain, Young's modulus is stress by strain. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെയിം സ്ട്രെയിൻ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു യങ്സ് മോഡുലസ്. അപ്പോൾ ഓക്കെ, ഇവിടെ സെയിം സ്ട്രെയിൻ ആണ്, ഈക്വൽ ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ YA ഇൻറ്റു സ്ട്രെയിൻ എന്ന് എഴുതാം. ഇതിൽ സെയിം ഏരിയ ആണ്, സെയിം സ്ട്രെയിൻ ആണ്. ദാറ്റ് മീൻസ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു യങ്സ് മോഡുലസ്. അതായത് ഏതിനാണോ യങ്സ് മോഡുലസ് കൂടുതൽ അതിനായിരിക്കും ഫോഴ്സും കൂടുതൽ വേണ്ടി വരും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെങ്ത്തിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്.
എത്രത്തോളം മെറ്റീരിയൽ സ്ട്രോങ് ആണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യങ്സ് മോഡുലസ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ സ്ട്രോങ് ആണ്, അപ്പോൾ അത് വലിച്ച് നീട്ടണമെങ്കിൽ കൂടുതൽ ഫോഴ്സ് വേണ്ടി വരും. സോ വിച്ച് റിക്വയർ മോർ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതാ വലുത് നോക്കിയാൽ മതി. ഇത് 10⁹, ഇതും 10⁹, ഇത് 70, ഇത് 120 എന്ന് വെച്ചാൽ ദ ആൻസർ ഈസ് കോപ്പർ. കോപ്പറിനാണ് യങ്സ് മോഡുലസ് കൂടുതൽ, അപ്പോൾ കോപ്പറിനാണ് കൂടുതൽ ഫോഴ്സ് വേണ്ടി വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ്. റബ്ബർ ഭയങ്കര ഇലാസ്റ്റിക് ആണെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. അത് ഈ പറയുന്ന ഇലാസ്റ്റിസിറ്റി അല്ല, വലിച്ചാ നീളുക എന്നതല്ല ഇലാസ്റ്റിസിറ്റി, നീണ്ടാലും തിരിച്ച് പഴയതുപോലെ ആവുക എന്നതാണ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റബ്ബർ ആക്ച്വലി ഇലാസ്റ്റോമർ എന്ന് പറയുന്ന പ്രത്യേക കാറ്റഗറിയിലാണ് വരിക, നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ. ഓക്കെ, സോ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ, യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ് ലെസ് ദാൻ യങ്സ് മോഡുലസ് ഓഫ് steel. So less than that of steel. The right answer is option B. Beam of different cross-sectional shape are shown in figure. Why the beam B is used in construction of bridges? കൺസ്ട്രക്ഷൻ, നിങ്ങൾ പാലത്തിന്റെ ബ്രിഡ്ജുകളുടെ കാലുകളൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഐ സെക്ഷൻ എന്നാണ് ഇതിനെ വിളിക്കുക, ഈ ഷേപ്പിനെ. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടു അവോയ്ഡ് അല്ലെങ്കിൽ ടു റെഡ്യൂസ് ബക്കിളിങ് എന്നാണ് അതിനെ പറയാം. അതായത് ഇപ്പൊ നമ്മളൊരു സ്കെയിൽ പോലത്തെ സാധനമൊക്കെ നമ്മളിങ്ങനെ രണ്ടറ്റത്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അത് ബെൻഡ് ആവും. പെൻസിലിനെ ഇപ്പോൾ തൽക്കാലം ഞാൻ ബെൻഡ് ചെയ്യുന്നില്ല, അത് പൊട്ടും, കേടുവരും. അപ്പോൾ ബെൻഡ് ആവുന്ന അതിനാണ് നമ്മൾ ബെൻഡിങ് എന്ന് പറയുക. അതേസമയം നമ്മളിത് ഇങ്ങനെ പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ, സ്കെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ, അതായത് ഇതാ ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ് കുത്തനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ഇതിങ്ങനെ ബെൻഡ് ആവാൻ സാധ്യതയുണ്ട്. ആ ഫിഗർ മനസ്സിലായിണ്ടാ? ആ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അങ്ങനെ ബെൻഡാകുന്നതിനെ വിളിക്കുന്ന പേരാണ് ബക്കിളിങ്. അങ്ങനെ ബക്കിളിങ് അവോയ്ഡ് ചെയ്യാൻ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, ബക്കിളിങ് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഐ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ബ്രിഡ്ജിൽ മാത്രമല്ല, നിങ്ങൾ റെയിൽ കണ്ടിട്ടുണ്ടോ? റെയിൽ ഇങ്ങനെ ഉണ്ടാവാം. ഓക്കെ, അതായത് ട്രെയിൻ കടന്നു പോകുന്ന റെയിൽ പാളമില്ലേ, അതുണ്ടാവുക ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടാണ് ട്രെയിൻ കടന്നു പോവുക. അതിൻ്റെ ഷേപ്പും ഈ പറയുന്ന ഐ ആണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ലോഡ് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഐ സെക്ഷൻ ആണ് യൂസ് ചെയ്യുക. അതിൻ്റെ കാരണം ടു അവോയ്ഡ് ബക്കിളിങ്. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റീൽ റോഡ് ഹാസ് എ റേഡിയസ് ഓഫ് 10 mm. ലെങ്ത്, സോ റേഡിയസ് ഉണ്ട്, length 1 meter, 100 kilonewton force stretches it along the length. Calculate the elongation of the steel rod. Young's modulus എന്നുണ്ട്. Elongation delta L is equal, അതായത് യങ്സ് മോഡുലസിന്റെ ഫോർമുലയിൽ നിന്നാണ് അത് വരുന്നത്. Y is equal to FL by A delta L. That means delta L is equal to FL by AY. Force എത്രയാ? 100 kilonewton, 10⁵. Length 1 meter divided by area of cross section, radius ആണ് തന്നുള്ളത് അല്ലേ. അപ്പോൾ പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു 10 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻², അതിൻ്റെ സ്ക്വയർ ഇൻറ്റു യങ്സ് മോഡുലസ് 2 × 10⁻11. അപ്പോൾ ഇതെല്ലാം കൂടെ 1/2π ഇൻറ്റു 10 പവർ താഴെ 11 4 പോയി കഴിഞ്ഞാൽ 7 5, സോ 10⁻². സോ 1/6.28 സെൻറ്റിമീറ്റർ. 1/6.28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് അറൗണ്ട് 1.6 അല്ലെ 0.16 സെൻറ്റിമീറ്റർ. ഏതാണ്ട് ഈ ഒരു നമ്പർ ആണ് വരിക. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കൃത്യമായിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മെറ്റൽ ക്യൂബ് ഓഫ് സൈഡ് 10 cm സബ്ജക്റ്റഡ് ടു എ ഷിയർ സ്ട്രെസ് ഓഫ് 10⁻4 Newton per meter square. Calculate the rigidity modulus if the top of the cube is displacement by 0.05 cm with respect to its bottom. ഒരു ക്യൂബ് അങ്ങനെ വെച്ചിട്ട് നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇതിങ്ങനെ ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ റിജിഡിറ്റി മോഡുലസ്, അതിനെ തന്നെയാണ് ഷിയർ മോഡുലസ് എന്ന് പറയുക, ഈസ് ഈക്വൽ ടു G is equal to FL by A delta X.
എഫ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ഏരിയ അത് അവിടുത്തെ ഏരിയ ആണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഷിയർ സ്ട്രെസ് എന്ന് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ട്രെസ്. ഓക്കെ, സോ ഇറ്റ്സ് 10⁴ ഇൻറ്റു എൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് ലെങ്ത് ആണ്, വിച്ച് ഈസ് ആക്ച്വലി 10 സെൻറ്റിമീറ്റർ. 0.1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇതുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഇതിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുക. അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് 0.05 സെൻറ്റിമീറ്റർ ആണ്. 0.05 into 10⁻². So this is 10⁻³ താഴെ 5 into 10⁻⁴, which is 10⁻⁷ by 5. 1/5 എന്ന് പറഞ്ഞാൽ 0.2. 2 into 10⁻⁶ Newton per meter square. 2 into 10⁻⁶ Newton per meter square. ഇതാണ് ഷിയർ മോഡുലസിന്റെ ഫോർമുല. അടുത്തത് ഡിഫൈൻ ദ ടേംസ് ടെൻസൈൽ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ലോഞ്ചിറ്റ്യൂഡിനൽ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഡ്രോ എ ടിപ്പിക്കൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ മെറ്റൽ ആൻഡ് മാർക്ക് ദ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. ഒരു ടിപ്പിക്കൽ, അത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്, NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യണം, പിന്നെ പതുക്കെ ബെൻഡ് ആവണം, പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കിയാൽ മതി. ഓക്കെ, സോ ആദ്യം എവിടെ വെച്ചാണോ സ്ട്രെയിറ്റ്നെസ് നഷ്ടപ്പെടുന്നത് അതാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഇലാസ്റ്റിക് ലിമിറ്റ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് വരുന്നത്, അതിനാണ് നമ്മൾ D എന്ന് മാർക്ക് ചെയ്യാറുള്ളത്. ഏറ്റവും അവസാനത്തെ പോയിന്റ് അതിനെയാണ് ഫ്രാക്ചർ പോയിന്റ് എന്ന് വിളിക്കാം. ഈ ABCDE അതിൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന A ആണ്. ഇതാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. ഓക്കെ, അടുത്തത് ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് 2 മെറ്റീരിയൽസ്. അവിടെ സ്പേസ് ഒന്നും ഇല്ലാതെ എഴുതി വെച്ചിട്ടുണ്ട്. 2 മെറ്റീരിയൽസ് A and B are shown below. State the law which relates stress with strain. Stress is directly proportional to strain എന്ന് പറയുന്നത് it's called Hooke's law. Hooke's law under elastic limit അല്ലെങ്കിൽ for small deformations. ചെറിയ ഡിഫോർമേഷൻ ഒക്കെ ആണെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ബി, വിച്ച് ഓഫ് ദ 2 മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്. ഇതിലെ ഇതിന്റെ സ്ലോപ്പ് നോക്കിയാൽ മതി കേട്ടോ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഗ്രാഫുകളിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ലോപ്പാണ്. നൗ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിഗറിന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട്. ഇവിടെ സ്ലോപ്പ്, ഈ ഭാഗത്തിന്റെ സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ബി. ഓക്കെ, അതിന്റെ അർത്ഥം വിച്ച് ഓഫ് ദ 2 മെറ്റീരിയൽ ഹാസ് എ ഗ്രേറ്റർ യങ്സ് മോഡുലസ്. ദ ആൻസർ ഈസ് എ. വിച്ച് ഓഫ് ദ 2 മെറ്റീരിയൽ ഹാസ് മോർ ഡക്റ്റൈൽ. സ്ട്രെച്ച് ചെയ്യുന്നത് ഏതാണ്? അത് ഈ ഭാഗമാണ് കൂടുതൽ സ്ട്രെച്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് മോർ ഡക്റ്റൈൽ എന്ന് പറയുന്നതും എ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ആ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അടുത്തത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് സ്റ്റീൽ വയർ ഇസ് ഷോൺ ബിലോ. ഫ്രം ദ പ്ലോട്ട് ഐഡന്റിഫൈ ദ ഫോളോയിങ്. ABCDE ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ 4 ഓപ്ഷൻസ് എന്ത് ചോദ്യത്തിനുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല. അത് പ്രൊപ്പോർഷണൽ ആയിട്ട് നിൽക്കുന്ന ഭാഗമാണ് OA. ഇത് A എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്, B ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്, D അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, E ഫ്രാക്ചർ പോയിന്റ് ആണ്. ഫോർ സ്മോൾ ഡീഫോർമേഷൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹുക്സ് ലോ. ഹുക്സ് ലോ ആണ് ആൻസർ. അത് പാസ്കൽസ് ലോ ഫ്ലൂയിഡ്സിൽ വരുന്നതാണ്. ന്യൂട്ടൺസ് ലോ, ഏത് ന്യൂട്ടൺസ് ലോ ആണ് ഉദ്ദേശിച്ചെന്ന് അറിയില്ല. അതുപോലെ തന്നെ സ്റ്റോക്സ് ലോ ഫ്ലൂയിഡ്സിൽ വരുന്നതാണ്. ഓക്കെ, അതൊന്നുമല്ല. അവിടെ ആൻസർ ഹുക്സ് ലോ. അടുത്തത് a steel wire has a radius of 10 mm and length 100 kilo. ഓക്കെ, നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ ആണ്. അതെന്ന് വെച്ചാൽ അത് പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നാണ് അതിനർത്ഥം. ഓക്കെ, നമ്പേഴ്സ് പോലും മാറ്റമില്ല. ഓക്കെ, ഐ തിങ്ക് ഇതാണ് ആ ക്വസ്റ്റ്യൻ. റേഡിയസ് 10 mm, ലെങ്ത് 1 meter, 100 kN ഫോഴ്സ്, along calculate the elongation. അതിന്റെ യങ്സ് മോഡുലസ് 2 × 10⁻11. സെയിം സാധനം, 2 × 10⁻11, 10 mm റേഡിയസ്, 1 meter ലെങ്ത്, 100 kN ഫോഴ്സ്. കാൽക്കുലേറ്റ് ദ സ്ട്രെസ്. കാൽക്കുലേറ്റ് ദ സ്ട്രെസ്സും കൂടെ ഉണ്ട്. ആ ഒരു ഭാഗം കൂടെ വേണം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എത്രയാണ്? 100 kN എന്ന് പറഞ്ഞാൽ 10⁻5. ഏരിയ എന്ന് പറയുമ്പോൾ 5 × r². 10 mm എന്ന് പറഞ്ഞാൽ 10⁻2 സ്ക്വയർ. അപ്പോൾ 4 കൂടെ കൂട്ടിയിട്ട് 10⁻9 ഡിവൈഡഡ് ബൈ പൈ. ഓക്കെ,
1 by pi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് അറൗണ്ട് 3. ഒരു 3.2 അടുത്ത് വരും. 3.2 into 10 raised to 8 Newton per meter square. ഓക്കെ, ആൻഡ് ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത അതേ വാല്യൂ തന്നെയാണ് കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് എ വയർ ഓഫ് യങ്സ് മോഡുലസ് y ഈസ്. എന്താ പറഞ്ഞുള്ളത്? ഡബിൾ ദ ലെങ്ത് എന്ന് വെച്ചാൽ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ. ഓക്കെ, സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്, സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ y is equal to stress by strain. So stress is equal to y into strain എത്രയാ? delta L by L, which is actually 1. So it's y. Modulus of y is y. y ന്റെ എത്ര വാല്യൂ എത്രയാണോ അത്ര തന്നെ സ്ട്രെസ് ആണ് വേണ്ടത് അതിന്റെ ലെങ്ത് ഡബിൾ ചെയ്യാൻ. So the answer is, what options ഉണ്ട്? Answer is option C, y. അടുത്തത്, a steel wire of length 1.5 meter and diameter 25 centimeters loaded with the force 98 Newton. The increase in length of the wire is 1.5 into 10 raised to 4 അല്ല 10 raised to minus 4 ആയിരിക്കും കേട്ടോ. Calculate the tensile stress and fractional change in ഇതൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. Calculate the tensile stress and the fractional change in length of the wire. സ്റ്റീൽ വയറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, ലോഡഡ് വിത്ത് ഫോഴ്സ് തന്നിട്ടുണ്ട്, ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദ വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ കാൽക്കുലേറ്റ് ദ സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ്, ഫോഴ്സ് ബൈ ഏരിയ വിച്ച് ഈസ് 98 ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ പൈ, ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്, പൈ d square by 4 എന്ന് കൊടുക്കാം. So 4 into 98 divided by pi 3.14 into diameter 25 centimeter എന്ന് പറഞ്ഞാൽ 1.25 which is 1 by 4 the whole square. So this is 64 into 98 divided by 3.14. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണുള്ളത് അതാണ് സ്ട്രെസ്. The fractional change in the length of the wire എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ 1.5 into 10 raised to minus 4 divided by original 1.5. So the answer is 10 raised to minus 4. Okay. So questions എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണോ തന്നിട്ടുള്ളത് അത് ഉപയോഗപ്പെടുത്തിയിട്ട് വേണം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. നെക്സ്റ്റ്, ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ഈസ്. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിനെയാണ് നമ്മൾ ഷിയർ മോഡുലസ് എന്ന് വിളിക്കുക. അതിലെവിടെ ഷിയർ മോഡുലസ്? പോയ്സൺസ് റേഷ്യോ അല്ല, യങ്സ് മോഡുലസ് അല്ല, ബൾക്ക് മോഡുലസ് അല്ല. ദ ആൻസർ ഈസ് റിജിഡിറ്റി മോഡുലസ്. അതിനെ തന്നെ വിളിക്കുന്ന പേരാണ് ഷിയർ മോഡുലസ്. സ്റ്റേറ്റ് ഹുക്സ് ലോ. ഹുക്സ് ലോ പറയേണ്ടത് for small deformations or നമ്മൾ മറ്റൊരു രീതിയിലും പറയാറുണ്ട് under elastic limit. For small deformations stress is directly proportional to strain. അല്ലെങ്കിൽ under elastic limit stress is directly proportional to strain. അതോടെ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഡിസ്കഷന്റെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നു. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് കയറ്റിയാൽ മതി. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, അതിൽ മേജർ ആയിട്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിന് നിങ്ങൾക്ക് പ്രഷറിന്റെ ഭാഗം, അതുപോലെ തന്നെ ബോയൻസി ഇപ്പോൾ അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. പിന്നുള്ളത് ബെർണോളിസ് പ്രിൻസിപ്പിൾ, പിന്നെ വരുന്നത് വിസ്കോസിറ്റി, അവിടെയാണ് ടെർമിനൽ വെലോസിറ്റി ഒക്കെ വരിക. പിന്നെ വരുന്ന ഭാഗം സർഫസ് ടെൻഷൻ. ഇത്രയും ടോപ്പിക്സ് ആയിട്ട് നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്യാം. The terminal velocity of a copper ball of radius 2 mm falling through a tank of oil at 20 degrees Celsius is 6.5 centimeter per second. Calculate the viscosity of oil at 20 degrees Celsius. Density of oil തന്നിട്ടുണ്ട്, density of copper തന്നിട്ടുണ്ട്. Terminal velocity ന്റെ ഫോർമുല 2/9 r square sigma minus rho g divided by eta. Now eta is equal to 2/9 r square sigma minus rho g by terminal velocity. Values 2/9 radius 2 millimeter. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 into millimeter 10 raised to minus 3 സ്ക്വയർ ചെയ്യുമ്പോൾ 10 raised to minus 6. സിഗ്മ മൈനസ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ഇറ്റ്സ് 8.9
into 10 raised to 3 minus 1.5 into 10 raised to 3 into acceleration due to gravity നമുക്ക് 10 തന്നെ എടുക്കാം divided by terminal velocity is 6.5 into 10 raised to minus 2. Okay, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ആൻസർ. ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിലിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഈറ്റ ഈസ് ഈക്വൽ ടു 8/9 10 raised to minus 6. 8.9 എന്ന് 1.5 പോയി കഴിഞ്ഞാൽ 7.9. സോ 7.4 into 10 raised to 3 into ഒരു 10 താഴെ 6.5 into 10 raised to minus 2. So 8 into 7.4 divided by 9 into 6.5 into 10 raised to 0. ഒന്നും ഉണ്ടാവില്ല. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന എന്താണോ അതാണ് ആൻസർ. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, യു ഗെറ്റ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A device used to lift automobiles is shown in the figure. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈഡ്രോളിക് ലിഫ്റ്റ്. Hydraulic lift. Write the name of the device. അതാണ് hydraulic lift. In the situation shown in the figure, mass of the car is 3000 kilogram and the area of the piston carrying it is 425 centimeter square. What is the pressure to be applied on the smaller piston? അപ്പുറപ്പുറം ഒരേ പ്രഷർ ആയിരിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ക്യാപിറ്റൽ F by capital A is small f by small a. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രഷർ ആയതുകൊണ്ട് ഒരു സൈഡത്തെ പ്രഷർ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫോഴ്സ് 3000 കിലോ ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഇൻറ്റു ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ 425 centimeter square 10 raised to minus 4 കൊടുക്കണം. So this is 425. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ആൻസർ. 3000 divided by 425 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that will be around 7. Around approximately 7. Exact 7 അല്ല വരിക. 7 into 10 raised to 5 അടുത്താണ് വരിക അപ്രോക്സിമേറ്റ്ലി കേട്ടോ. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റർ വെച്ച് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്തത്, വാട്ടർ റൈസസ് അപ്പ് ഇൻ എ നാരോ ട്യൂബ് ഇൻ സ്പൈറ്റ് ഓഫ് ഗ്രാവിറ്റി. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് കാപ്പില്ലാരിറ്റി ഓർ കാപ്പില്ലറി റൈസ്. ഇതിനെയാണ് കാപ്പില്ലറി റൈസ് എന്ന് വിളിക്കാം. Derive an expression for the height of water in the tube in terms of radius of the tube and surface tension of the liquid. കാപ്പില്ലറി റൈസിന്റെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ ഇത് പല പ്രാവശ്യങ്ങളായിട്ട് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. നമ്മളിത് അങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡ് ഇതാ ഇതുവരെ ഉണ്ട്. എന്നാൽ ട്യൂബിനകത്ത് ലിക്വിഡ് കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് റൈസ് ചെയ്ത് നിൽക്കുന്നു. ട്യൂബിനകത്ത് ലിക്വിഡ് നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ. ഈ കാണുന്ന കർവേച്ചർ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തൊരു ഫുൾ സ്ഫെറിക്കലാക്കി മാറ്റുക. ഇതിൻ്റെ റേഡിയസ് ആണ് 6. ഇനി 3-4 പോയിന്റ്സ് ഇവിടുത്തെ പ്രഷറുകൾ 3 പോയിന്റ്സിൽ 4 പോയിന്റ്സിലെ പ്രഷർ എടുക്കുക. ഇവിടെ പ്രഷർ P1, ഇവിടെ പ്രഷർ P2, ഈ ലെവലിൽ പ്രഷർ P3, ഇവിടെ പ്രഷർ P0. ഇവിടെ P1ഉം P0യും ഈക്വൽ ആണ്, കാരണം അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. P1ഉം P0യും ഈക്വൽ ആണ്. നൗ P1 മൈനസ് P2 എന്ന് പറഞ്ഞാൽ അവിടെ കർവേച്ചർ ഉണ്ട്. P1 മൈനസ് P2 എന്ന് പറഞ്ഞാൽ ആ കർവിന്റെ അപ്പുറമാണ്, അവിടെ എക്സസ് പ്രഷർ ഉണ്ടാവും. ദ ഫോർമുല ഈസ് 2T/R. P3യും P2യും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ P3 മൈനസ് P2 എന്ന് പറഞ്ഞാൽ HρG. ഓക്കെ, ഈ P3 എന്ന് പറയുന്നത് പാസ്കൽസ് ലോ അനുസരിച്ച് എന്ത് തന്നെയാണ്? P0 തന്നെയാണ്. അപ്പൊ ഈ ഇക്വേഷൻ P1 എന്നുള്ളത് P0 മൈനസ് P2 ഇറ്റ്സ് 2T/R. അതേപോലെ തന്നെ ഈ ഇക്വേഷൻ P3 എന്നുള്ളത് P0 മൈനസ് P2 ഈസ് ഈക്വൽ ടു HρG. ഇത് രണ്ടും കൂടെ ലെഫ്റ്റ് സൈഡിൽ P0 മൈനസ് P2 P0 മൈനസ് P2 ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ HρG ഈസ് ഈക്വൽ ടു 2T/R എന്ന് കിട്ടും. H ഈസ് ഈക്വൽ ടു 2T/RρG. ഈ ഫോർമുല അല്ല നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്, റേഡിയസ് ഓഫ് ദ ട്യൂബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, റേഡിയസ് ഓഫ് ദ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് R അല്ല, ഈ കാണുന്നതാണ് റേഡിയസ് ഓഫ് ദ ട്യൂബ് എങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ഫിഗർ ഒന്നും കൂടെ വലുതാക്കേണ്ടി വരും. അതായത് ഇവിടെ നമ്മളൊരു ടാൻജന്റ് വരയ്ക്കാം. ഞാൻ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിളും തീറ്റ തന്നെ വരും. അതായത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തന്നു കഴിഞ്ഞാൽ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് ഉണ്ടാവുക.
ഇത് ട്യൂബിന്റെ റേഡിയസ്, ഇത് തീറ്റ, ഇത് മെനിസ്കസിന്റെ റേഡിയസ്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ ആർ, ആർ ഈസ് ഈക്വൽ ടു എ ബൈ കോസ് തീറ്റ. അതായത് ക്യാപില്ലർ റൈസിന്റെ ഫോർമുലയിൽ 2t ബൈ ആർ റോ ജി എന്നുള്ള ആറ് എ ബൈ കോസ് തീറ്റ ഇൻറ്റു റോ ജി എന്നാവും. എച്ച് ഈസ് ഈക്വൽ ടു 2t കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എ റോ ജി. 2t കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എ റോ ജി. അപ്പോൾ അവിടെ വേണ്ടത് എന്തൊക്കെയാണ്? ഈ രണ്ട് റിലേഷൻസ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കി എത്തിക്കേണ്ടത്. ഇതാ P0 മൈനസ് P2 2t ബൈ ആർ, P0 മൈനസ് P2 എച്ച് റോ ജി. എന്നിട്ട് രണ്ടും കൂടെ അങ്ങ് ഇക്വേറ്റ് ചെയ്യുക. അവിടെ നിന്ന് എച്ച് ഈക്വൽ 2t ബൈ ആർ റോ ജി കിട്ടും. ആർ ഈക്വൽ ടു എ ബൈ കോസ് തീറ്റ എന്ന് കൊടുക്കുക. ഓക്കെ, സോ അതാണ് അതിന്റെ ഡെറിവേഷൻ. കഴിഞ്ഞില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിഫൈൻ ആംഗിൾ ഓഫ് കോൺസ്റ്റന്റ് അല്ല ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡിഫൈൻ ചെയ്യാൻ. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇതൊരു സോളിഡ് സർഫസ്, ഇത് കുറച്ച് ലിക്വിഡ് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഈ പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുക. ഇറ്റ്സ് ദ ആംഗിൾ ബിറ്റ്വീൻ, ഒന്നും കൂടെ എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിന്റെ ഡെഫിനിഷൻ ആണ്, ഇറ്റ്സ് ദ ആംഗിൾ ബിറ്റ്വീൻ സോളിഡ് സർഫസ് ആൻഡ് ഇറ്റ്സ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സോളിഡ് സർഫസ് ആൻഡ് ദ ടാൻജന്റ് ഡ്രോൺ ടു ദ ലിക്വിഡ് സർഫസ്. ടാൻജന്റ് ഡ്രോൺ ടു ദ ലിക്വിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്. Angle between solid surface and tangent drawn to the liquid surface at the point of contact. Now waterproofing agents are added to create large or small angle of contact between the water and fiber. Waterproofing എന്ന് പറഞ്ഞാൽ നനയരുത് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആവണം. സോ ദാറ്റ് മീൻസ് ആൻസർ ഈസ് ലാർജ്. നമ്മൾ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം വയ്ക്കൂലേ, നനയുവോ? ചേമ്പിൻ്റെ നമുക്ക് വേണമെങ്കിൽ വാട്ടർ പ്രൂഫാന്ന് പറഞ്ഞൂടെ? സോ ആ രീതിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വലുതായിരിക്കണം. സോ വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് ആർ ആഡഡ് ടു ക്രിയേറ്റ് ലാർജ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഫൈബർ. See, calculate the excess pressure inside an air bubble of radius 1 mm formed just below the free surface of water, given surface tension of water to be 72 into 10 raised to minus 3 Newton per meter. Excess pressure, calculate the excess pressure. Okay, പുതിയൊരു പേജ് എടുക്കാം. കണ്ടെയ്നർ, വെള്ളത്തിന്റെ സർഫസ്, ഇവിടെ ഒരു ബബിൾ ഉണ്ട്. അതിനകത്തുള്ള എക്സസ് പ്രഷർ ആണ് ചോദ്യം. ജസ്റ്റ് ബിലോ ദ, അതായത് ഫ്രോം ജസ്റ്റ് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ P0 തന്നെ ആയിരിക്കും. ഇവിടുത്തെ പ്രഷർ നമുക്ക് വേണ്ടത് P മൈനസ് P0 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 2t ബൈ ആർ. That means P is equal to P0 plus, excess pressure തന്നെയല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആക്ച്വൽ പ്രഷർ അല്ലല്ലോ. സോ എക്സസ് പ്രഷർ ആണ് P minus P0. എക്സസ് പ്രഷർ is equal to 2t by R. 2 into surface tension എത്ര? 72 into 10 raised to minus 3. Divide by radius 1 mm, which is 10 raised to minus 3. 2 into 72 എന്ന് പറഞ്ഞാൽ 144 പാസ്കൽ. 144 പാസ്കൽ, അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ, ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നൗ അടുത്തത്, ഡിറൈവ് ബെർണോളിസ് ഇക്വേഷൻ ഫോർ ദ സ്ട്രീംലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. ഞാൻ അടുത്ത പേജിൽ കാണിച്ചു തരാം. ഫിഗർ എ ആൻഡ് ബി റെഫേഴ്സ് ടു സ്റ്റഡി ഫ്ലോ നോൺ വിസ്കസ് ലിക്വിഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടു ഫിഗേഴ്സ് ഈസ് ഇൻകറക്റ്റ്? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫിഗർ ഇതാ ഇങ്ങനെയാണ്. ഇവിടെ എത്ര വരെയും ഇവിടെ എത്ര വരെയും റൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ കുറഞ്ഞ കേസിൽ ഇതാ ഇങ്ങനെയോ ആണ്. ഓക്കെ, സോ ക്രോസ് സെക്ഷണൽ ഏരിയ കുറവാണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. വെലോസിറ്റി കൂടുതലാണെങ്കിൽ പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറവാണെങ്കിൽ ഹൈറ്റ് കുറവായിരിക്കും. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ കുറഞ്ഞ സ്ഥലത്ത് ഹൈറ്റ് കുറവായിരിക്കും. അതാണ് ഈ കാണുന്നല്ലേ ക്രോസ് സെക്ഷണൽ ഏരിയ കുറവ്. ഇതാണ് കറക്റ്റ് ആൻസർ, ഇതാണ് ഇൻകറക്റ്റ് ആൻസർ. ചോദിച്ചിട്ടുള്ളത് ഇൻകറക്റ്റ് ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷൻ. ബെർണോളി പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷൻ ചെയ്യാൻ നിങ്ങൾ നല്ലൊരു ഫിഗർ ഒക്കെ വരയ്ക്കുക. ആദ്യം ക്രോസ് സെക്ഷണൽ ഏരിയ A1,
A2, velocity V1, V2, height H1, H2. ഞാനൊക്കെ ഫിഗറൊക്കെ നല്ല വൃത്തിയായിട്ട് വരച്ചാൽ തന്നെ അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് തരും. ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ പ്രഷർ P2. നൗ വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഇൻറ്റു വോളിയാണ് വരിക. പ്രഷർ ഇൻറ്റു ഫസ്റ്റത്തെ പോയിന്റിലുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇൻറ്റു അവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി A1 V1 ഇൻറ്റു ഡെൽറ്റ ടി. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്തുള്ള വർക്ക്, മറ്റേ എഡ്ജിലുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2 A2 V2 ഡെൽറ്റ ടി. ഈ വർക്ക് ഡൺ ആണ് എന്തായിട്ട് മാറുന്നത്? കൈനറ്റിക് എനർജിയിലും പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ഡിഫറൻസ് ആയിട്ട് മാറുന്നത്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആൻഡ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. നൗ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാഫ് m V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഈ m എന്ന് പറയുന്നത് മാസ് ആണ്. സോ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. കാരണം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ബൈ ടൈം ആണ്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം. അതിനാണ് ഞാൻ ഡെൽറ്റ ടി എന്ന് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mg H2 മൈനസ് H1. ആ എമ്മിനെ നമുക്ക് എന്ത് കൊടുക്കാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം AV ഡെൽറ്റ ടി ഇൻറ്റു H2 മൈനസ് H1. അത് നമ്മൾ വർക്ക് ഡണിൻ്റെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P1 A1 V1 ഡെൽറ്റ ടി മൈനസ് P2 A2 V2 ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഹാഫ് റോ AV ഡെൽറ്റ ടി ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ AV ഡെൽറ്റ ടി ഇൻറ്റു ഒരു G ഉണ്ടാവും കേട്ടോ അവിടെ, G H2 മൈനസ് H1. ഇതിലെല്ലാത്തിലും A1 V1 ഡെൽറ്റ ടിയും A2 V2 ഡെൽറ്റ ടി ഈക്വൽ ആവും. കാരണം 3 കണ്ടീഷൻസ് ഉണ്ട് ഇവിടെ. ബെർണോളിസ് പ്രിൻസിപ്പിളിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. സ്ട്രീം ലൈൻ ഫ്ലോ ആവണം, ഇൻകംപ്രസിബിൾ ആൻഡ് നോൺ വിസ്കസ്. അപ്പോൾ A1 V1ഉം A2 V2 ഒക്കെ ഈക്വൽ ആവും. അത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. അപ്പോൾ ഇവിടെയും നമുക്കത് കട്ട് ചെയ്യാം, ഇവിടെയും കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ G H2 മൈനസ് H1. കഴിഞ്ഞു. ഇതിൽ ഒരേ സഫിക്സുകൾ, അതായത് 1 വരുന്നതൊക്കെ ഒരു സൈഡിലും 2 വരുന്നതൊക്കെ മറ്റേ സൈഡിലും ആക്കി കഴിഞ്ഞാൽ അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഒരു പേജും കൂടെ എടുത്ത് കാണിച്ചു തരാം. P1 ലെഫ്റ്റ് തന്നെ എടുക്കുക, ഹാഫ് റോ V1 സ്ക്വയർ റൈറ്റ് നിന്ന് ലെഫ്റ്റിക്ക് എടുക്കുക പ്ലസ് റോ G H1. അതുപോലെ P2 റൈറ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ P2 പ്ലസ് ആവും ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ G H2. ഇതാണ് ബെർണോളിസ്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ പഠിക്കാനുള്ള മൊത്തം ഡെറിവേഷൻസിൽ മേ ബി കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ ഫിഗർ വരയ്ക്കുക, ആ കണ്ടീഷൻസ് എഴുതി വെക്കുക, കൂടാതെ വർക്ക്, പൊട്ടൻഷ്യൽ, കൈനറ്റിക് എനർജി. ഇറ്റ്സ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി. അങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ കൺസർവേഷൻസ് ഓഫ് എനർജി. ഓക്കെ, അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷനായി ഇൻകറക്റ്റും കറക്റ്റും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അടുത്തത് given figure shows the principle behind the hydraulic lift. Okay, hydraulic lift നമ്മൾ കണ്ടതാണ്. A small piston റേഡിയസ് തന്നിട്ടുണ്ട്, ലാർജർ പിസ്റ്റന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് if the mass of the car to be lifted is 1350 kilogram. Capital F by capital A is equal to small f by small a. So small f ആണ് നമുക്ക് ഇവിടെ വേണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ എഫ് ഇൻറ്റു A by A. ക്യാപിറ്റൽ എഫ് 1350 ഇൻറ്റു ഗ്രാവിറ്റി 9.8 ഇൻറ്റു ഏരിയൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ സ്ക്വയറിൻ്റെ റേഷ്യോ ആണ്. സോ this is 5 by 15 the whole square. So small f is equal to 135 into 98 into 25 by 225 divided by it's 5. Sorry, 5 or 9.
135 9 കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 അല്ല സോറി 15 into 98 15 into 980 490 1500 നിന്ന് 30 പോയി കഴിഞ്ഞാൽ 1470 ന്യൂട്ടൺ. ഓക്കെ, 1470 ന്യൂട്ടൺ ആണ് അവിടുത്തെ ആൻസർ വരിക. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ ബെർണോളിസ് ആണ്. കൺസിഡർ എ ഫ്ലൂയിഡ് മൂവിങ് ഇൻ എ പൈപ്പ് of varying cross-sectional area as shown in the figure. A1, A2 are cross-sectional areas of the pipe and V1, V2 are the velocities of the fluid. State Bernoulli's principle. The sum of pressure plus half rho V square plus rho GH is a constant. Derive Bernoulli's equation. നമ്മൾ already derivation കാണിച്ചു. Write the equation of Stokes law. Stokes law എന്ന് പറയുന്നത് viscous force എന്നുള്ളതാണ്. It's 6 pi eta RV. ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുമ്പോൾ നിങ്ങളിപ്പോൾ ബെർണോളിസിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോക്സ് ലോ എഴുതുമ്പോൾ ഈറ്റ എന്ന് പറയുന്നത് ഇസ് എ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, ആർ ഇസ് ദ റേഡിയസ്, വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. ഇതൊക്കെ ഓരോ പാരാമീറ്ററും ഓരോ ടേംസും എന്താണ് എന്നുള്ളതും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഗിവ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. 2 പിസ്റ്റൺ വരയ്ക്കുക, ഒന്ന് വലുതും ഒന്ന് ചെറുതും, എന്നിട്ട് ഇങ്ങനെ അങ്ങ് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കുന്നിടത്ത് നിങ്ങൾ നിർബന്ധമായും എഴുതി വെക്കേണ്ടത് എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതേണ്ട സാധനം എന്താ? നിർബന്ധമായിട്ടും അവിടെ മെൻഷൻ ചെയ്തിരിക്കേണ്ട പോയിന്റ് ഇറ്റ്സ് പാസ്കൽസ് ലോ. ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ പാസ്കൽസ് ലോ. ഇവിടെ ലിക്വിഡ് ഉണ്ട്, രണ്ടും കൂടെ കണക്ട് ചെയ്യുക. അപ്പുറത്തും ലിക്വിഡ് ഉണ്ട്. ഇവിടെ നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുക്കുന്നു, അപ്പുറത്തെ സൈഡിൽ നമുക്ക് വലിയ ഫോഴ്സ് കിട്ടുന്നു. ഇതാണ് ഐഡിയ. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സാധനമൊക്കെ കയറ്റി വെച്ച് കാറൊക്കെ വരച്ച് അങ്ങനെ ഉഷാറാക്കാം. ഓക്കെ, ഇവിടെ പിസ്റ്റൺ ഉണ്ടാവും. ഓക്കെ, സോ അവിടെ നിർബന്ധമായിട്ടും ഇറ്റ്സ് ബേസ്ഡ് ഓൺ പാസ്കൽസ് ലോ, ഒരേ ലെവലിൽ ഒരേ പ്രഷർ. ഓക്കെ, ഗുഡ്. അടുത്തത്, ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ ദ ലിക്വിഡ് ഇൻ എ കാപ്പിലറി ട്യൂബ് വിൽ റൈസ് ടു ദ സെയിം ഹൈറ്റ് ആസ് എർത്ത്, ലെസ് ഹൈറ്റ്, മോർ ഹൈറ്റ് ദാറ്റ് ഓൺ എർത്ത്, ഇൻഫിനിറ്റ് ഹൈറ്റ്. എവിടെയാണ് സർഫസ് ഓഫ് ദ മൂൺ? കാപ്പിലറി റൈസിന്റെ ഫോർമുല 2t cos theta divided by a rho g. മൂണിൽ ചെന്ന് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും, അപ്പോൾ ഹൈറ്റ് കൂടുതലായിരിക്കും. സോ ദ ആൻസർ ഈസ് മോർ ഹൈറ്റ് ദാൻ ദാറ്റ് ഓൺ എർത്ത്. റൈറ്റ് ആൻസർ ഈസ് 3. ഓക്കെ, അടുത്തത്, അത് ക്ലിയർ അല്ലേ? മൂണിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാപ്പിലറി റൈസ് കൂടും. I hope that's clear. അടുത്ത, when a metallic sphere falls through a castor oil, its velocity becomes uniform, called terminal velocity. Okay, write the expression for terminal velocity. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യന്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2/9 r square sigma minus rho g divided by eta. The terminal velocity of a copper ball of radius 2 mm falling through an oil at 20 degrees Celsius is 6.5 centimeter per second. Compute the viscosity of oil at 20 degrees Celsius, density of oil given, density of copper given. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ, അതേ വാല്യൂസ്, വേറെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. So don't worry about that. Raindrops falling under gravity do not acquire very high velocity. Once again സെയിം കാരണം തന്നെയാണ് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യും. അതായത് നമ്മൾ
മഴ പെയ്യുന്ന മേഘങ്ങൾ ഒരുപാട് ഹൈറ്റിലൊന്നുമല്ല, എർത്തിന്റെ സർഫസിൽ നിന്നൊരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഹൈറ്റിലൊക്കെയാണ് ഉണ്ടാവുക. ആ ഹൈറ്റിൽ നിന്നുള്ളൊരു ഡ്രോപ്പ് ഫോം ചെയ്ത് അത് താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ അതിന്റെ വെയിറ്റ് കൊണ്ടാണ് അതിനെ താഴേക്ക് വരുന്നത്. പക്ഷേ അങ്ങനെ വന്ന് ഇപ്പൊ ഇനീഷ്യലി വെലോസിറ്റി 0, താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ അതിനൊരു വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് കൂടാതെ അതിന്റെ മുകളിൽ ഒരു വിസ്കസ് ഫോഴ്സും കൂടെ ആക്ട് ചെയ്യും. വിസ്കസ് ഫോഴ്സ് വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ വെലോസിറ്റി കൂടി വരുന്നതിനനുസരിച്ച് വിസ്കസ് ഫോഴ്സും കൂടി വരും. അങ്ങനെ ഇവഞ്ച്വലി എം ജിയും വിസ്കസ് ഫോഴ്സും ബാലൻസ്ഡ് ആവും. അതോടെ വെലോസിറ്റി, അതായത് ആക്സിലറേഷൻ 0 ആവും, നെറ്റ് ഫോഴ്സ് 0 ആവും, അതോടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും. സോ റെയിൻ ഡ്രോപ്സ് falling under gravity do not acquire very high velocity. Why? The answer is they acquire terminal velocity. അത് ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്യും. എന്താ അതിന്റെ കാരണം? ബിക്കോസ് ഓഫ് വിസ്കോസ് ഫോഴ്സ്. ബിക്കോസ് ഓഫ് വിസ്കസ് ഫോഴ്സ്. ഓക്കെ, അടുത്ത പോയിന്റ്. Pick the correct one. When the temperature of liquid increases, surface tension. Temperature increases, surface tension decreases. അത് നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. നമ്മൾ അലക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ അലക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് എന്നൊക്കെ പറയുന്നത് സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഡ്രസ്സ് കൂടുതൽ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. ഓക്കെ, അതായത് വെള്ളം പറയുന്ന നമ്മുടെ ക്ലോത്തിന്റെ ഒക്കെ നൂലിന്റെ ഇഴകളിലൂടെ ശരിക്കും കയറി ഇറങ്ങി പോകണം, എന്നാലാണ് വൃത്തിയാവുക. അപ്പോൾ സർഫസ് ടെൻഷൻ കുറഞ്ഞ ലിക്വിഡാണ് അതിന് നല്ലത് സർഫസ് ടെൻഷൻ കൂടിയതിനേക്കാളും. സോ ടെമ്പറേച്ചർ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ സർഫസ് ടെൻഷൻ ഡിക്രീസസ്. സോ ദ ആൻസർ ഈസ് ഡിക്രീസസ്. വീണ്ടും ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലിപ്പോൾ മെയിനായിട്ട് ചോദിക്കാൻ പോണേതാ, ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഏതാ? അന്ന് ഹൈഡ്രോളിക് ലിഫ്റ്റ്, മറ്റൊന്ന് ബെർണോളിസ് പ്രിൻസിപ്പിൾ. Okay, state Pascal's law. Same pressure at same level. Same horizontal level എല്ലാ സ്ഥലത്തും ഒരേ പ്രഷർ ആയിരിക്കും. Okay, രണ്ടാമത്തെ ഭാഗം. The schematic diagram of a hydraulic lift is shown in figure. Using Pascal's law, find the value of F2 in terms of A1 and A2. F1 by A1 equal to F2 by A2. So F2 is equal to A2 by A1 into F1. A1 A2 are the areas of the pistons. Okay, അത്രേ ഉള്ളൂ. ഈ പറയുന്ന പ്രഷർ അപ്രോപ്രിയേറ്റ് ഇക്വേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. A solid sphere of radius r and density rho is falling through viscous medium of density sigma and coefficient of viscosity eta. What are the different forces acting on the body? ഇതിങ്ങനെ താഴേക്ക് വീഴുമ്പോൾ അതിന്റെ മുകളിൽ വെയിറ്റ് ഉണ്ടാവും, ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ഉണ്ടാവും. മറ്റൊന്ന് ബോയിന്റ് ഫോഴ്സ് ഉണ്ടാവും. താഴേക്ക് വീഴുന്ന ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിങ്? മൂന്നെണ്ണം: വെയിറ്റ്, ബോയൻസി, വിസ്കസ് ഫോഴ്സ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മളിത് ഡിറൈവ് ചെയ്തിട്ടില്ല. ഡെറിവേഷൻ ആക്ച്വലി വളരെ എളുപ്പമാണ്. സോ ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആവും. അതായത് വെയിറ്റ് വി സിഗ്മ ജി, വോളിയം വി, ഡെൻസിറ്റി സിഗ്മ, ഫ്ലൂയിഡ് ഇൻ ഡെൻസിറ്റി റോ എന്ന് പറയുന്ന വെയിറ്റ് വി സിഗ്മ ജി, വോളിയം ഇൻറ്റു ഡെൻസിറ്റി മാസ് ഇൻറ്റു ഗ്രാവിറ്റി വെയിറ്റ് വി സിഗ്മ ജി ഈസ് ഈക്വൽ ടു ബോയൻസി വി റോ ജി പ്ലസ് വിസ്കസ് ഫോഴ്സ് 6 പൈ ഈറ്റ ആർ വി. ആ വി ആണ് ടെർമിനൽ വെലോസിറ്റി. അപ്പൊ 6 പൈ ഈറ്റ ആർ വി ടി എന്ന് പറയുന്നത് വി ഇൻറ്റു സിഗ്മ ജി മൈനസ് വി റോ ജി അല്ലെങ്കിൽ വി ഇൻറ്റു സിഗ്മ മൈനസ് റോ ജി. സോ വി ടി ഈസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ വോളിയം, ഇറ്റ്സ് 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു സിഗ്മ മൈനസ് റോ ജി ഡിവൈഡഡ് ബൈ ഈ പറയുന്ന 6 പൈ ഈറ്റ ആർ. ആ വി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പൈ ക്യാൻസൽ ചെയ്യുക, ഒരു 6 ക്യാൻസൽ ചെയ്യുക, അപ്പോൾ അത് R സ്ക്വയർ ആവും. ഈ കാണുന്ന 4ഉം 6ഉം കട്ട് ചെയ്താൽ 2ഉം 3ഉം ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് മുകളിൽ ഒരു 2, താഴെ 3 × 3 9 R സ്ക്വയർ സിഗ്മ മൈനസ് റോ ജി, താഴെ ഡിനോമിനേറ്ററിൽ പിന്നെ ബാക്കിയുള്ളത് ഈറ്റ മാത്രമാണ്. അപ്പോൾ 2-3 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് 0. അപ്പോൾ മുകൾക്കും താഴേക്കുള്ള ഫോഴ്സുകൾ ഇക്വേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ. The flow of an ideal fluid in a pipe of varying cross section is shown in figure. State and prove Bernoulli's principle. നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടുണ്ട്, Bernoulli's principle പ്രൂഫും പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് എനി 2 characteristics of a fluid that obey Bernoulli's principle. നമ്മൾ 3 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രീം ലൈൻ, നോൺ വിസ്കസ്, ആൻഡ് ഇൻകംപ്രസിബിൾ. ഈ 3 കണ്ടീഷൻസ് ആണ്. സോ റൈറ്റ് എനി 2 characteristics ഓഫ് എ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോൺ വിസ്കസ് ആൻഡ് ഇൻകംപ്രസിബിൾ ആണ്. സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് അതിന്റെ ഫ്ലോന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, അടുത്തത് ഫോർ എ ലിക്വിഡ് ഗ്യാസ് ഇന്റർഫേസ് the convex side has a high pressure than the concave side. അതായത് എക്സസ് പ്രഷറിനെ പറ്റിയാണ് പറയുന്നത്. ഡിറൈവ് an expression for the excess pressure inside a drop. എക്സസ് പ്രഷറിന്റെ ഡെറിവേഷൻ ചെയ്യാം. ഇതൊരു ഡ്രോപ്പിന്റെ റേഡിയസ് 6. ഇതിനകത്തുള്ള പ്രഷർ ലെറ്റ്സ് സേ P1, പുറത്തുള്ള പ്രഷർ P2. അങ്ങനെ ഈ അകത്തുള്ള പ്രഷർ കാരണം പുറത്തേക്ക് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. ഈ പ്രഷർ ഡിഫറൻസ് കാരണം പുറത്തേക്ക് ഫോഴ്സ് ഉണ്ടാവും. സോ വാട്ട് ഈസ് ഔട്ട്വേർഡ് ഫോഴ്സ്? ഔട്ട്വേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് P1 മൈനസ് P2 ഇൻറ്റു അതിന്റെ ഏരിയ വിച്ച് ഈസ് 4πr², സ്ഫിയർ ആണ്. ഓക്കെ, ആ ഔട്ട്വേർഡ് ഫോഴ്സ് കാരണം ഈ കാണുന്ന ലിക്വിഡ് ഡ്രോപ്പ് കുറച്ചും കൂടെ വലുതായി എക്സ്പാൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് Δr, റേഡിയസിലുള്ള ചേഞ്ച് Δr എന്ന് കൊടുക്കാം. സോ വാട്ട് ഈസ് എ വർക്ക് ഡൺ? വർക്ക് ഡൺ ബൈ ദ ഔട്ട്വേർഡ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ദ ഔട്ട്വേർഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഓരോ പോയിന്റിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് Δr അല്ലേ. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ P1 മൈനസ് P2 ഇൻറ്റു 4πr² ഇൻറ്റു Δr. അങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ അതിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തു. ഇപ്പൊ സർഫസ് എനർജി ഇൻക്രീസ് ചെയ്യും. സോ വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ സർഫസ് എനർജി? ചേഞ്ച് ഇൻ സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ സർഫസ് ഏരിയ. സോ ദിസ് ഈസ് സർഫസ് ടെൻഷൻ ഇൻറ്റു സർഫസ് ടെൻഷൻ നമുക്ക് T എന്ന് കൊടുക്കാം, ഇൻറ്റു ചേഞ്ച് ഇൻ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിന്റെ സർഫസ് ഏരിയ 4πr² ആണെങ്കിൽ അതിന്റെ ഡിഫറൻഷ്യൽ ആണ് വരിക. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പാൻഡ് ചെയ്തും ചെയ്യാം. അതായത് 4πr പ്ലസ് Δr ദ ഹോൾ സ്ക്വയർ മൈനസ് 4πr². Now ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് T ഇൻറ്റു 4π ഉണ്ട് പുറത്തു വെക്കാം, മറ്റേ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് r² ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു 2r Δr Δr² ഉണ്ടാവും. ഈ Δr വളരെ ചെറുതായതുകൊണ്ട് Δr² നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ 4πT 2r Δr. ഇതാണ് ചേഞ്ച് ഇൻ സർഫസ് എനർജി. അപ്പൊ അകത്തുള്ള പ്രഷർ കാരണം ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്ത വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന അത് എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ എനർജിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഈ വർക്കും എനർജിയും ഈക്വൽ ആയിരിക്കണം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ സർഫസ് എനർജി. അതായത് P1 മൈനസ് P2 ഇൻറ്റു 4πr² Δr ഈസ് ഈക്വൽ ടു അപ്പുറത്ത് 4πT into 2r Δr. ഓക്കെ, അവിടെ നമുക്ക് ഒരുപാട് കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. 4π ക്യാൻസൽ ചെയ്യാം, Δr ക്യാൻസൽ ചെയ്യാം. സോ P1 മൈനസ് P2 ഒരു 6 ക്യാൻസൽ ചെയ്യാം. P1 മൈനസ് P2 അപ്പുറത്തെ സൈഡിൽ 2 ഉണ്ട്, T ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു 6 ഉള്ള നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എക്സസ് പ്രഷർ. ഇറ്റ്സ് 2T/R. ആ പ്രഷർ സ്വാഭാവികമായിട്ടും കൂടുതൽ കർവേച്ചറിന്റെ ഉള്ളിലാണ് പ്രഷർ കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, സോ ഡിറൈവ് an expression for the excess pressure inside a drop.
നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. രണ്ട് ഭാഗങ്ങളാണ് അതിനുണ്ടാവുക. ആദ്യം വർക്ക് ഡൺ കാണണം ഒരു സൈഡ്, മറ്റേ സൈഡിൽ ചേഞ്ച് ഇൻ എനർജി കാണണം. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എക്സസ് പ്രഷർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടാങ്ക് ഓഫ് 5 meter height is filled with water. Calculate the velocity of efflux through a hole 3 meter below the surface of water. 5 meter height, അതുവരെ ലിക്വിഡ് ഉണ്ട്, ഫിൽഡ് വിത്ത് വാട്ടർ. 3 meter ബിലോ ദ സർഫസ്, ഇത് 3 meter. അപ്പോൾ ഇവിടുന്ന് ലിക്വിഡ് പുറത്തു വരുന്ന സ്പീഡ് എത്രയാണ് ചോദ്യം. അത് ടോറിസെല്ലിയസ് ലോ √2gh. ആ h എന്ന് പറയുന്നത് ഈ പറയുന്ന ഹൈറ്റ് ആണ്. ദിസ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു ഗ്രാവിറ്റി 10 ഇൻറ്റു ആ ഹൈറ്റ് 3. സോ ദിസ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 60. സോ 60ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 7.5 അല്ല 7.6ൻ്റെ ഒക്കെ അടുത്തുണ്ടാവും മീറ്റർ പെർ സെക്കൻഡ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സർഫസ് ടെൻഷൻ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് and it causes capillary rises in small tubes. That is true. What do you mean by surface tension? Surface tension എന്താണ്? സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോ. A liquid surface acts like a stretched membrane. The property is known as surface tension. ഒന്നും കൂടെ, ലിക്വിഡ് സർഫസ് നമ്മളിങ്ങനെ റബ്ബറൊക്കെ വലിച്ചു നീട്ടിയ പോലെ, ബലൂണൊക്കെ വലിച്ചു നീട്ടിയ പോലത്തെ സ്ട്രെച്ച് ചെയ്ത മെംബ്രെയിൻ പോലെ, സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ, ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് സർഫസ് ടെൻഷൻ. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു കാര്യം, ലിക്വിഡ് സർഫസ് ഓൾവേസ് ട്രൈസ് ടു റെഡ്യൂസ് ഇറ്റ് സർഫസ് ഏരിയ. ഒന്നും കൂടെ, ലിക്വിഡ് സർഫസ് ഓൾവേസ് ട്രൈസ് ടു റെഡ്യൂസ് ഇറ്റ് സർഫസ് ഏരിയ. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് സർഫസ് ടെൻഷൻ. ഓക്കെ, അപ്പോൾ അതാണ് സർഫസ് ടെൻഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതേണ്ട ഉത്തരം. ഡ്രോ എ ഫിഗർ ആൻഡ് ഡിറൈവ് എൻ ഇക്വേഷൻ ഫോർ കാപ്പില്ലറി റൈസ് ഇൻ ദ ട്യൂബ് ഓഫ് റേഡിയസ് ആർ. കാപ്പില്ലറി റൈസിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. 2t cos theta ഡിവൈഡഡ് ബൈ a rho g. a ആയിരുന്നു കാപ്പില്ലറി ട്യൂബിന്റെ റേഡിയസ്. ഇപ്പോൾ ആ കാണുന്നത് ക്വസ്റ്റ്യനിൽ r എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 2t cos theta ഡിവൈഡഡ് ബൈ r rho g. Excess pressure inside a liquid drop is 60 Newton per meter square. What will be the excess pressure inside a liquid bubble of the same radius formed by the same liquid? Drop in the excess pressure. Drop in the excess pressure 2t by r. എന്നാൽ ബബിളിന്റെ എക്സസ് പ്രഷർ, ബബിളിന്റെ എക്സസ് പ്രഷർ 4t by r ആണ്. Inside a liquid bubble of the same radius formed by the same liquid. അപ്പോൾ ഇത് 60 ആണെങ്കിൽ this is actually 2 times 2t by r. ഇതാണ് 60. So this will be 120 Newton per meter square. Okay. ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെത് 2t by r ആണെങ്കിൽ സോപ്പ് ബബിളിനകത്തുള്ള എക്സസ് പ്രഷർ അതിൻ്റെ ഡബിൾ ആണ് വരിക. ഓക്കെ, സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊണ്ട്, ഇപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാളെയാണ് നിങ്ങളുടെ എക്സാം. ഈ ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ആദ്യം നിങ്ങൾ നോക്കി എഴുതണം, ശേഷം നിങ്ങൾ നോക്കാതെ എഴുതണം, പിന്നെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ നോക്കാതെ എഴുതണം. അങ്ങനെ 2-3 പ്രാവശ്യം എഴുതി പഠിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഡെറിവേഷൻസ് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. നമ്മളിപ്പോൾ ഏതായാലും ഡിസ്കഷൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ +1 മാത്സ് എക്സാമിന്റെ കാര്യമൊക്കെ കയറി വന്നതുകൊണ്ട് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ പ്രതീക്ഷിച്ച് പോവാതിരിക്കുക. ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കുക. അപ്പം ആ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് വരുന്ന ഒരു കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അതും പ്രതീക്ഷിച്ച് പോകുന്നു. അതിൽ നിന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു. അതാണ് ആക്ച്വലി മാത്സ് എക്സാമിൽ സംഭവിച്ചത്. അതുപോലെ ഫിസിക്സ് എക്സാമിൽ സംഭവിക്കാതിരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന ഫൈനൽ റിവിഷൻ കൊണ്ട് മാത്രം ആണ് ഈ പറയുന്ന നല്ല മാർക്ക് വാങ്ങിയെടുക്കാൻ ഫൈനൽ റിവിഷൻ മാത്രം പോരാ എന്നുള്ള കൃത്യമായ ഒരു ധാരണ കൂടെ നിങ്ങൾക്ക് വേണം. അതായത് ഞാൻ ഏതായാലും നമ്മൾ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള പോയിന്റ്, +1ൻ്റെയും അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലും അതിൻ്റെ മുന്നേ ഒക്കെ നിങ്ങൾ മേ ബി ഒരു സ്റ്റഡി ലീവ് സമയത്ത് അല്ലെങ്കിൽ എക്സാമുകൾക്കിടയിൽ വരുന്ന ഗ്യാപ്പിൻ്റെ സമയത്തൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിയതായിരിക്കാം. അതേ സിസ്റ്റം തന്നെയാണ് നിങ്ങൾ +1നും ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, ഇതുപോലെ മാത്സ് എക്സാം പോലെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടായി പോകുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ
ബോർഡ് എക്സാമിന് മാർക്ക് വാങ്ങാൻ ബോർഡ് എക്സാമിന്റെ പാറ്റേണിലൊന്നും മാറ്റം വരുത്താതിരുന്നു കഴിഞ്ഞാൽ മേ ബി യെസ് നിങ്ങളുടെ ഈ ഫൈനൽ റിവിഷൻ സമയത്തുള്ള കാര്യങ്ങളും ലൈവ് ക്ലാസ്സുകളും യൂട്യൂബിൽ കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മതിയാകുന്നതാവും. എന്നാൽ ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിലൊക്കെ പോകുന്ന സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകളാണ് അവിടെ ക്വാളിഫൈ ചെയ്യുക. അല്ലാതെ അതിനൊരു ക്രാഷ് കോഴ്സ് പോലത്തെ സംഭവങ്ങളോ അല്ലെങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും എൻട്രൻസ് എക്സാമിലില്ല. കാരണം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, നമ്മളെ പുറത്താക്കാൻ വേണ്ടിയാണ് എൻട്രൻസ് എക്സാം നടത്തുന്നത്. അപ്പം എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നവര് നിർബന്ധമായും അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു പോവുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല സ്ഥിരം വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അത് തന്നെ ഇക്കൊല്ലം ചോദിക്കുള്ളൂ എന്ന് വിചാരിക്കരുത് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന ആളുകൾ. അല്ലാത്തവര് എൻട്രൻസ് ഓറിയന്റഡ് അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്തൊക്കെ ഡെറിവേഷൻസ് സ്ഥിരമായിട്ട് വരുന്നുണ്ട്, അതിന്റെ കൂടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പോൾ പഠിത്തത്തിന് നിങ്ങളിപ്പോൾ കോവിഡും അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ട്രെൻഡ് അതേപോലെ നിലനിൽക്കുകയാണ് ഇപ്പോഴും. അതിങ്ങനെ ഒരു അവസാനം വെച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് നമുക്ക് അങ്ങനെ തട്ടിക്കൂട്ടി പഠിച്ചിട്ട് അങ്ങ് പോയിട്ട് മാർക്കൊക്കെ വാങ്ങാം എന്നുള്ള ആ ഒരു ട്രെൻഡ് തീർച്ചയായും എൻട്രൻസ് എക്സാമിൽ വരുമ്പോൾ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ണ് പൊടിയിടാനുള്ള ഒരു ഉടായിപ്പ് പഠിത്തം ആയിട്ട് നടക്കരുത്. എൻട്രൻസ് എക്സാം ആണെങ്കിലും ബോർഡ് എക്സാം ആണെങ്കിലും, ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയാലേ നല്ല കോളേജുകളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ബോർഡ് എക്സാം ആയാലും എൻട്രൻസ് എക്സാം ആയാലും നന്നായിട്ട് പഠിക്കുന്നവർക്കേ ഇത് കഴിച്ചിലായി പോരുള്ളൂ. അല്ലാതെ അവസാന നിമിഷം വെച്ച് കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളുമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഏതായാലും 1-2 ദിവസം കൂടെ നിങ്ങൾക്ക് ഫിസിക്സ് എക്സാമിനുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും കൂടാതെ NCERTയിലുള്ള സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. NCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ തുറന്ന് നോക്കുക, എന്നിട്ട് അതിലുള്ള സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ പല ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിക്കുക. ഓക്കെ, അല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടികളല്ല നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ ഇൻ കേസ് +1 നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയതാണെങ്കിൽ +2ലേക്ക് വരുമ്പോഴെങ്കിലും, +2 10 കുറച്ച് കഴിഞ്ഞാൽ തന്നെ +2 തുടങ്ങൂലേ, +2ൽ വരുമ്പോഴെങ്കിലും വൃത്തിയായിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.